ഹലോ മക്കളെ, കേൾക്കുന്നുണ്ടോ? പറയാമോ? കേൾക്കാമോ? കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. തുടങ്ങാം. അഞ്ജു, ദേവപ്രിയ, തുടങ്ങാം അല്ലേ? കേൾക്കാം. തുടങ്ങി. ഓക്കെ, വെരി സോറി, നമ്മൾ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ ഇത്തിരി ലേറ്റ് ആയത്. തുടങ്ങാമല്ലോ നമുക്ക്. കേൾക്കുന്നുണ്ടോ മക്കളെ? പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ഡിയർ ആദിത്യ, ഗുഡ് മോർണിംഗ്. കേൾക്കണ്ടോ? ഹായ്. കേൾക്കാം അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഗുഡ് മോർണിംഗ് ഹരിപ്രിയ, അലഹ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഒന്ന് പറഞ്ഞേ. വോയിസ് ഓക്കെ അല്ലേ? ഗുഡ് മോർണിംഗ് ഡിയർ, ഗുഡ് മോർണിംഗ്. കേൾക്കാം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലോസ് ഓഫ് മോഷൻ ആണ്. ഓക്കെ, യൂണിറ്റ്സ് 1D പ്ലെയിന് സന്ദീപ് സാർ റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാണ് ഞാൻ കയറാം, ലോസ് ഓഫ് മോഷൻ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തിയറി കുറച്ച് പറയാം. ഓക്കെ, സോ മെയിൻലി നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെക്ക് ലിസ്റ്റ്, നിങ്ങൾ ഡോപ്പൻ്റെ ചാനൽ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ചെക്ക് ലിസ്റ്റ് നമുക്ക് വരാറുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൻ്റെ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരലുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ആഷിഖ് സാറിൻ്റെ ഇന്നലെ വീഡിയോസ് ഉണ്ടായിരുന്നു. സോ നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ നമുക്ക് നോക്കാം, ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിന്ന് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ലോസ് ഓഫ് മോഷൻ ആണ്. സോ ലോസ് ഓഫ് മോഷൻ ഇൻ സിമ്പിൾ ഷോർട്ട് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെയിൻലി 3 സ്റ്റെപ്സ് ആണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ 3 സ്റ്റെപ്പാണ് നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡൻറ്റിഫൈ ദ സിസ്റ്റം. നമുക്ക് കണക്റ്റഡ് ബോഡീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസ് ഉണ്ടാവും, ആ ഒരു മാസ് വേറൊരു ടെൻഷൻ സ്ട്രിങ്ങിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൈൻഡ് പ്ലെയിനിലുണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ പല സാധനങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾക്ക് പ്രോബ്ലം ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണോ അവനെയാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. സിസ്റ്റത്തിനെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് വൺ നമ്മൾ ഐഡൻറ്റിഫൈ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. നമ്മൾ ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഓൺ ദ സിസ്റ്റമാണ് ഓൺ. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഫിക്സ് ചെയ്യണം. മൂന്നാമത്തത് സോൾവ് F = ma എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. Fx = max, Fy = may. ഓക്കെ, 2 ആക്സിസിലും ഇൻ ഷോർട്ട് ഒറ്റ വാക്കിൽ ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം F = ma ആണ്. ഓക്കെ, F = ma എന്നറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ, ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. 9ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുകയാണ് F = ma. ബട്ട് എന്തുകൊണ്ടാണ് നീറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ കീം എക്സാമിനേഷന് നമുക്ക് ലോസ് ഓഫ് മോഷൻ ഡിഫിക്കൽട്ടായി എന്ന് വരുമ്പോൾ നമുക്ക് എന്തറിയണം? ഓരോ ആക്സിസിലെ ഫോഴ്സ്, ആ ആക്സിസിലെ ആക്സിലറേഷൻ എങ്ങനെയാണ്, ആ ആക്സിസിലെ ഫോഴ്സസ് എങ്ങനെയാണ് എന്ന് നമുക്ക് വൃത്തിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റണം. തുടങ്ങല്ലേ മക്കളെ? ഓക്കെ, സോ ലോസ് ഓഫ് മോഷനിൽ കാര്യമായിട്ട് കുറേ ഇക്വേഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് നമുക്ക് നിങ്ങളിപ്പോൾ ഒരു ഫോർമുല ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ ഏത് നോട്ട് തന്നെ ആയിക്കോട്ടെ, നോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ധാരാളം ഫോർമുലകൾ എന്ന് പറയാൻ പാകത്തിനൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ F = ma വെച്ചിട്ട് ടെൻഷൻ കാണാനും ഫ്രിക്ഷണൽ ഫോഴ്സ് കാണാനും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റേണ്ടത്. ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഏതൊരു പ്രോബ്ലം എടുത്താലും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഈ 3 പോയിന്റ്സ് ആണ്. പിന്നെ നമുക്ക് വരിക ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ബേസ്ഡ് ഓൺ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഓക്കെ, സ്ലോപ്പ് എന്നാണ് 50% ക്വസ്റ്റ്യൻസും വരിക, ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ. പിന്നെ അടുത്ത 50% ഓഫ് ക്വസ്റ്റ്യൻ വിൽ ബി ഫ്രം ദി ഏരിയ അണ്ടർ ദ ഗ്രാഫ്.
അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അത് 1D ആയിക്കോട്ടെ, പ്ലെയിൻ ആയിക്കോട്ടെ, ലോസ് ആയിക്കോട്ടെ, വർക്ക് എനർജി ആയിക്കോട്ടെ, റൊട്ടേഷൻ ആയിക്കോട്ടെ, ഏത് ചാപ്റ്ററിൽ നിന്നും ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് വാട്ട് ഇസ് ദ അഡ്രസ്, ആരാണ് വൈ ആക്സിസിൽ ആരാണ്, എക്സ് ആക്സിൽ ആരാണ് എന്ന് കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം എൻ്റെ ക്വസ്റ്റ്യൻ സ്ലോപ്പിനെ വിത്ത് റെസ്പെക്ട് ടു ആണോ എന്ന് നോക്കണം. സ്ലോപ്പിനെ വിത്ത് റെസ്പെക്ട് ടു ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? y/x ആണോ എൻ്റെ ഉത്തരം എന്ന് നോക്കുക. അതല്ല എന്നെങ്കിൽ ജസ്റ്റ് y/x ആണോ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് നോക്കുക. സോ y/x ആണെങ്കിൽ നമ്മൾ കാണേണ്ടത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആയിരിക്കും. y/x ആണെങ്കിൽ നമ്മൾ കാണേണ്ടത് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യല്ലേ മക്കളെ. പിന്നെ ലാസ്റ്റ് സർക്കുലർ മോഷനും ബാങ്കിങ് ഓഫ് ദ റോഡ് ഉണ്ട്. ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വരിക. ഓക്കെ, സോ 2016 നീറ്റിൽ ചോദിച്ചത് ബാങ്കിങ് ഓഫ് ദി റോഡിൻ്റെ മാക്സിമം വെലോസിറ്റി ഇൻ സേഫ് ടേൺ ആയിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, സോ ചില ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിരിക്കും, ഫോർമുല എന്താണെന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഫോർമുല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റെഡിയാക്കി വെക്കുക. ഫോർമുല നമ്മുടെ കയ്യിൽ ഫോർമുല ഷീറ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്ലാസ് എന്നൊക്കെയുള്ള ഫോർമുലകളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക. ബിക്കോസ് ചില ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം 2022 ഓൾമോസ്റ്റ് ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഫോർമുല ആയിരുന്നു. ഫോർമുല നമുക്ക് ബൈ ഹാർട്ട് അറിയെങ്കിൽ നമുക്ക് പേനയോട് കാൽക്കുലേഷൻ ചെയ്യേണ്ട പോലും ആവശ്യമില്ല. നേരിട്ട് ആ ഫോർമുലയിൽ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഡയറക്റ്റ്ലി ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഫോർമുല എപ്പോഴും അറിയണം. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് അറിയണം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ലോസ് ഓഫ് മോഷൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. തുടങ്ങാം മക്കളെ, ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞേ, ഇന്ന് എത്ര നേരം വരെ കാണും? ഇന്ന് ത്രൂ ഔട്ട് ഇന്ന് ഫിസിക്സിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നിന്ന് നമ്മൾ മുഴുവൻ +1ഉം +2ൻ്റെയും ഫിസിക്സ് മൊത്തം ഇൻഷാല്ലാ നമ്മളിന്ന് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലകൾ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഫോർമുല നമ്മുടെ കയ്യിലുണ്ടാവുക. ജസ്റ്റ് തിയറിറ്റിക്കൽ ജസ്റ്റ് ഒരു ബേസ്, ആ ചാപ്റ്ററിന് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത് അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കി വെക്കുക. ദെൻ പ്രോബ്ലംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻ. സോ നമുക്ക് തുടങ്ങാം. സോ ലെറ്റ്സ് ഡു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കി മക്കളെ, ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗ്രാഫ്, കഴിഞ്ഞ വർഷം 2-3 ക്വസ്റ്റ്യൻ ഗ്രാഫിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ 1 ഡയമെൻഷൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രാഫ് എവിടെ നിന്ന് വേണമെങ്കിലും വരാം, ഏത് ചാപ്റ്ററിൽ നിന്നും ഗ്രാഫ് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, ഗ്രാഫ് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഗ്രാഫ് എന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കി, ഫോഴ്സ് ആണ്, ടൈമാണ്. ഓക്കെ, ഫോഴ്സും ടൈമിൻ്റെയാണ് ഗ്രാഫ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ഇസ് ആക്റ്റഡ് ഓൺ ബൈ എ നെറ്റ് ഫോഴ്സ് F which varies with the time t as shown in the graph. ഓക്കെ, അപ്പോൾ ഫോഴ്സും ടൈമും തമ്മിലാണ് ഗ്രാഫ് തന്നിട്ടുള്ളത്. ചോദ്യം എന്താ? then the net momentum in SI unit. നെറ്റ് മൊമെൻറ്റം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രാഫ് നമ്മൾ നോക്കി, ഫോഴ്സ് ആൻഡ് ടൈം ആണ് ഗ്രാഫിൻ്റെ 2 വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. y ആക്സിൽ ഫോഴ്സ് ആണ്, എക്സ് ആക്സിൽ ടൈമാണ്, റൈറ്റ്. ഇനി നമ്മൾ കാണേണ്ടത് എന്താ? ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റവും നമ്മുടെ ഗ്രാഫും തമ്മിൽ എന്താണ് ബന്ധം നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു y/x ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, y/x. സോ എനിക്ക് കാണേണ്ടത് മൊമെൻ്റ് ആണ്. ഓക്കെ, എനിക്ക് കാണേണ്ടത് മൊമെൻ്റ് ആണ്. y ആക്സിസിൽ ആരാ? ഫോഴ്സ് ആണ്. എക്സ് ആക്സിൽ ആരാ? ടൈമാണ്. സോ ഫോഴ്സ് ബൈ ടൈം ആണോ മൊമെൻറ്റം? അല്ല. സോ എനിക്ക് എന്ത് കാണേണ്ട ആവശ്യമില്ല, എനിക്ക് സ്ലോപ്പ് അല്ല കാണേണ്ടത്. ഞാൻ പറഞ്ഞു 50% ഓഫ് ദ ക്വസ്റ്റ്യൻ വിൽ ബി ബേസ്ഡ് ഓൺ സ്ലോപ്പ് ആയിരിക്കും. അനദർ 50% ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആയിരിക്കും. ഇനി അടുത്തത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, y/x. സോ ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം ആണോ മൊമെൻറ്റം? അതെ, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് എൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ. സോ ഐ ഹാവ് ടു ഗോ ഫോർ ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഓക്കെ, സോ 140. വെരി ഗുഡ് അഞ്ജു. ഓക്കെ, സോ ഡൺ, തീരുമാനമായി. സോ ദാ ഇവിടുത്തെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് നോക്കി. ഇവിടെ നോക്കി, ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതേതാ? ഇത് ട്രയാങ്കിൾ ആണ്. സോ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ്. ഏതാ ബേസ് എന്ന് പറഞ്ഞാൽ? 4 × 20 പ്ലസ് ഇവൻ ആരാ? ദിസ് ഇസ് റെക്ടാങ്കിൾ. റെക്ടാങ്കിളിൻ്റെ ദാ ഈ ഏരിയ നോക്കി മക്കളെ, ദാ ഇത്രയും പോർഷൻ നോക്കി, ഇതാരാ? 4 × ഇതെത്രയാ? 4 അല്ലേ? ഇതാണ് 4. സോ 4 × അഗെയിൻ 20. സോ 4 × 20 പ്ലസ് മൂന്നാമത്തതും ട്രയാങ്കിൾ ആണ്. ദിസ് ഇസ് ഓൾസോ ട്രയാങ്കിൾ. നമ്മൾ ആഡ് ചെയ്യാണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? ഇവിടുത്തെ ബേസ് 2 അല്ലേ? ഇത് 8 ആണ്, ഇത് 10 ആണ്. സോ ദ ബേസ് വിൽ ബി 2 ആൻഡ് ഹൈറ്റ് എത്രയാ? അഗെയിൻ 20. സോ എല്ലാം കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. നമുക്ക് 140 കിട്ടും. കിട്ടൂലേ മക്കളെ? ആശ, വിരാട് കോഹ്ലി ഒക്കെ ഉണ്ടല്ലേ ലൈവ് അറ്റൻഡ് ചെയ്യാൻ. ദാറ്റ്സ് വെരി ഗുഡ് ന്യൂസ്. ഓക്കെ, സോ
140 ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് വിൽ ബി വെരി 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 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, എന്നറിയോ, ഏരിയ ബിലോ ദ ഗ്രാഫ് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഏരിയ ബിലോ ദ ഗ്രാഫ്, ബിലോ ദ എക്സ് ആക്സിസ് വരുമ്പോൾ യു ഹാവ് ടു ഗോ ഫോർ ദ മൈനസ്. അറിയാലോ മക്കളെ, അറിയില്ലേ റഹ്മത്ത്? അറിയാം. ഓക്കെ, സോ ഏരിയ ബിലോ ദ ഗ്രാഫ് വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ ഇപ്പോഴും ഏരിയ, സ്ലോപ്പ്, ഏരിയ, ഈ രണ്ട് കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഏത് ക്വസ്റ്റ്യനിൽ ഏത് ചാപ്റ്ററിൻ്റെ ഗ്രാഫ് വന്നാലും ഓക്കെ ഒന്ന് പറയണേ മക്കളെ. ഓക്കെ, സോ നിങ്ങൾ കമൻസിനനുസരിച്ചാണ് നമുക്ക് വേം പറഞ്ഞ് പോകാം. ഓക്കെ, സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അഞ്ചു ഓക്കെ സെറ്റാണ്. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. 2 masses of 10 kg and 5 kg are suspended from a fixed support as shown in the figure. Okay, figure ഞാൻ തരാം. ഇതാണ് നമ്മുടെ 10 kg, ഇതാണ് 5 kg എന്ന് ചോദിക്കും. ഓക്കെ, 5 kg and this is 10 kg ആണ്. The system is pulled down with a force of 150 Newton. 150 Newton വെച്ച് നമ്മൾ ഈ ഒരു ഹോൾ സിസ്റ്റം നേരെ താഴോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, attached to the lower mass. The string attached to the support breaks and the system accelerates downward. If the downward force continues to act, what is the acceleration of the system? ആണ് ചോദ്യം. ഓക്കെ, എന്താ ചോദിച്ചിട്ടുള്ളത്? ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ ഞാൻ ജസ്റ്റ് ആ ഒരു ഫിഗർ ഇങ്ങോട്ട് നീക്കി വെക്കാം. നോക്കിക്കോ മക്കളെ, ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയണം ഇവിടെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ ഫോഴ്സ് ആണ് എന്ന് നോക്കില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആകെ ഒരൊറ്റ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് സോൾവ് ചെയ്യേണ്ട ഒരേ ഒരു ഇക്വേഷൻ F = ma മാത്രമായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫോഴ്സ് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് നേരെ F = ma കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി അവസാനിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കി ഇവിടെ എന്തൊക്കെയുണ്ട്. ഇവിടെ ഈ ഒരു സെറ്റപ്പാണ് ആദ്യം തന്നിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, കയർ പൊട്ടിപ്പോയി. റൈറ്റ്, ദ സ്ട്രിങ് അറ്റാച്ച് ടു ദ സപ്പോർട്ട് ബ്രേക്ക് ആയിപ്പോയി. എന്താ അതുപോലെ താഴോട്ട് വന്നു. ആൻഡ് ഇത് ശ്രദ്ധിക്കണേ, ലാസ്റ്റ് തന്നെ ശ്രദ്ധിക്കണേ, ഇഫ് ദ ഡൗൺവേർഡ് ഫോഴ്സ് കണ്ടിന്യൂസ് ടു ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നേരത്തെ ഉണ്ടായിരുന്ന ഫോഴ്സസ് അതുപോലെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം? വെരി സിമ്പിൾ ആണ്. നോക്കിയോ മക്കളെ, ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ മാസ് ഉണ്ടോ നിങ്ങൾക്കറിയണം. മാസ് ഉണ്ടോ അവിടെ എന്തുണ്ടാവും? ഫിഗർ കുറച്ച് ലെഫ്റ്റിലോട്ടാക്കാം. ഫിഗർ ഓക്കെ നോക്കിക്കോട്ടോ. ഓക്കെ അല്ലേ? ഫിഗർ സെറ്റ് അല്ലേ മക്കളെ? പറഞ്ഞേ നോക്കാം. ഓക്കെ അല്ലേ? ഫൈൻ. 20 ആണ്. വെരി ഗുഡ് മുഹമ്മദ് സിനാൻ. ഓക്കെ, വണ്ടർഫുൾ. 20 ആണ് ആൻസർ. ഓക്കെ, നോക്കാം നമുക്ക്. സോ ഇവിടെ നമുക്ക് മാസ് ഉണ്ട്. അപ്പം നമുക്ക് ആ മാസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ എന്തുണ്ടാവും? 5g ഉണ്ടാവും. ഇവിടെ 10 kg ഉണ്ട്. സോ താഴോട്ട് ഉണ്ടാവും 10g ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഏത് ആക്സിസ് എടുക്കാൻ പോകുന്നത്? y ആക്സിസ് എടുക്കാൻ പോകുന്നത്. സോ F = ma/y. കാരണം x ആക്സിൽ ആരും തന്നെ ഇല്ല. സോ നമ്മളോട് ചോദ്യം എന്താണ്? ഇത് ബ്രേക്ക് ആയിട്ടോ, ഈ സാധനം ബ്രേക്കായി, ഇത് പൊട്ടിപ്പോയി. ഇത് പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ ആക്സിലറേഷൻ? സോ ആക്സിലറേഷൻ = നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ m ആണ് ആൻസർ. m ടോട്ടൽ ആണ്. ഓക്കെ, നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ m ടോട്ടൽ. അപ്പോൾ ഇവിടെ എത്രയാണ് ഫോഴ്സസ് ഉള്ളത്? ഒന്നിതാ ഇത് 5g താഴോട്ടാണ്, പിന്നെ 10g താഴോട്ടാണ്, പിന്നെ ഈ സ്ട്രിങ്ങിന് മാസ് ഒന്നുമില്ല. ഉണ്ടോ? മാസ് ഉണ്ടെങ്കിൽ അവർ പറയുമായിരുന്നു there is mass എന്ന് പറയുമായിരുന്നു. സോ മാസ് ഒന്നുമില്ല. സോ ടോട്ടൽ ഫോഴ്സ് ഡ്യൂ ടു വെയിറ്റ് 5g പ്ലസ് 10g ആണ്. പ്ലസ് ഇവിടെ 150 Newton എക്സ്ട്രാ താഴോട്ടുണ്ട്. സോ ഞാൻ ഈ ഒരു പോർഷൻ ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാണ്. സോ പ്ലസ് 150 ഡിവൈഡഡ് ബൈ ഇത്രയും ഫോഴ്സ് ആണ് എനിക്കുള്ളത്. ഡിവൈഡ് ബൈ മാസ് എത്രയാ? 5 + 10. അപ്പോൾ നോക്കി മക്കളെ, 5g എത്രയാണ്? 50 പ്ലസ് 100 പ്ലസ് 150 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, സോ എത്ര വരും? 300. 150 പ്ലസ് 150 300 ബൈ 15. ആൻസർ എത്ര വരും മക്കളെ? 20 m/s² ആണ് എൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ നഫീസ, വണ്ടർഫുൾ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? പറഞ്ഞേ ക്ലിയർ ആണോ? കാൽക്കുലേഷൻസ് ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, പറയണേ ക്ലിയർ ആണോ എന്ന് പറയണേ മക്കളെ. ഓക്കെ അല്ലേ? കാൽക്കുലേഷൻസ് എല്ലാം സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ ആണ്. ഫൈൻ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി മക്കളെ. എ ബോംബ് ഓഫ് 12 kg explodes into 2 pieces of mass 4 kg and 8 kg. ഓക്കെ,
അപ്പോൾ എക്സ്പ്ലോഷൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ക്ലിയർ ആണ്, ഫൈൻ. എക്സ്പ്ലോഷൻ്റെ ക്വസ്റ്റ്യൻസ്, ഒരു ഷെൽ ബ്രേക്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിൻ്റെ കുത്തകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് മൊമെൻറ്റം കൺസർവേഷൻ ആണ്. എന്തെങ്കിലും ഒരു സാധനം പൊട്ടിത്തെറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇത്ര ഫ്രാക്ഷനായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് ഫോഴ്സ്, പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആരും ആക്ട് ചെയ്യുന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ നമുക്ക് മൊമെൻറ്റം കൺസർവേഷൻ, അതായത് ലോസ് ഓഫ് മോഷനിലുണ്ട്, പിന്നെ വർക്ക് എനർജിയിലുണ്ട്, പിന്നെ റൊട്ടേഷണൽ ഡൈനാമിക്സിലും വരെ ഉണ്ട്. എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയണേ, എന്തെങ്കിലും പൊട്ടിത്തെറിക്കുകയാണെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു മാസ് ബ്രേക്സ് ഇൻ ടു ഇത്ര പീസസ് ആയി എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കൺസെപ്റ്റ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വേണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം. എ ബോംബ് ഓഫ് 12 കിലോഗ്രാം. ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക്. വണ്ടർഫുൾ, വെരി ഗുഡ് നിരഞ്ജന. ഓക്കെ, bomb of 12 kilogram explodes into two pieces of mass 4 kilogram and 8 kilogram. The velocity of the 8 kilogram is 6 meter per second. The kinetic energy of the other mass ആണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതാ നോക്കിയേ, kinetic energy of the other mass. വണ്ടർഫുൾ, വെരി ഗുഡ് സിനാൻ, വെരി ഗുഡ്. ഓക്കെ, 288 ആണ് ആൻസർ. നോക്കാം നമുക്ക് എങ്ങനെയാണ് സംഭവം. ആദ്യം നമ്മൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ അല്ലേ, ബോംബ് എക്സ്പ്ലോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ച് തുടങ്ങിയപ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. സോ ബിഫോർ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു, മൊമെൻറ്റം 0 ആയിരുന്നു. സോ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. ഫൈനലിനും മൊമെൻറ്റവും അത് തന്നെയായിരിക്കും. ദാറ്റ് ഇസ് എ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. അപ്പോൾ അതാ കൊടുത്തോ, എന്താണ് 12 കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് എത്രയായിട്ട് മാറി, 4 കിലോഗ്രാമും 8 കിലോഗ്രാമായിട്ട് മാറി. അപ്പോൾ നമുക്ക് എങ്ങനെ മൊമെൻറ്റം കൺസർവേഷൻ, ഫോർ ദ ഫോർമുല m1 m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 ആണ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി 0 ആയതുകൊണ്ട് ഞാൻ അവനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമുക്ക് ഇവിടെ ഒരൊറ്റ മാസേ ഉള്ളൂ. ഫൈനലി പൊട്ടിത്തെറിച്ചതിന് ശേഷം 4 ഇൻറ്റു 4ൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ടോ, ഇല്ല, 4ൻ്റെ വെലോസിറ്റി തന്നിട്ടില്ല. സോ നമുക്ക് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് v പ്ലസ് 8 ഇൻറ്റു 8ൻ്റെ വെലോസിറ്റി എത്രയാണ് തന്നിട്ടുണ്ട്, 6 ആണ് തന്നിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു വാട്ട്, 0. ചോദ്യം എന്താണ്, ചോദ്യം കൈനറ്റിക് എനർജി ഓഫ് ദി അതർ മാസ് ആണ്. അതർ മാസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 2 മാസ് ഉണ്ട്, 1 4 ഉണ്ട് 8 ഉണ്ട്. അപ്പോൾ ആരെക്കുറിച്ചിട്ട്, ആരുടെ കൈനറ്റിക് എനർജിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക, 8ൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ ദ അതർ മാസ് വിൽ ബി 4. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി അതർ മാസ് വിൽ ഈക്വൽ ടു -8 ഇൻറ്റു 6/4. എത്ര കിട്ടും, 8 ഇൻറ്റു 6 എത്രയാണ്, 48, -48/4 എത്ര കിട്ടും മക്കളെ, -12 കിട്ടും. -12 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ നെഗറ്റീവ്, ഒരെണ്ണം അങ്ങോട്ട് പോയാൽ മറ്റേ ആൾ ഇടത്തോട്ടാണ് പോവുക. അങ്ങനെ എന്നാൽ മാത്രമേ നമ്മുടെ എന്ത് കൺസർവ് ആവുള്ളൂ, മൊമെൻറ്റം കൺസർവ് ആവുള്ളൂ. ബുള്ളറ്റും ഗണ്ണിൻ്റെ ഒക്കെ റീകോയിൽ വെലോസിറ്റി പോലെ. ഫൈൻ. സോ ചോദ്യം എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് ദി അതർ മാസ്. സോ 4 കിലോഗ്രാം ആണ്. സോ 1/2 ഇൻറ്റു 4 ഇൻറ്റു എത്ര, വെലോസിറ്റി എത്രയാ, 12². സോ എത്ര കിട്ടും, 288 ജൂൾ കിട്ടും. കിട്ടൂലേ മക്കളെ, 288. വിരാട് കോഹ്ലി, ഓക്കെ, യെസ്. നഫീസ 24 ആണോ, 24 ആണോ കിട്ടുക, ക്ലിയർ അല്ലേ നഫീസ, പറയണേ. ഓപ്പോസിറ്റ് ആണ് നിരഞ്ജന, വെരി ഗുഡ്, വണ്ടർഫുൾ. ഓക്കെ, ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാ നോക്കിക്കോ, ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. എ ബ്ലോക്ക് ഓഫ് മാസ് m is pulled along a horizontal frictionless surface, okay, by a rope of mass m. If a force P is applied at the free end of the rope, the force exerted by the rope on the block is, എന്താ ചോദ്യം, ചോദ്യം നോക്ക്. ഓക്കെ, നിഹാൽ റെഡിയാണ്. നിഹാൽ, ഓക്കെ, ഫൈൻ. സോ വണ്ടർഫുൾ, നിഹാൽ ഓൾറെഡി. സി മക്കളെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മൾ നീറ്റ് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ കാണാത്തതായിട്ട് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രീവിയസ് ഇയേഴ്സ്, ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് ഓൾവേസ് പ്രീവിയസ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രീവിയസ് ഇയേഴ്സ് ചെയ്തിട്ടുണ്ടാവണം മസ്റ്റായിട്ട് കേട്ടോ. സെക്കൻഡ് പ്രിഫറൻസ് ഇസ് NCERT സോൾഡ് എക്സാമ്പിൾസ്. സോൾഡ് എക്സാമ്പിൾസും നിങ്ങൾ പരമാവധി അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മറിച്ചെങ്കിലും വിട്ടു പോകണം. കാരണം എന്ന് വെച്ചാൽ എല്ലാ വർഷവും NCERT സോൾഡ് എക്സാമ്പിൾ എന്ന് മിനിമം 2-3 ക്വസ്റ്റ്യനെങ്കിലും വരാറുണ്ട്. ഓക്കെ, സോൾഡ് എക്സാം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ചേഞ്ചിങ് ദി വാല്യൂസ് പോലും മാറ്റില്ല, അങ്ങനെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മോസ്റ്റ്ലി ഓൾ ദ ക്വസ്റ്റ്യൻസ് ആർ പ്രീവിയസ് ഇയേഴ്സ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റേൺ നമ്മുടെ മനസ്സിൽ കിടക്കും, വേഗം തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അഞ്ജു ചെറിയൊരു ക്ലാരിറ്റി ഉണ്ട്, പറയാം നമുക്ക്. ഓക്കെ അഞ്ജു, ഞാൻ പറയാം എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉത്തരത്തിലോട്ട് എത്തുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ എങ്ങനെ ഡി വരും എന്ന് ആലോചിക്കേണ്ട. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറുള്ള അതേ പാറ്റേൺ തന്നെ പോവാം. ആദ്യം നമുക്ക് ഫിഗർ വരക്കാം. ബ്ലോക്ക് ഓഫ് മാസ് m. ഓക്കെ, വലിയൊരു മാസ് ഉണ്ട്, m ആണ്. ഇതിനെ നമ്മൾ ചെറിയൊരു കയറിട്ട് വലിക്കുകയാണ്. ഓക്കെ, ചെറിയൊരു കയറിട്ട് വലിക്കുകയാണ്. സോ ചോദ്യം എന്താണ്, വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ്
by the rope on the block. ഈ റോപ്പ് അതാ, ഈ റോപ്പ് ഇവനെ നമ്മൾ ഇങ്ങോട്ട് വലിക്കാന്ന് വിചാരിക്കാം, പി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇവനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും, ഇവനെ ഇങ്ങോട്ടും പിടിച്ച് വലിക്കും. ഓക്കെ, ഇവനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും, അവനെ അങ്ങോട്ട് പിടിച്ച് വലിക്കും. ന്യൂട്ടൺസ് തേർഡ് ലോ, റൈറ്റ്? ഒരാൾ മൂവ് ചെയ്യുമ്പോൾ മറ്റാൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വലത്തെ വശത്തുള്ള ആൾ മൂവ് ചെയ്യുമ്പോൾ ഇവൻ തൊട്ടപ്പുറത്തുള്ള ആളെയും പിടിച്ച് വലിക്കൂലേ? സോ നമുക്ക് കാണേണ്ടത് ഈ ഒരു റിയാക്ഷൻ ഫോഴ്സ് ആണ്, നമുക്ക് കാണേണ്ടത്. ഫൈൻ. അപ്പോൾ താ നോക്കിക്കോ മക്കളെ, എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സിസ്റ്റത്തിനെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കണക്റ്റഡ് ബോഡീൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കണക്റ്റഡ് ബോഡീൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അത് ക്വസ്റ്റ്യനിൽ പറയട്ടെ പറയാതിരിക്കട്ടെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് കാണേണ്ടത് എ കോമൺ ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളാം. കോമൺ ആക്സിലറേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കോമൺ ആക്സിലറേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. കോമൺ ആക്സിലറേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമുക്ക് ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ, നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് ബൈ എം ടോട്ടൽ. ഓക്കെ, നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, കണക്റ്റഡ് ബോഡീസിൽ വരുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് നോട്ട് ചെയ്ത് വെക്കണേ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ആക്സിലറേഷൻ്റെ ഫോർമുല നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് ബൈ മാസ് ടോട്ടൽ. അപ്പോൾ നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് ആരാ, ഇവിടെ നമ്മളൊരു ഒറ്റ സിസ്റ്റം ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മളൊരൊറ്റ സിസ്റ്റം ആയിട്ട് എടുത്താൽ ഇവൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ആണ്. പി ഡിവൈഡഡ് ബൈ എത്ര മാസിന് എനിക്ക് എം പ്ലസ് എം ഉണ്ട്. ഓക്കെ, wonderful, very good, Virat Kohli. Okay, it's 4, great, fine. So acceleration is equal to P by M plus M. കിട്ടി, ഫൈൻ. ഇനി ഇതാ നോക്കി, എനിക്ക് ആക്സിലറേഷൻ കിട്ടി, എനിക്ക് കാണേണ്ടത് R ആണ് കേട്ടോ. അപ്പോൾ R എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, എപ്പോഴും പറ്റുന്നൊരു സിമ്പിൾ മിസ്റ്റേക്ക് ആണ്. R എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം അവനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും, അതേ ഫോഴ്സ് തന്നെ അവനെ അങ്ങോട്ട് പിടിച്ച് വലിക്കും. അപ്പോൾ ഞാനിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് മാസിനെയാണ്? ഇവനെയാണോ ഫോക്കസ് ചെയ്യേണ്ടത്, ഇവനെയാണോ ഫോക്കസ് ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞേ. ഏത് ഫോക്കസ് ചെയ്താലും ഏത് മാസം എടുത്താലും ഉത്തരം കിട്ടും. പക്ഷേ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഡയറക്ഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ മക്കളെ ഉത്തരം തെറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഏറ്റവും അറ്റത്തെ മാസമാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന മാസിന് ലെസ് ഫോഴ്സസേ ആക്ട് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാ നോക്കി, ഞാൻ എം എടുക്കുകയാണേ. എം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ വാട്ട് ആർ ദ കണ്ടീഷൻ ഞാൻ പറഞ്ഞിരുന്നു, ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി. അപ്പോൾ എമ്മിൽ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആരാ? എഫ് ഈക്വൽ ടു എം എ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. എഫ് ഈക്വൽ ടു എം എ. എഫ് ഇവിടെ ആക്ട് ചെയ്യുന്ന എഫ് ആരാണ്? ദാറ്റ് ഈസ് ഓൺലി ആർ. അതാണ് ആർ അല്ലേ? വലിയ മാസിൽ പിടിച്ചു വലിക്കുന്ന ആറാണ്. സോ ആർ ഈക്വൽ ടു എം ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതേ കിടക്കുന്നത്. ദിസ് ഈസ് അവർ ആക്സിലറേഷൻ. എം ഇൻറ്റു പി ഡിവൈഡ് ബൈ എം പ്ലസ് എം ആണ് ആൻസർ. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആറാണ്, ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. ക്ലിയർ അല്ലേ മക്കളെ? യെസ് ഓർ നോ പറഞ്ഞേ. ഓക്കെ, ഞാൻ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഇനി പഠിക്കാത്ത ചാപ്റ്റേഴ്സ് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നമുക്കൊരു ബെയർ മിനിമം ഐഡിയ വേണം ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല മക്കളെ. ബൈ ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് പറയാൻ പറ്റൂല ഇന്ന ചാപ്റ്റർ വരും ഇന്ന ചാപ്റ്റർ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഫോർമോസ്റ്റ് നമുക്ക് ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, ഇന്ന ചാപ്റ്ററാണ് ഇമ്പോർട്ടൻസ് കുറവ് എന്നാരും പറയില്ല കേട്ടോ. ഓക്കെ, ചാപ്റ്ററിൻ്റെ വലിപ്പം അനുസരിച്ചല്ല നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പഠിച്ച ചാപ്റ്റർ ആവട്ടെ പഠിക്കാത്ത ചാപ്റ്റർ ആവട്ടെ എല്ലാത്തിൻ്റെയും ഒരൊറ്റ ഇരിപ്പിൽ അതിൻ്റെ ഫോർമുല നോട്ട്സ് എങ്കിലും നമ്മളെ കയ്യിലുണ്ടാവും. സോ അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റണം. ഓക്കെ, ലാസ്റ്റ് ഇയർ ഫിസിക്സ് പേപ്പർ വാസ് വെരി ഈസി. സോ ഒരു ചാപ്റ്റർ പോലും നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. നിങ്ങൾക്ക് കഴിയാവുന്ന മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നേ വേണം കേട്ടോ. ഫൈൻ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ക്വസ്റ്റ്യൻ നമ്പർ അഗെയിൻ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേ കൺസെപ്റ്റ് നമുക്ക് വർക്ക് എനർജിയിലും വേണം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കാം. എ യൂണിഫോം റോപ്പ് ഓഫ് ലെങ്ത് എൽ lies on a table, right? If the coefficient of friction mu ആണ്, then the maximum length L1 of the part of this rope which can overhang from the edge of the table without sliding down is. എന്താ പറഞ്ഞിട്ടല്ലേ, നമുക്ക് ഒരു ലെങ്ത് ഓഫ് റോപ്പ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെയിൻ ആണ് അല്ലേ, റോപ്പോ ചെയിനോ എന്തുണ്ടെങ്കിലും ആയിക്കോട്ടെ. ഇതിൻ്റെ ഒരു എൽ ലെങ്ത് ഉണ്ട്. ഞാനൊരു ക്യാപിറ്റൽ എൽ കൊടുക്കുകയാണ്. ഇത് ഇത്രയാണ് നമ്മുടെ ലെങ്ത് ചെയിനിൻ്റെ റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്?
L1 പോർഷൻ ചെയിനിൻ്റെ ടേബിളിൻ്റെ താഴെ കിടക്കുന്നുണ്ട്. L1 പോർഷൻ ചെയിനിൻ്റെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് നമുക്കൊരു ഒരു ചെയിനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോഴാണ് എനിക്കൊരു വരക്കാനൊരു സുഖം. ഓക്കെ, അപ്പോൾ ആ ഒരു ചെയിനിൻ്റെ L1 പോർഷൻ ഇതിങ്ങനെ താഴെ കിടക്കുന്നുണ്ട്. L1 പോർഷൻ. ചോദ്യം എന്താണെന്നറിയോ? ചോദ്യം എന്താ നോക്കിക്കോ. ചോദ്യം എന്ന് വെച്ചാൽ which can overhang the maximum length of L1 maximum Mariam wonderful. Okay, very good. Okay, so the maximum length of L1 ഇതിന് താഴേക്ക് തൂങ്ങിക്കിടക്കാൻ കഴിയുന്ന മാക്സിമം ലെങ്ത് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാ നോക്കി മക്കളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഒരു ചെയിൻ ഇങ്ങനെ നമ്മൾ കുറച്ച് ഭാഗം തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അത് താഴെ പോവും. എന്തുകൊണ്ടാണ് താഴെ പോകുന്നത്? താഴെ പോകുന്നത് ഇതിൻ്റെ വെയിറ്റ് കൊണ്ടാണ്. ഈ താഴെ കിടക്കുന്ന ആളുടെ M-G കൊണ്ടാണ്. ഇനി ഒരു ചെയിൻ ഇങ്ങനെ കിടക്കുമ്പോൾ അത് താഴെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താഴെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവൂലേ? ഫ്രിക്ഷൻ ഇല്ലെങ്കിലോ, സ്മൂത്ത് സർഫസ് ആണെങ്കിലോ, സ്മൂത്ത് ടേബിൾ ആണെങ്കിൽ ഈ ചെയിൻ എന്തായിട്ടുണ്ടാവും? പെട്ടെന്ന് പൊടുന്നനെ വീണിട്ടുണ്ടാവും. റൈറ്റ്. ഇത് വീഴുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് വീഴുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ്, താഴോട്ടുള്ള വെയിറ്റിനെ ആര് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റിലോട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ താഴോട്ടുള്ള ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും ഈക്വൽ ആയാൽ ഇവർ രണ്ടുപേരും അനങ്ങൂല, അവിടെ നിൽക്കും. ഓക്കെ, സോ നമ്മൾ ചോദിച്ചിട്ടുള്ളത് വെൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു M-G, ഇവൻ താഴേക്ക് വീഴൂല. ഓവർഹാങ്, ഇറ്റ് വോണ്ട് ഫോൾ ഡൗൺ. സോ നമുക്ക് M-G ആദ്യം കണ്ടുപിടിക്കാം. വാട്ട് ഇസ് M-G? ടോട്ടൽ ലെങ്ത്തിന് M മാസ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ മാസ് പറഞ്ഞിട്ടില്ല, ബട്ട് നമുക്ക് അങ്ങനെ എടുക്കണം. L ലെങ്ത്തിന് M മാസ് എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കിവിടെ ആകെ എത്ര ലെങ്ത്തേ ഉള്ളൂ? L1 ലെങ്ത്തേ ഉള്ളൂ. അപ്പോൾ L1 ലെങ്ത്തിന് എത്ര മാസ് ഉണ്ടാവും? ഒരു ലെങ്ത്തിന് എത്ര മാസ് ഉണ്ടാവും? L ലെങ്ത്തിന് M മാസ് ആണെങ്കിൽ ഒരു ലെങ്ത്തിന് എത്ര മാസ് ഉണ്ടാവും? M/L മാസ്. അങ്ങനെയാണെങ്കിൽ L1 ലെങ്ത്തിന് എത്ര മാസ് ഉണ്ടാവും? M/L ഇൻറ്റു L1. ഇതാണ് ആര്? മാസ് ഓഫ് ദി ഹാങ്ങിങ് പോർഷൻ. അപ്പോൾ നമുക്കിവിടെ എഴുതാം M/L ഇൻറ്റു L1 ആണ് തൂങ്ങിക്കിടക്കുന്ന ആളുടെ മാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? പറഞ്ഞേ, ക്ലിയർ അല്ലേ? ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ? M/L, wonderful, Aditya, very good. Okay, so that is the mass of the hanging portion into G. ഇനി frictional forceന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയണം. F is equal to mu n ആണ് frictional forceന്റെ ഫോർമുല. അപ്പോൾ frictional force പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്ന ആളാണ് frictional force പ്രൊവൈഡ് ചെയ്യുന്നത്. ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്ന ഈ പോർഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണ്, ഫൈൻ. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്ന ആളുടെ നോർമൽ റിയാക്ഷൻ, എനിക്ക് വേണ്ട നോർമൽ റിയാക്ഷൻ ആണ്. അപ്പോൾ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു താഴെ കിടക്കുന്ന ആളുടെ Mg' ഈക്വൽ ആയിരിക്കും. അപ്പോൾ താഴെ കിടക്കുന്ന പോർഷന് എത്ര വെയിറ്റ് ഉണ്ടാവും അതും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതാ നോക്കിയേ, ഇത് L1 ലെങ്ത് ആണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് L1, ടോട്ടൽ ലെങ്ത് L ആണ്. അതിൽ L1 പോയി, അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? പറഞ്ഞ മക്കളെ, ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതണേ. സോ ദ റിമൈനിങ് വിൽ ബി L minus L1 into M/L into G equal to M/L L1 into G. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണെന്ന് പറഞ്ഞ മക്കളെ. എന്താ ഫോർമുല? എന്താ? F ഈക്വൽ ടു mu n ആണ്. n എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലോട്ട്, ആ മുകളിൽ ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്ന പോർഷൻ്റെ നോർമൽ റിയാക്ഷൻ ആണ്. അവൻ്റെ ലെങ്ത് എത്ര ഉണ്ടാവും? താഴെ L1 എടുത്തു, അപ്പോൾ മുകളിൽ കിടക്കുന്ന ആളുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L minus L1 ആണ്. സോ നമ്മളിതാ വൃത്തിയായിട്ട് ഈ സ്റ്റെപ്പ് എഴുതി. ഈ ക്ലിയർ ആണോ പറഞ്ഞ മക്കളെ? ക്ലിയർ ആണ്, ഫൈൻ. സോ നമുക്കിതാ ഈ G പോയി, M പോയി, L പോയി, പിന്നെ എന്തൊക്കെ? ഇനി ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. mu L minus mu L1 ഈക്വൽ ടു L1. സോ ഇതിൽ നിന്ന് L1 നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. സോ mu L ഈക്വൽ ടു mu L1, കളർ ചേഞ്ച് ചെയ്യാം, mu L1 പ്ലസ് L1. സോ ഇതിൽ L1 ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് mu പ്ലസ് 1 ഈക്വൽ ടു mu L എന്ന് കിട്ടും. ഫൈനലി L1, ദ വാല്യൂ ഓഫ് L1 ഇസ് ഈക്വൽ ടു mu L ഡിവൈഡഡ് ബൈ mu പ്ലസ് 1. ഇതാണ് എൻ്റെ മാക്സിമം ലെങ്ത് ഓഫ് ദ ചെയിൻ ദാറ്റ് ക്യാൻ ഓവർഹാങ് ഇൻ ദ ടേബിൾ. ആ ഒരു ടേബിളിൽ മാക്സിമം തൂങ്ങിക്കിടക്കാൻ വരുന്ന ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അഞ്ചു ക്ലിയർ ആണോ എന്ന് പറഞ്ഞ മക്കളെ? പറഞ്ഞേ, ഇസ് ദറ്റ് ക്ലിയർ? എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? ഒന്ന് പറയണം മക്കളെ. അഗെയിൻ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ചാപ്റ്ററും ഈ കൺസെപ്റ്റ് ആവശ്യം ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്, ഫൈൻ. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം, നോക്കിക്കോട്ടാ. ഓക്കെ, സോ ദ 2 bodies of masses 4 kilogram and 6 kilogram are attached to the end of the string passing over a pulley. അപ്പോൾ പുള്ളീൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പുള്ളീൻ്റെ ക്വസ്റ്റ്യൻസ് മക്കളെ. പുള്ളീൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോക്കാം നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്. 4 kilogram is attached to the table by another string. The tension in the string T1 is. ഓക്കെ, T1ലെ ടെൻഷനാണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഇത് നോക്കി അനങ്ങാതെ നിൽക്കുക അല്ലേ, ഈ സിസ്റ്റം അനങ്ങാതെ നിൽക്കുകയാണ്. അനങ്ങാതെ നിൽക്കുക എന്ന് പറയുന്നത് എന്താ അർത്ഥം എന്നറിയോ, ഇത് ഇക്വിലിബ്രിയത്തിലാണ്. വാട്ട് യു മീൻ ബൈ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ എന്താ നോക്കി മക്കളെ, ഇവിടെ നോക്കി 6 kilogram ഉണ്ട്, 4 kilogram ഉണ്ട്. നമുക്ക് കാണേണ്ടത് ഇവനെ മാത്രമേ നമുക്ക് കാണുള്ളൂ. ഓക്കെ, ഇവനെ മാത്രമേ കാണുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം, ഇവൻ്റെ 4 kilogram നമുക്ക് വേറെ വരക്കാം, 6 kilogram വേറെ വരക്കാം. 4 kilogramൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? 4 kilogramൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒന്ന് മുകളിലോട്ടുണ്ട് ടെൻഷൻ. ആ ടെൻഷൻ അല്ല കേട്ടോ നമുക്ക് കാണേണ്ടത്, ആ ടെൻഷൻ അല്ല കാണേണ്ടത്. പിന്നെ ഇതാ നോക്കി 4 kilogram ഉണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് താഴോട്ട് ആരുണ്ടാവും? 4G ഉണ്ടാകും. ഓക്കെ, നെറ്റ് ഫോഴ്സ് 0 ആണ്. വെരി ഗുഡ്. ഓക്കെ, സോ നെറ്റ് ഫോഴ്സ് 0 ആണ് നിഹാൽ. ഓക്കെ, സോ 4G താഴോട്ടുണ്ടാവും. പിന്നെ ദാ T1, ഇവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് T1ൻ്റെ ഡയറക്ഷൻ മുകളിലോട്ട് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കുക, ടെൻഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ടെൻഷൻ ഓൾവേസ് ആക്ട് എവേ ഫ്രം ദ ബോഡിയാണ്. ഇത് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണേ. നമ്മൾ ഏതൊരു മാസത്തിന് നോക്കിയാലും അവിടെയുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ആക്ട് എവേ ഫ്രം ദ ബോഡി, ബോഡിയിൽ നിന്ന് എവേ ആയിട്ടാകും ആക്ട് ചെയ്യുക. സോ നമുക്ക് ഇവിടെ ടെൻഷൻ താഴോട്ടാണ് ഉണ്ടാവുക, T1. നമുക്ക് കാണേണ്ടത് T1 ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അതേ സാധനം തന്നെ നമുക്ക് 6 kilogramന് വരക്കാം. 6 kilogramന് മുകളിലോട്ട് ടെൻഷൻ ഉണ്ട്, താഴോട്ട് 6G ഉണ്ട്. ഓക്കെ, ഇക്വിലിബ്രിയത്തിലാണ്. അതിനർത്ഥം എന്താ? T = 60 Newton. T = 60 Newton ആണ്. അപ്പോൾ അതിനർത്ഥം ഒരേ കയറാണ് പോകുന്നത്. അപ്പോൾ ഇവന് എത്ര തന്നെ 60 Newton ആണ്. അപ്പോൾ അതാ നോക്കിയേ, മുകളിലോട്ട് ഒരു 60 Newton, താഴോട്ട് ഒരു 40, താഴോട്ട് ഒരു 4G, ദാറ്റ് ഈസ് 40, ആൻഡ് താഴോട്ട് ഒരു T1. ഇത് ഇക്വിലിബ്രിയത്തിലാണ്. അതിനർത്ഥം T1 + 40 = 60. സോ T1 = എത്ര മക്കളെ? 60 - 40, ദാറ്റ് ഈസ് 20. ഓക്കെ, വെരി ഗുഡ് ഹസൻ. ക്ലിയർ അല്ലേ മക്കളെ? പറഞ്ഞേ, ഇസ് ദാറ്റ് ക്ലിയർ? ഫസ്റ്റ് ഓപ്ഷൻ വണ്ടർഫുൾ, വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞേ മക്കളെ. ആദിത്യ, വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? പറഞ്ഞേ, സെറ്റ് ക്ലിയർ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഫൈൻ. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എപ്പോഴും നമുക്ക് റഹ്മത്ത്. ഓക്കെ, വെരി ഗുഡ്, ഫൈൻ. അപ്പോൾ അതാ നോക്കിയോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ മക്കളെ. ഓക്കെ, ക്ലിയർ ആണ്, സെറ്റാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ശ്രദ്ധിക്കണേ. അഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് പോയിന്റ് ഇസ് കൊളീഷൻ. കൊളീഷനിലെ നമ്മൾ കൊളീഷൻ്റെ ചെറിയൊരു കൺസെപ്റ്റ് നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞതാണ്, ബോംബ് എക്സ്പ്ലോഡ്സ്. ഈ കൺസെപ്റ്റ് പ്രോബ്ലം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിട്ടുപോകാത്ത ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈസി ഡിഫിക്കൽട്ട് എന്നൊന്നുമില്ല. നമുക്ക് അറിയേണ്ട, നിങ്ങൾ മിനിമം ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത് ചെയ്യാതെ, ഇത് അറിയാതെ നമ്മൾ പോകരുത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നോക്കിക്കോ മക്കളെ, ശ്രദ്ധിക്കണേ. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. പറഞ്ഞിട്ടുള്ളത് ഒരു ബോൾ വന്ന് തട്ടുന്നുണ്ട്, വാളിൽ വന്ന് തട്ടുന്നുണ്ട്, അതേ വെലോസിറ്റിയിൽ തന്നെ. വണ്ടർഫുൾ, വെരി ഗുഡ്. ഓക്കെ, MV ആണ്. വെരി ഗുഡ്. ഓക്കെ, ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഓക്കെ, സോ ഇതിൽ എനിക്ക് പറയാൻ 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഈ ആംഗിൾ നാളെ ഇവിടെ തരാം. ഓക്കെ, 60 ഡിഗ്രി ഇവിടെ തരാം. അല്ലെങ്കിൽ ഈ വാല്യൂ, ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചിലപ്പോൾ വരാം, വരൂല എന്നും നമ്മൾ പറയില്ല. ബട്ട് വാല്യൂ ലാസ്റ്റ് ഇയറിൽ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം സിമിലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? വാല്യൂ മാറി കൊടുത്തിട്ടുണ്ട്. വാല്യൂ മാറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനം ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആംഗിൾ, താഴെയുള്ള ആംഗിൾ നാളെ 30 തരാം, മുകളിലുള്ള ആംഗിൾ നാളെ 60 തരാം. സോ ഇറ്റ് ക്യാൻ ചേഞ്ച് ടു എനി വാല്യൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കണ്ടീഷൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഒന്ന്, മൊമെൻറ്റം, താഴോട്ട് ഒരു മൊമെൻറ്റം ഉണ്ട്. സോ ദാറ്റ് ഈസ് എന്താണ്? MV ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് X ആക്സിലോ Y ആക്സിലോ അല്ല, XY പ്ലെയിനിലാണ്. സോ ഇത് നമ്മൾ റിസോൾവ് ചെയ്യണം. ദാറ്റ് ഈസ് ഇത് 60 ആണ്, അപ്പോൾ ഇതും 60 ആയിരിക്കും. സോ ഇതാണ് എൻ്റെ ഇനീഷ്യൽ കമ്പോണൻറ്റ്. സോ ദിസ് വൺ വിൽ ബി M1 cos 60 ആൻഡ് താഴോട്ട് വിൽ ബി M1 sin 60 വരും. ഓക്കെ, സോ M1 cos 60 ആൻഡ് M1 sin 60. ഇനി ഇതാ താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ. സോ ഇതാണ് 60 ഡിഗ്രി. അപ്പോൾ ഇവൻ ആരാവും? ഇവൻ വിൽ ബി M1 cos 60 ആൻഡ് ദിസ് വൺ വിൽ ബി M1 sin 60. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും ശ്രദ്ധിച്ചേ, എന്ത് കൊളീഷൻ ഏതൊരു ആംഗിളിൽ നിന്നും ആവട്ടെ, എപ്പോഴും ശ്രദ്ധിക്കുക എൻ്റെ Y കമ്പോണൻറ്റിൻ്റെ ചേഞ്ച്. ഓക്കെ, Y കമ്പോണൻറ്റ് താഴോട്ടാണ്. ആഫ്റ്റർ കൊളീഷൻ ഓൾസോ Y കമ്പോണൻറ്റ് താഴോട്ടാണ്.
ഓക്കെ. സോ y കമ്പോണൻറ്റ് താഴോട്ട് വരുമ്പോൾ എപ്പോഴും എൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻ y ആക്സിസ് വിൽ ബി ഓൾവേസ് മസ്റ്റ് ബി ഷുഡ് ബി 0. എപ്പോഴും ഇനീഷ്യൽ മൊമെൻറ്റത്തിൻ്റെ y ആക്സിസും താഴോട്ടാണ്, ഫൈനൽ മൊമെൻറ്റത്തിൻ്റെ y ആക്സിസും താഴോട്ടാണ്. സോ രണ്ടും താഴോട്ടാകുമ്പോൾ സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ഇഫ് യു ടേക്ക് ദ ചേഞ്ച് ദാറ്റ് വിൽ ബി വട്ട 0. ഓക്കെ. then we have the change in momentum in x axis. Change in momentum in x axis ശ്രദ്ധിച്ചോളൂ, ഒരെണ്ണം വലത്തോട്ടാണ്, മറ്റേ ചങ്ങായി ഇടത്തോട്ടാണ്. ഓക്കെ, ഒരെണ്ണം വലത്തോട്ടും the reflection is ഇടത്തോട്ടും. സോ ഇടത്തോട്ട് momentum is a vector quantity, ഒരെണ്ണം പോസിറ്റീവ് ആകുമ്പോൾ മറ്റേത് നെഗറ്റീവ് ആവണം. സോ ഇഫ് യു ഗോ ഫോർ ദ ചേഞ്ച് എന്ത് വരും, mv cos 60 മൈനസ് ഓഫ് മൈനസ്, സോ ദാറ്റ് ഇസ് mv cos 60 ഡബിൾ ആവും. സോ mv cos 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 1/2 ആണ്. സോ ദ ആൻസർ വിൽ ബി mv. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ, പറഞ്ഞേ, ക്ലിയർ അല്ലേ? വണ്ടർഫുൾ, യെസ് സെയിം ആണ്, സെയിം. ഓക്കെ, യെസ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക മക്കളെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എക്സ് ആക്സിസിൽ വിൽ ബി ഡബിൾ ആയിരിക്കും കേട്ടോ. എക്സ് ആക്സിസിൽ ആരാണോ അവൻ്റെ ഡബിൾ ആയിരിക്കും ആൻസർ. അപ്പോൾ എവിടെ എങ്ങനെയൊക്കെ ആംഗിൾ തന്നാലും, ഇനി നാളെ ഇവിടെ ആംഗിൾ എക്സാമിനേഷന് വന്നാലും ഇവിടെ 60 വന്നാലും നമുക്ക് ആംഗിൾ അപ്പോൾ മാറി, അപ്പോൾ ഇവിടെ 60 ആവും. അപ്പോൾ ഇവിടെ വരുന്നത് mv sin 60 ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ സൈനോ കോസോ ബൈ ഹാർട്ട് ചെയ്യല്ല വേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എക്സ് ആക്സിസ് ആരാണോ അവൻ്റെ ഡബിൾ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ ലൈൻ. നെക്സ്റ്റ് ലൈൻ പറഞ്ഞു, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ. നിങ്ങൾ 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ പറയണം. ഫൈൻ, നോക്കിക്കോട്ടെ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിയേ. 6 കിലോഗ്രാം ഉണ്ട്, 4 കിലോഗ്രാം ഉണ്ട്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്താണ്? സോ ഷോർട്ട് കട്ട് നമ്മൾ പല ക്ലാസ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ വലത്തോട്ടുള്ളത് 6g ആയിരിക്കും, ഇടത്തോട്ടുള്ളത് 4g ആയിരിക്കും. സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ, പുള്ളീൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്ട്രെച്ച്ഡ് ഇൻ 1 ലൈൻ. വലത്തോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള 6g ആയിരിക്കും, ഇടത്തോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള 4g ആയിരിക്കും. സോ വാട്ട് ഇസ് ദ നെറ്റ് ഫോഴ്സ്, 6g മൈനസ് 4g ഡിവൈഡ് ബൈ എത്ര മാസം ഉണ്ടാവുക, 6 + 4. സോ എത്ര മക്കളെ ആൻസർ, 2g divided by 10. The answer will be g/5. വണ്ടർഫുൾ, വെരി ഗുഡ്. നിരഞ്ജന ഓക്കെ, സി ആണ്. ഫൈൻ. ഓക്കെ അല്ലേ മക്കളെ, ക്ലിയർ അല്ലേ, പറഞ്ഞേ. ഓക്കെ ആണ്, ഗ്രേറ്റ്. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ പ്രീവിയസ് ഇയേഴ്സ് ആണ്. കണക്റ്റഡ് ബോഡി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ ചെറിയൊരു കണക്റ്റഡ് ബോഡീൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു കണക്റ്റഡ് ബോഡിയിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്? കണക്റ്റഡ് ബോഡിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് മസ്റ്റ് ബി ഷുഡ് ബി കോമൺ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. കോമൺ ആക്സിലറേഷൻ കാണാനുള്ള ഫോർമുല എന്താ, നെറ്റ് ഫോഴ്സ് ബൈ എം ടോട്ടൽ. നെറ്റ് ഫോഴ്സ് ബൈ എം ടോട്ടൽ ആണ് കോമൺ ആക്സിലറേഷൻ. സോ നെറ്റ് ഫോഴ്സ് എന്ത് വരും ഇവിടെ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയ മക്കളെ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. 14 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. അതെ അഞ്ജു, ഇത് ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരക്കലോ, F = ma എന്ന് ഓരോന്നിനെ ടെൻഷൻ റിസോൾവ് ചെയ്യലോ ഒന്നുമേ കാണേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ പുള്ളി വരുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, പുള്ളി വരുമ്പോൾ ശ്രദ്ധിക്കുക. അഞ്ചു ആരായാലും പുള്ളി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നോ, നമ്മൾ ഇന്റേണൽ ഫോഴ്സസ്, ടെൻഷൻ, ഫ്രിക്ഷൻ എല്ലാത്തിനും നമ്മൾ എടുത്ത് കളയുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ് എടുക്കുക. അതിനെന്താ ചെയ്യുന്നത്, വലിച്ചു നീട്ടുക. ഓക്കെ, ഒരൊറ്റ ലൈനിലായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. വലത്തോട്ട് ആരാണ് നോക്കുക, ഇടത്തോട്ട് ആരാണ് നോക്കുക. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വലത്തോട്ടുള്ളതാണ് ആക്സിലറേഷൻ എങ്കിൽ വലത്തോട്ടുള്ള ഫോഴ്സ് മൈനസ് ഇടത്തോട്ടുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വിത്തിൻ ജസ്റ്റ് 5 സെക്കൻഡ് 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഫൈൻ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതാ ചെയ്യാം മക്കളെ, ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആക്സിലറേഷൻ ഞാൻ പറഞ്ഞു, കണക്റ്റഡ് ബോഡീസിൽ മക്കളെ എപ്പോഴും ചെയ്യേണ്ടത് കണക്റ്റഡ് ബോഡീസിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എഗെയിൻ ഞാൻ പറയാണ്, അത് ചോദിച്ചാലും ഇല്ലെങ്കിലും ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എത്രയാ, 14 മാസ് എത്രയാ, മാസ് ശ്രദ്ധിച്ച മക്കളെ 4 × 2 × 1 ഉണ്ട്. സോ 4 + 2 + 1 എത്ര ഒരു ആൻസർ, 14 / 4 + 2 6 7. സോ ദ ആൻസർ ഇസ് 2 m/s². എന്ത് മനസ്സിലായി? എല്ലാത്തിനും ഒരൊറ്റ ആക്സിലറേഷൻ ആണ്, ദാറ്റ് ഇസ് 2 m/s² ആണ്. എന്താ ചോദ്യം? ദ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയിൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ നോക്കിയേ, ദ കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ എ ആൻഡ് ബിനെ നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ്, അപ്പോൾ അതാ നോക്കി മക്കളെ, എൻ്റെ ബിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് ഏത് ഫോഴ്സ് ചെയ്യുന്നതാണ് എളുപ്പം, ഏത് മാസ് എടുക്കുന്നതാണ് എളുപ്പം? നമുക്ക് എയിലും റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, ഉണ്ട്, ബിയിലും റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം, എയും കൺസിഡർ ചെയ്യാം, ബിയും കൺസിഡർ. അപ്പം ഞാൻ എടുക്കാൻ പോകുന്നത്, എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ എടുക്കാൻ പോകുന്നത് ഈ അറ്റത്തുള്ള 2 ബ്ലോക്കിനെ ഞാൻ
ഒരൊറ്റ ബ്ലോക്ക് ആയിട്ട് എടുക്കുകയാണ്. ബിനെയും സിനെയും കൂടി ഞാൻ ഒരൊറ്റ ബ്ലോക്ക് ആയിട്ട് എടുക്കുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം എ തള്ളുമ്പോൾ ബിയും സിയും ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ ബിനെയും സിനെയും കൂടി ഒരൊറ്റ ബ്ലോക്ക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവനെ എടുക്കുകയാണ്. ബി ആൻഡ് സി ആസ് സിംഗിൾ സിസ്റ്റം ഞാൻ ഇക്വേഷൻ എഴുതാൻ പോകുന്നത് F=ma. അപ്പോൾ ശ്രദ്ധിക്കുക, ബി ആൻഡ് സിയിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഉള്ളൂ, അതാണ് റിയാക്ഷൻ ഫോഴ്സ്. അതാണ് നമുക്ക് കാണേണ്ടതും. എ എന്ന ഫോഴ്സ്, എ എന്ന ബ്ലോക്ക് ബിനെ പുഷ് ചെയ്യുന്നതാണ് റിയാക്ഷൻ ഫോഴ്സ്, ആർ എന്ന് പറഞ്ഞാൽ. സോ ആർ = മാസ് എത്രയാണ് ഞാൻ പറഞ്ഞു, ബിയും സിനെയും ഒരുമിച്ചെടുക്കുന്നു. മാസ് എത്രയാണ് മക്കളെ പറഞ്ഞേ, മാസ് 2 + 1 ആണ് മാസ്. 2 എന്ന് പറഞ്ഞാൽ ബിൻ്റെത്, 1 എന്ന് പറഞ്ഞാൽ എൻ്റെത്. സോ ഇൻടു ആക്സലറേഷൻ എത്രയാ കിട്ടി. സോ 3 × 2 ദാറ്റ് ഈസ് 6 ന്യൂട്ടൺ ആണ് ആൻസർ. സോ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞേ? 4 എടുത്താൽ നിഹാൽ 4 എടുത്താൽ എളുപ്പമാവും, എല്ലാതും എളുപ്പമാണ്. ഓക്കെ, ചാപ്റ്റർ കൺസെപ്റ്റ് മനസ്സിലായി നമുക്ക് എല്ലാം എളുപ്പമാണ്. അപ്പോൾ 4 എടുത്താൽ എന്താണ് 4 എടുത്താൽ ഇഷ്യൂ നോക്കി, ഒരു ഇഷ്യൂ ഇല്ല. 4 എടുത്താൽ 14 വലത്തോട്ട്, ഇങ്ങോട്ടാണ് ആർ, ആക്സലേഷൻ ഇങ്ങോട്ട്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതണ്ടേ? ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ഒരു മൈനസോ പ്ലസ്സോ ഒന്നും എടുത്തിട്ടില്ല. ആർ = എനിക്ക് ഒറ്റയടിക്ക് ഇക്വേഷൻ കിട്ടി. ഇനി 4 എടുത്തു കഴിഞ്ഞാൽ എ എടുത്തു കഴിഞ്ഞാൽ നിഹാൽ എ എടുത്തു കഴിഞ്ഞാൽ 14 ന്യൂട്ടൺ വലത്തോട്ട്, 6 ഇടത്തോട്ട്. സോ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഇക്വേഷൻ എഴുതേണ്ടത് 14 - R = എത്രയാ ബ്ലോക്ക് എത്രയാ 4 × 2. അഗെയിൻ യു വിൽ ഗെറ്റ് എത്ര കിട്ടും? R = 6 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നമ്മൾ 14 - R എടുക്കുന്നതിന് പകരം 14 + R എടുക്കാം. കാരണം നമ്മൾ നോക്കുമ്പോൾ ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം ഇങ്ങോട്ടും R ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമ്മൾക്ക് ഏത് എടുത്താലാണ് പ്ലസ് ആൻഡ് മൈനസ് എടുക്കുക എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും. ഓക്കെ അല്ലേ നിഹാലേ? ഓക്കെ, ക്ലിയർ ആണ്, ഫൈൻ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരുന്നത് കൊണ്ടാണ് ഞാനത് മനഃപൂർവ്വം എടുക്കാണ്ടിരുന്നത്. കാരണം ഒരെണ്ണം പ്ലസ് ആണ്, മൈനസ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം, ആരാണ് പ്ലസ് ആരാണ് മൈനസ് എന്നുള്ളത്. ഓക്കെ, ഫൈൻ. Now let's go to the laws of motion, the last question. നോക്കാം, നമുക്ക് ക്വസ്റ്റൻ നോക്കാം. The system consists of, okay, okay, ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിയോ. എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് 3 masses, M1 ഉണ്ട്, M2 ഉണ്ട്, M3. അഗെയിൻ ദിസ് ഇസ് ഓൾ ഞാൻ പറഞ്ഞു കണക്റ്റഡ് ബോഡീസ്, പുള്ളിൻ്റെ ക്വസ്റ്റ്യൻ. ദെൻ മാസസ് ഇങ്ങനെ അടുത്തടുത്തുള്ളത്, ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതൊക്കെയാണ് ലോസ് ഓഫ് മോഷൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാപ്റ്റർ വളരെ ഈസിയാണ്. ഏതൊരു ക്വസ്റ്റ്യനെ നമുക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാം. ഫൈൻ. അപ്പോൾ നോക്കിയോ മക്കളെ, ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ ചോദ്യം നോക്കി, ദ ഡൗൺവേർഡ് ആക്സിലറേഷൻ ഓഫ് M1. ഓക്കെ, ഫ്രിക്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫ്രിക്ഷനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരെങ്കിലും പറയാമോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞേ. നേരത്തെ ഒരു പുള്ളിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ആ പുള്ളിൻ്റെ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ ചെയ്തത്? പറ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് ഞാൻ ഒരൊറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചിരുന്നു ഇത്ര പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ പ്ലീസ്. എന്താ ചെയ്തത്? നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് വലിച്ച് പിടിക്കാം. റൈറ്റ്, ഒരൊറ്റ ലൈനിൽ വലിച്ചു പിടിക്കാം ഇടത്തോട്ട്. എന്നിട്ട് അപ്പോൾ ഒറ്റ ലൈനിൽ ശ്രദ്ധിക്കണം മക്കളെ, ഒറ്റ ലൈനിൽ വലിച്ചു പിടിക്കുമ്പോൾ താഴോട്ട് ആരാണ്? താഴോട്ട് M1G ആണ്. പിന്നെ ഐഡൻറ്റിഫൈ, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഐഡൻറ്റിഫൈ ദ ഫോഴ്സസും ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലോട്ട് എത്തിക്കുകയാണ്. ഓരോന്നിൻ്റെയും എടുത്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ഫോഴ്സും ടെൻഷനും ഫ്രിക്ഷനും അങ്ങനത്തെ ഒന്നും നിൽക്കുന്നില്ല. എനിക്ക് കാണേണ്ട ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ ഒരു ഫോർമുല എനിക്കറിയാം. ആക്സിലറേഷൻ്റെ ഫോർമുല നെറ്റ് ഫോഴ്സ് ബൈ M total. ഞാൻ പൊക്കിക്കൊണ്ട് വേഗം ബെൻഡിൽ കൊണ്ട് കൊടുക്കാൻ പോകണം. ഒറ്റയടിക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയോ, സ്ട്രെച്ച് ചെയ്യുക. വെരി ഗുഡ്. ആസിയ വെരി ഗുഡ്, സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നോക്കി M1G താഴോട്ടുണ്ട്. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവൻ ഇടത്തോട്ടേക്കാണ് സ്ട്രെച്ച് ചെയ്യുക. റൈറ്റ്, ഇവനെ ഇടത്തോട്ടാണ് വരിക. റൈറ്റ്, സോ M1G താഴോട്ടാണ്. അപ്പോൾ ഇവനെ സ്ട്രെച്ച് ചെയ്ത് ഇടത്തോട്ട് പിടിച്ച് കഴിഞ്ഞാൽ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇടത്തോട്ടേക്കാണ് ആക്ട് ചെയ്യുക. സോ ഇടത്തോട്ട് ആരാ? M1G ആണുള്ളത്. ഇത് ഇടത്തോട്ട്. വലത്തോട്ടേക്കാരാ മക്കളെ? ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട് കേട്ടോ. ഫ്രിക്ഷൻ ഉള്ളപ്പോൾ വലത്തോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്പോൾ ഫോഴ്സ് എപ്പോഴും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരാൾ ഇടത്തോട്ടും ഒരാൾ വലത്തോട്ടാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ത് വരും? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ M1G, ഞാൻ വേറെ പെന്ന് ഞാൻ ചേഞ്ച് ചെയ്യട്ടെ, M1G മൈനസ് കൊടുക്കണം. കാരണം ഒരെണ്ണം വലത്തോട്ടും ഒരെണ്ണം ഇടത്തോട്ടും ഒരെണ്ണം വലത്തോട്ടാണ്. മൈനസ് മ്യൂ, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഫോർമുല ഫോർ ഫ്രിക്ഷണൽ ഫോഴ്സ് μN. അപ്പോൾ നോക്കി ഇവിടെ മാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മാസിനെ കുറിച്ചിട്ട്, മാസ് ഓഫ് ദ റോപ്പിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ നമ്മൾ അവരെ മൈൻഡ് ആക്കണ്ട. നമ്മൾ ഇവനെ രണ്ടിനെയും കൂടി ഒരൊറ്റ ബ്ലോക്കായിട്ട് എടുക്കാം. അവരുടെ ബ്ലോക്കിൻ്റെ മാസ് എത്രയാണ്? M2 + M3.
3 ആണ്, m2 + m3 ആണ്. അപ്പോൾ അതാ അവനെ നമ്മൾ ഇടത്തോട്ടേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, അപ്പോൾ വലത്തോട്ടായിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക. സോ ഇതിന് നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m2 + m3g ആണ് താഴോട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഇത് തന്നെയായിരിക്കും എൻ്റെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. അപ്പോൾ ഞാൻ ഇവിടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കണം m2 + m3 × g. അപ്പോൾ ഇതാണ് എൻ്റെ നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ്. അമീഷ വെരി ഗുഡ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ നെറ്റ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, m1 = m2 = m3. എപ്പോഴും ശ്രദ്ധിക്കണേ മക്കളെ, എപ്പോഴും ശ്രദ്ധിക്കണേ. ഒരു ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടികളോട്, ബ്രാക്കറ്റിൽ ഫിസിക്സിലെ പ്രോബ്ലത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബ്രാക്കറ്റിൽ ലാസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാതെ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റില്ല. അത് വെറുതെ സ്കൂളിലെ പരീക്ഷയ്ക്ക് തരുന്ന പോലെ നിങ്ങൾ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവരിഷ്ടത്തിന് തരുന്ന ഒരു സാധനമല്ല. അത് കൺസിഡർ ചെയ്യാതെ എപ്പോഴും ഓർത്ത് വെക്കുക, ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന താഴെ ബ്രാക്കറ്റിൽ കിടക്കുന്ന നമ്മളത് മൈൻഡ് ആക്കൂല, താഴെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആള് കൺസിഡർ ചെയ്യാതെ നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റൂല. ഓക്കെ, ഇത്രയും കാലം ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ്. അപ്പോൾ അത് സ്കൂളിലൊക്കെ തന്നതല്ലേ, അത് വേണമെങ്കിൽ ചെയ്തോ വേണ്ടെങ്കിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞ സാധനം അല്ല കേട്ടോ. അപ്പോൾ താ നോക്കി, m1 = m2 = m3 = m എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ മാസും സെയിം ആണ്. അപ്പോൾ എനിക്ക് ഇത് കിട്ടി /m1 + m2 + m3. എല്ലാ മാസും സെയിം ആണ്. സോ എല്ലാ മാസും സെയിം ആകുമ്പോൾ m1 ഇത് പോയി, ഇവിടെ എത്ര മാസം വരും? ഇവിടെ 2 വരും, താഴെ എത്ര വരും? താഴെ 3m വരും, മുകളിലൊരു mg - μ 2mg എന്ന് വരും. സോ ഇതിന് നമ്മൾ എമ്മിനെ ത്രൂ ഔട്ട് കോമൺ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര വരും? g1 - 2μ / 3 ആണ് ആൻസർ. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? പറഞ്ഞേ, യെസ് ഓർ നോ? സെറ്റ് അല്ലേ? ലോസ് ഓഫ് മോഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചാപ്റ്റർ? പറ. തീർന്നു, ലോസ് ഓഫ് മോഷൻ തീർന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത് തന്നിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. സോ ഓക്കെ, ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആകുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനിയും സമയം ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ പ്രീവിയസ് ഇയേഴ്സ് ഉണ്ട്, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഫോർമുല ക്ലിയർ ആയിരിക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുക. നമ്മൾ ചെയ്ത പ്രോബ്ലംസ്, പഠിച്ച പ്രോബ്ലംസ് ഒന്നുകൂടെ നോക്കുക. പുതിയ ക്വസ്റ്റ്യൻ്റെ പിന്നാലെ പോകരുത് കേട്ടോ. പുതിയ ക്വസ്റ്റ്യൻ്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ പഠിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ വിത്തിൻ 5 സെക്കൻഡ്സ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ 5 സെക്കൻഡ്, മാക്സിമം ഒരു 5-6 സെക്കൻഡിനുള്ളിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം എന്നൊരു സാധനം കത്തിക്കഴിഞ്ഞാൽ പിന്നെ വേഗം ധൈര്യമായിട്ട് പോകാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും നമ്മളൊരു 10, എല്ലാ ചാപ്റ്ററും നമുക്കൊരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട്, ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത നിങ്ങൾക്ക് കിട്ടുന്ന പറ്റും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ച് നമുക്ക് പ്രോബ്ലം അപ്രോച്ച് ചെയ്യാം. ഫൈൻ. ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ? തുടങ്ങാം, അടുത്ത ചാപ്റ്റർ തുടങ്ങാം. പറഞ്ഞേ, സ്ലൈഡ് കൊടുക്കാം കേട്ടോ. സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. പറയാം, എന്താ പറയണ്ട മോനെ? പറ മിയ, എന്താ പറയണ്ടേ? അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യല്ലേ? വർക്ക് എനർജി ആൻഡ് പവർ. ഓക്കെ അല്ലേ? പറഞ്ഞേ, പറ മക്കളെ. വർക്ക് എനർജി ആൻഡ് പവർ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ ലെറ്റ് സ്റ്റാർട്ട് ദി വർക്ക് എനർജി ആൻഡ് പവർ. ഓക്കെ, ഫൈൻ. നോക്കിയോ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. അപ്പോൾ വർക്ക് എനർജി ആൻഡ് പവർ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ദെൻ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് എന്നിട്ട് കിടക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കോ, വർക്ക് എനർജി ആൻഡ് പവർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വർക്ക് എനർജി ആൻഡ് പവർ. ഓക്കെ, നാളെ യെസ് ഓക്കെ, ഈ കണ്ടിന്യൂസ് ഡേയ്സിൽ നമ്മളെ ലൈവ് മാരത്തോൺ സെഷൻ വിൽ ഗോ ഓൺ. ഓക്കെ, ടുമോറോ വിൽ ബി 1 സബ്ജക്ട്, ദ നെക്സ്റ്റ് ഡേ വിൽ ബി ദ അതർ സബ്ജക്ട്. ഇറ്റ് വിൽ ഗോ വിത്തൗട്ട് ബ്രേക്ക്. ചല അങ്ങനെ തന്നെ പോവും കേട്ടോ. ഫൈൻ. സോ നമുക്ക് വർക്ക് എനർജി ആൻഡ് പവർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകിയിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാം മക്കളെ? ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതെന്താ മൊബൈലിന് എന്താ പറ്റി? ഫൈൻ, നോക്കിക്കോ. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാലേ, ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അറിയേണ്ടത് വർക്ക് തന്നെയാണ് എനർജി എന്നറിയണം കേട്ടോ. വർക്ക് തന്നെയാണ് എനർജി, ദെൻ എനർജി തന്നെയാണ് വർക്ക്. ഇതൊരു എന്താ പറയുക, ഒരു സാധനമാണ്. ഇത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വർക്ക് ഫൈൻ ഓക്കെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കൺസെപ്റ്റ് എനർജി എന്തായിരിക്കും എന്നായിരിക്കും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണേ.
ചിലപ്പോൾ നമുക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ മോസ്റ്റ്ലി കുട്ടികൾക്ക് മനസ്സിലുണ്ടാവുക വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതല്ലാതെ നോർമലി സാധാ സീതാ നോട്ട്സ് കിട്ടും ഹർഷൻ. ഓക്കെ, നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം. കിട്ടും കേട്ടോ. ഓക്കെ, ഞാൻ ഈ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം, കമ്മ്യൂണിറ്റി ടാബിലിടാൻ ഞാൻ പറയാം കേട്ടോ. ഫൈൻ, കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, നമ്മളെന്താ പറയുന്നത്? ഓക്കെ, കിട്ടും. അഞ്ചു പറഞ്ഞു കൊടുക്കണേ. നമ്മളെന്താ പറഞ്ഞേ? മറന്നുപോയി. എന്താ പറഞ്ഞേ? ഫ്ലോ പോയി. ഓക്കെ, നോക്കി. വർക്ക് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ എനർജി എന്ന് നമ്മൾക്ക് ഒരു ചെറിയൊരു ധാരണയെങ്കിലും നമുക്ക് ഉണ്ടാവണം. കാരണം എനർജീനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ വർക്കിനെ മറക്കരുത്, വർക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എനർജിയും മറക്കരുത് കേട്ടോ. ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾ മൈൻഡിൽ എപ്പോഴും ഫിക്സ് ചെയ്ത് വെക്കുക, അടിച്ച് കയറ്റി വെച്ചോളൂ തലയിൽ കേട്ടോ. ദെൻ കംസ് പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ടൈമാണ്, അത് തന്നെയാണ് വർക്ക് ബൈ ടൈം, അത് തന്നെയാണ് F.V. ഓക്കെ, അത് തന്നെയാണ് F.V. ഓക്കെ, കുസാറ്റ് ക്യാറ്റ് എക്സാമിന് മുമ്പ് ഒരു മാരത്തോൺ ലൈവ് വെക്കാമോ? ഫൈൻ, കുസാറ്റ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? 3 മുതൽ 6 തീയതി വരെയല്ലേ കുസാറ്റ് എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഇടയിൽ ലൈവ് എപ്പോഴും എന്നും ഇന്ന് മുതൽ 4 തീയതി വരെ കണ്ടിന്യൂസ് ലൈവാണ് കേട്ടോ. സോ നമ്മുടെ മാരത്തോൺ ലൈവ് പോകുന്നുണ്ട്. സോ കുസാറ്റ് എക്സാമിനേഷൻ്റെ മുമ്പ് നിങ്ങൾക്ക് ലൈവ്. ഫിസിക്സ് ഓൾമോസ്റ്റ് ഇന്നത്തോടുകൂടി ഫിസിക്സ് ഫുൾ സെറ്റ് തീരണം. ദെൻ കംസ് ദ നെക്സ്റ്റ് വൺ. ഫൈൻ, വരും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം മാരത്തോണിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് നോക്കിക്കോ. അടുത്തത് പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മക്കളെ ഈ ശ്രദ്ധിക്കണേ, ഇതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനർജി ബൈ ടൈം, വർക്ക് ബൈ ടൈം, ദാറ്റ് ഇസ് F.V. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, സോ വെരി സിമ്പിൾ ആണ് ചാപ്റ്റർ, നിങ്ങൾക്ക് കൺസെപ്റ്റും ഫോർമുലയും അറിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്ര ബേസിക് ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. വർക്ക് എനർജി തിയറം. എന്താണ് വർക്ക് എനർജി തിയറം? വർക്ക് എനർജി തിയറം എന്താണെന്ന് പറഞ്ഞ മക്കളെ? വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾക്ക് അറിയണം. എന്താ കൺസർവേഷൻ ഓഫ് എനർജി? ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് അപ്പോൺ ദ സിസ്റ്റം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്തില്ലെങ്കിൽ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ. ടോട്ടൽ എനർജി ഇനീഷ്യൽ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? പറഞ്ഞേ. ഓക്കെ, ടോട്ടൽ എനർജി ഇനീഷ്യൽ ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ ആണ്. ഡൺ. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ബേസിക് ആയിട്ട് ബാക്കി നമുക്ക് നേരെ ഫോർമുല വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അപ്പോൾ പറയാം. ഫൈൻ, വണ്ടർഫുൾ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയോ മക്കളെ? ക്വസ്റ്റ്യൻ നോക്കണേ, വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. വെർട്ടിക്കൽ സർക്കിൾ എന്ന് മാഹിൻ വെർട്ടിക്കൽ സർക്കിൾ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, വെർട്ടിക്കൽ സർക്കിൾ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ എല്ലാം ഡയറക്റ്റ് ആണ് മാഹിൻ. അത് വേഗം പൊക്കിക്കൊണ്ടായി ക്വസ്റ്റ്യൻ അവിടെ കൊടുത്താൽ മതി കേട്ടോ. ബുദ്ധിമുട്ടിക്കൂല കേട്ടോ. നീറ്റ് എക്സാം ആസ് ഓഫ് നൗ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിനെ 1.5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് വരെ നമുക്കൊരു ക്വസ്റ്റ്യൻ അത്രയും ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വരില്ല. വെർട്ടിക്കൽ സർക്കിളൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ജെയിലൊക്കെയാണ് കുറച്ചെങ്കിലും ഹയറിലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്, പൊക്കിക്കൊണ്ടായ ഫോർമുല കൊടുത്താൽ മതി കേട്ടോ. ഫൈൻ. സോ നമുക്ക് പറയാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ലേറ്റ് ആണ്. മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%. എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് എപ്പോഴും പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരെണ്ണമെങ്കിലും നമുക്ക് ഉണ്ടാവും കേട്ടോ. പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ, ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ, ഇതൊക്കെ പ്രെഡിക്റ്റബിൾ ആണ്. ഏത് ചാപ്റ്റർ നമുക്ക് പറയാൻ കഴിയില്ല, ബിക്കോസ് ഇതൊക്കെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് പെർസെൻറ്റേജും ഗ്രാഫൊക്കെ. സോ മൊമെൻറ്റം ഇസ് ഇൻക്രീസ്ഡ് ബൈ 25%. കൈനറ്റിക് എനർജി ഇസ് ഇൻക്രീസ്ഡ് ബൈ എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് അറിയണം മൊമെൻറ്റവും കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻ അറിയണം. മൊമെൻറ്റം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P² ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P²/2m ആണ്. അപ്പോൾ അതാ ശ്രദ്ധിച്ച മക്കളെ, ഇതാണ് ഓൾഡ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇതൊരു ഇനീഷ്യലി നമുക്കൊരു സ്റ്റേറ്റ്, ഇനീഷ്യൽ കൈനറ്റിക് എനർജി. വാട്ട് അബൌട്ട് ദ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം II/2m. ഓക്കെ, ഫൈനൽ മൊമെൻറ്റം II/2m ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൊമെൻറ്റം എത്ര കൂടി? 25% കൂടി. അപ്പോൾ 25% കൂടിയതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അറിയേണ്ടത് കേട്ടോ. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം 25% കൂടി എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന മൊമെൻറ്റത്തിൻ്റെ കൂടെയാണ് 25% കൂടിയത്. അപ്പോൾ ആദ്യം ഉണ്ടായ മൊമെൻറ്റം ബൈ 25% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 25/100 ഇൻറ്റു പി. അപ്പോൾ ബേസിക്കലി നമ്മൾ പീനെ കോമൺ ആയിട്ട് 100 പ്ലസ് LCM എടുത്തു, 100 പ്ലസ് 125 ഇൻറ്റു പി എന്നൊക്കെ എഴുതി. സോ ദാറ്റ് ഇസ് 1.25 പി. ഇങ്ങനെ ഒന്നും എഴുതാൻ നിൽക്കണ്ട.
ഇങ്ങനൊന്നും എഴുതാൻ നിൽക്കട്ടെ. 25% കൂടി എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് എഴുതിക്കോ 1.25 ആയിരിക്കും. 1.25 കണ്ണുടച്ച് എഴുതിക്കോ. ഓക്കെ, 75% കൂടി എന്തായിരിക്കും ആൻസർ? 1.75p. 50% കൂടി എങ്ങനെ എഴുതണം? 1.50p. 30% കൂടി 1.30p. ധൈര്യമായിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ മെത്തേഡ്. നമ്മൾ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ നോർമൽ മെത്തേഡിൽ ചെയ്തോ ഷോർട്ട് കട്ടിൽ ചെയ്തോ ഒന്നും ആരും ചോദിക്കൂല, ഉത്തരം കിട്ടിയോന്ന് മാത്രം നോക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാണ്. മൊമെൻറ്റം പെർസെൻറ്റേജ്, മൊമെൻറ്റം ആയിക്കോട്ടെ, വെലോസിറ്റി ആയിക്കോട്ടെ, ലാംഡ ആയിക്കോട്ടെ, എന്തിനെങ്കിലും പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ 25% കൂടി എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് ഇട്ടാൽ ബാക്കി 25 എഴുതിക്കൊള്ളുക, 25 എഴുതിക്കൊള്ളുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഡബിൾ ആയി അല്ലെങ്കിൽ 300% കൂടി, ശ്രദ്ധിക്കണേ മക്കളെ, 300% കൂടി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എൻ്റെ ആൻസർ P dash will be equal to 4p. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞത്? 300% കൂടി എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് P dash equal to 4p. അതെങ്ങനെ വന്നേ? P plus 300p. 300p വാട്ട് ഇസ് ആൻസർ മക്കളെ? 4p. ഓക്കെ, സോ ഈ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ അത് ഒറ്റയടിക്ക് നമുക്ക് ചെയ്താം. ഇനി പറ, വാട്ട് ഇസ് ഒന്ന് കമൻറ്റ് ചെയ്ത്. P dash is equal to 0.80p. എത്ര കൂടി? എത്ര ശതമാനം കൂടി? 0.80p. എത്ര ശതമാനം കൂടി? വണ്ടർഫുൾ, വെരി ഗുഡ്. നെയ്മർ ജൂനിയർ 3. ഓക്കെ, നെയ്മർ ജൂനിയർ വെരി ഗുഡ്. ഓക്കെ, സോ ഇത് എത്ര കൂടി? ഇത് കൂടിയല്ല, 0 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറഞ്ഞു എന്നർത്ഥം. കുറഞ്ഞു. എത്ര കുറഞ്ഞു? 20% കുറഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് 0 പോയിന്റ് എന്ന് വന്നത് കേട്ടോ. അപ്പോൾ 0 പോയിന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞു എന്നാണെങ്കിൽ അതിനെ ഈ കിടക്കുന്നതിന് 80 കൺസിഡർ ചെയ്തോളാം. അതിനെ 100 ആക്കാൻ എത്ര വേണം? 20. സോ അത്രയും കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ഇനി വേഗം ക്വസ്റ്റിനോട് കിടക്കാം. സോ ഈ പെർസെൻറ്റേജ് ഞാൻ ഇത്രയും പറയാൻ കാരണം പെർസെൻറ്റേജ് നമുക്ക് എല്ലാ ചാപ്റ്ററിൽ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ വരാം. ഏത് ചാപ്റ്ററിൽ ഫോർമുല ഉണ്ടോ അവിടെ നിന്നൊക്കെ പെർസെൻറ്റേജ് വരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പുതിയ ഫോർമുല പറഞ്ഞു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 1.25p the whole square by 2m. ഓക്കെ, സോ 1.25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1.56 p square by 2m ആണ്. ഇത് പുതിയ കൈനറ്റിക്. ഇയാൾ എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ മക്കളെ? P square by 2 എവിടെയും കണ്ടുവച്ചിട്ടുണ്ടോ? അതാണ് നമ്മളെ ഓൾഡ് കൈനറ്റിക് എനർജി. സോ ആൻസർ ഇസ് 1.56 k. K dash is equal to 1.56 k. ഞാൻ പറഞ്ഞു എന്താണ്? ഓക്കെ, ഒന്നുകൂടി പറയാം. അഞ്ചു ശ്രദ്ധിച്ചോട്ടാ, ഒന്നുകൂടി പറയാം. ഇതാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് കൂടി 56% കൈനറ്റിക് എനർജി കൂടി എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ. 56% കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ K dash equal to 1.56 ആണ് K. അപ്പോൾ കൂടി 90% കൂടി എങ്ങനെ എഴുതാം? 1.90 K. ഇനി പറയാമോ? ശ്രദ്ധിക്കണേ, 100% കൂടി എന്നാണെങ്കിൽ എങ്ങനെ എഴുതണം എന്നറിയോ? 2K dash is equal to 2K. 100% കൂടി അങ്ങനെ വരിക. K ആണ് ആദ്യം ഉണ്ടായിരുന്നത്, പ്ലസ് 100% എന്ന് പറഞ്ഞാൽ 100/100 ഇൻറ്റു K. വാട്ട് ഇസ് ആൻസർ മക്കളെ? 2K. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പറഞ്ഞ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും അഞ്ചു ക്ലിയർ ആണോ മോനെ? പറഞ്ഞേ. ഓക്കെ, സോ 1.56. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു 1 പോയിന്റ് ആണോ നമുക്ക് കിട്ടുന്നത്, ആ പോയിന്റിന് ശേഷം വരുന്നതായിരിക്കും നമ്മുടെ പെർസെൻറ്റേജ്. അപ്പോൾ 56 ഫൈൻ. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? പറഞ്ഞേ. ഫൈൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പറഞ്ഞാ ഓക്കെ ആണ് നിഹാൽ. ഓക്കെ, വണ്ടർഫുൾ. നോക്കിക്കോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. എ യൂണിഫോം ചെയിൻ ഓഫ് ലെങ്ത് L ആൻഡ് മാസ് M. ഇത് നമ്മൾ ഇതേ കൺസെപ്റ്റിൽ നമ്മൾ ലോസ് ഓഫ് മോഷൻ ചെയ്തിട്ടുണ്ട്. ലൈയിങ് ഓൺ ദി ക്ലിയർ ആണ്. ഓക്കെ, ലൈയിങ് ഓൺ ദ സ്മൂത്ത് ടേബിൾ ആൻഡ് 1/3 ഓഫ് ഇറ്റ്സ് ലെങ്ത് ഇസ് ഹാങ്ങിങ് വെർട്ടിക്കലി ഡൗൺ. താഴെ തൂങ്ങി കിടക്കുന്നത് വെർട്ടിക്കലി ഡൗൺ നമ്മൾ ലോസ് ഓഫ് മോഷൻ ചെയ്തതാണ്. ഓവർ ദി എഡ്ജ് ഓഫ് ദ ടേബിൾ. ഇഫ് G is acceleration due to gravity, work required to pull the hanging part on the table is. ഓക്കെ, നമ്മൾ ലോസ് ഓഫ് മോഷനിൽ എന്താ ചെയ്തത്? തൂങ്ങിക്കിടക്കുന്ന സാധനത്തിനെ വീഴാതിരിക്കാനുള്ള മാക്സിമം ലെങ്ത് ആയിരുന്നു നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലെങ്ത് ഒരു ടേബിളിലുണ്ട്. ആ ടേബിൾ വണ്ടർഫുൾ, വെരി ഗുഡ്. സ്നേഹ, അമീഷ, വണ്ടർഫുൾ, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ടേബിളിൽ L/3 താഴെ കിടക്കുന്നുണ്ട്. ഓക്കെ, L/3 താഴെ കിടക്കുന്നുണ്ട് അല്ലേ? L/3 അല്ലേ? 1/3 ഓഫ് ഇറ്റ്സ് ലെങ്ത്. 1/3 എന്ന് പറഞ്ഞ അർത്ഥം L ലെങ്ത് ഉണ്ടെങ്കിൽ L/3 താഴെ കിടക്കുന്നുണ്ട്. ചോദ്യം എന്താണ്? ചോദ്യം ഇതിനെ പിടിച്ച് പൊക്കാൻ എത്ര വർക്ക് ചെയ്യണം? അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്കറിയണം, വർക്ക് എന്ന് പറഞ്ഞാൽ F.D ആണ്, അല്ലെങ്കിൽ F.D അല്ലെങ്കിൽ FD cos θ ആണ്, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിൽ ആയിരിക്കണം. ഫോഴ്സും അത് മാൻഡേറ്ററി കണ്ടീഷനാണ്. ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ റിസോൾവ് ചെയ്തിട്ട് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാക്കിയതാണിത്. ഫൈൻ. അപ്പോൾ അതാ നോക്കി, ഇപ്പോൾ മുകളിലോട്ട് പിടിച്ച് പൊളിക്കാനുള്ള വർക്കാണ് കണ്ടത്. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം തൂങ്ങിക്കിടക്കുന്ന ആളുടെ M-G, തൂങ്ങിക്കിടക്കുന്ന ആളുടെ ഫോഴ്സ്, ദാറ്റ് ഈസ് വെയിറ്റ് ഇൻടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ശ്രദ്ധിക്കണേ, യൂണിഫോം ചെയിൻ ആണ് കേട്ടോ. യൂണിഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതൊരു ചാപ്റ്ററിലും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് അല്ലെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസസ്, യൂണിഫോം ചെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീതാ നമ്മുടെ ഡയറക്റ്റ് ഫോർമുലയിൽ പോയിന്റ് ഒബ്ജക്റ്റിൻ്റെ ഫോർമുലയിൽ കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകും കേട്ടോ. ഓക്കെ, അതാണ് യൂണിഫോം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്, വി ഹാവ് ടു യൂസ് എ കണ്ടിന്യൂസ് ചാർജസ് ഡിസ്ട്രിബ്യൂഷൻ. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിലും ഏത് ചാപ്റ്ററിലാണെങ്കിലും കേട്ടോ. അപ്പോൾ അതാ നോക്കി, വർക്കാണ് കാണുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, M-G ഇൻറ്റു ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് L/3 ലെങ്ത് ആണ്. മക്കളെ ശ്രദ്ധിക്കണേ, L/3 ലെങ്ത് ആണ് എൻ്റെ തൂങ്ങിക്കിടക്കുന്ന ചെയിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സാധാരണ കുട്ടികൾ എന്താ എഴുതാന്നറിയോ? L/3 അല്ലേ തൂങ്ങിക്കിടക്കുന്നത്. സോ L/3 മാത്രം പൊക്കിയാൽ പോരെ എന്നാണ് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞത് യൂണിഫോമിന് ശ്രദ്ധിക്കണം. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ സെൻറ്റർ ഓഫ് മാസ് കൺസിഡർ ചെയ്യണം. നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഓഫ് യൂണിഫോം ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാക്ട്ലി സിമ്മട്രിക്കൽ സെൻറ്ററിലായിരിക്കും. അപ്പോൾ L/3ൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരിക എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ആയിരിക്കും, നടുക്കായിരിക്കും, എക്സാക്ട്ലി സെൻറ്റർ. അവൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെൻറ്റർ ആകുമ്പോൾ L/3ൻ്റെ പകുതി എത്രയാ? L/6 ആണ്. L/6 ആണ് അതിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ എഴുതേണ്ടത്, തെറ്റിക്കരുത്, ഞാനിവിടെ എഴുതുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ L/6 ആയിരിക്കണം. അപ്പോൾ അതാ M' കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു L ലെങ്ത്തിന് M മാസ്. അപ്പോൾ എനിക്ക് കണ്ടത് L/3യുടെ മാസാണ്. അപ്പോൾ L/3 ലെങ്ത്തിന് എത്ര മാസ് വരും? L/3 ലെങ്ത്തിന് M/3 മാസ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുക എന്ത്? M/3 ഇൻറ്റു G ഇൻറ്റു L/6. സോ മക്കൾ എന്ത് വരിക? mg L/18 ആണ് വരിക. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞേ. ഓക്കെ, കിട്ടിയില്ലേ മക്കളെ? ക്ലിയർ ആണോ? 4th ആണ് കറക്റ്റ്. ഫൈൻ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എടുക്കണേ, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൺസിഡർ ചെയ്യണേ. ഫൈൻ, ഇതാ നോക്കിക്കോ ചെയ്യണേ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമുക്ക്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഫോഴ്സ് തന്നിട്ടുണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, വർക്കാണ് കാണേണ്ടത്. അപ്പോൾ വർക്ക് കാണുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വർക്കിൻ്റെ ഫോർമുല എന്ന് നേരത്തെ പറഞ്ഞു F.D ആണ് കേട്ടോ. F.D. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ നോക്കാം, ഫോഴ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നോക്കേണ്ടത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണോ അല്ലേ എന്ന് നോക്കണം. ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണോ അല്ലേ? ഇവിടെ നോക്കി, ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ, ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല. കാരണം എന്താണ്? ഫോഴ്സിൻ്റെ കൂടെ എക്സ് സ്ക്വയർ കിടക്കുന്നുണ്ട്. അപ്പോൾ എക്സോ വൈയോ സെഡോ ഏതെങ്കിലും ഒരു വേരിയബിൾ വന്നാൽ മക്കളെ ശ്രദ്ധിക്കുക, നമുക്ക് വി ഹാവ് ടു ഗോ ഫോർ ദ ഇൻ്റഗ്രേഷൻ. ശ്രദ്ധിക്കണേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരിക്കലും പറയൂല എന്ത്, ഇവിടെ നിങ്ങൾ ഇൻ്റഗ്രേഷൻ ചെയ്യണം, ഇവിടെ നിങ്ങൾ സിംപ്ലി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ മതി എന്നൊരു വർത്താനങ്ങളൊന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. എങ്ങനെ മനസ്സിലാവുക? ഫോഴ്സിൻ്റെ കൂടെ എക്സോ വൈയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം കേട്ടോ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് അതാ 3x² i cap plus 4j. ഇനി ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ആരാ? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് സീതാ ഒരു കുട്ടി തെറ്റിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് അവർക്കറിയാം എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ -5 ആണ്. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 - 2 ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് y ആക്സിസ് എന്ന് പറഞ്ഞാൽ 0 - 3 അല്ലേ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വിചാരിക്കുക? 3i - 2j എന്ന് പറഞ്ഞാൽ i cap. ഇവിടെ എന്താ വിചാരിക്കുക? -3j cap. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിചാരിക്കും. i cap - j cap. ദാറ്റ് ഇസ് റോങ്. തെറ്റാണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇതല്ല, ഇതായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ്. എപ്പോൾ? ക്വസ്റ്റ്യനിൽ ചുമ്മാ 3i + 4j എന്നായിരുന്നു ക്വസ്റ്റ്യനെങ്കിൽ, മക്കളെ ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യനിൽ 3i + 4j എന്നായിരുന്നു ക്വസ്റ്റ്യനിലെങ്കിൽ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാവുമായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താ കിടക്കുന്നത്? ക്വസ്റ്റ്യനിൽ x² ഉണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു എക്സ് ഉണ്ടെങ്കിലും വൈ ഉണ്ടെങ്കിലും സെഡ് ഉണ്ടെങ്കിലും മക്കളെ വി ഹാവ് ടു ഗോ ഫോർ ദ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ മസ്റ്റ് ബി ഓൾവേസ് ഇൻ ദ ഫോം ഓഫ് ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ്. നോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ വേരിയബിൾ ആണോ ഫോഴ്സ് വേരിയബിൾ ആണോ, വി ഹാവ് ടു ഗോ ഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ലൈക്ക് ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തു ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് കൊടുത്തു. അപ്പോൾ ഇതാ ഡോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 3x സ്ക്വയർ ഡി എക്സ് 3x സ്ക്വയർ ഡി എക്സ് പ്ലസ് 4dy ഇൻ്റഗ്രേഷൻ എക്സ്. ഓക്കെ ആണോ മക്കളെ? സ്റ്റെപ്സ് ക്ലിയർ ആണോ എന്ന് പറയണേ. അപ്പോൾ എവിടെ നിന്ന് എവിടെ വരെ? അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ ലിമിറ്റ് തന്നിട്ടുള്ളത്? ഈ ലിമിറ്റ് തന്നിട്ടുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. ഇത് എക്സ് ആക്സിൻ്റെ ലോവർ ലിമിറ്റ് 2, ഇത് എക്സ് ആക്സിൻ്റെ അപ്പർ ലിമിറ്റ് 3, ഇത് വൈ ആക്സിൻ്റെ ലോവർ ലിമിറ്റ് 3, ഇത് വൈ ആക്സിൻ്റെ അപ്പർ ലിമിറ്റ് 0. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? നെയ്മർ ജൂനിയർ വണ്ടർഫുൾ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അതാ ഇൻ്റഗ്രേറ്റ് ചെയ്തേ മക്കളെ പറഞ്ഞേ. സോ 3x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ, 3x³ ലിമിറ്റ് കൊടുത്തിട്ടില്ല, 2 to 3 മുതൽ പ്ലസ് 4yൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ, 4 into y എവിടെ നിന്ന് എവിടം വരെ, 3 മുതൽ 0 വരെ കൊടുത്ത മക്കളെ. സോ 3 പോയി, എത്രയാ x³ 3³ മൈനസ് 2³ പ്ലസ് 4 into 0 മൈനസ് 3 എത്ര വരിക, 3 മൈനസ് എത്രയാ, 3 into 3 എത്രയാണ് 9, 9 into 3 എത്രയാ 27 മൈനസ് 8 അല്ലേ, പ്ലസ് 4 into മൈനസ് 3 എത്രയാണ് വരിക, മൈനസ് 12 ആണ് വരിക. സോ എത്ര വരിക ആൻസർ മക്കളെ? ആൻസർ എത്ര വരിക? ആൻസർ വിൽ ഗെറ്റ് മൈനസ് 7 ജൂള് കിട്ടും. ഓക്കെ അല്ലേ? 0 to 3 അല്ല, 3 to 0 ആണ് മക്കളെ, ശ്രദ്ധിക്കണേ. 3 to 0 ആണ്. വൈ നിഹാലെ? 3 to 0 ആണ്. എന്താ കാരണം? 3 ആണ് ഇനീഷ്യൽ, 0 ആണ് ഫൈനൽ. ഓക്കെ, 3 ആണ് ഇനീഷ്യൽ, 0 ആണ് ഫൈനൽ. നിഹാലെ പറഞ്ഞേ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? +7 ആണ് വരിക അല്ലേ? +7 അല്ലേ വരിക? 27 minus 20, the answer will be +7, not -7. Fine. Okay അല്ലേ? Clear ആണ്. Fine. Okay. Let's go to the next question. നോക്കിക്കോ, എനർജി കൺസർവേഷൻ ഞാൻ പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷനിൽ. ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ. നോക്കിക്കോ, ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. എനർജി കൺസർവേഷൻ നമുക്കിതിൽ മെയിനായിട്ട് അറിയേണ്ടത് വർക്കിൻ്റെ ഫോർമുല ആൻഡ് എനർജി എന്താണ്, ദെൻ കൺസർവേഷൻ ഓഫ് എനർജി എന്താണ്, പവർ എന്താണ്. ഈ 3 സാധനമാണ് ചാപ്റ്ററിൽ മെയിനായിട്ട് ഉള്ളത്. ഫൈൻ. ക്വസ്റ്റ്യൻ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എ ബോൾ ഓഫ് മാസ് m is dropped from a cliff of height h. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വരക്കാം നമുക്ക്. h ഹൈറ്റിൽ നിന്ന് ഒരു ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ബോൾ. ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ടു ദ പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ്സ് ഫാളിംഗ് ത്രൂ എ ഹൈറ്റ് ഓഫ് 3/4 h. ഓക്കെ, 7 ആണ്. യെസ് മൈ ഡിയർ, 7 ആണ് കേട്ടോ. അപ്പോൾ ഇത് വീണ് ഇത് h ഹൈറ്റിലാണ്. ശ്രദ്ധിക്കണേ മക്കളെ, ഇത് h ഹൈറ്റിലാണുള്ളത്. വീണ് ഇവിടെ എത്തി. എത്ര ഹൈറ്റിലാണ്? ലെറ്റ്സ് സേ h is equal to small h is equal to 3/4 h ഹൈറ്റിലെത്തി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജിൻ്റെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പോൾ കൈനറ്റിക് എനർജിൻ്റെ ഫോർമുല എന്താ? കൈനറ്റിക് എനർജിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ½ ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ എനർജി. എത്ര ഹൈറ്റിൽ? ഈ കാണുന്ന ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി. സോ എന്ത് വരും? mgh. h ആണ് ഞാൻ എടുത്തു. ആ h എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് 3/4 h ആണ്. വാട്ട് എവർ ഇറ്റ് മേ ബി. സോ നമുക്ക് ഫോർ ദ ടൈം ബീങ് നമുക്ക് h ആയിട്ട് എടുക്കാം. സോ അതാ നോക്കി, mm പോയി. സോ എനിക്ക് എന്ത് കിട്ടി? v²/2 ഡിവൈഡഡ് ബൈ gh എന്ന് കിട്ടി. v²/2 ഡിവൈഡ് ബൈ gh. വിഷയം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇവിടെ കിടക്കുന്നില്ല. എപ്പോഴും ശ്രദ്ധിക്കണേ മക്കളെ, നമുക്കിതാ ക്വസ്റ്റ്യൻ വായിച്ചാൽ, ക്വസ്റ്റ്യൻ മനസ്സിലായാൽ അപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പണി എന്തല്ല? വി നോ, ഐ നോ, ഗോഡ് നോസ് എഴുതുന്നതല്ല. ഓക്കെ, അത് സ്കൂളിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി എനിക്കറിയാം എനർജി എന്ന് പറഞ്ഞാൽ mgh ആണ്, എനിക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളല്ല.
ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്ഷൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഓപ്ഷൻ നമ്മളെ ഗൈഡ് ചെയ്യും നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ റെഡി ആയി എനിക്കറിയാം കൈൻഡിക്ക് ഹാഫ് എം ബി സ്ക്വയർ പൊട്ടൻഷ്യൽ എം ജി എച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കലാ ഉണ്ടാവുള്ളൂ. എന്താ ഇത് എവിടം വരെ എത്തി ഇങ്ങനെ എത്തി ഇനി ഉത്തരമില്ല. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എല്ലാ ഓപ്ഷനും വാല്യൂസ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ എല്ലാം റിലേഷൻ കണ്ടുപിടിക്കണം. ആരുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി കൊടുക്കാം. ഇനീഷ്യൽ എനർജി ആരാ? mgh അല്ലേ? മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വീഴുന്നേ ഉള്ളൂ. സോ ഇവിടെ ഇനീഷ്യൽ എനർജി mgh ആണ്. ഇനി ഇതാ ഫൈനൽ എനർജി, ഇവിടെ എത്തുമ്പോൾ എനർജി എന്ന് ശ്രദ്ധിക്കണേ മക്കളെ. ഇവിടെ എത്തുമ്പോൾ എനർജി അവന് mv² ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, നിലത്തോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്, അവന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, mgh ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാനിവിടെ ഇവിടം വരെ എത്തിയിട്ട് നിൽക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ സോൾവ് ചെയ്തു. എനിക്ക് കാണേണ്ടത് v²/2 ആണ് എനിക്ക് കാണേണ്ടത്. അവരും ജിയും തമ്മിൽ റിലേഷനാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കി മക്കളെ m പോയി. സോ ഇവിടെ നമുക്ക് v²/2 ഇവിടെ ഉണ്ട്, പ്ലസ് gh ഇവിടെ ഉണ്ട്, തൊട്ടപ്പുറത്ത് gh ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് v²/2 എനിക്ക് v²/2 ആണ് എനിക്ക് വേണ്ടത്. സോ gh മൈനസ് gh ഇസ് ഈക്വൽ ടു v²/2 എന്ന് എനിക്ക് കിട്ടി. സോ ഇതിൽ നിന്ന് g കോമൺ എടുത്തു കഴിഞ്ഞാൽ h മൈനസ് h ഇസ് ഈക്വൽ ടു v²/2 ആണെന്ന് എനിക്ക് കിട്ടി. ഞാനിത് പൊക്കിക്കൊണ്ടുപോയി എന്ത് a ഇൻ b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. എനെ ഞാൻ പൊക്കിക്കൊണ്ടുപോയി ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോട്ടെ മക്കളെ. അപ്പോൾ അതാ v²/2 ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? g h മൈനസ് h ബൈ gh പോയി ആൻഡ് h ബൈ സ്മോൾ h മൈനസ് h ബൈ h സ്പ്ലിറ്റ് ചെയ്തു, ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്തു. സോ വാട്ട് വിൽ ബി ദ ആൻസർ? h ബൈ സ്മോൾ h മൈനസ് 1. സ്മോൾ h എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇനീഷ്യലി ഇവിടെ നമ്മൾ ആദ്യമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു സ്മോൾ h ഇസ് ഈക്വൽ ടു 3/4h ആണ്. സോ h ഡിവൈഡഡ് ബൈ 3/4h minus 1. So h got cancelled. 4/3 minus 1. So the answer is 1/3. 1:3 ആണ് എൻ്റെ ആൻസർ. 3:1 ആണോ? 3:1 ആണോ? 3:1 ആണോ? മിയ നോക്കിയേ, 1:3 അല്ലേ? 1:3 അല്ലേ? റിഫ വെരി ഗുഡ്. മിയ നോക്കിയേ, നെയ്മർ ജൂനിയർ, അലൻ ഗ്രേറ്റ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? എപ്പോഴും ശ്രദ്ധിക്കണേ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണ്ടിട്ടോ. നമുക്ക് ഒരു ഉത്തരം കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ 1:3 ആണ് കറക്റ്റ് ആൻസർ, അവൻ്റെ അപരൻ എന്നും ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതാ അവൻ്റെ അപരൻ എന്നും ഉണ്ടാവും ക്വസ്റ്റ്യൻ. അവരെ ഹൂസ് ദ 3:1. നിങ്ങൾ നോക്കിയോ, റേഷ്യോ ഉള്ള ഏതൊരു ക്വസ്റ്റ്യൻ എടുത്തോ മെക്കാനിക്സ് പാർട്ടിൽ, റേഷ്യോ ഉള്ള ഏതൊരു ക്വസ്റ്റ്യൻ മെക്കാനിക്സ് പാർട്ടിൽ എടുത്തോ, റൈറ്റ് ആൻസറിൻ്റെ കൗണ്ടർ പാർട്ട് അതിൻ്റെ നേരെ ഉൾട്ട റോങ് ആൻസർ ആ ഓപ്ഷനിൽ കിടക്കുന്നത്. കാരണം കുട്ടികളുടെ ഓർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി. യുനോ എ വിത്ത് റെസ്പെക്ട് ടു ബി എന്നുള്ളതിന് പകരം ബി വിത്ത് റെസ്പെക്ട് ടു എ എടുത്താൽ മതി. പരിപാടികളൊക്കെ അവസാനിക്കും. 5 മാർക്ക് പോകും. 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടേണ്ടത് 1 മാർക്ക് നെഗറ്റീവ്. ദീം തരികട ദോം പോയി. ഓക്കെ. സോ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, റേഷ്യോ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ആരെ വിത്ത് റെസ്പെക്ട് ടു ആരെ, ഡിനോമിനേറ്ററിൽ ആര് വരുന്നു, ന്യൂമറേറ്ററിൽ ആര് വരുന്നു എന്ന് മാത്രം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയോ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ ലോങ് സ്പ്രിങ്, ഓക്കെ പിന്നെ തെറ്റിക്കണ്ടേ മുഫീദ, തെറ്റിക്കണ്ടേ? എടോ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരും ഭയങ്കര ഈസി ഗോയിങ് ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും അതങ്ങനെ തന്നെയാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കുട്ടികൾ. അതുകൊണ്ടാണ് MCQ ആയത്, ലൈക്ക് അതുകൊണ്ടാണ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് തരുന്നത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ 1 വേർഡ് ആൻസറൊക്കെ നമുക്ക് എഴുതാമല്ലോ. ജെഇ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു മുമ്പ്. ഫൈൻ. സോ നമുക്ക് നോക്കാം, നമുക്ക് എങ്ങനെ നമുക്ക് തെറ്റിക്കാം. യെസ്, ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ, ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. വെൻ എ ലോങ് spring is stretched by 2 cm, the potential energy is V. If the spring is stretched by 10 cm, the potential energy will be. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ കണ്ടാൽ, ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. ചോദ്യം എന്താണ്? സ്പ്രിങ്ങിനെ കുറിച്ചിട്ടാണ്, സ്ട്രെച്ചിങ് ആണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, സ്പ്രിങ് ആണ്, സ്ട്രെച്ചിങ് ആണ്, പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് സംഭവമൊക്കെ മനസ്സിലായി. സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ½ kx² ആണ് എനർജി എന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ½ kx² ആണെന്നും അറിയാം. പക്ഷേ എല്ലാ ഓപ്ഷനും വിൻ്റെ ടേംസിലാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വായിച്ച് അപ്പം തന്നെ നമ്മൾ ഓപ്ഷൻ ചെയ്യണം. ഓപ്ഷൻസ് വെരി ഗുഡ്, വണ്ടർഫുൾ. ഹസൻ, നെയ്മർ ജൂനിയർ, ഫൈൻ. അപ്പോൾ അതാ നോക്കിക്കോ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വി ആരാ നമുക്ക് കണ്ടുപിടിക്കാം. വി എന്ന് പറഞ്ഞാൽ ½ × k × 2². സോ ദ ആൻസർ വിൽ ബി k/2 × 4 ആണ് എൻ്റെ വി. ഓക്കെ, അപ്പോൾ k/2 എന്ന് പറഞ്ഞാൽ സൈഡിൽ വെറുതെ കണ്ടുവെച്ചാളാം. k/2 എന്ന് പറഞ്ഞാൽ v/4 ആണ്.
ഓക്കെ, എൻ്റെ എല്ലാ ഉത്തരം എനിക്ക് വീല വേണ്ട, അതുകൊണ്ടാട്ടോ. ഇനി ഞാൻ പറയുകയാണ്, ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്. ആ 10 സെൻറ്റിമീറ്റർ സ്ട്രെച്ച് കഴിഞ്ഞാൽ, വെരി ഗുഡ് മുഫീദ, ഷെറിൻ അസ്ന ഷെറിൻ, വെരി ഗുഡ്. ഓക്കെ, 10 സെൻറ്റിമീറ്റർ സ്ട്രെച്ച് ചെയ്താൽ, സോ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 10 സ്ക്വയർ ഈക്വൽ ടു കെ ബൈ 2 ഇൻറ്റു 100. കെ ബൈ 2 ഓൾറെഡി എനിക്കറിയാം വി ബൈ 4 ആണെന്ന്. സോ വി ബൈ 4 ഇൻറ്റു 100, സോ ദ ആൻസർ വിൽ ബി 25 വി ആണ്. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞേ? ക്ലിയർ ആണോ? അമീഷ, വെരി ഗുഡ്. സഫ, റിഫ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. വിരാട് കോഹ്ലി, യെസ് യെസ് യെസ്. എന്തൊക്കെ മോനെ വിരാട് കോഹ്ലി വിശേഷങ്ങൾ? ഇപ്പോൾ കളിയൊന്നുമില്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫൈൻ. ഇതാ നോക്കിയോ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കൺസർവേറ്റീവ് ഫോഴ്സ്? ഓക്കെ, ക്ലിയർ ആണ് നിരഞ്ജന, ഫൈൻ. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലാത്തത് ആരാന്നാ? അപ്പോൾ ആദ്യം കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് അറിയണം. ആരാ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, കൺസർവേറ്റീവ് ഫോഴ്സ് എന്താ മോനെ? എന്താ റിപ്പീറ്റ് ചെയ്യണ്ടേ? കൺസർവേറ്റീവ് ഫോഴ്സ് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ശ്രദ്ധിക്കണേ, വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനീഷ്യലിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സസിനെയാണ്, വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൺസർവേറ്റീവ്. മാഗ്നറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്, ഗ്രാവിറ്റി കൺസർവേറ്റീവ് ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് അല്ലാത്തത് ഫ്രിക്ഷൻ ആൻഡ് വിസ്കസ് ഫോഴ്സ്. കാരണം ഒരേ പാത്തിൽ ഒരെണ്ണം സ്മൂത്ത്, ഒരെണ്ണം റഫ് സർഫസ് ആണെങ്കിൽ അവിടെ പാത്ത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് വിസ്കസ് ഫോഴ്സ്. ഓക്കെ, സോ ഇതൊരു വണ്ടർഫുൾ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് കറക്റ്റ് വൺ. ഇതാ നോക്കിക്കോ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ ക്വസ്റ്റ്യൻ നോക്കാം? ഇഫ് എ വെക്ടർ 2i + 3 ഇതാ വെക്ടർ നോക്കിക്കോ. വെക്ടർ തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് വെക്ടർ തന്നിട്ടുള്ളത് നോക്കിയേ. 2i + 3j + 8k is perpendicular to this one, then the value of alpha is എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവൻ്റെ ആൽഫേൻ്റെ വാല്യൂ. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമുക്ക് a dot b equal to ab cos theta if it is perpendicular. ഓക്കെ, സ്പീഡ് കൂടാണോ? if it is perpendicular എന്ത് വരും? 90 degree. theta will be 90 degree, so it will be 0. so ഇതിനൊന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത മക്കളെ. 2i + 3j + 8k dot 4 - 4i + 4j + alpha k equal to what? 0. സെക്ഷൻ്റെ സ്ലൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൊടുക്കാം. ഫൈൻ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഐനെയും ജെയിനും ഇവിടെ ശ്രദ്ധിക്കണേ. ഐനെയും ജെയിനും ഇവിടെ ഓർഡർ മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ശ്രദ്ധിക്കുക, 2 × 4 എത്രയാ? -8 വരും. ആൻഡ് 3 × 4 എത്രയാ? +12 വരും. ആൻഡ് 8 + 8 ആൽഫ ഈക്വൽ ടു 0. സോ ഇവിടെ എത്ര വരും മക്കളെ? 8 ആൽഫ + 4 equal to 0. Alpha equal to 4/8 - 4/8. so the answer will be -1/2 ആണ്. ഓക്കെ അല്ലേ മക്കളെ? പറഞ്ഞേ, യെസ് ഓർ നോ? ക്ലിയർ അല്ലേ? ഫൈൻ. ഓക്കെ, സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. A bob of pendulum is released from the horizontal position. If the length of the pendulum is 2 meters, what is the speed at which the bob arrives at the lowermost point? Assume that the 10% of its energy is dissipated against air resistance. Okay? Air resistance inde against 10% energy lost ആയാൽ താഴെ എത്തുമ്പോൾ ഉള്ള ആ ഒരു ബോബിന്റെ എനർജി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ്, എനർജി വാട്ട് ഇസ് ദ വെലോസിറ്റി? താഴെ എത്തുമ്പോൾ ലോവർ മോസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി എന്താണ്? സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം എന്താണ്. ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്. റൈറ്റ്, ഇവിടെ നിന്ന് ബോബ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരികയാണ്. ഓക്കെ, സോ താഴോട്ട് വരുമ്പോൾ ഇവിടെയാണ് എൻ്റെ മാസ് ഉള്ളത്. മാസിൻ്റെ വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, മാസ് ഒന്നും വാല്യൂ ഒന്നുമില്ല. ഇത് 2m ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2m ഉള്ള സാധനം ഇങ്ങനെ താഴോട്ടല്ലേ വരിക? ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ താഴോട്ട് വന്നാലും ഇതിന് താഴെ നിന്ന് മുകളിലോട്ടുള്ള സ്ട്രെച്ച് ലെങ്ത് സ്റ്റിൽ ഇപ്പോഴും എന്ത് തന്നെയാണ്? 2 മീറ്റർ തന്നെയാണ്. കാരണം ഈ 2 മീറ്ററിലുള്ള സാധനം ഇങ്ങനെ വെച്ചിട്ട് റിലീസ് ചെയ്താൽ അത് താഴേക്ക് പോകാനുള്ള ഹൈറ്റും 2 മീറ്റർ തന്നെയാണ്. അപ്പോൾ ഇനീഷ്യലി ഇതിനുള്ള എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgh ആയിരിക്കും. ആ h എത്രയാ? ഫ്രം ദ ഫിഗർ നമുക്ക് h നോക്കിയാൽ മനസ്സിലാവും, h is 2. സോ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ m എന്ന് പറഞ്ഞാൽ m ആണ്, g എന്ന് പറഞ്ഞാൽ 10 ആണ്, ആൻഡ് h is 2. സോ ദ ആൻസർ ഇസ് 20 m ആണ് അതിൻ്റെ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനീഷ്യൽ എനർജി ഇസ് 20 m ആണ്. അപ്പോൾ 20 m ഉള്ള സാധനം താഴോട്ടെത്തും. അപ്പോൾ എനിക്കറിയാം ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ടോട്ടൽ എനർജി ഇവിടെ പ്യുവർലി mgh ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. താഴോട്ട് വരുമ്പോൾ ഹൈറ്റ് 0 ആയി. അപ്പോൾ ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കും, കാരണം അവിടെ ഹൈറ്റ് ഗ്രൗണ്ട് ലെവലിൽ 0 ആയതുകൊണ്ട്. ഫൈൻ. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഫുൾ എനർജി എന്തായിട്ട് മാറൂല, ഫുൾ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറില്ല. ബിക്കോസ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് 10% ഓഫ് എനർജി ഡെസിപ്പേറ്റഡ് ആയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമുക്ക് 20 m-ന്റെ, ശ്രദ്ധിക്കണം മക്കളെ, 20 m-ന്റെ 20% കുറക്കണം, സോറി 10% കുറക്കണം. എങ്ങനെ എഴുതാം? 20 m മൈനസ് 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 20 മൈനസ് 10/100 ഓഫ് വാട്ട്? 20 m. ഇത് ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ മക്കളെ? ഈ എഴുതിയത് ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ? 20 m ആയിരുന്നു എൻ്റെ ഇനീഷ്യൽ എനർജി. അവൻ്റെ 10% ലോസ് ആയിപ്പോയി. 10% ലോസ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 20 m ആണ് എൻ്റെ എനർജി എങ്കിൽ അതിൽ നിന്ന് 10% പോയി. സോ 10% ഓഫ് 20 m എത്ര വരും ആൻസർ? 0 ഡിസ്കും പോയി. സോ ദ ആൻസർ ഇസ് 18 m. 18 m ആണ് എൻ്റെ താഴെ എത്തുമ്പോൾ ഉള്ള എനർജി എന്ന് പറഞ്ഞാൽ 18 m ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു താഴെ എത്തുമ്പോൾ എന്താ എനർജി? താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജിയാണ്. സോ 18 m is equal to half into m into v square. സെറ്റ് അല്ലേ? താഴെ എത്തുമ്പോൾ 18 m ആണെന്ന് പറഞ്ഞു. സോ 18 m എന്ന് പറഞ്ഞാൽ പ്യുവർലി അത് കൈനറ്റിക് എനർജി ആയിരിക്കും. സോ m പോയി. സോ v square by 2 is equal to എന്ത് വരും? v square by 2 is equal to 18. v square is equal to 18 into 2, that is 36. v is equal to root 36, that is 6. So the option is option 2. അഞ്ചു ക്ലിയർ ആണ്. ആദിത്യ വെരി ഗുഡ്. മുഫീദ വണ്ടർഫുൾ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, പറഞ്ഞേ മക്കളെ, സെറ്റ് അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞേ. അമീഷ ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. പറഞ്ഞേ മക്കളെ, സെറ്റ് അല്ലേ? ഓക്കെ, ഓക്കെ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. എ ബുള്ളറ്റ് ഓഫ് മാസ് m moving with a horizontally, a bullet of mass m moving horizontally with a velocity v strikes a block of wood of mass m and gets embedded in the block. The block is set ആണ്. Fine. The block is അടിപൊളി question. Okay, the block is suspended from the ceiling by a massless string. The height to which the block rises is. നോക്കാം ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ബുള്ളറ്റ് വരുന്നു, അത് ഹൊറിസോണ്ടലി ഒരു ബുള്ളറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ബുള്ളറ്റ് ആരായിട്ട് കൂട്ടിമുട്ടുന്നു? ഒരു ബ്ലോക്കിനായിട്ട് കൂട്ടി മുട്ടുന്നുണ്ട്. ശേഷം എന്ത് സംഭവിക്കുന്നു? ആ ബ്ലോക്കിൽ, ആ വുഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബുള്ളറ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് ബ്ലോക്ക്, ആൻഡ് അതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇങ്ങനെ പൊന്തുന്നുണ്ട്. ഓക്കെ, ബുള്ളറ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഇത് പൊന്തുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ പൊന്തി. സോ പൊന്തുമ്പോഴുള്ള അവിടുത്തെ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. പൊന്തുമ്പോഴുള്ള അവിടുത്തെ ഹൈറ്റ് ആണ് കാണേണ്ടത്. ഫസ്റ്റ് നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് കൊളീഷൻ ആണ്. ഓക്കെ, ഇതൊരു കൊളീഷൻ ആണ്, റൈറ്റ്? കൊളീഷനിൽ അത് എലാസ്റ്റിക് ആവട്ടെ ഇൻഎലാസ്റ്റിക് ആവട്ടെ എപ്പോഴും മനസ്സിലുണ്ടാവുക മൊമെൻറ്റം ഇസ് ഓൾവേസ് കൺസേർവ്ഡ് ആയിരിക്കും കേട്ടോ. മൊമെൻറ്റം ഇസ് ഓൾവേസ് കൺസേർവ്ഡ്. മൊമെൻറ്റം കൺസർവേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ബുള്ളറ്റ് ഹൊറിസോണ്ടലി വിത്ത് വെലോസിറ്റി, ബുള്ളറ്റിൻ്റെ വെലോസിറ്റി v ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ഇസ് mv ഇൻടു, ആൻഡ് ഇതിൻ്റെ ബ്ലോക്കിൻ്റെ വെലോസിറ്റി ഇല്ല, ഇനീഷ്യൽ before hitting the block, that is 0, is equal to, this is momentum initial. After hitting എന്ത് സംഭവിക്കുന്നു? ബുള്ളറ്റും ബ്ലോക്കും ഒരുമിച്ച് ഒരു വെലോസിറ്റിയിൽ പോകുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. ഇത് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആണ് മക്കളെ. ദിസ് ഇസ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷൻ ബിക്കോസ് ബുള്ളറ്റ് ഇസ് കമ്മിങ്, ഹിറ്റിംഗ് ഇൻ ദ ബ്ലോക്ക് ആൻഡ് മൂവിങ് ടുഗെദർ. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹൈറ്റ് ആണ് കാണേണ്ടത്. സോ ഹൈറ്റ് കാണുമ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, വി ഹാവ് ടു സംഹൗ റിലേറ്റ് വിത്ത് ദ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിനായിട്ട് റിലേറ്റ് ചെയ്യണം. സോ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? m + m. ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. ബുള്ളറ്റും മാസും ഒരുമിച്ചാണ് പോകുന്നത്. g × h. അങ്ങനെ ഒരു ഒറ്റ ഫോർമുല ഇവിടെ കിടക്കുന്നില്ല.
പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ, പക്ഷെ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ആ ഒരു ടേംസിൽ ആണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓപ്ഷൻ വരായിരുന്നു, അങ്ങനെയല്ല. സോ എച്ച് എനിക്കറിയാം ഇവിടെ എന്ത് എനർജിയാണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബുള്ളറ്റിൻ്റെ മാസ് ഒരുമിച്ച് പോയി വെലോസിറ്റി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. വെലോസിറ്റി എന്താ? എം വി ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ആണ് വെലോസിറ്റി ഓഫ് ദി കമ്പൈൻഡ് മാസ്. വെലോസിറ്റി ഓഫ് ദി കമ്പൈൻഡ് മാസ് ഒരുമിച്ച് ഇവർ പോകുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ പോകുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി ഒന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഇസ് കൈനറ്റിക് എനർജി? കാരണം എപ്പോഴും ഓർത്ത് വെക്കുക, ഇവിടുത്തെ എനർജി മസ്റ്റ് ബി ഈക്വൽ ടു ഇവിടുത്തെ എനർജി. താഴെ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, പെൻഡുലത്തിന് താഴെയുള്ള എനർജി തന്നെയാണ് മുകളിലുള്ള എനർജി തന്നെയാണ് താഴെ. സോ താഴെ എനർജി കൈനറ്റിക് എനർജിയാണ്. സോ ഫോർമുല എന്താ? ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ. വി സ്ക്വയർ ഇതാണ് കൈനറ്റിക് എനർജി. അത് തന്നെയായിരിക്കണം പൊട്ടൻഷ്യൽ എനർജിയും. സോ ഇവിടെ നമ്മൾ ഈക്വേറ്റ് ചെയ്യുക ഹാഫ് ഇൻറ്റു എം പ്ലസ് എം ഇൻറ്റു വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഏതാണ്? എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം പ്ലസ് എം ദി ഹോൾ സ്ക്വയർ. സോ ഇവിടെ നിന്നൊരു എം പ്ലസ് എം പോയി, എനിക്ക് കാണേണ്ടത് എച്ച് ആണ്. സോ എച്ച് വിൽ ബി എന്ത് വരും? ഹാഫ് ഇൻറ്റു എം സ്ക്വയർ വി സ്ക്വയർ, ഡിനോമിനേറ്ററിൽ ഒരു ജി ആൻഡ് എം പ്ലസ് എം, താഴെ ഇവിടെ ഒരു എം പ്ലസ് എം ഉണ്ട്, ഇവിടെ നിന്നുള്ളൊരു എം പ്ലസ് എം ഇങ്ങോട്ട് വന്നു. സോ ദറ്റ് ഇസ് എ സ്ക്വയർ. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? പറഞ്ഞ മക്കളെ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നോക്കി, നല്ല ക്വസ്റ്റ്യൻ ആണോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. നോക്കി, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്, സിമിലർ പാറ്റേണിൽ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കി, ഓപ്ഷൻ 1 അല്ലേ കറക്റ്റ്? ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞേ, എന്തായിരുന്നു സംഭവിച്ചത്? എന്തായിരുന്നു കഥ സംഭവിച്ചത്? എന്തായിരുന്നു? ഒരു ബുള്ളറ്റ് വരുന്നു, ആ ബുള്ളറ്റ് വന്നിട്ട് ഒരു മരത്തടിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ശേഷം മരത്തടിയും ബുള്ളറ്റും കൂടി ഒരേപോലെ പൊന്തുമ്പോഴുള്ള ഹൈറ്റ് ആണ് കണ്ടത്. സോ നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നത്? ആദ്യം നമ്മൾ മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്തു. മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്തിട്ട് ബുള്ളറ്റിൻ്റെയും ബ്ലോക്കിൻ്റെയും ഒരുമിച്ചുള്ള വെലോസിറ്റി കണ്ടുപിടിച്ചു. ആ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് അവർക്ക് ഒരുമിച്ചുള്ള കൈനറ്റിക് എനർജി ഇനീഷ്യൽ കണ്ടുപിടിക്കാം. ആൻഡ് ഇത് തന്നെ പോവാണ്, മുകളിലോട്ട് എത്തുകയാണ്. സോ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. സോ വി ഹാവ് ടു അപ്ലൈ ദി കൺസർവേഷൻ ഓഫ് എനർജി. ആദ്യം താഴെ ഉണ്ടായിരുന്ന എനർജി എത്രയാണോ അത്ര തന്നെയാണ് മുകളിൽ ഉണ്ടാവുക. സോ താഴെ ഉണ്ടായിരുന്ന എനർജി പ്യുവർലി കൈനറ്റിക് എനർജിയാണ്, മുകളിൽ ഉണ്ടാകുന്ന എനർജി പ്യുവർലി പൊട്ടൻഷ്യൽ എനർജിയാണ്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു, അവിടെ നമുക്ക് ഹൈറ്റ് കിട്ടി. ഫൈൻ. ആയിഷ നസ്രീൻ, യെസ് ആയിഷ വന്ത്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഓക്കെ, വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. ഞാൻ ചെയ്യൂല, ഓക്കെ, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ചെയ്ത സാധനമാണ്. എന്ത്? ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ്. സോ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കണം. പറ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു ഗ്രാഫ് കിട്ടി മക്കളെ. ഗ്രാഫ് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പണി ഞാൻ പറഞ്ഞിരുന്നു. എന്താ ഗ്രാഫ് ചെയ്യേണ്ടത്? ഗ്രാഫ് ആരൊക്കെ തമ്മിലാണ് നോക്കി? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലാണ് ഗ്രാഫ് നോക്കി കണ്ടു. ഇനി ചോദ്യം എന്താണ്? വർക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്രാഫ് കണ്ടാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫ് ആരാ നോക്കി ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. പിന്നെ എന്താ നോക്കേണ്ടത്? സ്ലോപ്പ് ആണോ? ഫോഴ്സ് ബൈ ടൈം ആണോ? ഫോഴ്സ് ബൈ എക്സ് ആണോ? വർക്ക് എന്ന് പറഞ്ഞാൽ അല്ല, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു എക്സ് ആണ്. സോ വി ഹാവ് ടു ഗോ ഫോർ ദ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ്. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇത് ഏതാ ഷേപ്പ്? ഏതാ പറ മക്കളെ? സ്ലേപ്പ് ഏതാണ്? ട്രപ്പീസിയാണ്. സോ എന്താണ്? ഹാഫ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു സം ഓഫ് ദ പാരലൽ സൈഡ്. ഇവിടെ ഏതാ പാരലൽ സൈഡ്? ഇതുമാണ് പാരലൽ സൈഡ്. ഏതാ ഹൈറ്റ്? 100 ആണ്. കൊടുത്താൽ മതി മക്കളെ, ഉത്തരം കിട്ടും കേട്ടോ. ഫൈൻ. സോ ഞാൻ ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സിമിലർലി ഫൈൻ. ഇനി ആരോ ചോദിച്ചിരുന്നു മാഹിൻ. ഓക്കെ, മാഹിനെറ്റാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. എന്താണ് വെർട്ടിക്കൽ സൈക്കിളിൻ്റെ? യെസ് വണ്ടർഫുൾ, വെരി ഗുഡ് എവ്രി വൺ. ഓക്കെ, വെരി ഗുഡ്. സോ വെർട്ടിക്കൽ സൈക്കിളിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നാണ്. സോ അഞ്ജു, യെസ് ഗുഡ്. ഓക്കെ, വെർട്ടിക്കൽ സൈക്കിളിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നാണ്. ഈ ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണേ മക്കളെ, എന്താണ് വെർട്ടിക്കൽ സൈക്കിളിൻ്റെ മോഷൻ? വെർട്ടിക്കൽ സൈക്കിളിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് ഒരു ബോളിൽ നിന്ന് ഒരു വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എത്ര വെലോസിറ്റി മിനിമം കൊടുത്താലാണ് ദാറ്റ് വിൽ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുക? ഒരു കംപ്ലീറ്റ് സർക്കിൾ റൊട്ടേറ്റ് ചെയ്യാൻ എത്ര മിനിമം വെലോസിറ്റി താഴെ നിന്ന് കൊടുക്കണം എന്നാണ്. അപ്പോൾ ശ്രദ്ധിച്ചോടാ, ഈ കൊടുക്കുന്ന വെലോസിറ്റി, താഴെ നിന്ന് കൊടുക്കുന്ന വെലോസിറ്റി ബൈ ഹാർട്ട് പഠിച്ചോളാം. ഇത് നമ്മൾ എനർജി കൺസർവേഷൻ വെച്ചിട്ട് ഡെറൈവ് ചെയ്തുണ്ടാക്കുന്ന ഫോർമുലയാണ്. ആ ഡെറിവേഷനിലോട്ടൊന്നും നമുക്കിപ്പോൾ പോകണ്ട, നേരെ ഫോർമുലയോട്ട് കിടക്കാം. എന്താണ്? √5GL ആണ് ഫോർമുല. ഇവിടെ എത്തുമ്പോൾ √3GL ആവും, ഇവിടെ എത്തുമ്പോൾ √GL ആകും. ഓക്കെ, സോ വെലോസിറ്റി അറ്റ് ദ പോയിന്റ് എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് ദ പോയിന്റ് V0, ഇവിടെ ആരാ? V0 എന്ന് പറഞ്ഞാൽ √5GL ആണ്. അറ്റ് പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ √3 ആണ്. ആൻഡ് അറ്റ് പോയിന്റ് സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് √GL ആണ്. സോ എ ഗോസ് ടു R
and B goes to S and C goes to Q. So A R S Q. So option 3 ആണ് correct. Okay അല്ലേ മക്കളെ? Yes or no? 3 ആണ്. Wonderful. Very good. Okay, so done. So നമ്മുടെ വർക്ക് എനർജി ആൻഡ് പവർ ഇവിടെ അവസാനിക്കുകയാണ്. സോ അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. ഒന്ന് കമന്റ് ചെയ്ത മക്കളെ. സോ വർക്ക് എനർജി ആൻഡ് പവർ കഴിഞ്ഞു. ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റൊട്ടേഷണൽ ഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? ഇൻഎലാസ്റ്റിക് കൊളീഷൻ M1 M2 എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഇൻഎലാസ്റ്റിക് കൊളീഷൻ M1 U1 പ്ലസ് M2 U2 ഡിവൈഡ് ബൈ അത് ഇൻഎലാസ്റ്റിക് കൊളീഷൻ അല്ല മൈ ഡിയർ ആസിയ. അത് ഇൻഎലാസ്റ്റിക് കൊളീഷൻ അല്ല, അത് എലാസ്റ്റിക് കൊളീഷൻ ആണ്. പ്യുവർലി എലാസ്റ്റിക് കൊളീഷൻ ആണ്. ശ്രദ്ധിച്ചോടാ. ഓക്കെ, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, പവർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ദാ നമുക്ക് നേരിട്ട് ഞാൻ തുടക്കം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. പവർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരിക. ഒന്ന് എനർജി ബൈ ടൈം. ഓക്കെ, എനർജി ബൈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എഞ്ചിൻ്റെ എനർജി തരും. ആ എഞ്ചിൻ വെച്ചിട്ട് എത്ര ഹൈറ്റിലാണ് എനിക്ക് വെള്ളം അടിച്ച് കയറ്റാൻ പറ്റുക എന്ന് ചോദിക്കും. സോ എനർജി എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ച് കയറ്റുമ്പോൾ എനർജി വിൽ ബി mgh ആണ്. സോ അതിൻ്റെ ഈ പവർ തരും, ഇതാണ് ചോദിക്കുക, ഹൈറ്റ് ആണ് ചോദിക്കുക. സോ എത്ര സെക്കൻഡിനുള്ളിലാണ് വെള്ളം അടിച്ച് കയറ്റുക എന്ന് അവർ പറയും. ലെറ്റ്സ് സേ 2 minutes. അപ്പോൾ നമുക്ക് 60 × 2 കൊടുക്കേണ്ടി വരും. മാസ് തരും, g നമുക്കറിയാം, പവറിൻ്റെ വാല്യൂ തരും, h ചോദിക്കും. ഇതാണ് ഒരു ടൈപ്പ് പവറിൻ്റെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അവർ ചോദിക്കും ഇതിൻ്റെ എഫിഷ്യൻസിയും കൂടെ തരും. ഓക്കെ, ഇതിനാകെ 80% എഫിഷ്യൻസി ഉള്ളൂ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 80/100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് പ്രീവിയസ് ഇയേഴ്സിന്റെ പവറിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇനീഷ്യലി പറഞ്ഞു, 2 ഫോഴ്സും തരും, വെലോസിറ്റി തരും, ഡോട്ട് പ്രോഡക്റ്റ് കാണാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് വർക്കിൽ എങ്ങനെയാണ് കാണേണ്ടത് അതുപോലെ തന്നെ ഫോഴ്സിനെയും വെലോസിറ്റിയും കണ്ടു കഴിഞ്ഞാൽ ഡൺ, പവറിന്റെ ക്വസ്റ്റ്യൻ തീർന്നു. ഫൈൻ. നെക്സ്റ്റ് ചാപ്റ്റർ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ഫൈൻ. അതിന് മുമ്പ് ആരോ ചോദിച്ചിന് M1 V1 എങ്ങനെയാണ്, എപ്പോഴാണ് M1 U1 ഒക്കെ ക്വസ്റ്റ്യൻ ചാപ്റ്റർ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മക്കളെ ഇത് ഓർത്ത് വെക്കണേ. V1 is equal to M1 minus M2 into U1 divided by M1 plus M2 plus 2 times M2 U2 divided by M1 plus M2, and V2 equal to M2 minus M1 into U2 divided by M1 plus M2 plus 2 times M2 U2 divided by M1 plus M2. This is for perfectly elastic collision. Okay, this is for perfectly elastic collision. അപ്പോൾ perfectly elastic collisionൽ V1 എന്ന് പറഞ്ഞാൽ final velocity of the first body after collision, V2 എന്ന് പറഞ്ഞാൽ final velocity of the second body after collision. ഇത് വെച്ചിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഫൈൻ. സോ നമുക്ക് നേരെ അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ശ്രദ്ധിച്ച മക്കളെ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണ്. എന്താണ് ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് ചാപ്റ്റർ, എങ്ങനെയാണ് പറ? ഓക്കെ ആണോ, സെറ്റ് ആണോ, ഈസി ആണോ, ഡിഫിക്കൽട്ട് ആണോ? പറ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണോ എൻ്റെ? ഓക്കെ, ഓക്കെ അല്ലേ? പറ, ചാപ്റ്റർ എങ്ങനെയാ? ഈസി ആണോ, ഡിഫിക്കൽട്ട് ആണോ, എങ്ങനെയാണ് ചാപ്റ്റർ? പറഞ്ഞേ. സെന്റർ ഓഫ് മാസ്. പിന്നെ പറ, ഈസിയാണ്. ഓക്കെ, ഫലാക്ക് വെരി ഈസിയാണ്, കുഴപ്പമില്ല. മൊമെന്റ് ഓഫ് ഇനേഷ്യ അടിപൊളിയാണ്. ഒന്നും അറിയൂടാ. ഈസിയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നോക്കിക്കോ, ഡിഫിക്കൽട്ടാണ്, ഇക്വേഷൻ ഉണ്ട്, പോക ഒന്നും പറയണ്ട, അടിപൊളി. ഓക്കെ, നോ കമൻസ്. അപ്പോൾ നോക്കിക്കോ മക്കളെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നീറ്റ് എക്സാമിന്, നമ്മൾ നീറ്റ് എക്സാമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നീറ്റ് എക്സാം ആണെങ്കിലും കീം ആണെങ്കിലും യുനോ ഒരു പരിധി വരെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറ് ഡയറക്റ്റാണ് കേട്ടോ. ഡയറക്റ്റ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഫോർമുല അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു സീക്വൻസിലാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കഷൻ പോകുന്നത്. നമ്മൾ ലോസ് ഡിസ്കസ് ചെയ്തു, വർക്ക് എനർജി കഴിഞ്ഞു, ഇനിയാണ് നമ്മൾ റൊട്ടേഷൻ ഡൈനാമിക്സിൽ പോകുന്നത്. ഈ 2 ചാപ്റ്റർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു 70% നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്നൊരു ചാപ്റ്റർ മനസ്സിലാവൂ. കാരണം റൊട്ടേഷൻ ഡൈനാമിക്സിൽ എനർജി വരുന്നുണ്ട്. ഓക്കെ,
റൊട്ടേഷണൽ ഡൈനാമിക്സിൽ എനർജി കൺസെപ്റ്റ് വരുന്നുണ്ട്, റൊട്ടേഷണൽ ഡൈനാമിക്സിൽ ഫോഴ്സ് വരുന്നുണ്ട്. സോ എനർജി വരുന്നത് തൊട്ട് മുമ്പത്തെ ചാപ്റ്ററായ വർക്ക് എനർജിയിൽ നിന്നാണ്, ഫോഴ്സ് വരുന്നത് ലോസ് ഓഫ് മോഷനിൽ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് പാടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വർക്ക് എനർജി ചിലപ്പോൾ മര്യാദക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷനും അറിയാത്തത് കൊണ്ടായിരിക്കാം. ഈ രണ്ട് ചാപ്റ്ററും നമുക്ക് നന്നായി അറിഞ്ഞാലേ നമുക്ക് റൊട്ടേഷണൽ ഡൈനാമിക്സ് കുറച്ചെങ്കിലും നമുക്കൊരു അപ്രോച്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ വർക്ക് എനർജിയും ലോസ് ഓഫ് മോഷനും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞേ, കമൻറ്റ് ബോക്സിൽ പറഞ്ഞ മക്കളെ, മനസ്സിലായോ? ഫോർമുല സാറ് പഠിപ്പിച്ചാൽ സെറ്റാവും. നോക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം സല നോക്കട്ടോ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചത് ലോസ് ഓഫ് മോഷനും വർക്ക് എനർജിയും ക്ലിയർ ആണോ? നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു 20 ക്വസ്റ്റ്യനോളം നമുക്ക് ഡിസ്കസ് ചെയ്ത് സെറ്റാണോ? ആ പറഞ്ഞ കൺസെപ്റ്റും ഫോർമുലയൊക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ റൊട്ടേഷണൽ ഡൈനാമിക്സ് നമുക്ക് എളുപ്പമായിരിക്കും. കാരണം അതിൻ്റെ ജസ്റ്റ് കണ്ടിന്യൂഷനാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മക്കളെ നമുക്കറിയാം, നമ്മൾ ക്ലിയർ ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ ഫോർമുലകളല്ല അറിയണേ. ഇനി നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. എന്താണ് ഫോർമുല ഷീറ്റ് ഓഫ് റൊട്ടേഷണൽ ഡൈനാമിക്സ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫോർമുലയും നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ടാവണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ വലിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തിയറി എലാബറേഷനിലോട്ടൊന്നും പോകുന്നില്ല. കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞ് നേരെ ക്വസ്റ്റിനിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ അറിയണം. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ XCOM എന്ന് പറഞ്ഞാൽ 2 മാസ് ആണെങ്കിൽ M1x1 പ്ലസ് M2x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഓക്കെ, ഇതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ. ഇവിടെ നിന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാക്കാം ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട്. ഇവിടെ നമുക്ക് ഫോഴ്സ് ഓൺ സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാക്കാം എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട്. എഗെയിൻ ഡെറിവേഷനിലോട്ടോ ഫോർമുലയിലോട്ടോ ഒന്നും ഞാൻ പോകുന്നില്ല. ഈ സാധനം നിങ്ങൾക്ക് അറിയണം, ഈ ഫോർമുല നിങ്ങൾക്ക് അറിയണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പിന്നെ നമ്മൾക്ക് ഉള്ള ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനുള്ള അനലോഗി റിലേഷൻസ് അറിയണം. ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് S ആണ്, റൊട്ടേഷണൽ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ആണ്. ശ്രദ്ധിക്കണം മക്കളെ, ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറയണേ. ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് S ആണ്, റൊട്ടേഷണൽ മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. ലീനിയർ മോഷനിൽ വെലോസിറ്റി V ആണ്, റൊട്ടേഷണൽ മോഷനിൽ വെലോസിറ്റി ഒമേഗയാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു S/R ആണ്. ഒമേഗയും വിയും തമ്മിലുള്ള റിലേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു V/R ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ d(θ/dt) ആണ്. ഇങ്ങനെ ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും കണക്ട് ചെയ്യുന്ന ആളുകളെ നമ്മൾക്ക് അറിയണം. ഓക്കെ, അറിയാത്തവർ ഒരു വിഷമം വിചാരിക്കണ്ട. നിങ്ങൾ ഫോർമുല നോട്ട് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, എന്താണ് ഫോർമുല ഷീറ്റ്സ് ഓഫ് റൊട്ടേഷണൽ ഡൈനാമിക്സ് എല്ലാം നമുക്ക് കിട്ടും. അവിടെ നിന്ന് ഈ ഒരു കമ്പാരിസൺ നമുക്ക് എടുത്തു വെക്കണം. ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും കണക്ട് ചെയ്താൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഫൈൻ. സോ ഈ ഒരു റിലേഷൻ ഓഫ് ലീനിയർ ആൻഡ് റൊട്ടേഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ടത് ആരെക്കുറിച്ചാണ്? പിന്നെ നമുക്ക് പറയേണ്ടത് നമ്മൾ ലീനിയറിൽ പഠിച്ചിട്ടുള്ള മൊമെൻറ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കും, ആംഗുലർ മൊമെൻറ്റം. ലീനിയർ മോഷനിൽ നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പഠിക്കും, ഇവിടെ നമ്മൾ പഠിക്കും ടോർക്കിനെ കുറിച്ച് പഠിക്കും. ലീനിയർ മോഷനിൽ നമ്മൾ പഠിക്കാത്തൊരു സാധനം മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, ദാറ്റ് ഇസ് മാസിൻ്റെ അനലോഗിയാണ്, ഇവിടെ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മക്കളെ ഇതിൻ്റെയൊക്കെ ഫോർമുല നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോർമുലാസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് കഴിഞ്ഞ വർഷം ചോദിച്ചത് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ 2022 നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഡിസ്കിൻ്റെ എബൌട്ട് ഡയാമീറ്റർ ആണ് ചോദിച്ചത് കേട്ടോ. ഡിസ്കിൻ്റെ എബൌട്ട് ഡയാമീറ്റർ. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഷുവർ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്ത് മൊമെന്റ് ഓഫ് ഇനേഷ്യാണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തൊക്കെ അറിയണം? ഞാൻ ഈ പറയുന്ന എല്ലാതും അറിയണം. നിങ്ങൾ നോട്ട് ചെയ്യണേ. ഞാൻ എല്ലാത്തിൻ്റെയും ഫോർമുല എഴുതാമെന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂറായാലും റൊട്ടേഷണൽ ഡൈനാമിക്സ് തീരൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഇനി പറയാൻ പോകുന്നതിൻ്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾക്ക് അറിയണം. റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഓക്കെ, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണെങ്കിൽ mr² ആണെന്ന് അറിയണം. റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലാണ് റിങ്ങിനെങ്കിൽ ഇങ്ങനെ ഡയാമീറ്റർ വരിക mr²/2 ആണ് റിങ്ങിൻ്റെ ഡയാമീറ്റർ ആയിട്ട് വരിക, mr²/2. ഇനി പറയാൻ പോകുന്ന ഡിസ്ക് ആണ്. ഡിസ്കിൻ്റെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണെങ്കിൽ mr²/2 ആണ്, ആൻഡ് പാരലൽ ആണെങ്കിൽ mr²/4 ആണ്. ഇനി പറയാൻ പോകുന്നതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ അറിയണം. സോളിഡ് സ്പിയർ, ഹോളോ സ്പിയർ, റോഡ്, ഹോളോ സിലിണ്ടർ ആൻഡ് സോളിഡ് സിലിണ്ടർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയണം. എന്നാലേ നമ്മൾക്ക് റോളിങ്ങിൻ്റെയും റൊട്ടേഷൻ്റെയും ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ലിസ്റ്റ് ഞാൻ എഴുതാം. എന്തറിയണം? റിങ് അറിയണം, ഡിസ്ക് അറിയണം, സോളിഡ് സിലിണ്ടർ അറിയണം, സോളിഡ് സിലിണ്ടർ തന്നെയാണ് ഡിസ്ക്,
ഹോളോ സിലിണ്ടർ അറിയണം. ഹോളോ സിലിണ്ടർ തന്നെയാണ് റിങ്. ഇതെങ്കിലും ഓർത്ത് വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ യെസ്, എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. ഫൈൻ, എല്ലാം ചോദിച്ചിട്ടുണ്ട്. RCM ഒക്കെ ചോദിച്ചിട്ടുണ്ട് നിഹാലെ. പിന്നെ നമുക്ക് അറിയേണ്ടത് സോളിഡ് സിലിണ്ടർ ആണ്, സോളിഡ് സ്ഫിയർ ആണ്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഹോളോ സ്ഫിയർ ആണ്. പിന്നെ നമുക്ക് അറിയേണ്ടത് റോഡാണ്. റോഡ് അബൌട്ട് ദിസ് ആക്സിസ് ആൻഡ് ദിസ് ആക്സിസ്. ഓക്കെ, സോ ഇത്രയും നമുക്ക് അറിയണം. ഫൈൻ. The last one is rolling. Rolling എന്ന് പറഞ്ഞാൽ the velocity of the center of mass is equal to r omega. Pure rolling ന്റെ കേസാണ് ഈ പറയുന്നത്. പിന്നെ റോളിംഗ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. അതും കൂടി എല്ലാവർക്കും റോളിംഗ് എന്ന് കേൾക്കുമ്പോഴാണ് പേടി. റോളിംഗ് ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. കുറച്ച് കാലങ്ങളായിട്ട് റോളിംഗ് എന്ന് ക്വസ്റ്റ്യൻസേ വന്നിട്ടില്ല. റോളിംഗ് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ. ഇത് രണ്ടും കൂടി കൊടുത്താൽ മതി, നമുക്ക് റോളിംഗ് ആവും. ഫൈൻ. സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻസ്. ചെയ്യല്ലേ മക്കളെ? ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? പറ. ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? പറഞ്ഞേ. പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. നോക്കാം നമുക്ക്. So two particles which are initially at rest move towards each other under the action of their internal attraction. If their speed are v and 2v at an instant, then the speed of the center of mass of the system will be. Okay, fine. അപ്പോൾ സ്പീഡ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ ഇനീഷ്യലി ശ്രദ്ധിച്ചോ മക്കളെ, ഇനീഷ്യലി അവിടെ എന്തില്ല, രണ്ടാളുകൾ റെസ്റ്റിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി അവർക്ക് യാതൊരു വെലോസിറ്റിയോ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസോ ഒന്നുമില്ല. അപ്പോൾ അതിനർത്ഥം ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് അപ്പോൺ ദ സിസ്റ്റം, ഇവിടെ നോക്കി, ദേ ആർ കമ്മിങ് ടുവേർഡ്സ് ബൈ ദ ഇന്റേണൽ അട്രാക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിന് ഒരു മാറ്റവും ഇല്ല. സെൻറ്റർ ഓഫ് മാസിന് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ദ വെലോസിറ്റി വിൽ ബി സീറോ. കാരണം സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലായിരുന്നു ആദ്യം. സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണെങ്കിൽ പൊസിഷൻ സീറോ. പൊസിഷൻ സീറോ ആണെങ്കിൽ വെലോസിറ്റി വിൽ ബി സീറോ. കാരണം എന്തില്ല, എക്സ്റ്റേണൽ ഫോഴ്സസ് സീറോ. ഇസ് ദാറ്റ് ക്ലിയർ? പറയാം മക്കളെ, ക്ലിയർ ആണോ? ഓക്കെ, ഇന്ന് തീർക്കണം നമുക്ക് ഇൻഷാ ശ്രുതി, തീർക്കണം നമുക്ക് കേട്ടോ. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി മക്കളെ. A and B are two vectors and theta is the angle between that two vectors. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? What is A cross B? A cross B എന്ന് പറഞ്ഞാൽ √3 of A dot B ആണെങ്കിൽ what is the angle എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ് മക്കളെ? കൊടുത്തേ. അപ്പോൾ എ ക്രോസ് ബിന്റെ ഫോർമുല എന്താ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വെരി ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു √3 ടൈംസ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. സോ എ ബി പോയി, സൈൻ തീറ്റ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്. സോ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്താണ്? √3 ആണ്. സോ തീറ്റ വിൽ ബി 60 ഡിഗ്രി. യെസ്, നമുക്ക് ഫിസിക്സ് തകർക്കണം കേട്ടോ. ഓക്കെ, ഇന്ന് അതന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബൈ ദ എൻഡ് ഓഫ് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ലൈവ് അറ്റൻഡ് ചെയ്യുന്നത്. വേറെ പഠിക്കാനോ ഷെഡ്യൂളുകളൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഇന്നത്തോടുകൂടി ഫിസിക്സ് കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോ ഫാക്കൽറ്റീസ്, നമ്മളിവിടെ വരുന്ന ഓരോ ഫാക്കൽറ്റീസും ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഫുൾ കണ്ടന്റ് നമുക്ക് നിങ്ങൾ ഈ ഒരു ചെറിയ ഡ്യൂറേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം കേട്ടോ. സെറ്റാണ് ഫൈൻ. ഓക്കെ, 60 ഡിഗ്രി ഫൈൻ. ഓക്കെ ആണ് മക്കളെ. നോക്കിക്കോ, ദ മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് എഫ് തന്നിട്ടുണ്ട്. അറ്റ് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഫൈൻ, ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. മൊമെന്റ് ഓഫ് ഫോഴ്സ് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആരാണ് എന്നാണ് കണ്ടത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയണം അതെന്താണ്. അത് ടോർക്കാണ്. ടോർക്കിന് പറയാണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന്. അതെന്താണ്? ആക്ച്വലി ആർ ക്രോസ് എഫ് ആണ് കേട്ടോ. ഓക്കെ, ആർ ക്രോസ് എഫ് ആണ് നമ്മുടെ ടോർക്ക് എന്ന് പറഞ്ഞാൽ. ഫൈൻ. ഓക്കെ ഫൈൻ, അതെ യെസ്, ലെറ്റ്സ് ഗോ ടുഗെദർ. ഓക്കെ, സോ ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ആറ് പച്ചക്ക് തന്നിട്ടില്ല. ഓക്കെ, എഫ് തന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ, എഫ് നമുക്ക് തന്നിട്ടുണ്ട്, ആറ് തന്നിട്ടില്ല. ആറിന് പകരം 2 പോയിന്റ് ആണ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ആരാണ് ഇനീഷ്യൽ?
ആരാണ് ഫൈനൽ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് മക്കളെ, എല്ലാവരും വിചാരിക്കുക ആദ്യം തന്നിട്ടുള്ളതാണ് ഇനീഷ്യൽ എന്ന് വിചാരിക്കും, ആൻഡ് രണ്ടാമത് തന്നിട്ടുള്ളതാണ് ഫൈനൽ എന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞതല്ല, നമ്മൾ വിചാരിക്കുന്നതാണ്. ഓക്കെ, നോക്കാം അതെന്താ ശ്രദ്ധിക്കണേ. അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ആണ് എൻ്റെ ഫൈനൽ. ദിസ് ഈസ് മൈ ഫൈനൽ പോയിന്റ്. കാരണം ആ പോയിന്റിലാണ് എൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റിലാണ് എൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അവർ ഫൈനൽ പോയിന്റ്. എബൌട്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ മക്കളെ, ശ്രദ്ധിക്കണേ. എബൌട്ട് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ആണ് എൻ്റെ ഇനീഷ്യൽ. സോ എപ്പോഴും ആരാണ് എബൌട്ട്, ആരാണ് അറ്റ് എന്ന് ശ്രദ്ധിക്കുക. അത് തെറ്റിയാൽ, ഇനീഷ്യലും ഫൈനലും തമ്മിൽ തെറ്റിയാൽ മക്കളെ ക്വസ്റ്റ്യൻ പോയി, കയ്യിൽ നിന്ന് പോയി കേട്ടോ. ഓക്കെ, സോ അത് തെറ്റിച്ചാൽ നമ്മളെ ആൻസർ പോകും. ബിക്കോസ് ടോർക്ക് വി ആർ ഗോയിങ് ഫോർ ദ ക്രോസ് പ്രൊഡക്റ്റിൽ ഇനീഷ്യലും ഫൈനലും മാറിയാൽ ഉത്തരം തെറ്റും. ഫൈൻ. സോ നമുക്ക് ഇനീഷ്യലും ഫൈനലും തന്നിട്ടുണ്ട്. സോ ഇനീഷ്യലിന് 2i മൈനസ് 2j മൈനസ് 2k മൈനസ് 2i പ്ലസ് 0 മൈനസ് 3k. ഇതാണ് എൻ്റെ ആർ വെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയായി? 2 മൈനസ് 2 0i ക്യാപ് മൈനസ് j ക്യാപ് പ്ലസ് k ക്യാപ്. ഇതാണ് എൻ്റെ പൊസിഷൻ വെക്ടർ. ആണോ അല്ലേ നോക്കി മക്കളെ. ദിസ് ഈസ് അവർ പൊസിഷൻ വെക്ടർ. 2 0 ആൻഡ് 2 അല്ലേ, 2 മൈനസ് 2 എബൌട്ട്. യെസ്, കറക്റ്റ് ആണ്. ഫൈൻ. സോ നമുക്ക് ആൻസർ നോക്കി. 2 ആർ വെക്ടർ നമുക്ക് കിട്ടി 2i. സോ 0 ഇനീഷ്യൽ, ദിസ് ഇസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഞാൻ കൊടുത്തത് ഇനീഷ്യൽ മൈനസ് ഫൈനൽ ആണല്ലേ. യെസ്. ഞാൻ ചെയ്തത് നേരെ തിരിച്ചാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞു, പക്ഷെ ചെയ്തപ്പോൾ തെറ്റായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ കൊടുക്കണ്ടേ. സോ ഞാൻ കൊടുത്തത് ഇനീഷ്യൽ മൈനസ് ഫൈനൽ, അതല്ല തിരിച്ചു. ഫൈനൽ ഏതാ? 2i പ്ലസ് 0j മൈനസ് 3k മൈനസ്, ദിസ് ഇസ് അവർ ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ ആരാ? 2i മൈനസ് 2j മൈനസ് 2k. ഇതാണ് ഇനീഷ്യൽ. അതാ ഞാനിവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങെടുത്ത് എഴുതിയപ്പോൾ തെറ്റിപ്പോയി. അതൊക്കെ ശ്രദ്ധിക്കണേ മക്കളെ. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 മൈനസ് 2 എത്രയാ? 0 മൈനസ് ഓഫ് മൈനസ് 2 പ്ലസ് 2j 3 മൈനസ് ഓഫ് മൈനസ് എത്രയാ? പ്ലസ് എത്ര വരും? മൈനസ് 3 പ്ലസ്. സോ എത്ര വരും? മൈനസ് k ആണ് വരിക. ഓക്കെ, മൈനസ് k. ഓക്കെ, സോ ഇതാണ് എൻ്റെ ആർ വെക്ടർ. ഇനി നമുക്ക് നേരെ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, നേരെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. i j k ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. സോ ആർ ക്രോസ് എഫ് ആണ്. ആർ എത്രയാ? 0 2 മൈനസ് 1. എഫ് എത്രയാ? 4 5 മൈനസ് 6. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാൻ അറിയില്ലേ? യെസ്, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാൻ അറിയാം. ഫൈൻ, വണ്ടർഫുൾ, വെരി ഗുഡ്. ഡി ആണ് കറക്റ്റ്. എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം? i 2 ഇൻറ്റു മൈനസ് 6 മൈനസ് ഓഫ് 5 ഇൻറ്റു മൈനസ് 1. പിന്നെ എന്താ എടുക്കണേ? മൈനസ് j 0 ഇൻറ്റു 6. പിന്നെയോ 4 ഇൻറ്റു മൈനസ് ഓഫ് മൈനസ് 1. പിന്നെ ലാസ്റ്റ് വൺ ഏതാ? k 0 ഇൻറ്റു 5 മൈനസ് ഓഫ് 4 ഇൻറ്റു 8. എന്ത് വരും മക്കളെ? ഓപ്ഷൻ ഡി വരും കേട്ടോ. ഓക്കെ അല്ലേ? ചെയ്യില്ലേ? സെറ്റാണ്. ഫൈൻ. മുഫീദ, വെരി ഗുഡ്. അമീഷ, അസ്ന, ഡി ക്ലിയർ ആണ്. ഓക്കെ, ഡി ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ആർ വെക്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആർ വെക്ടർ എടുക്കുമ്പോൾ ആരാണ് ഇനീഷ്യൽ, ആരാണ് ഫൈനൽ? ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ അറ്റ് എബൌട്ട് എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും ഇനീഷ്യൽ ഉണ്ടാവുക. അറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും നമുക്ക് ഫൈനലായിട്ട് ഉണ്ടാവുക. ഫൈൻ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനീഷ്യൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ മക്കളെ. ഓക്കെ, നോക്കാം നമുക്ക്. ഇഫ് 2 സർക്കുലർ ഡിസ്ക് എ ആൻഡ് ബി ആർ ഓഫ് സെയിം മാസ് ബട്ട് റേഡിയസ് r ആൻഡ് 2r റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ആണ് ചോദ്യം. എനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എ ആണോ ബി ആണോ എന്നൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചോണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരാണ്? ഡിസ്ക് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക് നമുക്ക് ഒരു പേര് കൊടുക്കാം, IA സ്റ്റാൻഡ്സ് ഫോർ ഡിസ്ക് എ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഫോർമുല? ഡിസ്കിൻ്റെ ഫോർമുല mr²/2 ആണ്. ഇനി നമുക്കിതാ ബി എന്ന് പറഞ്ഞാൽ ആരാ? ബി എന്ന് പറഞ്ഞാൽ 2r ആണ് റേഡിയസ്. സോ ഇവിടെ നമുക്ക് സ്മോൾ r കൊടുക്കാം, ബിക്കോസ് ക്വസ്റ്റ്യനിൽ സ്മോൾ r ആണുള്ളത്. സോ 2r കൊടുത്തു. സോ 2r ദി ഹോൾ സ്ക്വയർ/2. സോ എന്ത് വരും ആൻസർ? mr²/2. ഒരു എക്സ്ട്രാ ഒരു 4ഉം കൂടി ഉണ്ട്. ഇയാൾ എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ? പറഞ്ഞ മക്കളെ, പിന്നെ എവിടെയെങ്കിലും കണ്ടുപരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതാണ് എൻ്റെ എ. സോ വാട്ട് ഇസ് ദ ആൻസർ? IB is equal to 4 times IA. ഇവിടെ ശ്രദ്ധിക്കുക, അതേ കിടക്കുന്ന ആൻസർ 4 times IB അല്ല. ദാറ്റ് ഈസ് റോങ്. വൈ? കേട്ടോ, ദാനിഷ്, മുഫീദ രണ്ടുപേർക്കും വേറെ വേറെ ആൻസർ കിട്ടിയ എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ ഞാനിവിടെ ഗ്രീനിൽ ഹൈലൈറ്റർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനേഷ്യ ഓഫ് എ ആണ് ചോദ്യം, എ ആണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് IA ഈക്വൽ ടു 1/4 ഓഫ് IB, IA ഈക്വൽ ടു 1/4 ഓഫ് IB. തിരിഞ്ഞോ? സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഡി അല്ലേ കറക്റ്റ് അല്ലേ? നിഹാലെ നോക്കി ഡി അല്ലേ കറക്റ്റ്? ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് 1/4 ഉണ്ട് 4 ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും റേഷ്യോൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കറക്റ്റായ ആൻസറും ഓപ്പോസിറ്റ് ആൻസറും അവിടെ കിടക്കുന്നുണ്ടാവും. ഇവിടെ ചോദ്യം IBനെ കുറിച്ചിട്ടല്ല, ഇവിടെ ചോദ്യം IAനെ കുറിച്ചിട്ടാണ്. സോ IA is equal to 1/4 ഓഫ് IB. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? 4 യെസ് അഞ്ജു, യെസ് ക്ലിയർ അല്ലേ? സെറ്റാണ്, ഫൈൻ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോടാ. ഓക്കെ, വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഈ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആവുന്നുണ്ട്, സർക്കുലർ മോഷൻ. സോ നോക്കിക്കോ, എ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് m and radius r rotates about an axis passing through its center making 600 rpm. rpmനെ നോക്കിക്കോളാം. കൈനറ്റിക് എനർജി ഓഫ് ദ റൊട്ടേഷൻ ഇസ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ റൊട്ടേഷൻ മക്കളെ, കൈനറ്റിക് എനർജി ഓഫ് ദ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി ഓഫ് ദി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ. I ആരാ? ഡിസ്കിന്റെ I എന്ന് പറഞ്ഞാൽ സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ 2/5 mr സ്ക്വയർ ആണ് സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ. അതറിയണേ. ഒമേഗ RPM വരുമ്പോൾ ശ്രദ്ധിക്കുക, ഒമേഗ എന്ന് പറഞ്ഞാൽ ഫോർ കോൺസ്റ്റന്റ് RPM ഇറ്റ് ഇസ് θ/t. ഓക്കെ, തെറ്റിയും ഫൈൻ. ഓക്കെ ഫൈൻ. തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്താണ്? ഒരു RPMൽ ഒരു റൊട്ടേഷനിൽ തീറ്റന്റെ വാല്യൂ എത്രയാണ്? 1 റൊട്ടേഷനിൽ തീറ്റന്റെ വാല്യൂ 2π ആണ്. ഒരു റൊട്ടേഷനിൽ തീറ്റന്റെ വാല്യൂ 2π. അപ്പോൾ 600 റൊട്ടേഷൻ. RPM എന്ന് പറഞ്ഞാൽ എന്താ? RPM എന്ന് പറഞ്ഞാൽ 600 റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്നാണ് അർത്ഥം. സോ ഒരു റൊട്ടേഷനിൽ 2π റേഡിയൻ ആണെങ്കിൽ 600 റൊട്ടേഷനിൽ എത്ര റേഡിയൻ ഉണ്ടാവും? 2π ഇൻറ്റു 600 റേഡിയൻ ഉണ്ടാവും. ബൈ പെർ മിനിറ്റ്. സോ മിനിറ്റ് ഇസ് ഈക്വൽ ടു SI യൂണിറ്റ് ഓഫ് ഒമേഗ എന്താ? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. സോ ഇസ് 60. സോ ഇവിടെ എന്ത് വരും? 10. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? 2π ഇൻറ്റു 10 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഓക്കെ, സോ 2 പോയി ആൻഡ് 5 ഇവിടെ എത്ര വരും? 5 ഇവിടെ ലൈക്ക് 100 വരും. സോ എനിക്ക് എത്ര വരിക? 4π സ്ക്വയർ ഇൻറ്റു mr സ്ക്വയർ ഇൻറ്റു 100/5 എത്ര വരും മക്കളെ? 20. ആൻഡ് ദ ആൻസർ ഇസ് 80π സ്ക്വയർ mr സ്ക്വയർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. അഞ്ജു, വണ്ടർഫുൾ, വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് RPMലാണോ ക്വസ്റ്റ്യൻ, റേഡിയൻ പെർ സെക്കൻഡിലാണോ ക്വസ്റ്റ്യൻ? ശ്രദ്ധിക്കണേ. RPMലാണോ റേഡിയൻ പെർ സെക്കൻഡിലാണോ? RPMലാണെങ്കിൽ എന്ത് ചെയ്യണം? RPMലാണെങ്കിൽ നമ്മൾ റെവല്യൂഷൻസ് പെർ മിനിറ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻസ് പെർ മിനിറ്റിൽ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു റേഡിയൻ പെർ സെക്കൻഡ്. എന്ത് ചെയ്യണം? വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 2π ആൻഡ് പെർ മിനിറ്റ് ആണെങ്കിൽ വി ഹാവ് ടു ഡിവൈഡ് ബൈ 60. ഓക്കെ, ക്ലിയർ ആണ്, ഫൈൻ. Now let's go to the next question. നോക്കിയോ, ratio of radii of gyration of the circular ring and the circular disc of same mass and the radius about an axis passing through its center and perpendicular to the plane is very simple question ആണ്. ആൻഡ് എന്താ ഞാൻ പറഞ്ഞത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ക്വസ്റ്റ്യൻ ഇതല്ല. ക്വസ്റ്റ്യൻ ഡിസ്കിന്റെ പാരലൽ ആണെന്നോ ഡയാമീറ്ററിലാണെന്ന് ചോദിച്ചത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് റിംഗ്. സോ K ഓഫ് റിംഗ് ആണ് ആദ്യം കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെ കാണുക? എന്തിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് mk² എന്ന് കൊടുക്കാം. എല്ലാത്തിൻ്റെ mk² എന്ന് കൊടുക്കാം. അപ്പോൾ റിംഗിന്റെ ഫോർമുല എന്താ? റിംഗിന്റെ ഫോർമുല mr² ആണ്. സോ m പോയി. സോ K ഓഫ് റിംഗ് ഇസ് ഈക്വൽ ടു R. ഇത് കിട്ടി. ഓക്കെ, K ഓഫ് റിംഗ് ഇസ് ഈക്വൽ ടു R കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഡിസ്ക് ആണ്. ഡിസ്കിന്റെ K എങ്ങനെ കാണുക? ഞാൻ പറഞ്ഞു എന്തിൻ്റെ ധൈര്യമായിട്ട് മക്കളെ കൊടുത്തു. mk² ഇസ് ഈക്വൽ ടു ഡിസ്ക് ആരാ? mr²/2 ആണ്. സോ m പോയി. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡിസ്ക്? R/√2 ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദി ഡിസ്ക്. ഓക്കെ, ചെയ്ത് കണ്ട് ബൈ ഹാർട്ട് ആവേണ്ട വാല്യൂസ് ആണ് ഇതൊക്കെ കേട്ടോ. ഫൈൻ. ഇനിതാ എന്താ ചോദ്യം? അവരുടെ റേഷ്യോ ആണ് ചോദ്യം അല്ലെ? റേഷ്യോ. സോ റേഷ്യോ, വാട്ട് ഇസ് ദ റേഷ്യോ? K ഓഫ് റിംഗ് ബൈ K ഓഫ് ഡിസ്ക് എന്താണ്? R/√2. R പോയി. ദ ആൻസർ ഇസ് √2:1. √2:1. ഓപ്ഷൻ 4th one ആണ് കറക്റ്റ്. ഓക്കെ, മുഫീദ, വണ്ടർഫുൾ, കറക്റ്റ് അല്ലേ? ഓക്കെ ഗ്രേറ്റ്. 4th one ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എപ്പോഴും നമ്മളോട് പറഞ്ഞിരുന്നു,
√2:1 ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ 1:√2 കിടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങാനും ഒന്ന് ന്യൂമറേറ്റർ അങ്ങോട്ടോ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമുക്ക് 4th 1 എന്നുള്ളത് എന്തായി മാറും? ഫസ്റ്റ് 1 ആയിട്ട് മാറും. അപ്പോൾ തെറ്റിപ്പോകും കേട്ടോ, തെറ്റിപ്പോകും. സോ ആൻസർ ഏതാണ്? ആൻസർ ഇസ് 4 ആണ്. 4 √2:1 ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? പറഞ്ഞേ കമൻറ്റ് ബോക്സ് പ്ലീസ്. സെറ്റ് അല്ലേ? ഓക്കെ, ഡൺ. പറയണേ ക്ലിയർ ആണ്. Now let's go to the next question. നോക്കിക്കോ, വണ്ടർഫുൾ ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ ക്വസ്റ്റ്യൻ ഏതാ? When a ceiling fan is switched off, സീലിംഗ് ഫാൻ സ്വിച്ച് ഓഫ് ചെയ്തു, ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി റെഡ്യൂസ് ടു ഹാഫ് ആണ്. ഓക്കെ, അപ്പോൾ സീലിംഗ് ഫാൻ ഓഫ് ചെയ്തപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഹാഫ് ആയിട്ട് മാറി. എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു? 36 ടൈംസ് ഇറ്റ് റൊട്ടേറ്റ് ചെയ്തു. ശേഷം എന്ത് സംഭവിക്കുന്നു? ചോദ്യം എന്താണ്? നമ്പർ ഓഫ് റൊട്ടേഷൻ ഇറ്റ് വിൽ ഫർദർ മേക്സ് ബിഫോർ ഇറ്റ് കമ്മിങ് ടു റെസ്റ്റ്. അത് നിൽക്കുന്നതിന് മുമ്പ്, ആ ഒരു സീലിംഗ് ഫാൻ കറങ്ങി 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 നിൽക്കുന്നതിന് മുമ്പ് എത്ര തവണ കറങ്ങും എന്നാണ് ചോദ്യം. ഓക്കെ, സോ എത്ര തവണ കറങ്ങും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് അറിയേണ്ടത് ഒമേഗ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. ഇത് എവിടത്തെ ഇക്വേഷൻ ആണ്? ഇത് സർക്കുലർ മോഷൻ്റെ ഇതിൻ്റെ ലീനിയർ ഇക്വേഷൻ ആയിരുന്നു മക്കളെ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഇതായിരുന്നു നമ്മുടെ ആരുടെ ഇക്വേഷൻ? ഇതായിരുന്നു നമ്മുടെ ലീനിയർ മോഷനിലെ ആരുടെ വെലോസിറ്റി ഓഫ് ഇക്വേഷൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് നമുക്ക് ഈ കിടക്കുന്ന സാധനം. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താണ് തന്നിട്ടുള്ളത്? വെലോസിറ്റി എന്തായെന്ന് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, വെലോസിറ്റി റെഡ്യൂസ് ടു ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ. ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റിൻ്റെ പകുതിയായിട്ട് മാറി. അപ്പോൾ ഇവൻ എന്തായി? ഇവൻ ഒമേഗ സ്ക്വയർ ബൈ 4 ആയിട്ട് മാറി. കാരണം ഡിനോമിനേറ്ററിൽ ബൈ 2 ആണ്, അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആവും. മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ, ഇത് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഈക്വൽ ടു 2 ആൽഫ. എത്ര പ്രാവശ്യം? തീറ്റ 36 പ്രാവശ്യം കറങ്ങി, 36 ടൈംസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അവന് 2π റേഡിയൻ ആണ്. അപ്പോൾ 36 ടൈംസ് കറങ്ങുമ്പോൾ 36 × 2π ആണ് ടോട്ടൽ തീറ്റ എന്ന് പറഞ്ഞാൽ. ഡൺ. ഇത് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. മൈനസ് ഒമേഗ സ്ക്വയർ എത്ര വരും? -3 ഒമേഗ സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 2 ആൽഫ 36 × 2π എന്ന് കിട്ടി. ഇവിടെ കിടക്കട്ടെ. ഇതാണ് ഒരു ഇക്വേഷൻ. ഫൈൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ്റെ അടുത്ത പോർഷനിലോട്ട് വരാം. ഓക്കെ, അടുത്ത പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി മക്കളെ, നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഇറ്റ് വിൽ ഫർദർ മേക്സ് ബിഫോർ ഇറ്റ് കമ്മിങ് ടു റെസ്റ്റ്. എന്താണ് ഇത്? റെസ്റ്റിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് എത്ര തവണ കറങ്ങിയിട്ടുണ്ടാകും? ഇത് കറങ്ങി കറങ്ങി പകുതി വെലോസിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ പകുതി വെലോസിറ്റിയിൽ നിന്ന് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയായി വെലോസിറ്റി? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആയി. ഇത് 0ലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് എത്ര തവണ കറങ്ങും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ നോക്കാം. അത് ഫൈനൽ വെലോസിറ്റി എന്തായി? 0 സ്ക്വയർ ആയി. എത്തി, 0ലോട്ട് എത്തി. എവിടെ നിന്നാണ് എത്തിയത്? പകുതി ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റിയിൽ നിന്ന് പകുതിയിലോട്ട് എത്തി. പിന്നെ ആ പകുതിയിൽ നിന്നാണ് 0ലോട്ട് എത്തുന്നത്. സോ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? പകുതി. നേരത്തെ ചെയ്ത അതേ വാല്യൂ, നേരത്തെ കണ്ട വാല്യൂ എത്രയാ? ഇവിടെ നിന്നാണ് 0ലോട്ട് എത്തുന്നത്. സോ ഇതാണ് എൻ്റെ ഇനീഷ്യൽ വാല്യൂ. സെക്കൻഡ് കേസിലെ ഇനീഷ്യൽ വാല്യൂ ഈക്വൽ ടു 2 ആൽഫ ഇൻറ്റു, ശ്രദ്ധിക്കുക, എത്ര തവണ റൊട്ടേഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. എത്ര തവണ റൊട്ടേറ്റ് ചെയ്യും? ഒരു തവണ റൊട്ടേറ്റ് ചെയ്താൽ 2π റേഡിയൻ. അപ്പോൾ എക്സ് തവണ റൊട്ടേറ്റ് ചെയ്താൽ വിചാരിക്കുക എക്സ് ആണെന്ന് വിചാരിക്കുക. സോ 2πx ആണ് നമ്മുടെ റേഡിയൻ ആയിട്ട് വരിക. ഫൈൻ. അപ്പോൾ ഇത് നോക്കി മക്കളെ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് എ, ഇവിടെ നമുക്ക് വേറെ ഇക്വേഷൻ ഉണ്ട് ബി. സോ നമുക്ക് എനെയും ബിനെയും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വേറെ മാറ്റി എഴുതാണേ. 0 -3 ഒമേഗ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 2 ആൽഫ 36 ഇൻറ്റു 2π ആണ് ഒരു ഇക്വേഷൻ. ഇപ്പോൾ കിട്ടിയത് മൈനസ് ഒമേഗ നോട്ട് സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 2 ആൽഫ 36 ഇൻറ്റു 36 അല്ല, ഇപ്പോൾ നമ്മുടെ എത്ര റൊട്ടേഷൻ എത്രയാണ്? റൊട്ടേഷൻ നമുക്ക് അറിയില്ല. x ഇൻറ്റു 2π കിട്ടി. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണേ. ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ മക്കളെ. ഒമേഗ സ്ക്വയർ കട്ടായി പോയി. ഒമേഗ സ്ക്വയർ 4 കട്ടായി, നെഗറ്റീവ് എല്ലാം പോയി. എനിക്ക് കിട്ടും 3 ഈക്വൽ ടു 1/4 എല്ലാം പോയേ. 3 ഈക്വൽ ടു, ശ്രദ്ധിക്കണേ മക്കളെ, 3 ഈക്വൽ ടു 2 ആൽഫ പോയി, 2π പോയി, 36/x. 3 equal to 36/x. So x is equal to 36/3. The answer is 12 ആണ്. വണ്ടർഫുൾ. ആരാണ്? മുഫീദ, വെരി ഗുഡ്. ഓക്കെ, നിഹാൽ, വണ്ടർഫുൾ. അഞ്ജു, ഗ്രേറ്റ്. ഓക്കെ, സോ ദ ആൻസർ ഇസ് 12. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, നന്ദന, ഗ്രേറ്റ്. ഓക്കെ ഫൈൻ. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ക്ലിയർ ആണോ? പറഞ്ഞേ. ക്ലിയർ അല്ലേ? ഫൈൻ. ആദിത്യ, വെരി ഗുഡ്. ഓക്കെ, ഡൺ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ,
Again, these are all previous years question ആണ് മക്കളെ, ശ്രദ്ധിക്കണേ, ഇതെല്ലാം previous years ആണ്. Clear അല്ലേ? Okay. Ahmad, fine, wonderful, great. നോക്കാം, question നോക്കാം. Okay. A string is wound round on a rim of a mounted flywheel of mass 20 kg and radius 20 centimeter. Okay. A steady pull of 25 Newton is applied on the cord, neglecting the friction and mass of the string. The angular acceleration of the wheel is, okay, angular acceleration of the wheel ആണ് ചോദ്യം. അപ്പോൾ ദാ ഒന്ന് ജസ്റ്റ് നോക്കാം. Again, very important നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഒരു ഫ്ലൈ വീൽ ഉണ്ട്. ഓക്കെ, ഫ്ലൈ വീൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മക്കളെ നമുക്ക് ആദ്യം അറിയണം ഫ്ലൈ വീൽ ഇസ് നത്തിങ് ബട്ട് ഡിസ്ക് ആണ് കേട്ടോ. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക് ആണ്. ആ ഫ്ലൈ വീലിനെ നമ്മൾ ഒരറ്റത്ത് നിന്ന് റോപ്പ് പിടിച്ച് വലിക്കുന്നുണ്ട്. കാണേണ്ടത് എന്താണെന്നറിയോ? ആംഗുലാർ ആക്സിലറേഷൻ ആൽഫയാണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മക്കളെ നമുക്കറിയേണ്ട ആദ്യ കാര്യം, ആൽഫ ഉണ്ടോ അവിടെ ടോർക്ക് ഉണ്ട്, മസ്റ്റ് ഷുഡ് ബി ദർ. ഓക്കെ, എന്നിട്ട് പറയാണ് ആൽഫയാണോ ചോദിച്ചിട്ടുള്ളത്, അവിടെ ടോർക്ക് ഷുഡ് ബി ദർ. എന്തുപോലെ? ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സ് ഉള്ളതുപോലെ. ഓക്കെ, ലീനിയർ മോഷനിൽ ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവിടെ ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ആംഗുലർ ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ട്? ടോർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ 25 ന്യൂട്ടൺ ഇവിടെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇത് ഇത്രയും ആണ് അതിൻ്റെ ഫിക്സ്ഡ് ആക്സിസിൽ വെച്ച് ഇത് കറങ്ങുകയാണ്. സോ ചോദ്യം എന്താണ്? ചോദ്യം ഇവിടുത്തെ ആംഗുലർ ആക്സിലറേഷൻ, ഇത് കറങ്ങും, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ടോർക്ക് ഉണ്ടാവും. ടോർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഐ ആൽഫയാണ്. ആൻഡ് ടോർക്ക് ഈസ് നത്തിങ് ബട്ട് ഉണ്ടാവുന്നത് ആരെ കൊണ്ടാണ്? ആർ ക്രോസ് എഫിനെ കൊണ്ടാണ്. ദിസ് ഇസ് ആർ ആൻഡ് ദിസ് ഇസ് എഫ്. സോ ദിസ് ഇസ് ആർ ആൻഡ് എഫ്. രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഞാൻ ക്രോസ് പ്രൊഡക്റ്റ് എഴുതേണ്ട കാര്യമില്ല. ഫൈൻ. ഇനിതാ ഐ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇതാരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ? ഫ്ലൈ വീലിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ mr²/2 ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇൻടു ആർ ഇവിടെ ഉണ്ട്, എഫ് ഉണ്ട് ആൻഡ് ആൽഫ ഇവിടെ ഉണ്ട്. സോ ഒരു ആർ ഇവിടെ നിന്ന് പോയി. സോ ദ ആൻസർ ഇസ് mr/2 ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ആണ്. സോ നോക്കി മക്കളെ, എം മാസ് തന്നിട്ടുണ്ട്. എത്രയാണ് മാസ്? 20 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്. സോ 20/100 ആണ് റേഡിയസ്. ആൻഡ് 2 ഇവിടെ കിടക്കുന്നുണ്ട്. ആൽഫ നമുക്ക് അറിഞ്ഞൂടാ, ആൽഫയാണ് കാണേണ്ടത്. ആൻഡ് ഫോഴ്സ് ഇസ് 25 ന്യൂട്ടൺ. സോ ഇതാ നോക്കിയോ, ഒരു 0 ഇവിടെ നിന്ന് പോയി ആൻഡ് ഒരു 0 ഇവിടെ നിന്ന് പോയി, ഒരു 2 പോയി. സോ ദ ആൽഫ ഈക്വൽ ടു 25/2. The answer is 12.5 radian per second square. Is that clear മക്കളെ? പറഞ്ഞേ. വെരി ഗുഡ്, വണ്ടർഫുൾ. മുഫീദ, നന്ദന, ആസിയ, അഞ്ജു, വണ്ടർഫുൾ, വെരി ഗുഡ്, ഗ്രേറ്റ്. ക്ലിയർ അല്ലേ? മിസ്ബ, മുസ്തഫ പറഞ്ഞേ. ക്ലിയർ ആണ്. ഓക്കെ, ഗ്രേറ്റ്, വണ്ടർഫുൾ. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നീറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. നോക്കിക്കോ, ഒമേഗ തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ ലീനിയർ വെലോസിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലീനിയർ വെലോസിറ്റി. അപ്പോൾ ലീനിയർ വെലോസിറ്റിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻ ആണ് വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ആണ് നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം അറിയാം, ഒമേഗക്ക് അറിയാം, ഒക്കെ തന്നിട്ടുണ്ട്. സോ ഐ ജെ കെ. ഒമേഗയിൽ ആര് മാത്രമേ ഉള്ളൂ? ഒമേഗയിൽ കെ കമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. 0, 0, 2 ആൻഡ് ആറിൽ ആരാ? 2 ആൻഡ് 2 ഇവിടെ 0. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഐൻ്റെ കൂടെ ആര് വരും? ഐൻ്റെ കൂടെ -4 വരും. ആൻഡ് മൈനസ് ജെൻ്റെ കൂടെ ആര് വരും? മൈനസ് ജെൻ്റെ കൂടെ ആരും വരില്ല. മൈനസ് ജെൻ്റെ കൂടെ എഴുതി തെറ്റിയിട്ടുണ്ടോ? മൈനസ് ജെൻ്റെ കൂടെ വരും. മൈനസ് ജെൻ്റെ കൂടെ ഒരു 4 വരും, റൈറ്റ്? മൈനസ് ജെ എടുക്കുമ്പോൾ 0 ഇൻറ്റു 0 and there is 4. So the answer will be minus plus 4 minus I. So the answer will be minus 4I plus 4j. ഏത് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. യെസ്, ദിസ് ഇസ് സെയിം. ഈ വാല്യൂ ഒമേഗ മാറിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഒമേഗാൻ്റെ വാല്യൂ മാറിയിട്ടേ ഉള്ളൂ. ബട്ട് ദ റിലേഷൻ ഇസ് ഫ്രം ദ എക്സാക്ട്ലി പ്രീവിയസ് ഇയേഴ്സ്. ഫൈൻ, സെറ്റ് ആണ്. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക്. യെസ്, നോ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നോക്കിക്കോട്ടാ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ഫോഴ്സ് 2 ആൽഫ ഐ പ്ലസ് 3j പ്ലസ് 6k ആണ് ഫോഴ്സ്. ആൻഡ് ആർ തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ ദി ആംഗുലർ മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ്
ആംഗുലർ മൊമെന്റം കൺസേർവ് ആവുന്ന ആൽഫ ആരാണ് എന്നാണ് ചോദ്യം. സോ നോക്കിയേ, ആംഗുലർ മൊമെന്റം കൺസേർവ് എന്ന് പറഞ്ഞാൽ എൽ ഇസ് കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥം. എൽ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് സീറോ ആയിരിക്കണം? ടോർക്ക് മസ്റ്റ് ബി സീറോ. ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ആണ് ഫോർ ദി കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. സോ ടോർക്ക് സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ആർ ക്രോസ് എഫ് മസ്റ്റ് ബി സീറോ. സോ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക, സീറോ കൊടുക്കുക. ദാറ്റ് ഇസ്, ലെറ്റ്സ് ഡു ദിസ്. ഓക്കെ, സോ ഐ ജെ കെ കൊടുത്തു. ആർ എന്താ? ആറ് 2 മൈനസ് 6 മൈനസ് 12. എഫ് എന്താ? ആൽഫ 3 6. സോ നമ്മൾ ഐ ജെ കെ എടുക്കുമ്പോൾ ഐ കമ്പോണന്റ് എത്രയാ? മൈനസ് 36 പ്ലസ് 36 മൈനസ് ജെ എത്ര വരും? 12 പ്ലസ് 12 ആൽഫ പ്ലസ് കെ എത്ര വരും? പ്ലസ് കെ വരുമ്പോൾ 6 പ്ലസ് 6 ആൽഫ ഈക്വൽ ടു 0. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫൈൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ മക്കളെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ടോർക്ക് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. റൈറ്റ് ഹാൻഡ് സൈഡിൽ സീറോ ആണ്, ബിക്കോസ് ദർ ഇസ് നോ ടോർക്ക്. അപ്പോൾ നോക്കിക്കോ, അതിനർത്ഥം എന്താണെന്നറിയോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓരോ കമ്പോണൻറ്റ് സീറോ ആയിരിക്കണം. ഇവിടെ ഓക്കെ ഫൈൻ, മൈനസ് 36 പ്ലസ് 36 സീറോ ആയിട്ട് പോയി. ബാക്കി ആരാ ഇവിടെ ഉള്ളത്? 12 പ്ലസ് 12 ആൽഫ ഈക്വൽ ടു 0. So alpha equal to minus 12 by 12. The answer is minus 1. Option 3 ആണ് correct. അത് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇവിടെ നോക്കിയേ, 6 plus 6 alpha equal to 0. Alpha equal to minus 6 by 6. The alpha is equal to minus 1. So option minus 1 ആണ് correct. Okay അല്ലേ മക്കളെ? yes or no പറഞ്ഞേ. Clear അല്ലേ? Clear ആണ്. Fine. So now let's go to the next question. The question നോക്കിക്കോ. A particle is projected with a speed of 45 degree with the horizontal. So it's something we have to relate with the projectile motion. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സന്ദീപ് സാർ ഇവിടെ റെഡിയാണ് മോഷനെ പ്ലെയിൻ സ്ട്രേറ്റ് ലൈൻ ഒക്കെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ പ്രൊജക്ടൈൽ അബൌട്ട് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ വെൻ ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് മാക്സിമം ഹൈറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പാർട്ടിക്കിൾ നമ്മൾ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തു. മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക മാക്സിമം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എന്താ? ആർ ക്രോസ് പി ഉണ്ട്. ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ടു ഐ ഒമേഗ എന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷനും ഇൻ ടേംസ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഹൈറ്റ് ആയതുകൊണ്ട് ലെറ്റ്സ് ഗോ ടു ദിസ് വൺ. മാക്സിമം ഹൈറ്റിലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് മാക്സിമം ഹൈറ്റ്. ആൻഡ് ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, എക്സ് കമ്പോണൻറ്റ് ഇസ് ഓൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. യു കോസ് തീറ്റ ആയിരിക്കും എപ്പോഴും എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ വെലോസിറ്റി, ദാറ്റ് ഓൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫോർമുല എം ഇൻറ്റു യു കോസ് തീറ്റ. അരെ യു കോസ് തീറ്റ കോസ് 45 ഡിഗ്രിയാണ്. സോ 1/√2 ആണ് കോസ് 45. ദ ആൻസർ വിൽ ബി എം വി എച്ച് ബൈ √2. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണോ? പറഞ്ഞേ. ഇസ് ദാറ്റ് ക്ലിയർ? സോ നമ്മുടെ 3 ചാപ്റ്റർ ഇൻ 1 ഷോട്ട് നമ്മൾ 9:45 കയറി. സോ 9:45 10:45. ഓക്കെ, 2 hours ലൈക്ക് വി ഹാവ് ഡൺ ഓൾമോസ്റ്റ്. ഇതിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് എടുക്കാമായിരുന്നു. ബട്ട് ചാപ്റ്റർ വർക്ക് എനർജി, ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷൻ ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും തിയറി ഓരോ പ്രോബ്ലത്തിലും പറയേണ്ട വന്നത്. ഇനി നമുക്ക് നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പോകാം. കൺസെപ്റ്റ് എല്ലാം ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, ഒന്ന് പറഞ്ഞേ. നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത സാറ് സന്ദീപ് സാർ ഇതാ വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് അടുത്ത ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. സോ ജസ്റ്റ് ഞാൻ ഹാൻഡിങ് ഓവർ ടു സന്ദീപ് സർ. സോ വിൽ കണ്ടിന്യൂ വിത്തൗട്ട് എനി ബ്രേക്ക്. ഓക്കെ, പ്ലാങ്ക് മാൻ സിസ്റ്റം ആസ്യ, അത് ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ എന്താണ് പ്ലാങ്ക് മൂവ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം മാൻ അതിൻ്റെ മുകളിൽ കയറി ഓടുന്നുണ്ടോ. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസ് എന്ന് ബോട്ട് പ്ലാങ്ക് സിസ്റ്റവും അല്ലെങ്കിൽ ബോട്ടിൽ സിറ്റിംഗ് ഓൺ ദ ബ്ലോക്ക് എല്ലാം അത് പ്രീവിയസ് ഇയേഴ്സ് മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഡിയർ. ഓക്കെ, സോ ഐ എം ഹാൻഡിങ് ഓവർ ടു സന്ദീപ് സർ. ഓക്കെ, താങ്ക് യു.
ആക്കിയോ? Okay, good morning. Okay, നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നതൊക്കെ? സൗണ്ട് കൂട്ടണോ? നിഹാൽ കേൾക്കുന്നില്ല ശബ്ദം? ഗുഡ് മോർണിംഗ് അമൃത, അഞ്ജു, ഗുഡ് മോർണിംഗ്. ഓക്കെ യെസ്. അപ്പോൾ നിങ്ങൾ വർക്ക്, ലോസ് ഓഫ് മോഷൻ, അതേപോലെ തന്നെ റൊട്ടേഷൻ അല്ല, ഈ 3 ചാപ്റ്റേഴ്സും ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷനാണ് കേട്ടോ. ഗ്രാവിറ്റേഷൻ ഫസ്റ്റ് ഇയറിൽ തന്നെ വരുന്ന ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഈ ഗ്രാവിറ്റേഷൻ നമുക്കറിയാവുന്ന കേസാണ് അല്ലേ? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഫോഴ്സാണ്. നമ്മുടെ നേച്ചറിൽ പല ടൈപ്പ് ഫോഴ്സുകളുണ്ട്. നിങ്ങൾ തന്നെ പല ടൈപ്പ് ഫോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്, കൂളംസ് ലോ ഒക്കെ വെച്ചിട്ട്. മാഗ്നറ്റുകൾക്കിടയ്ക്ക് ഫോഴ്സ് ഉണ്ടാകും. അതേപോലെ തന്നെ 2 മാസുകൾക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F=G m1m2/r² എന്ന് പറയുന്ന ഇക്വേഷൻ. അതൊക്കെ ചിലക്ക് താഴ്ന്ന ക്ലാസ് തന്നെ നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ഫോഴ്സ് തന്നെ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഫോഴ്സ്. രണ്ടാമത്തേത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ എർത്ത് പിടിച്ച് വലിക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റി. എർത്ത് ഒരു മാസാണ്. ഏത് 2 ഒബ്ജക്റ്റുകൾ, ഏത് 2 മാസുകൾക്കിടയ്ക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് പോലെ തന്നെ എർത്തും ഒരു മാസും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ആ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്. പക്ഷേ അതിൽ എർത്ത് ഇൻവോൾവ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റി എന്ന് പറയും. ഇത് തന്നെയാണ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന് എർത്ത് പിടിച്ച് വലിക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് എർത്തിലുണ്ടാകുന്ന ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. ദെൻ നമുക്കറിയാവുന്ന ഒരു കേസാണ്, സാറ് കഴിഞ്ഞ ലോസ് ഓഫ് മോഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് F=ma എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് ഉണ്ടാകുന്നു. ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ആക്സലറേഷൻ ഉണ്ടാകും. സോ ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന ആക്സലറേഷൻ, അതാണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ നമ്മുടെ മുമ്പുള്ള കുറേ സ്റ്റുഡൻസൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഹായ്. സോ അപ്പോൾ അതിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിൻ്റെ സർഫസിലാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കാണിക്കുന്ന സിമ്പിൾ ജി ആണ്. എർത്തിൻ്റെ സർഫസിലുണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ജി എന്നുള്ള സിമ്പിളാണ് കൂടെ. സാധാരണ നിങ്ങൾ മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെയുള്ള ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ 2D ആണെങ്കിലും അതിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ജി എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് ഉപയോഗിക്കുക. കാരണം നമ്മൾ അവിടെയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ ഹൈറ്റിലുണ്ടാകുന്ന ഒബ്ജക്റ്റുകളുടെ മോഷനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ്രീ ഫോൾ എന്ന് പറയുന്ന കേസൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് 100 മീറ്റർ ഹൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ 200 മീറ്റർ, അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ റേഡിയസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 100 മീറ്റർ 200 മീറ്റർ എന്നൊക്കെ പറയുന്നത്
റിലേറ്റീവ്ലി വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ജിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ ഒന്നും നമ്മളവിടെ കാര്യമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അത് നെഗ്ലിജിബിളാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ വലിയ ദൂരത്തിലേക്ക് അതേപോലെ എർത്തിൻ്റെ ഉള്ളിലേക്ക് ഇവിടേക്കൊക്കെ പോകുന്നത് കൊണ്ട് ഈ ജിക്കുള്ള വേരിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജി എന്നുള്ള സിമ്പൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എർത്തിൻ്റെ സർഫസിലുണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജി എന്ന് പറയുന്നത് gm/r² ആണ് എർത്തിൻ്റെ സർഫസിലാണെങ്കിൽ. ഇനി സർഫസിൽ നിന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ മേലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഹൈറ്റിനനുസരിച്ച് മേലോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഹൈറ്റാണ് മാറുന്നത്, ഹൈറ്റിനനുസരിച്ചുണ്ടാക്കുന്ന ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജി അറ്റ് ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ gm/r പകരം r+h². ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ gm/r+h² എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ ഇത് ഓർത്തോണം, ഇതാണ് എച്ച് ഹൈറ്റിലുണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇതിലൊരു സ്പെഷ്യൽ കേസ് ഉണ്ട്, അതായത് ഈ സ്പെഷ്യൽ കേസിൽ മാത്രമേ അപ്ലൈ ആവൂ. ഏതായിരുന്നു ആ സ്പെഷ്യൽ കേസ്? എച്ച് എന്ന് പറയുന്നത് ആറിനേക്കാൾ വളരെ വളരെ താഴെയാണെങ്കിൽ, ഇഫ് എച്ച് ഈസ് മച്ച് ലെസ്സർ ദാൻ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എച്ച് വളരെ വളരെ ചെറുതാണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം ജി അറ്റ് ഹൈറ്റ് എച്ച് GH ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു, അതായത് നമ്മുടെ 9.8 അല്ലെങ്കിൽ 10 എന്നൊക്കെ പറയുന്ന വാല്യൂ ഇല്ലേ, അത് ഇൻറ്റു 1 - 2h/r. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ ഓർത്തോണം, ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എച്ചിൻ്റെ വാല്യൂ വളരെ വളരെ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ തൊട്ട് മേലെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി ഡെപ്തിനനുസരിച്ച് താഴേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് GD ഈസ് ഈക്വൽ ടു G ഇൻറ്റു 1 - D/r. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മേലെ പറഞ്ഞതൊരു സ്പെഷ്യൽ കേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ അങ്ങനത്തെ കണ്ടീഷനൊന്നുമില്ല. ഇത് ഏത് കണ്ടീഷനിലും ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ പറ്റി പൊതുവായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയേണ്ടതെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ വരുന്ന അടുത്ത മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അതേപോലെ പൊട്ടൻഷ്യൽ എനർജി. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റി, സാറ്റലൈറ്റിൻ്റെ എനർജി, അത് കഴിഞ്ഞാൽ പിന്നെ എസ്കേപ്പ് വെലോസിറ്റി, അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും തിയറി വരുന്നതുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഓരോ പ്രോബ്ലത്തിന് അതിൻ്റെ ഒപ്പം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലേ നല്ലത്? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, സോ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കടക്കാം കേട്ടോ. സോ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവാന്ന്. നോക്കിക്കോ, ഒന്നാമത്തെ ചോദ്യം നോക്കിക്കൊള്ളൂ. ഓക്കെ, റെഡി. ചോദ്യം നിങ്ങൾ വായിച്ചു നോക്ക്. അതിൽ പറയുന്ന ഇതാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നില്ലേ? കാണുന്നില്ലേ? നോക്കൂ, ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? നോക്ക്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. 2 spheres of mass m and പലരും ആൻസർ ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, കറക്റ്റാണ്. അമീഷ, നിഹാൽ, ഓക്കെ, കറക്റ്റ് ആൻസർ. അബി, എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, റൈറ്റ്, കറക്റ്റാണ്. ചെയ്ത ആൻസർ റിപ്ലൈ ചെയ്തവരൊക്കെ കറക്റ്റാണ്. എന്നാലും നോക്കിക്കോ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 spheres of mass m and m are situated in air.
എയറിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് എഫ്. അതിനിടയ്ക്കുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ആണ്. ദ സ്പേസ് അറൗണ്ട് ദ മാസ് ഈസ് നൗ ഫിൽഡ് വിത്ത് okay. Now the space around the mass is filled with a liquid of specific gravity 3. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ പഠിച്ചൊരു ക്വാണ്ടിറ്റി തന്നെയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി 3 റിലേറ്റീവ് ഡെൻസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മളിങ്ങനെ രണ്ട് ഒബ്ജക്റ്റ് നിൽക്കുന്നു. ഈ രണ്ട് ഒബ്ജക്റ്റിനിടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞ F = Gm1m2 / r². ഇതാണ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനിൽ F = Gm1m2 / r² ഈ വാല്യൂസൊക്കെ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മാസ് ഏതായാലും മാറൂല, ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസിലാണ് വെക്കുന്നതും, അതിൽ മാറ്റമൊന്നുമില്ല. ദെൻ ഈ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇതിൻ്റെ വാല്യൂ സെയിം ആണ്. അതിൻ്റെ ഇടയ്ക്ക് മീഡിയം വന്നാലും എന്ത് തന്നെ ആയാലും, ഉള്ള മീഡിയത്തിനെ ഒഴിവാക്കിയാലും ഒന്നും ഇതിന് മാറ്റം ഉണ്ടാവില്ല. സോ ഫോഴ്സ് നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇനീഷ്യലി അത് F ആയതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ വാല്യൂ F തന്നെ. റൈറ്റ്, പലരും ചെയ്തിട്ടുണ്ട്, റിപ്ലൈ ചെയ്തിട്ടുണ്ട്, കറക്റ്റാണ്. ഇനി ബാക്കിയുള്ളവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, നോക്കിക്കോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, പറയുന്ന ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ് ഓഫ് ഈക്വൽ മാസസ് ഈസ് എഫ്. ഈക്വൽ മാസുള്ള രണ്ട് ഒബ്ജക്റ്റുകൾക്ക് ഇടയ്ക്കുണ്ടാകുന്ന ഫോഴ്സ് എഫ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാമല്ലോ. F = എങ്ങനെ എഴുതാം? നിങ്ങൾ നോക്ക്, F = Gm1m2. ഓക്കെ, m1m2 മീൻസ് m², രണ്ടും ഈക്വൽ മാസാണ്, /r². ദെൻ പറയുന്നത് 25% മാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ അതർ ഒബ്ജക്റ്റ്. 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം. 25% എന്ന് പറയുന്നത് 1/4 അല്ലേ? 25% എന്ന് പറഞ്ഞാൽ 1/4 എന്നാണ്, 4/1 അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പെർസെൻറ്റേജിക്ക് മാറ്റി ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ് നമുക്ക് എഴുതാമല്ലോ. F' = പലർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ F' = G × നിങ്ങൾ നോക്കിക്കോ, ആദ്യത്തെ ആളുടെ മാസ് m, രണ്ടാമത്തെ ആളുടെ മാസ് m. ആദ്യത്തേതിൽ നിന്ന് 1/4 അങ്ങോട്ട് പോയി. അപ്പോൾ ഇയാളുടെ മാസ് 3/4m ആയിരിക്കുന്നതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. രണ്ടാമത്തെ ആളുടെ മാസ് എന്ന് പറയുന്നത് അയാൾക്ക് അത്ര കിട്ടി. സോ m + 1/4 എന്ന് പറഞ്ഞാൽ അത് 5/4m മാസ് ഇങ്ങനെ വരും. ദെൻ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ 3/4m × 5/4m /r². അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, 3/4m 5/4m. ഇനി നിങ്ങളിത് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമുക്ക് എൻട്രൻസിന് എഴുതുമ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഭംഗിയിൽ എഴുതിയിട്ട് അടിവരട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് വാല്യൂ കിട്ടിയാൽ പോരെ. സി m², r² മേലുള്ള ആളാണ്. ദെൻ 3/4 × 5/4 15/4. ഇനി നിങ്ങൾ ചെയ്താലും അത് തന്നെയാണ് കിട്ടുക അല്ലേ? 3/4 × 5/4 15/16. ഞാൻ 15/4 എന്ന് പറഞ്ഞു തോന്നുന്നു. 15/16 ഇതാണ് അതിൻ്റെ ആൻസർ വരിക കേട്ടോ.
ഓക്കെ, പലർക്കും റെഡി ആയിട്ടുണ്ട്, പലരും റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ദെൻ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ചെയ്ത് നോക്കിക്കോ. എ ബോഡി weighs 700 gram weight on the surface of earth. How much will it weigh on the surface of a planet whose mass is 1/7 and the radius is half that of earth? ഇതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ വെയിറ്റാണ്, ഗ്രാം വെയിറ്റിലാണ് തന്നത്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സാധാരണ മാസ് എന്ന് പറഞ്ഞാൽ എം ആണെങ്കിൽ വെയിറ്റ് mg. അപ്പോൾ എർത്തിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോകുമ്പോൾ അവിടെ മാറ്റം സംഭവിക്കുന്നത് ജിക്കാണ്. മാസിനൊരിക്കലും മാറ്റം ഉണ്ടാവില്ലല്ലോ. മാസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, അതിൻ്റെ ഉള്ള മെറ്റീരിയൽ എമൗണ്ട് അല്ലേ, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ജിക്കാണ് മാറ്റം ഉണ്ടാവുക. അപ്പോൾ ജിക്ക് ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചായിരിക്കും മാറ്റം. അപ്പോൾ നമുക്ക് ആദ്യം വെയിറ്റ് W = mg എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. റേഡിയസിൻ്റെയും ഇതിൻ്റെയൊക്കെ ടേമിലാണ്, മാസിൻ്റെയും ടേമിലാണെങ്കിൽ, എർത്തിൻ്റെ മാസിൻ്റെയൊക്കെ ടേമിലാണെങ്കിൽ അത് gm/r². ദെൻ പുതിയ പ്ലാനറ്റിൽ വെയിറ്റ് W' ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജിയുടെ വാല്യൂ മാറും, ജി ഇൻറ്റു അവിടുത്തെ മാസ് എത്രയാണെന്നാണ് പറഞ്ഞത്, 1/7 എം ഡിവൈഡഡ് ബൈ റേഡിയസ്, എർത്തിൻ്റെ റേഡിയസിൻ്റെ പകുതി, അതായത് r/2² ഈക്വൽ ടു എന്ത് വരും, mg/r² നമ്മളങ്ങ് പുറത്തേക്ക് എടുത്തു, ബാക്കിയല്ലേ ന്യൂമറിക്കൽസ് വരുന്നുള്ളൂ, ഇൻറ്റു 1/7 ഇൻറ്റു 1/1/2² 1/1/4 മേലേക്ക് ചാടി 4 ആയി, 4 ഈക്വൽ ടു ഇത് നമ്മൾ നേരത്തെ എഴുതിയ വെയിറ്റ് ആണ്. ആ വെയിറ്റ് തന്നിട്ടുണ്ട് 700 ഇൻറ്റു 1/7 100 ആയി, ഇൻറ്റു 4 400 ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ 2 ആണ്, 400 gram വെയിറ്റ്. യെസ്, പലർക്കും കിട്ടിയിട്ടുണ്ട്. ഗുഡ്. ദെൻ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് കഴിഞ്ഞവർ the depth d at which the value of acceleration due to gravity become 1/n times the value at the surface. സർഫസിലുണ്ടാക്കുന്ന വാല്യൂവിൻ്റെ 1/n ടൈംസ് ആയിരിക്കണം ഡെപ്തിൽ. അപ്പോൾ നമുക്കറിയാവുന്ന റിലേഷൻ ഡെപ്താണ്, താഴേക്കല്ലേ പറയുന്നത്, ദ ഡെപ്ത് ഡി അറ്റ് വിച്ച്, ആ ഡെപ്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏതോ ഡെപ്തിലെത്തുമ്പോൾ ഇപ്പോൾ ഉള്ള വാല്യൂവിൻ്റെ 1/n പാർട്ട് ആയി മാറുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ഡെപ്തിലാണത് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. ഏത് ഡെപ്തിലാണ് സംഭവിക്കുക? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ജി അറ്റ് ഡെപ്ത് ഡി ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r. ഈ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്. ഓക്കെ, ജി ഡി വാട്ട് ഈസ് ജി ഡി? Acceleration due to gravity becomes 1/n times, means g/n equal to, it is equal to g into 1 - d/r. അപ്പോൾ നമ്മുടെ ജി രണ്ട് ഭാഗത്തങ്ങ് ക്യാൻസൽ ചെയ്ത് പോട്ടെ. ഇത് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ r - d/r എന്ന് വരും. ഓക്കെ, ദെൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ
ആർ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ആർ മൈനസ് ഡി. നിങ്ങൾക്ക് വേറെ സ്റ്റെപ്പിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ, ഞാനിങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓർ ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ നിങ്ങൾക്ക് ആർ ബൈ എൻ എന്നിട്ട് കാണിച്ച് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഇത് വരും. ഇതിപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് പകരം നമ്മളിങ്ങനെ ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആർ ബൈ എൻ ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഡി എന്നായി അല്ലേ. ആർ ബൈ എൻ ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഡി. സ്പീഡ് കുറവാണോ? ഓക്കെ, നോക്കാം. സോ ആർ ബൈ എൻ ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഡി എന്ന് വന്നു. ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ബൈ എൻ എന്നായി, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൻ മൈനസ്, അല്ലെങ്കിൽ ഇത് ഒരു സ്റ്റെപ്പിലാവുമ്പോൾ ആർ ഇൻറ്റു 1 മൈനസ് 1 ബൈ എൻ, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൻ മൈനസ് 1 ബൈ എൻ. ഇങ്ങനെയാണ് വരിക, ആർ ഇൻറ്റു എൻ മൈനസ് 1 ബൈ എൻ. ഓപ്ഷൻ 2 പലരും ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 4 particles each of mass m are located at the vertices of a square with side L. The gravitational potential due to this at the center of square is. സ്ക്വയറിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്, നാല് പാർട്ടിക്കിൾസ് ഇങ്ങനെ കിടക്കുന്നു ഒരു സ്ക്വയറിൻ്റെ സൈഡിൽ. എം ആണ് എല്ലാവരുടെയും മാസ്. ദെൻ സെൻറ്ററിലുണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്താണ് നമ്മളിവിടെ ഓർക്കണം. ഒരു പോയിൻ്റ് മാസ് കൊണ്ട് ആർ ഡിസ്റ്റൻസിലുള്ളൊരു പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ വി, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു മൈനസ് ജി, ഇതിൻ്റെ മാസ് എം ആണെങ്കിൽ മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ആ പോയിന്റിൽ മറ്റൊരു മാസും കൂടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ എടുത്താൽ മതി കേട്ടോ. ദെൻ ഈ ഓരോ കോർണറിലിരിക്കുന്ന മാസ് കൊണ്ടും അല്ലെങ്കിൽ ആ മാസിൻ്റെയൊക്കെ ഫീൽഡിലാണ് ഈ പോയിൻ്റ് കിടക്കുന്നത്, അതുകൊണ്ട് ആ മാസിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാകും. പൊട്ടൻഷ്യൽ സ്കേലാർ ആയതുകൊണ്ട് തന്നെ ആഡ് ചെയ്യാൻ സിമ്പിൾ അഡീഷൻ ഉപയോഗിച്ചാൽ മതി, നേരെ അങ്ങ് കൂട്ടിയാൽ മതി. വെക്ടർ ആയിരുന്നെങ്കിൽ നമ്മൾ വെക്ടർ അഡീഷൻ റൂളൊക്കെ ഉപയോഗിക്കേണ്ടിയിരുന്നു. ഇവിടെ സ്കേലാർ ആയതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, നേരെ കൂട്ടുക. അപ്പോൾ ഓരോന്നിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഈക്വൽ ആയിരിക്കും, ആ സെൻറ്ററിലേക്ക് ഓരോന്നിൽ നിന്നുള്ള ദൂരം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഒന്നിൽ നിന്നുള്ള ദൂരം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ആംഗിൾ എടുത്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചിലർക്ക് നേരിട്ട് അറിയാൻ മതിയാവും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയുള്ള ദൂരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് ലെങ്ത് എൽ ആണെങ്കിൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് √2L ഉണ്ടാവും. അതിൻ്റെ പകുതിയായിരിക്കും ഈ പറഞ്ഞ ഭാഗം. അപ്പോൾ √2Lൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അത് L/√2 ഉണ്ടാവും. സോ ഈ ഡിസ്റ്റൻസ് L/√2. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ വി, ടോട്ടൽ എല്ലാം കൂടി ഉണ്ടാകുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു 4 ആളുകൾ കൊണ്ട്, സ്കേലാർ ആയതുകൊണ്ട് നേരെ ആഡ് ചെയ്യുക, 4 ആളുകൾ കൊണ്ട് 4 ആളെ പൊട്ടൻഷ്യൽ, ഒരാളുടെ പൊട്ടൻഷ്യൽ ഇൻറ്റു 4, ദെൻ മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് സൈഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് L/√2 ആണ്. L/√2 വിച്ച് ഈസ് ഈക്വൽ ടു ആ √2 അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ മൈനസ് ഉണ്ടാകും 4√2 ഇൻറ്റു ജി എം ബൈ എൽ. ഈ 4 റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഡയറക്റ്റ് ഇങ്ങനെയല്ല റിസൾട്ട് വന്നത്. 4നെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ 16 ആയി. √16 അല്ലേ 4 എന്ന് പറയുന്നത്. സോ √16 ഉള്ളിലേക്ക് കയറി 2 അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്, 32 ജി എം ബൈ എൽ.
ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ 1 റൈറ്റ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ ഇനി. 6. എ ബോഡി ഈസ് ഓർബിറ്റിംഗ് വെരി ക്ലോസ് ടു ദ എർത്ത് സർഫസ് വിത്ത് കൈനറ്റിക് എനർജി കെ ഇ. കൈനറ്റിക് എനർജി കൂടി കറങ്ങുന്നുണ്ട്. ദ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി എസ്കേപ്പ് ഫ്രം ഇറ്റ്. എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി എസ്കേപ്പ് ഫ്രം ഇറ്റ്. ഇത് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോകണമെങ്കിൽ എത്രയാണ് എനർജി എന്നാണ് നമ്മുടെ ചോദ്യം. എത്ര എനർജി കൂടി വേണം അല്ലേ? ദ എനർജി റിക്വയർഡ് ഇനി വേണ്ടതാണ് കേട്ടോ. ടോട്ടൽ എത്ര അല്ല, ഇനി എത്ര വേണ്ടെന്നാണ്. ദ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി എസ്കേപ്പ് ഫ്രം it is. So a body is orbiting very close to Earth's surface with kinetic energy Ke. The energy required to completely escape from it. കംപ്ലീറ്റ് ആയിട്ട് എസ്കേപ്പ് ചെയ്ത് പോകണമെങ്കിൽ എസ്കേപ്പ് ചെയ്ത് പോകണം. അപ്പോൾ ഇത് ആദ്യം ഇത് കറങ്ങുകയാണ്. കറങ്ങുന്ന സമയത്ത് ഇവിടെ വേണ്ടി വരുന്ന എനർജി. അപ്പോൾ കറങ്ങുമ്പോൾ ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എർത്തിന് ചുറ്റും കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറങ്ങുമ്പോൾ ആ കറങ്ങുന്ന വെലോസിറ്റിയെ പറയുന്ന പേരാണ് അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √g(m)/r. ഇതാണ് ഇക്വേഷൻ. ഇത് ഹൈറ്റിൻ്റെ ടേമിലാണെങ്കിൽ നമ്മൾ ആ തിയറി അവിടെ പറയാത്തതുകൊണ്ടാണ് ഇതിൻ്റെ തിയറി ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. VO is equal to √gm/r പകരം നമുക്ക് r+h എന്ന് കൊടുക്കാം. √gm/r+h. അപ്പോൾ ഇതിൽ ഈ h എന്ന് പറയുന്നത് വളരെ അടുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ അടുത്താണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ VO is equal to √gm/r എന്ന് വരും. ഇതാണ് ഓർബിറ്റ് ചെയ്യാൻ ആവശ്യമായ വെലോസിറ്റി. അപ്പോൾ ഓർബിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി എത്രയാണ് വരിക? കൈനറ്റിക് എനർജി is equal to half mVO², which is equal to half m into VO². VO² എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ gm/r. ഇതാണ് കൈനറ്റിക് എനർജി, ഓർബിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി. ദെൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന വെലോസിറ്റി, അതിനെ എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് പറയുക. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. സോ എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് √2gm/r. അതായത് ഓർബിറ്റൽ വെലോസിറ്റിയുടെ √2 ടൈംസ്. നിങ്ങൾ നോക്കിയാൽ കാണും ഈ അടുത്ത പാത്തിലൂടെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഓർബിറ്റൽ വെലോസിറ്റിയുടെ √2 ടൈംസ്. വേണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ, √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. ഞാൻ ആ തിയറി കൂടി ഉൾപ്പെടുത്തി പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ആവശ്യമായ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് half mVE². എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഇത്രയും കൈനറ്റിക് എനർജി വേണം. സോ half mVE² which is equal to എന്ത് വരും? ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തന്നെ കൊടുത്താൽ മതി. ഈ ഇക്വേഷനൊക്കെ നമ്മൾ തിയറി പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അതൊന്നും നിർബന്ധമൊന്നുമില്ല ഇത് ചെയ്യാൻ. സോ half mVE² is equal to half m into VE. ഈ വാല്യൂ കൊടുത്താൽ മതി. സ്ക്വയർ ചെയ്യുമ്പോൾ 2VO² എന്ന് പറയും കിട്ടും. ആ 2 അങ്ങെടുത്ത് കഴിഞ്ഞാൽ 2 into half mVO². ഈ സാധനം തന്നെയാണിത്. ഇത് ഓർബിറ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണ്. സോ 2Ke. അപ്പോൾ ഇതിൽ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി എസ്കേപ്പ് ഫ്രം ഇറ്റ്. ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഓർബിറ്റ് ചെയ്യുന്ന കൈനറ്റിക് എനർജി എത്രയാണോ അതിൻ്റെ ഡബിൾ എനർജി വേണം. ഓക്കെ, ഡബിൾ എനർജി ഉണ്ടെങ്കിലാണ് ഇത് എസ്കേപ്പ് ചെയ്ത് പോവുക. ഇനി ചോദ്യം ഹൗ മച്ച് മോർ എനർജി റിക്വയർഡ് എന്നാണെങ്കിൽ ഇപ്പോൾ ഒരു ഇ ഉണ്ടല്ലോ, ഇനി 2Ke ആകണം. അങ്ങനെയാണെങ്കിൽ ഒരു Ke കൂടി അതിലേക്ക് കൊടുക്കണം. സോ ഇപ്പോൾ ഇത് 2Ke. ഇത്ര എനർജി ഉണ്ടെങ്കിൽ അത് എസ്കേപ്പ് ചെയ്യാം. ഹൗ മച്ച് മോർ എന്ന് പറഞ്ഞാൽ ഇതുകൂടി അതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. ദ എനർജി റിക്വയർഡ്
ഇനി എത്ര ആവശ്യമായി വരുന്നു എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഇതിൽ 2k എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ഇതായിരിക്കും. ആൻസർ ഇതാണ് കിടക്കുക. ഓക്കെ, ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ഈസ് റിവോൾവിംഗ് അറൗണ്ട് ദ എർത്ത്. ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കറങ്ങുന്നു. ടു മേക്ക് ഇറ്റ് എസ്കേപ്പ് ഫ്രം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത് ഇറ്റ്സ് വെലോസിറ്റി മസ്റ്റ് ബി ഇൻക്രീസ്ഡ്. എസ്കേപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി എത്ര കൂടണം? ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത കേസിൽ ഇതാ ഈ ഒരു ഇക്വേഷൻ നോക്ക്. ഞാനിവിടെ ഈ റൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഇക്വേഷൻ ഇത് തന്നെ. എസ് കെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ടൈംസ് VO. ഞാനത് ഇതിലേക്ക് എടുക്കുക. ഇത് തന്നെയാണ് സംഭവം. അത് രണ്ടും ഒരേ കൺസെപ്റ്റിലേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി. സോ എസ് കെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റിയുടെ √2 ടൈംസ്. √2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.414 VO അല്ലേ. √2 1.414 അല്ലേ. ഇപ്പോൾ ഉള്ളത് VO ആണ്. ഇനി എത്ര പെർസെൻറ്റേജ് കൂടണം? എത്ര പെർസെൻറ്റേജ് കൂടണം? അതായത് 1 VO എന്ന് പറയുന്നയാൾ 1.414 VO ആയിട്ട് മാറണം. മീൻസ് 0.414 VO കൂടി ഇതിലേക്ക് കൂടണം എന്ന് പറഞ്ഞാൽ ചേഞ്ച് എത്ര വരണം? 41.4%. ഇത്രയും ചേഞ്ച് അതിനുണ്ടാകണം. സോ ആൻസർ 2. ഓപ്ഷൻ 2 ആണ് ഇതിൽ കിടക്കുക. 41.4%. ഓക്കെ, ക്ലിയർ ആണോ കാര്യങ്ങളൊക്കെ? റൈറ്റ്. പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായിരുന്നു ഒരാൾ ഡൗട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താ പോട്ടെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. Which of the following quantities does not depend upon orbital radius of a satellite? ഒരു സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസിൽ ഇത് ഏത് ക്വാണ്ടിറ്റികളാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നാണ്. ഏതാണ് ഓർബിറ്റൽ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏത് ക്വാണ്ടിറ്റിയാണ് ഓർബിറ്റൽ റേഡിയസ്, സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഓർബിറ്റൽ റേഡിയസ്. അപ്പോൾ ഓർബിറ്റൽ റേഡിയസിൻ്റെ ഡിപ്പെൻഡ് ഈ T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡാണ്. R എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസുമാണ്. ഓർബിറ്റൽ റേഡിയസ് T, ടൈം പീരീഡ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം. ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കറങ്ങുക എന്ന് വിചാരിച്ചോ. ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും കറങ്ങുമ്പോൾ കറങ്ങുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി. ദെൻ ഇത് കറങ്ങാനെടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ അതിൻ്റെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇതിൻ്റെ ഓർബിറ്റ് ചെയ്യുന്ന റേഡിയസ് ആറാന്ന് വിചാരിച്ചോ. ദെൻ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഇത് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ഡിവൈഡഡ് ബൈ കറങ്ങുന്ന വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി. സോ ഓർബിറ്റൽ വെലോസിറ്റി ഇറ്റ്സ് ഈക്വൽ ടു നേരത്തെ നമ്മൾ ചെയ്തതാണ് √gm/r. സോ T ഈസ് ഈക്വൽ ടു 2πr. ഈ ആറിനെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് √r² എന്ന് എഴുതുക ഡിവൈഡഡ് ബൈ √gm/r which is equal to T equal to 2π into √r³/gm എന്ന ഇക്വേഷൻ. T is equal to 2π into √r³/gm. അപ്പോൾ നമ്മളിതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ T² ഈസ് ഈക്വൽ ടു 4π² into r³ എന്ന് കിട്ടും. ദെൻ T² ഈസ് ഈക്വൽ ടു 4π²
So t square by r cube is independent of radius. Answer t square by r cube ആണ്. ഞാനിതിൻ്റെ തിയറി പാർട്ട് കൂടി ഉൾപ്പെടുത്തി വേണ്ടി പറഞ്ഞതാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു റിലേഷൻ കിട്ടും. ഇത് കാണാതെ പഠിക്കേണ്ട റിലേഷനാണ് ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. സോ ടി സ്ക്വയർ ബൈ ആർ ക്യൂബ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ആൻസർ വരുന്നത് ടി സ്ക്വയർ ബൈ ആർ ക്യൂബ്. ഇതാണ് കണ്ടീഷൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ പ്ലാനറ്റ് മൂവ്സ് അറൗണ്ട് ദ സൺ അറ്റ് എ ഗിവൺ പോയിന്റ് P1 ഇറ്റ് ഈസ് ക്ലോസസ്റ്റ് ഫ്രം സൺ. അപ്പോൾ ഇത് നമ്മുടെ സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് കറങ്ങുന്ന പാത്താന്ന് വിചാരിച്ചോ. ആ പ്ലാനറ്റ് കറങ്ങുന്ന ആ പാത്ത് അതിൻ്റെ കണ്ടീഷൻസ് കെപ്ലർ ലോയിൽ പറയുന്നതാണ്. പ്ലാനറ്റ് കറങ്ങുന്നത് എലിപ്റ്റിക്കൽ പാത്തിലായിരിക്കും കറങ്ങുക. അങ്ങനെ കറങ്ങുമ്പോൾ നമ്മുടെ സണ്ണ് കിടക്കുന്നത് ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും. രണ്ട് ഫോക്കസുകൾ ഉണ്ടായിരിക്കും, അതിലൊരു ഫോക്കസിലായിരിക്കും സണ്ണ് കിടക്കുന്നത്. ഇത് ഏറ്റവും അകലെയുള്ള പോയിൻ്റ്, ഇത് ഏറ്റവും അടുത്തുള്ള പോയിൻ്റ്. സോ ഏറ്റവും അകലെയുള്ള പോയിൻ്റ്, ഇത് ഏറ്റവും അടുത്തുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതിൽ പറയുന്നത് അറ്റ് എ ഗിവൺ പോയിന്റ് P ഇറ്റ് ഈസ് ക്ലോസസ്റ്റ് ഫ്രം സൺ അറ്റ് എ ഡിസ്റ്റൻസ് D1. ഇവിടെ ഉണ്ടാകുന്ന ഈ ഡിസ്റ്റൻസ് D1 ആണ്. അവിടുത്തെ സ്പീഡ് പറഞ്ഞിരിക്കുന്നു V1 ആണ്. V1 ആണ് അവിടെ ഉണ്ടാകുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ദെൻ അറ്റ് അനദർ പോയിന്റ് Q വെൻ ഇറ്റ് ഈസ് ഫാർദസ്റ്റ് ഫ്രം സൺ. അപ്പോൾ ഇതാണ് Q, ഏറ്റവും അകലെ കിടക്കുന്ന പോയിന്റ് അതല്ലേ. അവിടേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് D2. ഇവിടെ ഉണ്ടാകുന്ന സ്പീഡ് അതെന്താണെന്നറിയില്ല, അത് V എന്നങ്ങെടുത്തു. ഇതാണ് അവിടെ ഉണ്ടാകുന്ന സ്പീഡ്. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇത് തമ്മിലുള്ള റിലേഷൻ? ഇത് സെക്കൻഡ് ലോയെ, കെപ്ലറുടെ സെക്കൻഡ് ലോയെ ബേസ് ചെയ്തിട്ടുള്ള റിലേഷനാണ്. സെക്കൻഡ് ലോ പറയുന്നത് എന്താ? സെക്കൻഡ് ലോ പറയുന്നത് ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് വരുന്ന റിലേഷനാണ്. സോ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം അതാണ് അവിടെ നടപ്പാക്കപ്പെടുന്നത്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, L ഈസ് ഈക്വൽ ടു MVR. MVR എന്ന് പറയുന്നയാൾ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മാസ് ഏതായാലും കോൺസ്റ്റൻ്റ് അല്ലേ, കറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ മാസിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. മാസ് ഏതായാലും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ VR എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എഴുതിയ റിലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ V1 D1 ഈസ് ഈക്വൽ ടു V ഇൻറ്റു D2 എന്നായിരിക്കണം. V1 D1 ഈസ് ഈക്വൽ ടു V ഇൻറ്റു D2. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ V അതാണ് കണ്ടുപിടിക്കേണ്ടത്. V ഈക്വൽ ടു V1 D1 ഡിവൈഡഡ് ബൈ D2. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. V1 D1 ഡിവൈഡഡ് ബൈ D2 ഇതായിരിക്കും അതിൻ്റെ റിലേഷൻ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഗ്രാവിറ്റേഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഏകദേശം എല്ലാ ടോപ്പിക്കുകളിലേക്കും ഒക്കെ ഒന്ന് കടന്നു പോയിട്ടുണ്ട്. റൈറ്റ്, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഓക്കെ, ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്ക് തന്നെയാണ്
മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അതിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ തിയറിയുടെ കാര്യങ്ങൾ പ്രോബ്ലത്തിനൊപ്പം പറയും. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് സ്ട്രെസ് എന്താന്ന് വരുന്നുണ്ട്, സ്ട്രെയിൻ എന്താന്ന് വരുന്നുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ കാണിക്കുന്ന ഹുക്സ് ലോ വരുന്നുണ്ട് അല്ലേ. ദെൻ അതിൻ്റെ റേഷ്യോ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്ന റേഷ്യോ, അതിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമുക്കതിൽ 3 ടൈപ്പ് ഇലാസ്റ്റിക് മോഡലുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേതാണ് യങ്സ് മോഡുലസ്, രണ്ടാമത്തേത് ബൾക്ക് മോഡുലസ്, മൂന്നാമത്തേത് റിജിഡിറ്റി മോഡുലസ്. ഇങ്ങനെ 3 ഇലാസ്റ്റിക് മോഡലുകൾ അതിൽ വരുന്നുണ്ട്. ദെൻ അതിന് ശേഷം പിന്നെ അതിലൊരു പോയിസൺസ് റേഷ്യോ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ വരുന്ന സമയത്ത് നോക്കാം, പോയിസൺസ് റേഷ്യോ. പിന്നെ അതിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ റിലേറ്റീവ്ലി വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ എന്നാലും അതിൽ പോയിന്റുകളൊക്കെ ഉണ്ട്. വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതിൽ വേണ്ട കാര്യങ്ങളൊക്കെ തിയറി പറയുന്നതിനനുസരിച്ച് നോക്കാം, പ്രോബ്ലത്തിനനുസരിച്ച് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ സ്ട്രെച്ച്ഡ് റബ്ബർ ഹാസ്. ഒരു റബ്ബർ പിടിച്ച് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്താണ് ഉണ്ടാവുക? നോക്കിക്കോ. സ്ട്രെച്ച്ഡ് റബ്ബർ, ഇതൊക്കെ ശരിക്കും നമ്മുടെ ഈ സാധാരണ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരു റബ്ബർ ബാൻഡ് 2 വിരലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പറൊക്കെ മടക്കി വെച്ചിട്ട് വിടുന്നൊരു പരിപാടിയുണ്ട് അല്ലേ. അപ്പോൾ അത് അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ റബ്ബർ ബാൻഡ് പിടിച്ചിങ്ങ് വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ ആരോയ്ക്ക് ഒരു കൈനറ്റിക് എനർജി കിട്ടും. അങ്ങനെ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ ഈ റബ്ബർ പിടിച്ച് വലിക്കുമ്പോൾ അതിലൊരു എനർജി സ്റ്റോർ ചെയ്യപ്പെടണം. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് പിടിച്ച് വലിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പിന് മാറ്റമുണ്ടാകുന്നു, സ്ട്രെയിൻ ഉണ്ടാകുന്നു. സ്ട്രെയിൻ ഉണ്ടെങ്കിൽ, ഷേപ്പിന് മാറ്റമുണ്ടെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് പൊട്ടൻഷ്യൽ എനർജി. സോ ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ എനർജി. എ സ്ട്രെച്ച്ഡ് റബ്ബർ ഹാസ് ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ എനർജി. അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തേത് നോക്ക്. If S stress and Y is Young's modulus of wire of material, then energy stored in the wire per unit volume is. Energy stored in the wire per unit volume. ഇതാണ് ചോദ്യം. എനർജി സ്റ്റോർഡ് ഇൻ ദ വയർ പെർ യൂണിറ്റ് വോളിയം. ഒരു സ്ട്രെച്ച്ഡ് വയറിൽ സ്റ്റോർ ചെയ്ത എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പൊട്ടൻഷ്യൽ എനർജി നേരത്തെ നമ്മൾ പറഞ്ഞ വലിച്ചു നീട്ടുമ്പോൾ എനർജി ഉണ്ടാകും, അതേപോലെ തന്നെ ഈ സ്ട്രെച്ച്ഡ് വയറിലും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം എന്നാണ്. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം, എനർജി ഡെൻസിറ്റി എന്നൊക്കെ പറയാം, പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി യു ബാർ, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അല്ലേ. ബൈ വോളിയം എടുക്കുമ്പോൾ ആ വോളിയം പോയി. സോ പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം യു ബാർ ഈസ് ഈക്വൽ ടു ഹാഫ് സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഇതാണ് കിട്ടുക. സോ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ നമുക്ക് വേണ്ടത് യങ്സ് മോഡൽസിൻ്റെ ടേമിനും സ്ട്രെസ്സിൻ്റെ ടേമിലും അവിടെ സ്ട്രെയിൻ ഇല്ല. അപ്പോൾ വീണ്ടും നമ്മുടെ റിലേഷൻ മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും? റിലേഷൻ മാറ്റണമെങ്കിൽ നോക്കിക്കോ, y ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. ഏത് ഇലാസ്റ്റിക് മോഡലുകളും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. സോ y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. ഇവിടെ സ്ട്രെയിൻ വേണ്ട, സോ സ്ട്രെയിനിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു നമുക്ക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ y എന്ന് എഴുതാം. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ y. നമ്മളിതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ യു ബാർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ്സിന് പറഞ്ഞിട്ടുണ്ട് എസ് ആണ്, സ്ട്രെയിന് പറഞ്ഞിരിക്കുന്നുണ്ട് സ്ട്രെസ് ബൈ വൈ, സോ എസ് ബൈ വൈ.
is equal to s square divided by 2y, right? പലരും ആൻസർ ചെയ്തിട്ടുണ്ട് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y, അതാണ് അതിൻ്റെ ആൻസർ വരിക, റൈറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. For a constant hydraulic stress on an object, the fractional change in object's volume delta V by V and its bulk modulus B are related as. ഡെൽറ്റ വി ബൈ വിയും അതേപോലെ തന്നെ ബൾക്ക് മോഡുലസും തമ്മിലുണ്ടാകുന്ന റിലേഷൻ എന്തെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ബൾക്ക് മോഡുലസ് ഡെൽറ്റ വി ബൈ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ബൾക്ക് മോഡുലസിൻ്റെ ഒന്ന് എഴുതി നോക്കാം. ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ, ബൾക്ക് മോഡുലസ് നേരത്തെ പറഞ്ഞ് ഏത് ഇലാസ്റ്റിക് മോഡുലസും സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേഷ്യോ ആണ്. സോ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ബൾക്ക് സ്ട്രെസ്. നിങ്ങളിങ്ങനെ ഒന്നും എക്സാമിന് ഇങ്ങനെ ഒന്നും എഴുതാൻ നിൽക്കരുത്, ഞാൻ തിയറി ആ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എഴുതുക. ഓക്കെ, ബൾക്ക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ബൾക്ക് സ്ട്രെയിൻ. ഓർക്കുക, ബൾക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രഷറാണ്. ഹൈഡ്രോളിക് സ്ട്രെസ് ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡഡ് ബൈ ബൾക്ക് സ്ട്രെയിൻ ഡെൽറ്റ വി ബൈ വി. ചേഞ്ച് ഇൻ വോളിയം പെർ യൂണിറ്റ് വോളിയം, അതാണ് ഡെൽറ്റ വി ബൈ വി, അതാണ് ബൾക്ക് സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ. സോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമ്മളുടെ റിലേഷൻ ഡെൽറ്റ വി ബൈ വി, നമ്മളിങ്ങോട്ടും ബി അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബൾക്ക് മോഡുലസ് എന്ന് കിട്ടും. ശരിക്ക് ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് സ്ട്രെയിനാണ്. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോ. ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് സ്ട്രെയിനാണ്, ബി എന്ന് പറയുന്നത് അവിടുത്തെ ഇലാസ്റ്റിക് മോഡുലസ് ആണ്. ഏത് സ്ട്രെയിനും ഇലാസ്റ്റിക് മോഡുലസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. കാരണം ഇലാസ്റ്റിക് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സോ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് മോഡുലസിന് ഇൻവേഴ്സ് അല്ലേ, ഇലാസ്റ്റിക് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സോ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിക് മോഡുലസ്. സോ ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് മോഡുലസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇലാസ്റ്റിക് മോഡുലസ് കുറവുള്ള ആൾക്കാണ് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവുക. വലിച്ചാൽ പെട്ടെന്ന് നീളുന്നതൊക്കെ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളാണ്. അമർത്തിയാൽ പെട്ടെന്ന് വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുന്നത് ബൾക്ക് മോഡുലസ് കുറവുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബൾക്ക് മോഡുലസ്, ഇതാണ് അതിൻ്റെ റിലേഷൻ, റൈറ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, ചെയ്യാൻ പറ്റുമോ നോക്ക്. A metal rod of Young's modulus 2 into 10 raised to 10 Newton per meter square undergoes an elastic strain of metal rod of Young's modulus 2 into 10 raised to 10 Newton per meter square undergoes an elastic strain of 0.06%. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ, ഇതൊരു മെറ്റൽ റോഡാണ്, അതിനെ പിടിച്ച് വലിച്ച് നീട്ടുന്നുണ്ടാകും. അപ്പോൾ അവിടെ ഇത്രയും പെർസെൻറ്റേജ് സ്ട്രെയിൻ ഉണ്ടായി. ദ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ നമുക്ക് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 2 into 10 raised to 10. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇലാസ്റ്റിക് സ്ട്രെയിൻ മീൻസ് ഡെൽറ്റ എൽ ബൈ എൽ വിച്ച് ഇസ് ഈക്വൽ ടു 0.06% by 100. ദെൻ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം, അതാണ് ജൂൾ പെർ മീറ്റർ ക്യൂബ്. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി ഡെൻസിറ്റി. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ അല്ലേ, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ, അതായിരുന്നു നമ്മുടെ എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, സ്ട്രെസ് തന്നിട്ടില്ല. നേരത്തെ നമ്മൾ സ്ട്രെസ് തന്നിരുന്നു, സ്ട്രെയിൻ തന്നില്ല, അയാളെ മാറ്റി. ഇപ്പോൾ ഇവിടെ മാറ്റേണ്ട ആൾ വേറെയാണ്. മാറ്റേണ്ട ആൾ ആരാ? സ്ട്രെസ്സിനെയാണ് മാറ്റേണ്ടത്. അപ്പോൾ സ്ട്രെസ്സിനെ നമുക്ക് മാറ്റാം. എന്തായിരുന്നു ഇക്വേഷൻ? y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു സ്ട്രെയിൻ. നേരെ ചേർത്തിക്കോ, u ബാർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ്സിന് y ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെയിൻ ഒരാളവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്, സോ സ്ട്രെയിൻ സ്ക്വയർ.
is equal to half into y 2 into 10 raised to 10 into strain square strain 0.06 അതിന് വേണമെങ്കിൽ നമുക്ക് 10ൻ്റെ പവറിലേക്കൊക്കെ മാറ്റുമ്പോഴേ ഇതൊരു 10 raised to -2 ഉണ്ടാകും. ഈ താഴെ കിടക്കുന്ന ആൾ മേലോട്ട് പോകുമ്പോൾ 10 raised to -2 ആയി. അപ്പോൾ 6 into 10 raised to -4 എന്ന് എഴുതാം അതിനെ. സോ ഞാനത് ആ രീതിയിലേക്ക് മാറ്റുകയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 6 into 10 raised to -4 ഹോൾ സ്ക്വയർ. 2 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഇനി ഞാനിത് ചെയ്യുന്നില്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇത്. കാരണം ഇത് നോക്ക് 6ൻ്റെ സ്ക്വയർ 36 നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസറായി. വേറെ ഒന്നും ഓപ്ഷനിൽ വരുന്നില്ലത്. മര്യാദയ്ക്ക് ചെയ്താൽ ഇത്ര മതി. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. 10 raised to -4ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 10 raised to -8, 10 raised to 10 അവിടെ ഉണ്ട്. അപ്പോൾ 10 raised to 2 ബാക്കി ഉണ്ടാവും. 36 10 raised to 2 ഓപ്ഷൻ 1 റൈറ്റ്. ഓക്കെ, പലർക്കും കിട്ടിയിട്ടുണ്ട്. ഗുഡ്. ബാക്കിയുള്ളവർ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ കിടക്കുന്നത്. റൈറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് F is needed to break a copper wire having radius R. Force needed to break a copper wire of radius 2R will be. കണ്ടീഷൻ ഇതാണ്. ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ്, ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ബ്രേക്കിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. കഴിഞ്ഞു. ആൻസറായി. ഒന്ന് നോക്ക്. യെസ് റൈറ്റ്. റേഡിയസ് ആറിന്ന് 2R ആയിക്കഴിഞ്ഞാൽ ഏരിയ എയിൽ നിന്ന് 4A ആകും. അത്ര തന്നെ ഉള്ളൂ. സോ ഫോഴ്സും ഏരിയ 4 times ആയെങ്കിൽ ഫോഴ്സും 4 times. ഓക്കെ റൈറ്റ്. അടുത്ത 5 നെക്സ്റ്റ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിക്കോ. യങ്സ് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ് ആർ റെലവൻറ്റ് ഫോർ സോളിഡ്സ് ഓൺലി. യങ്സ് മോഡുലസും ഷിയർ മോഡുലസും ഇത് രണ്ടും ആർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ? സോളിഡ്സിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ കേട്ടോ. യങ്സ് മോഡുലസും ഷിയർ മോഡുലസും സോളിഡ്സിന് മാത്രം ബാധകമാണ്. അത് കറക്റ്റാണ്. അപ്പോൾ ഈ കറക്റ്റായിട്ടുള്ള ഓപ്ഷനും കൂടി നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം എക്സാമിന് എങ്ങനെയല്ലല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ 4 സ്റ്റേറ്റ്മെൻറ്റിൽ 1 തെറ്റാണെങ്കിൽ ബാക്കി 3 ശരിയല്ലേ? അതും കൂടി ഓർത്ത് പഠിച്ചോണം. യങ്സ് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ് ആർ റെലവൻറ്റ് ഫോർ സോളിഡ്സ് ഓൺലി. കറക്റ്റ്. ബൾക്ക് മോഡുലസ് ഈസ് റെലവൻറ്റ് ഫോർ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ബൾക്ക് മോഡുലസ് 3 ആൾക്കും ബാധകമാണ്. 3 ആൾക്കും ബാധകമാണ്. അതിൽ തന്നെ ബൾക്ക് മോഡുലസ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഓർഡറിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. സോളിഡിനാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് ഗ്യാസിനാണ്. ഈ ബൾക്ക് മോഡുലസിൻ്റെ റെസിപ്രോക്കലിനെ പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി എന്നാണ് പറയുക. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് കോൾഡ് കംപ്രസിബിലിറ്റി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ കംപ്രസിബിലിറ്റി ഏറ്റവും കൂടുതൽ ഗ്യാസിനാണ്. അപ്പോൾ ബൾക്ക് മോഡുലസ് ഏറ്റവും കുറവ് ഗ്യാസിനാണ്. ഓക്കെ. ദെൻ മൂന്നാമത്തേത്, അലോയ്സ് ഹാവ് ലാർജർ വാല്യൂസ് ഓഫ് യങ്സ് മോഡുലസ് ദാൻ മെറ്റൽസ്. അത് തെറ്റാണ്. സോളിഡ്സിന് മാത്രമേ യങ്സ് മോഡുലസ് ഉള്ളൂ. എമംഗ് സോളിഡ്സ് മെറ്റൽസ് ഹാവ് ഹയർ ഇലാസ്റ്റിക് മോഡുലൈ. നമ്മുടെ ബുക്കിൽ പറയുന്നൊരു പോയിൻ്റാണത്. മെറ്റൽസിനാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ. ദെൻ അടുത്തത് മെറ്റൽസ് ഹാവ് ലാർജർ വാല്യൂസ് ഓഫ് ദാൻ ഇലാസ്റ്റോമർ. അതൊക്കെ ശരിയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ
റോങ് ആൻസർ, ചോദ്യം റോങ് ആൻസർ ഏതാണ്, അതാണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഓപ്ഷൻ. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. The area of cross section of a steel wire. Area is equal to 0.1 centimeter square. 0.1 centimeter square എന്ന് പറഞ്ഞാൽ 0.1 into 10 raised to minus 4 ആകും മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ. ഇതാണ് ഏരിയ. വേണമെങ്കിൽ നമുക്കിത് 10 raised to minus 5 മീറ്റർ സ്ക്വയർ നങ്ങാക്കാം. ദെൻ യങ്സ് മോഡുലസ് പറഞ്ഞിട്ടുണ്ട് y is equal to 2 into 10 raised to 11. ഫോഴ്സ് റിക്വയർഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത് ഡബിൾ ആകണം എന്നാണ് പറയുന്നത്. ലെങ്ത് ഡബിൾ ആകണം, ലെങ്ത് ഡബിൾ ആകുന്നു. അപ്പോൾ ഇനീഷ്യൽ ലെങ്ത് L ആണെങ്കിൽ L ഡാഷ് ഈസ് ഈക്വൽ ടു 2L. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ L ഈസ് ഈക്വൽ ടു L ഡാഷ് മൈനസ് L, അതായത് 2L മൈനസ് L ഈക്വൽ ടു L എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് ചോദ്യം ഫോഴ്സ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് വയർ വിൽ ബി. എന്തായിരുന്നു ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ യങ്സ് മോഡുലസ്, ഏത് ഇലാസ്റ്റിക് മോഡുലസ് ആണെങ്കിലും വിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറയുന്നത് F/A ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ L/L. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ F ഈസ് ഈക്വൽ ടു, അതാണ് നമുക്ക് കിട്ടേണ്ടത്. F ഈസ് ഈക്വൽ ടു നിങ്ങൾ ചെയ്യുമ്പോൾ y ഇൻറ്റു A ഇൻറ്റു ഡെൽറ്റ L/L എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു y 2 ഇൻറ്റു 10 raised to 11, ഏരിയ 10 raised to minus 5 ഇൻറ്റു പിന്നെ വരുന്ന ഡെൽറ്റ L/L. ഡെൽറ്റ L ആണ്. സോ ഡെൽറ്റ L/L ഇത് 1 ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. 2 ഇൻറ്റു 10 raised to 11 ഇൻറ്റു 10 raised to minus 5. അപ്പോൾ 2 ഇൻറ്റു 10 raised to 6 എന്ന് വരും ആൻസർ അല്ലേ. അതാണ് കിട്ടുക. ദെൻ അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. A wire of initial length L and radius R is stretched by length L. Another wire of same material but with initial length 2L and radius 2R is stretched by a length 2L. The ratio of stored elastic energy per unit volume in the first and second wire is. മെറ്റീരിയൽ സെയിം ആണ്. മെറ്റീരിയൽ സെയിം ആണെങ്കിൽ യങ്സ് മോഡുലസ് സെയിം ആയിരിക്കും. എന്തായിരിക്കും ഇക്വേഷൻ? എനർജി സ്റ്റോർഡ് U bar ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. പെർ യൂണിറ്റ് വോളിയം അല്ലേ, ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു, നമുക്കിത് സെയിം മെറ്റീരിയൽ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തെടുക്കാം? യങ്സ് മോഡുലസ് രണ്ടിനും ഈക്വലായിട്ട് എടുക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിൽ ലെങ്ത്തിനുണ്ടാകുന്ന ചേഞ്ചാണ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിനാണ് അവിടെ തന്നത്. ഓക്കെ, സ്ട്രെയിനാണ് അവിടെ തന്നിരിക്കുന്നത്. ദെൻ ഈ സ്ട്രെസ്സിനെ നമുക്കങ്ങ് മാറ്റാം. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലം പോലൊക്കെ തന്നെ സ്ട്രെസ്സിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും? നിങ്ങൾ നോക്കിക്കോ. y is equal to stress divided by strain. So സ്ട്രെസ്സിന് പകരം y ഇൻറ്റു സ്ട്രെയിൻ എന്ന് കൊടുക്കാം. അപ്പോൾ U bar is equal to ഹാഫ് ഇൻറ്റു സ്ട്രെസ്സിന് പകരം
y ഇൻറ്റു സ്ട്രെയിൻ, ഒരു സ്ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. സോ y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും യു ബാർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ സ്ക്വയർ ആണ്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി സ്ട്രെയിൻ എന്താണ്? ആദ്യത്തെ കേസ് സ്ട്രെയിന് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ആളെ സംബന്ധിച്ചിടത്തോളം എത്രയാളുടെ സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ലെങ്ത്. എല്ലിൽ നിന്ന് അത് ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ എ ലെങ്ത് എൽ. അപ്പോൾ അവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുന്നത് എൽ ബൈ എൽ. രണ്ടാമത്തെ കേസ്, സെക്കൻഡ് കേസ്, സ്ട്രെച്ച്ഡ് ബൈ എ ലെങ്ത് 2L. അയാളുടെ ഇനീഷ്യൽ ലെങ്ത് 2L ഇസ് ഈക്വൽ ടു എൽ ബൈ എൽ. അപ്പോൾ നിങ്ങൾ നോക്കൂ, രണ്ടിലും ഒരേ സ്ട്രെയിനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. രണ്ടിലും ഒരേ സ്ട്രെയിൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റിയും രണ്ടിലും സെയിം ആയിരിക്കും. 1:1. 1:1. യെസ്. കുറേ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഗുഡ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് നാലാമത്തേതാണ്, 1:1. റൈറ്റ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ യൂണിഫോം ക്യൂബ് ഈസ് സബ്ജക്റ്റഡ് ടു വോളിയം കംപ്രഷൻ ഇഫ് ഈച്ച് സൈഡ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1%, ബൾക്ക് സ്ട്രെയിൻ ഈസ്. എ യൂണിഫോം ക്യൂബ് ഈസ് സബ്ജക്റ്റഡ് ടു വോളിയം കംപ്രഷൻ. വോളിയം കംപ്രഷൻ ആണ് ഉള്ളത്. ഈച്ച് സൈഡ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1%. അപ്പോൾ ഓരോ സൈഡിനും ഉണ്ടാകുന്ന ചേഞ്ച് 1% ആണ്. ബൾക്ക് സ്ട്രെയിൻ എന്തായിരുന്നു? ബൾക്ക് സ്ട്രെയിൻ is equal to change in volume divided by initial volume, delta V by V. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജിലാണ് തന്നത്. ബൾക്ക് സ്ട്രെയിൻ എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ബൾക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കുക? നോക്കിക്കോ, വോളിയം എന്ന് പറയുന്നത് L³ ആണ്. വോളിയം L³ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എററിൽ പഠിക്കുന്നൊരു മെത്തേഡ് ഇല്ലേ, ഡെൽറ്റ V ബൈ V. ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഡെൽറ്റ V ബൈ V ഈസ് ഈക്വൽ ടു നമുക്ക് 3 ഇൻറ്റു ഡെൽറ്റ L ബൈ L എന്ന് എഴുതാം. ഡെൽറ്റ V ബൈ V ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ L ബൈ L ഈസ് ഈക്വൽ ടു, ഇതിൽ തന്നിരിക്കുന്നത് നോക്ക്, ഡെൽറ്റ L ബൈ L എന്ന് പറയുന്നത് 1% ആണ്, മീൻസ് 1/100. So it is 3/100. Option 4. Yes. Correct. Then okay, go 10th question നോക്കൂ. The stress strain curve for two materials A and B are straight line. Stress strain curve ആണ് തന്നിരിക്കുന്നത്. രണ്ട് മെറ്റീരിയൽസ് എയും ബിയും, അത് സ്ട്രൈറ്റ് ലൈൻസ് ആണ്. ഓക്കെ. Which makes angle with strain axis is 30 degree and 60 degree. അപ്പോൾ രണ്ട് മെറ്റീരിയൽസ് ഉണ്ട്, എയും ഉണ്ട് അതേപോലെ തന്നെ ബിയും ഉണ്ട്. രണ്ടും സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹുക്സ് ലോക്ക് ഒബേ ചെയ്യുന്ന കണ്ടീഷനിൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. റൈറ്റ്. സ്ട്രെയിൻ അലോങ് വൈ ആക്സിസ്, സ്ട്രെയിൻ ഈസ് അലോങ് വൈ ആക്സിസ്, സ്ട്രെസ് അലോങ് എക്സ് ആക്സിസ്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്ട്രെയിൻ അലോങ് വൈ ആക്സിസ്, സ്ട്രെസ് അലോങ് എക്സ് ആക്സിസ്. Then which makes an angle A 30 ഡിഗ്രിയും B 60 ഡിഗ്രിയും ഉണ്ടാക്കുന്നു വിത്ത് സ്ട്രെയിൻ ആക്സിസ്. സ്ട്രെയിൻ ആക്സിസുമായിട്ട് 30 ഡിഗ്രി.
സ്ട്രെയിൻ ആക്സിസുമായിട്ട് ഇയാൾ 60 ഡിഗ്രി. അപ്പോൾ ഇത് എ, ഇത് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഇതിൻ്റെ യങ്സ് മോഡലുകളുടെ റേഷ്യോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് നേരിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് ചിലർക്ക് അത് അങ്ങനെ ചെയ്താൽ ചെറിയൊരു ഡൗട്ട് വരും. അതുകൊണ്ട് ഞാനിതൊന്നങ്ങ് മാറ്റുക. ഇവിടെ സ്ട്രെസ് എടുത്തു, ഇവിടെ സ്ട്രെയിൻ എടുത്തു. ദെൻ എ കിടക്കുന്നു. എ ഉണ്ടാക്കുന്നത് സ്ട്രെയിൻ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആവില്ലേ? കാരണം നമ്മൾ സ്ലോപ്പൊക്കെ കാണുമ്പോൾ ഈ ആംഗിളിനെ ബേസ് ചെയ്തിട്ടല്ലേ സ്ലോപ്പ് കാണുക. ഇനി ആ ഗ്രാഫ് വെച്ചും കാണാൻ കേട്ടോ, പക്ഷേ ഞാനത് ഇങ്ങനെ മാറ്റിയെന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ആൾ ബി കിടക്കുന്നു. ബി ഉണ്ടാക്കുന്നത് 30 ഡിഗ്രിയാണ് അല്ലേ? സ്ട്രെയിൻ ആക്സിസുമായിട്ട് 60 ഡിഗ്രി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഈ പരിപാടി എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ കിട്ടുക? ശരിക്ക് സ്ട്രെയിൻ ബൈ സ്ട്രെസ് എന്ന് പറയുന്ന റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ ആ സ്ലോപ്പ് കരുതുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ നമ്മുടെ ഇലാസ്റ്റിക് മോഡുലസ്, യങ്സ് മോഡുലസ്. ഇവിടെ തിരിച്ചല്ലേ, സ്ട്രെയിൻ ബൈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 1 യങ്സ് മോഡുലസ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കാണേണ്ടത് YA/YB ഈസ് ഈക്വൽ ടു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ നമുക്കറിയാം. അപ്പോൾ ടാൻ തീറ്റ ബി ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ബി ടാൻ 30 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എ ടാൻ 60 is equal to tan 30. ആൻസർ വരുന്നത് 1:3. അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ഫ്ലൂയിഡ്. അടുത്ത ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന അത്യാവശ്യം ലെങ്തി ചാപ്റ്ററാണ്. കുറേ കണ്ടൻറ്റുകൾ അതിൽ വരുന്നുണ്ട്. ഫ്ലൂയിഡിൻ്റെ പ്രഷർ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ബെർണോളിസ് തിയറം വരുന്നുണ്ട്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വരുന്നുണ്ട്, വിസ്കോസിറ്റി വരുന്നുണ്ട്. ഇങ്ങനെ ഇതിൽ ഓരോന്നിനുള്ളിലും ചെറിയ ചെറിയ ടോപ്പിക്കുകളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു അത്യാവശ്യം വലിയ ഒരു ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇതിൽ നമുക്ക് ഓരോ ടോപ്പിക്കിലേക്ക് അങ്ങ് പോകാം. ശ്രദ്ധിക്കേ.
നോക്കി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. Cohesive force is experienced between ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്ക്. Cohesive force is experienced between. യെസ്, കൊഹസീവ് ഫോഴ്സ് രണ്ട് ടൈപ്പ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സുകളാണുള്ളത്. ഒന്ന് അഡ്ഹസീവ് ഫോഴ്സ്, രണ്ടാമത്തേതാണ് കൊഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലൈക്ക് മോളിക്യൂളുകൾക്കിടയ്ക്കുണ്ടാകുന്ന ഫോഴ്സാണ്. കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിമിലർ മോളിക്യൂളുകൾക്കിടയ്ക്കുണ്ടാകുന്ന ഫോഴ്സാണ്. ഇപ്പോൾ വാട്ടർ മോളിക്യൂളുകളൊക്കിടയ്ക്കാണെങ്കിൽ ആ വാട്ടർ മോളിക്യൂളുകൾ തമ്മിലുണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കൊഹിഷനാണ്, കൊഹസീവ് ഫോഴ്സാണ്. എന്നാൽ വാട്ടറും ഒരു തുണി നമ്മൾ ക്ലോത്ത് വാട്ടറിലേക്ക് ഇടുകയാണെങ്കിൽ വാട്ടറും ക്ലോത്തും തമ്മിലുണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത് അഡ്ഹസീവ് ഫോഴ്സാണ്. ഒരേ ടൈപ്പ് മോളിക്യൂളാണെങ്കിൽ അത് കൊഹസീവ് ഫോഴ്സ്, അൺലൈക്ക് ആണെങ്കിൽ അത് അഡ്ഹസീവ്. സോ മോളിക്യൂൾസ് ഓഫ് സെയിം സബ്സ്റ്റൻസസ്, അതാണ് അതിൻ്റെ ആൻസർ. റൈറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ സ്ഫെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് ആർ is divided into 8 equal droplets. A spherical liquid drop of radius r is divided into 8 equal droplets. If surface tension is T, then the work done in this process is. A spherical liquid drop of radius r വലിയൊരു ഡ്രോപ്പാണ്. അതിനെ പൊട്ടിച്ചിട്ട് എന്താക്കി മാറ്റുകയാണ്? 8 ഈക്വൽ ചെറിയ ഡ്രോപ്ലെറ്റുകളാക്കി മാറ്റുകയാണ്. സർഫസ് ടെൻഷൻ ടി ആണ്. ദെൻ ഇത് പൊട്ടിക്കുന്ന സമയത്തുണ്ടാകുന്ന വർക്ക് എത്ര എന്നാണ് ചോദ്യം, വർക്ക് ഡൺ. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ തന്നെ വർക്കിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനൊരു ഡെഫിനിഷൻ ഉണ്ട്. സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ. അതായത് ഇവിടെ വലിയൊരു ഡ്രോപ്പിനെ പൊട്ടിച്ചിട്ട് ചെറിയ കുറേ ഡ്രോപ്പുകളാക്കി മാറ്റുന്നു. എൻ ഡ്രോപ്പുകളാക്കി മാറ്റുക എന്ന് വിചാരിച്ചു. ഇവിടെ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്, പോട്ടെ, എൻ ഡ്രോപ്പുകളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ നോക്കുമ്പോൾ ആ വലിയ ആളുടെ ടോട്ടൽ സർഫസ് ഏരിയയേക്കാൾ കൂടുതലായിരിക്കും ഈ ചെറിയ ആളുകളുടെ എൻ ആളുകൾ കൂടി ചേരുമ്പോൾ എല്ലാവരുടെയും സർഫസ് ഏരിയ കൂട്ടത്തിൽ എല്ലാം കൂടി അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ വലിയ ആളുടെ സർഫസ് ഏരിയയേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. സോ ആ വർക്ക് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ തിരിച്ചിട്ടാൽ മതി. വർക്ക് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ആദ്യത്തെ ഏരിയ, വലിയ ആളുടെ ഏരിയ 4πr² എടുക്കണം, മറ്റാളുടെ ഏരിയ 4πr² ഇൻറ്റു n ടൈംസ് എടുക്കണം. എന്നിട്ട് ആ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും നമ്മൾ റിലേഷൻ ചെയ്യണം. അപ്പോൾ നമുക്കത് കുറേ സ്റ്റെപ്പുകൾ വരും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ്. ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഡ്രോപ്പിനെ പൊട്ടിച്ചിട്ട് ചെറിയ n ഡ്രോപ്പുകളാക്കി മാറ്റുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിന്ന് ഡെറൈവ് ചെയ്ത് വരുന്നതാണത്. നമുക്ക് എക്സാമിനൊക്കെ അതിന് ഒരുപാട് ടൈം എടുക്കും. ഇക്വേഷൻ 4πr² ഇൻറ്റു n⁻³ - 1. ഇക്വേഷൻ പഠിച്ചോ. വർക്ക് ഡൺ W is equal to 4πr² ഇൻറ്റു n⁻³ - 1. ഇതാണ് അവിടെ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഒന്ന് ചെയ്ത് നോക്ക്.
റൈറ്റ് ഇതിൽ ഇസ് ഈക്വൽ ടു 4 pi r square t into n raised to 1 by 3. n 8 ആണ്. 8 raised to 1 by 3 cube root of 8. അല്ലേ 2 cube 8 ആണ്. സോ ക്യൂബ് റൂട്ട് -1. സോ ആൻസർ 3. ആൻസർ 3. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ ലിക്വിഡ് റൈസസ് ഇൻ എ കാപ്പിലറി ട്യൂബ് ഇഫ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ്. ഒരു ലിക്വിഡ് കാപ്പിലറി ട്യൂബിൽ പൊന്തണമെങ്കിൽ ഏത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആകണം, അല്ലെങ്കിൽ ഏത് രീതിയിലാകണം ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ലിക്വിഡിലേക്ക് നമ്മളൊരു ട്യൂബ് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ലിക്വിഡ് മേലോട്ട് കയറുകയാണെങ്കിൽ ഇതിനെ കാപ്പിലറി റൈസ് എന്ന് പറയും. ആ ഹൈറ്റ് h ആണ്. താഴേക്ക് പോവുകയാണെങ്കിൽ അതിനെ കാപ്പിലറി ഫാൾ അല്ലെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും. ഈ ഡെപ്ത് നമുക്ക് h എന്നുള്ള സിമ്പിൾ തന്നെ ഉപയോഗിച്ചാൽ മതി. ദെൻ ആ h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2t cos θ ഡിവൈഡഡ് ബൈ ROG. ഇതാണ് h കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. h ഈസ് ഈക്വൽ ടു 2t cos θ ഡിവൈഡഡ് ബൈ ROG. അതാണ് അവിടെ ഉണ്ടാകുന്ന കാപ്പിലറി റൈസ് ആണെങ്കിലും കാപ്പിലറി ഫാൾ ആണെങ്കിലും അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. h is equal to 2t cos theta by ROG. T surface tension, theta angle of contact, R ട്യൂബിൻ്റെ റേഡിയസ് ഓഫ് ട്യൂബ്, റോ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നോക്ക്, ഈ തീറ്റ ഈക്വൽ ടു, ഞാൻ ആദ്യം തന്നെ തീറ്റ π/2 എന്ന് വിചാരിച്ചോ. തീറ്റ 90 ആണ്. തീറ്റ 90 ആണെങ്കിൽ കോസ് 90 0. അപ്പോൾ റൈസും ഉണ്ടാവില്ല ഫാളും ഉണ്ടാവില്ല. ഇനി തീറ്റ നോക്ക്, ലെസ് ദാൻ 90 ഡിഗ്രി, ലെസ് ദാൻ π/2 എന്ന് പറഞ്ഞാൽ അക്യൂട്ടാണ്. തീറ്റ അക്യൂട്ടാണ്. തീറ്റ അക്യൂട്ടാണെങ്കിൽ കോസ് തീറ്റ പോസിറ്റീവ് ആകും. കോസ് തീറ്റ പോസിറ്റീവ് ആണ് എങ്കിൽ, കോസ് തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ എച്ച് പോസിറ്റീവ് എന്നർത്ഥം. എച്ച് പോസിറ്റീവ് മീൻസ് കാപ്പിലറി റൈസ് മേലോട്ട്. ഇനി തീറ്റ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ കോസ് തീറ്റ നെഗറ്റീവിലേക്ക് പോകും. കോസ് തീറ്റ നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എച്ച് നെഗറ്റീവായി. എച്ച് നെഗറ്റീവ് ആണെങ്കിൽ അത് കാപ്പിലറി ഫാൾ അല്ലെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ എന്നാണ് പറയുക. കാപ്പിലറി ഫാൾ ഓർ കാപ്പിലറി ഡിപ്രഷൻ. സോ ഇത് കാപ്പിലറി റൈസ് ആണ്. കാപ്പിലറി റൈസ് ആണെങ്കിൽ എച്ച് പോസിറ്റീവ് ആകണം, മീൻസ് അക്യൂട്ടായിരിക്കും. അക്യൂട്ട്, ഞാനത് ഇതാണ് ആൻസർ. അക്യൂട്ടായിരിക്കണം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫോർത്ത് ക്വസ്റ്റ്യൻ. When a large bubble rises from bottom of a lake to the surface, its radius, ഇതില്ല കേട്ടോ, ഇതിൽ ഒരു കോമയാണ് ഇവിടെ. When a large bubble rises from the bottom of lake to the surface, its radius doubles. താഴേന്ന് മേലോട്ട് ഒരു ബബിൾ താഴേന്ന് മേലോട്ട് പൊന്തി വരുന്നു. മേലോട്ട് പൊന്തി വരുമ്പോൾ ബബിളിൻ്റെ റേഡിയസ് കൂടുന്നു. ബബിളിൻ്റെ റേഡിയസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ബബിളിൻ്റെ വോളിയം കൂടും. നിങ്ങൾക്കറിയാം, ബബിളിൻ്റെ വോളിയം മേലോട്ടെത്തുമ്പോൾ ബബിളിൻ്റെ വോളിയം കൂടാൻ കാരണം എന്തായിരിക്കാം? വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മേലോട്ട് വരുമ്പോൾ പ്രഷർ കുറയുന്നു. സോ പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. ഇതാണ് കണ്ടീഷൻ. Atmospheric pressure is equal to that of column of water of height h. Atmospheric pressure h ഹൈറ്റിലുള്ള വാട്ടർ കോളത്തിൻ്റെ പ്രഷറിന് ഈക്വൽ ആണ്. ദെൻ ഡെപ്ത് ഓഫ് ലേക്ക് ഈസ്, ആ ലേക്കിൻ്റെ ഡെപ്ത് എത്ര എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഒന്നുകൂടി ഓർക്കുക. മേലോട്ട് വരുമ്പോൾ പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. റിലേഷൻ, പ്രഷർ മാറുമ്പോൾ വോളിയത്തിനുണ്ടാകുന്ന റിലേഷൻ ഇതാണ്. P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് പറഞ്ഞാൽ പ്രഷർ അറ്റ് ബോട്ടം ഇൻറ്റു വോളിയം അറ്റ് ബോട്ടം ഈക്വൽ ടു pressure at surface into volume at surface. Pressure at bottom into volume at bottom equal to pressure at surface into volume at surface. ഇതാണ് റിലേഷൻ. അപ്പോൾ ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം ഒന്ന് ശ്രദ്ധിച്ചോണം. നോക്കിക്കോ, ഇതാണ് നമ്മുടെ ലിക്വിഡ് എന്ന് വിചാരിക്കുക. ഇവിടെ സർഫസ് ഉണ്ട്. ഈ സർഫസിലുണ്ടാകുന്ന പ്രഷർ അറ്റ് സർഫസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. സർഫസ് കൊടുക്കുന്ന പ്രഷർ അത് തന്നെ. ദെൻ ബോട്ടത്തിലുണ്ടാകുന്ന പ്രഷർ ഈ ലിക്വിഡിൻ്റെ ഡെപ്ത് എച്ച് ആണെന്ന് വിചാരിച്ചോ. ആ ലേക്കിൻ്റെ ഡെപ്ത് എച്ച് ആണ്. എച്ച് ഡെപ്തിലാണ് ആ ലേക്ക് കിടക്കുന്നതെങ്കിൽ ആ എച്ച് ഡെപ്തിൽ കിടക്കുമ്പോൾ ഇവിടെ ഈ ലിക്വിഡ് കൊണ്ട് എച്ച് റോ ജി, ഇതിൻ്റെ ഡെൻസിറ്റി റോ ആണെങ്കിൽ എച്ച് റോ ജി എന്നുള്ളൊരു പ്രഷർ ഉണ്ടാകും. മേലെ നിന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഉണ്ടാകും. സോ PATM കൂടാതെ എച്ച് റോ ജി കൂടി ഉണ്ടാകും. ദെൻ ഇനി നമുക്കിതിലേക്ക് കൊടുക്കാം പ്രഷർ അറ്റ് ബോട്ടം ഈസ് ഈക്വൽ ടു PATM പ്ലസ് എച്ച് റോ ജി ഇൻറ്റു വോളിയം അറ്റ് ബോട്ടം. വോളിയം സ്ഫിയർ ആയതുകൊണ്ട് വോളിയം എന്ന് പറയുന്നത് 4/3 πr³ എന്ന് എഴുതാം. 4/3 πr³ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് സർഫസ്, അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്, ഇൻറ്റു വോളിയം അറ്റ് സർഫസ് അഗെയിൻ 4/3 π. റേഡിയസ് പറഞ്ഞിരിക്കുന്നു ഡബിൾ ആകുന്നു, അപ്പോൾ 2r². അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 4/3 π ക്യാൻസൽ ചെയ്തു പോയി, r³ ക്യാൻസൽ ചെയ്തു പോയി. ബാക്കിയുള്ളത് PATM പ്ലസ് എച്ച് റോ ജി ഈസ് ഈക്വൽ ടു, പിന്നെ അവിടെ ഉള്ളത് PATM ഇൻറ്റു 2ൻ്റെ ക്യൂബ് ഉണ്ട് 8. സോ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടും എച്ച് റോ ജി, അല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്താൽ മതി, ഇതന്നെ മതി. എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 7 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് കിട്ടും. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ നോക്ക്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു വാട്ടർ കോളം ഓഫ് ഹൈറ്റ് എച്ച്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു, എച്ച് ഹൈറ്റിലാണ് വാട്ടർ കോളം ഉള്ളത് എങ്കിൽ അത് താഴേക്ക് കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് എച്ച് റോ ജി. ഇത് ലേക്കാണ്, ലേക്കിലും വാട്ടർ തന്നെ ഉണ്ടാവുക, അപ്പോൾ ഡെൻസിറ്റി ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എച്ച് റോ ജി ഈസ് ഈക്വൽ ടു 7 എച്ച് റോ ജി. ദോ ആൻസറായി എച്ച് ഈസ് ഈക്വൽ ടു 7H. എച്ച് ഈസ് ഈക്വൽ ടു 7H. ഇതാണ് ആൻസർ. ഓക്കെ, എച്ച് ഈസ് ഈക്വൽ ടു 7H എന്നാണ് കിട്ടുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ. റൈറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. Which of the following diagrams does not represent a streamline flow? Streamline flow എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഫ്ലോ ആണ്. സ്റ്റഡി ഫ്ലോയിലുള്ള ഒരു ഫ്ലൂയിഡിൻ്റെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്തിനെ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ. പാത്ത് ഓഫ് സ്റ്റഡി ഫ്ലോ ഈസ് കോൾഡ് സ്ട്രീം ലൈൻ. സ്ട്രീം ലൈനിൻ്റെ പ്രത്യേകതകളാണ് സ്ട്രീം ലൈനിലെ ഏതൊരു പോയിന്റിനും നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റ് ആ പോയിന്റിലുണ്ടാകുന്ന ഫീൽഡ്, ആ പോയിന്റിലുണ്ടാകുന്ന ഫ്ലോയുടെ ഡയറക്ഷൻ തരും. ഒന്നാമത്തെ പോയിന്റ്.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് സ്ട്രീം ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ ഇതിന് രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാം, രണ്ട് ഡയറക്ഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കതിൽ നിന്ന് ഇതാണ്, പ്രശ്നമൊന്നുമില്ലാതെ കിട്ടും. രണ്ട് സ്ട്രീം ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് കൂടി ഇതിലുണ്ട്. അതായത് സ്ട്രീം ലൈൻസ് അടുത്ത് വരുന്ന റീജിയണുകളിൽ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഫ്ലൂയിഡ് ഫ്ലോ സ്പീഡ് കൂടും സ്ട്രീം ലൈൻസ് അടുത്ത് വരുമ്പോൾ. സ്ട്രീം ലൈൻസ് അടുത്ത് വരുന്ന റീജിയണുകളിൽ ഫ്ലൂയിഡ് ഫ്ലോയുടെ വെലോസിറ്റി കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ തന്നെ അത് വരുന്നതാണ്. അതായത് അത് ബേസ് ചെയ്ത ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയും. ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്നുള്ളൊരു കണ്ടീഷൻ. സോ ഇത് തന്നെ സ്ട്രീം ലൈൻസ് അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഏരിയ കുറയാന്ന് തന്നെയല്ലേ അർത്ഥം എഫക്റ്റീവ്ലി. സോ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, അതും കൂടി ഇതിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കി ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കുമ്പോൾ എല്ലാ സ്ട്രീം ലൈൻസും ഈക്വൽ ഡിസ്റ്റൻസിലാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്പീഡ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. വെലോസിറ്റി നമുക്ക് പറയാൻ മാറും, കാരണം വെലോസിറ്റി വെക്ടർ ആയതുകൊണ്ട് ഡയറക്ഷൻ മാറുന്നുണ്ട്, വളയുന്നത് കൊണ്ട്. സ്പീഡ് എല്ലായിടത്തും സെയിം ആയിരിക്കും. രണ്ടാമത്തേത് ഇവിടെ സ്ട്രീം ലൈൻസ് അടുത്ത് കിടക്കുന്നു, സ്വാഭാവികമായിട്ട് അവിടുത്തെ വെലോസിറ്റി കൂടുതലായിരിക്കും. അതാണ് അതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ദ വെലോസിറ്റി v3 വിൽ ബി. ഇത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ മറ്റൊരു അതുമായിട്ട് ബന്ധപ്പെട്ട, അതുമായിട്ടല്ല അത് തന്നെയാണ്, അതിൻ്റെ മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ബ്രാഞ്ചിങ് നടന്നാൽ എന്തായിരിക്കും കണ്ടീഷൻ? നേരത്തെ നമ്മൾ A1 V1 ഈക്വൽ ടു A2 V2 അല്ലെങ്കിൽ AV എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പാത്തേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ രണ്ട് പാത്തുകളായിട്ട് മാറുന്നു ഈ വരുന്നയാൾ. ഇങ്ങനെ ബ്രാഞ്ചിങ് നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷനാണ്. അതായത് ഇത് ഞാൻ തൽക്കാലം ജനറലൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ തരികയാണ്. ഈ റീജിയൻ നിങ്ങൾ A എന്നെടുത്തോ, ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി V എന്നെടുത്തോ. ഇതിൽ തന്ന വാല്യൂസ് ഉണ്ട്, അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ റീജിയനിൽ ഉണ്ടാകുന്ന ഏരിയ A1 വെലോസിറ്റി V1, ഈ റീജിയനിൽ ഉണ്ടാകുന്ന ഏരിയ A2 വെലോസിറ്റി V2. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് AV ഈസ് ഈക്വൽ ടു A1 V1 പ്ലസ് A2 V2 എന്നാണ്. AV ഈസ് ഈക്വൽ ടു A1 V1 പ്ലസ് A2 V2. ഓക്കെ, ചില ആളുകൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, AV ഈക്വൽ ടു A1 V1 പ്ലസ് A2 V2. ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്ക്. ബ്രാഞ്ചിങ് നടക്കുന്ന കേസിൽ, ബ്രാഞ്ചിങ് നടക്കാത്തതാണെങ്കിൽ AV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് മീൻസ് A1 V1 ഈക്വൽ ടു A2 V2. ബ്രാഞ്ചിങ് നടക്കുന്ന കേസാണെങ്കിൽ ഇങ്ങനെ. ഇനി മൂന്നാമതൊരു ബ്രാഞ്ചിങ് ഉണ്ടെങ്കിൽ, മൂന്നാമതൊരു ബ്രാഞ്ച് കൂടി അവിടെ വരുന്നുണ്ടെങ്കിൽ പ്ലസ് A3 V3 അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ വലിയ റീജിയൻ അവിടുത്തെ ഏരിയ നമുക്ക് A1 ആണ് ഇതിൽ തന്നത്. അപ്പോൾ A1 V1, അപ്പോൾ അത് കിട്ടുന്നത് 0.8 എന്ന് കിട്ടും. ഈക്വൽ ടു A2 V2. A2 V2 ചെയ്യുമ്പോൾ നിങ്ങൾക്കത് 0.4 എന്ന് കിട്ടും. പ്ലസ് A3 V3 0.4 V3 എന്ന് കിട്ടും. ദെൻ ഈ 0.4 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 0.4 ഈസ് ഈക്വൽ ടു 0.4 V3 എന്നായി. V3 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, V3 ഈസ് ഈക്വൽ ടു 1. ഓപ്ഷൻ 3. Next, 7th question.
Bernoulli's principle. Bernoulli's principle is based on law of conservation of energy. എനർജി കൺസർവേഷനെ ബേസ് ചെയ്ത ആ ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇല്ലേ, അത് ബേസ് ചെയ്തിരിക്കുന്നത് കൺസർവേഷൻ ഓഫ് മാസ് ആണ് കേട്ടോ. വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം, കാരണം എൻട്രൻസിന് ഇതന്നെ ആവണമെന്നില്ലല്ലോ. കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അതുപോലെ തന്നെ ഈ ബെർണോളിസ് തിയറം ഐഡിയലായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ ബെർണോളിസ് തിയറം പറയുന്നത് അത് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഫ്ലൂയിഡ് നോൺ വിസ്കസ് ആയിരിക്കണം, വിസ്കോസിറ്റി ഉണ്ടാകരുത്, ഇൻകംപ്രസിബിൾ ആയിരിക്കണം, അമർത്തിയാൽ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകരുത്, അത് ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കണം. റൊട്ടേഷണൽ ഫ്ലോ കറങ്ങിപ്പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രീം ലൈനിൻ്റെ കൺസെപ്റ്റ് നിന്ന് പോകും. ഇറൊട്ടേഷണൽ ആയിരിക്കണം ആൻഡ് മസ്റ്റ് ബി ഇൻ സ്ട്രീം ലൈൻ ഫ്ലോയിലും ആയിരിക്കണം. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ് ഐഡിയലായിട്ട് നമ്മുടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. നോൺ വിസ്കസ്, ഇൻകംപ്രസിബിൾ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ ഇൻ സ്ട്രീം ലൈൻ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എലോങ് എ സ്ട്രീം ലൈൻ, ഒരു സ്ട്രീം ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീം ലൈനിൻ്റെ പ്രത്യേകത, സ്ട്രീം ലൈനിൻ്റെ ഡെഫിനിഷൻ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സ്ട്രീം ലൈൻ വെലോസിറ്റി ഓഫ്, ഒന്നാമത്തെ ഓപ്ഷൻ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. വെലോസിറ്റി ഒരു സ്ട്രീം ലൈനിലുള്ള എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആകണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇല്ല, കാരണം ഏരിയ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. വെലോസിറ്റി ഓഫ് ഓൾ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ക്രോസിങ് എ ഗിവൺ പൊസിഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലൂടെ ഒരാൾ പോകുന്ന വെലോസിറ്റി v1 ആണെങ്കിൽ അതിലൂടെ പോകുന്ന എല്ലാവരും ആ പോയിന്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റി v1 തന്നെ ആയിരിക്കണം, കാരണം അവിടുത്തെ ഏരിയ മാറുന്നില്ലല്ലോ. സോ അത് കറക്റ്റാണ്. വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇതാണ് ആൻസർ. ഇനി പറയുന്ന നോക്ക്, വെലോസിറ്റി ഓഫ് ഓൾ ദി ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇവിടെയും അവിടെ എല്ലാം സെയിം ആകണമെന്നില്ലല്ലോ, അങ്ങനെ ആവില്ല, അത് തെറ്റാണ്. സോ സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതൊന്നും അല്ല, ആൻസർ വരുന്നത് ഇതാണ് കേട്ടോ. അറ്റ് എനി പോയിന്റ്, ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ബ്ലഡ് ഈസ് ഫ്ലോയിങ് അറ്റ് ദ റേറ്റ് ഓഫ് 200 centimeter cube per second in a capillary of cross section 0.5 meter square. Velocity of flow in millimeter per second is. Blood is flowing at the rate of 200 centimeter cube per second. 200 centimeter cube per second എന്ന് പറഞ്ഞാൽ അത് വോളിയം പെർ യൂണിറ്റ് ടൈം. ഇതിനെ പറയുന്ന പേരാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് എന്നാണ് ഇതിനെ പറയുക. വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്. ഈ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് കണ്ടുപിടിക്കാനുള്ള ഇതിൻ്റെ സിമ്പൽ സാധാരണ Q എന്നാണ് ഉപയോഗിക്കാറ്. Q ഈസ് ഈക്വൽ ടു V/T. ഇത് ശരിക്ക് ഈ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് നമ്മൾ എഴുതുമ്പോൾ Q ഈസ് ഈക്വൽ ടു, നോക്ക്, ഒരു പൈപ്പിലൂടെ, ഇങ്ങനെയുള്ള ഒരു പൈപ്പാണ്, ഈ പൈപ്പിലൂടെ ഏരിയ ക്രോസ് സെക്ഷൻ എല്ലായിടത്തും സെയിം ആണെന്ന് വിചാരിച്ചു. ഇതിലൂടെ ഒരു ഫ്ലൂയിഡ് പോകുന്നു, V എന്നുള്ള വെലോസിറ്റിയോട് കൂടി പോകുന്നു. അപ്പോൾ V എന്നുള്ള വെലോസിറ്റിയോട് കൂടി പോകുമ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് T സമയം കൊണ്ട് X ഡിസ്റ്റൻസ് ആണ് ഇതിന് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ നോക്കുകയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു വോളിയം പെർ യൂണിറ്റ് ടൈം, A into X, വോളിയം പെർ യൂണിറ്റ് ടൈം, വിച്ച് ഈസ് ഈക്വൽ ടു A into X/T എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി V. ഇപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി. നമ്മൾ നേരത്തെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ ഉപയോഗിച്ച അതേ ഇക്വേഷൻ, ഏരിയ ഇൻറ്റു വെലോസിറ്റി, ഇതാണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ബാക്കി ചോദ്യത്തിലുണ്ട്, അതായത് 200 centimeter cube per second.
അപ്പോൾ അതിനെ ഇവിടെ മില്ലിമീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ വരേണ്ടത് വെലോസിറ്റി ഓഫ് ഫ്ലോ. പക്ഷേ ക്രോസ് സെക്ഷണൽ ഏരിയ ഇതിലാണ് തന്നത്. അപ്പോൾ നമുക്കിത് ഏറ്റവും നല്ലത് SIയിലേക്ക് തന്നിട്ട് അവസാനം തിരിച്ച് മാറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 200 ഇതാണ് റേറ്റ് ഓഫ് ഫ്ലോ. Q ഈസ് ഈക്വൽ ടു 200 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 200 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതാണ് അവിടുത്തെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ ഏരിയ തന്നിരിക്കുന്നു. ഏരിയ ഈസ് ഈക്വൽ ടു 0.5 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ ഡിവൈഡഡ് ബൈ ഏരിയ. Rate of flow divided by area, which is equal to 200 into 10⁻⁻6 divided by 0.5 is equal to 200 by 5 ആണെങ്കിൽ അത് 40, 200 by 1/5 ആയതുകൊണ്ടത് 400 into 10⁻⁻6 ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്, വിച്ച് ഈസ് ഈക്വൽ ടു 400.4 ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. കാരണം നമ്മുടെ ചോദ്യം എന്താ, മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം 10⁻³ ആണ് മില്ലി. സോ 10⁻³ മീറ്റർ, 0.4 മില്ലിമീറ്റർ പെർ സെക്കൻഡ്. റൈറ്റ്, ഓപ്ഷൻ അതാണ്. 0.4 മില്ലിമീറ്റർ പെർ സെക്കൻഡ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. Water flows through a frictionless duct with a cross section varying as shown in figure. ഈ പൈപ്പിലൂടെ അതിലൂടെ വെള്ളം പോവുകയാണ്. പ്രഷർ P at points along the axis is represented by. പ്രഷറിനുണ്ടാകുന്ന വേരിയേഷൻ. അപ്പോൾ ഞാനത് ചെറുതാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചോദ്യം എത്രയേ ഉള്ളൂ, ഇതിലൂടെ ഫ്ലൂയിഡ് പോകുന്നു, വെള്ളം പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇതിനുണ്ടാകുന്ന പ്രഷർ ചേഞ്ച്, പ്രഷറിനുണ്ടാകുന്ന വേരിയേഷൻ, അത് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഗ്രാഫാണ് ചോദ്യം. പ്രഷർ നിങ്ങൾ നോക്കിക്കോണേ. ഈ ബെർണോളിസ് തിയറത്തിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടുകയാണെന്ന് വിചാരിച്ചു. ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കൂടുന്ന റീജിയണുകളിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറയും. അതായത് ഫ്ലൂയിഡ് പ്രഷർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വെലോസിറ്റി. ഇതാണ് കണ്ടീഷൻ. ഫ്ലൂയിഡ് പ്രഷർ. ഇപ്പോൾ പലർക്കും ആ പ്രഷർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഏരിയയും ഇതുമായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരും. ആ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് ഒരു സർഫസിലേക്ക് നോർമലായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രഷറാണ്. ഈ പ്രഷർ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രഷറാണ് കേട്ടോ. സോ പ്രഷർ കൂടുന്ന വെലോസിറ്റി കൂടുന്ന റീജിയണുകളിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറയുകയാണ് ചെയ്യുക. ഫ്ലൂയിഡ് പ്രഷർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വെലോസിറ്റി. അത് ഓർത്ത് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം തീർന്നു. നോക്കിക്കോ, ഇനി എന്താ അതിൽ ചെയ്യാനുള്ളത്? ഈ റീജിയൺ ഇതിനേക്കാൾ ഏരിയ കുറവുള്ള റീജിയണിലേക്ക് പോവാന്ന്. ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും, വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും. സോ വെലോസിറ്റി കൂടുമ്പോൾ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറയുന്നു. വെലോസിറ്റി കൂടുതൽ ഈ ഭാഗത്തായിരിക്കും. ഏരിയ കുറവുള്ളപ്പോഴല്ലേ വെലോസിറ്റി കൂടുക, അവിടെ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ആദ്യം പ്രഷർ കൂടുതൽ. സോ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം പ്രഷർ കൂടുന്നു, പിന്നെ കുറയുന്നു. അങ്ങനെയുള്ള ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തത് തന്നെയാണ് ആൻസർ.
ഓക്കെ, ഞാനത് അതിൻ്റെ ക്വസ്റ്റ്യനും ഓപ്ഷനും കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചതെന്നേ ഉള്ളൂ. ഓക്കെ, കാര്യങ്ങൾ ശ്രദ്ധിച്ച് ക്ലിയറായിട്ട് എഴുതിക്കും. റൈറ്റ്. അടുത്ത ചാപ്റ്റർ സെക്കൻഡ് ഇയറിലെ ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സ് റേ ഒപ്റ്റിക്സിൽ പ്രധാനമായിട്ട് വരുന്നത്, ആദ്യം വരുന്നത് നമ്മുടെ റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷനിൽ മിററുകളെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റിഫ്രാക്ഷൻ, ലെൻസുകളുണ്ട്, അതേപോലെ തന്നെ ഗ്ലാസ് സ്ലാബ്, പ്രിസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡിസ്പേർഷൻ വരുന്നുണ്ട്, റെയിൻബോ ഫോം ചെയ്യുന്നത്, അതേപോലെ തന്നെ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പേർഷൻ. പിന്നെ ഇതിൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതേപോലെ തന്നെ ഈ റിഫ്രാക്ഷൻ്റെ ഭാഗമായിട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ല ലെങ്തി ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഓരോ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ തിയറി വേണ്ട കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്താം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ കോൺവെക്സ് മിറർ of focal length f forms an image which is 1 by n times of the object. A convex mirror of focal length f, convex mirror ആണ്, അതിൻ്റെ focal length f ആണ്, forms an image which is 1 by nth times. ഒബ്ജക്റ്റിൻ്റെ ഇത്ര മടങ്ങാണ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതെന്താ സാധനം? അത് അതിൻ്റെ മാഗ്നിഫിക്കേഷനാണ് കേട്ടോ. മാഗ്നിഫിക്കേഷൻ. ഒബ്ജക്റ്റിൻ്റെ 5 മടങ്ങാണ് ഇമേജ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ 5. ഒബ്ജക്റ്റിൻ്റെ 10-1 ഇമേജ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ 1/10. ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ മാഗ്നിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നു 1/n ആണ്. ഈ മാഗ്നിഫിക്കേഷൻ നമ്മൾ സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ? മാഗ്നിഫിക്കേഷൻ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ മിററിൻ്റെ മുന്നിൽ നേരെ തന്നെയാണ് വയ്ക്കുക. എന്നാൽ ഇമേജ് അത് ഇൻവേർട്ടഡ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ്. വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇറക്റ്റ് ഇമേജ്, ഇപ്പോൾ പ്ലെയിൻ മിററിൻ്റെ മുന്നിലൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഇമേജ് കിട്ടുക. അതേപോലെ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇൻവേർഷനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടുക, ഇറക്റ്റ് ഇമേജ് അവിടെ കിട്ടും. അപ്പോൾ ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ്, ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ്. ഇതോർത്ത് വെക്കുക. ഇനി നിങ്ങൾ നോക്കിക്കോ. എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് എഫ്, കോൺവെക്സ് മിറർ ആണ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണ്. കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് സൈൻ കൺവെൻഷൻ ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കോൺവെക്സ് മിറർ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് വരച്ചു നോക്കിയാൽ മതി. ഇതാ ഇങ്ങനെയല്ലേ കോൺവെക്സ് മിറർ ഉണ്ടാവുക. ഇതിൻ്റെ സെൻറ്ററും ഫോക്കസൊക്കെ റൈറ്റ് സൈഡിലായിരിക്കും. സോ അതിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത്
എന്ന് പറയുന്നത് പ്ലസ് എഫ്. മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു വാല്യൂ 1/n ആണ്. എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, പോസിറ്റീവോ നെഗറ്റീവോ. ശ്രദ്ധിക്കുക, മിറർ കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിററിന് ഒരു റിയൽ ഒബ്ജക്റ്റിൻ്റെ, അതായത് അതിൻ്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറക്റ്റ് ഇമേജ് മാത്രമേ അതിൽ പ്രൊഡ്യൂസ് ചെയ്യൂ. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജുകൾ മാത്രമേ അതിൽ കിട്ടുകയുള്ളൂ. കോൺകേവ് മിററിനാണെങ്കിൽ അതിൽ റിയലും അതേപോലെ തന്നെ വെർച്വലും കിട്ടും. മീൻസ് ഇൻവേർട്ടഡും ഉണ്ടാകും, ഇറക്റ്റും ഉണ്ടാകും. ഇത് കോൺവെക്സ് മിററാണ്. അതുകൊണ്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജുകൾ എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എന്തെടുക്കുന്നു, പ്ലസ് ആണ് വേണ്ടത് 1/n. കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യു എന്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. യു അൺനോൺ ക്വാണ്ടിറ്റി ആണ്. ഡു നോട്ട് അപ്ലൈ സൈൻ കൺവെൻഷൻ ഇൻ ആൻ അൺനോൺ ക്വാണ്ടിറ്റി. അൺനോൺ ക്വാണ്ടിറ്റിയിൽ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യരുത്. അത് നമുക്ക് റിസൾട്ടിലാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ് നമുക്കിവിടെ നോക്കാം. ദെൻ ഈ ആളുകളെ കണക്ട് ചെയ്യുന്ന മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ, ഒരു മിററിലാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഇതാണ്, എം ഈസ് ഈക്വൽ ടു എഫ് ബൈ എഫ് മൈനസ് യു. മാഗ്നിഫിക്കേഷൻ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്, ഇതിനെ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് എം ഈസ് ഈക്വൽ ടു എഫ് ബൈ എഫ് മൈനസ് യു. ഇത് ലെൻസിലാണെങ്കിൽ ആ മൈനസ് യു എന്നുള്ളത് പ്ലസ് യു ആയിട്ട് അങ്ങ് മാറും. എം ഈസ് ഈക്വൽ ടു എഫ് ബൈ എഫ് പ്ലസ് യു ആകും. ഇവിടെ അത് എം ഈസ് ഈക്വൽ ടു എഫ് ബൈ എഫ് മൈനസ് യു. ഇനി നമുക്കങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം എന്ന് പറയുന്നത് 1/n ഈസ് ഈക്വൽ ടു എഫ് പോസിറ്റീവ് ആണ്, എഫ് ബൈ എഫ് മൈനസ് യു. ഇതങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റുന്നു. എഫ് മൈനസ് യു ഈസ് ഈക്വൽ ടു എൻ എഫ്. എഫ് മൈനസ് യു ഈക്വൽ ടു എൻ എഫ് മൈനസ് യു ഈക്വൽ ടു എൻ എഫ് മൈനസ് എഫ്, which is equal to n minus 1 into f. Therefore u is equal to, ഇതാണ് ഞാൻ പറഞ്ഞത്, റിസൾട്ട് നോക്കിയിട്ടാണ് അൺനോൺ ക്വാണ്ടിറ്റികളുടെ സൈൻ കൺവെൻഷൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കുന്നത്. u ഈക്വൽ ടു മൈനസ് n മൈനസ് 1 ഇൻറ്റു എഫ്. ഒരു പക്ഷേ നമുക്ക് വാല്യൂ ആണെന്ന് വിചാരിച്ചോ, ഈ സിമ്പിളിന് പകരം വാല്യൂ ആണ്. u ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടിയ മൈനസ് 50 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 50 സെൻറ്റിമീറ്റർ ആണ്. മൈനസിൻ്റെ മീനിങ് ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റിലാണ് കിടക്കുക. സോ യു മസ്റ്റ് ബി നെഗറ്റീവ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ മൈനസ് വരുന്നത്. യു കിട്ടുന്നത് നിങ്ങൾക്ക് നെഗറ്റീവിലാണ് കിട്ടുന്നത്. സോ യു ഈസ് ഈക്വൽ ടു മൈനസ്. ആ മൈനസിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ സാധാരണ നമ്പറിൽ പറയുന്നത് പോലെ -10 -5 അത് ആ കൺസെപ്റ്റ് അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഇവിടെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നുള്ള കൺസെപ്റ്റ് അല്ലേ യുവിൽ വരുമ്പോൾ ഉള്ളത്. അപ്പോൾ യു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റ് ലെഫ്റ്റിലാണ് വെച്ചിരിക്കുന്നത് അറ്റ് ഡിസ്റ്റൻസ് n-1 ഇൻറ്റു എഫ്. സോ ഓപ്ഷൻ അതാണ്. റൈറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, μij represent refractive index when light ray goes from മീഡിയം ഐ ടു മീഡിയം ജെ. മീഡിയം ഐയിൽ നിന്ന് മീഡിയം ജെയിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ഉണ്ടാകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് μij. ദെൻ ദ പ്രൊഡക്റ്റ് μ21, μ23, 32, μ43 ഈസ് ഈക്വൽ ടു. അപ്പോൾ നോക്കിക്കോ, ഇതിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μi, രണ്ടാമത്തെ ആളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μj. ദെൻ വട്ട് ഈസ് μi, μj
I is equal to, it is equal to refractive index of second medium with respect to first medium. So mu j by mu I. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് mu 1 2 is equal to, ഇങ്ങനെ എടുക്കുമ്പോൾ mu 1 by mu 2, mu 2 3 is equal to mu 2 by mu 3. Then mu 3 4 is equal to mu 3 by mu 4. ഇനി ഇത് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഒക്കെ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ മാത്രം ശ്രദ്ധിച്ചോ, mu 2 ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്, mu 2 ന്യൂമറേറ്ററിൽ വരുന്നുണ്ട്, mu 3 ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്, mu 3 ന്യൂമറേറ്ററിൽ വരുന്നുണ്ട്. സോ രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ mu 1ഉം mu 4 ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക 1 by, ഇതാണ് അതിൻ്റെ ആൻസർ, 1 by mu 4 1 എന്നാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഇതാണ് ആൻസർ. ദെൻ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. There are certain materials developed in laboratories which have a negative refractive index. A ray incident from air medium 1 into such a medium 2 shall follow a path given by. ഒന്നാമത്തെ മീഡിയത്തിൽ രണ്ടാമത്തെ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് നെഗറ്റീവാണ്, നെഗറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് പാത്തായിരിക്കും അത് ഫോളോ ചെയ്യുക? അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അവിടെ സ്നെൽസ് ലോ ഒബേ ചെയ്യപ്പെടും. ഈ ആംഗിൾ നമ്മൾ I എന്നെടുക്കുന്നു. 6 നമുക്ക് നോക്കാം. ഇത് ഒന്നാമത്തെ മീഡിയം, ഇത് രണ്ടാമത്തെ മീഡിയം. ഒന്നാമത്തെ മീഡിയവും അതേപോലെ തന്നെ രണ്ടാമത്തെ മീഡിയവും. ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ സ്നെൽസ് ലോ വരിക? സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ R ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2, which is equal to N2 by N1. Sin I by sin R is equal to N2 by N1 എന്നാണ് വരിക. അപ്പോൾ ഇതിൽ നിന്ന് sin R is equal to N1 by N2 into sin I. അപ്പോൾ നിങ്ങളിത് നോക്ക്, ഇതിൽ രണ്ടാമത്തെ മീഡിയത്തിന് നെഗറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണുള്ളത്. രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നെഗറ്റീവാണ്. നെഗറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ഈ റേഷ്യോ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആകും. ദെൻ ഇനി നോക്കിക്കോ, ഐയുടെ വാല്യൂ കിടക്കുന്നത്, നിങ്ങൾ ചിത്രം നോക്ക്, ഐയുടെ വാല്യൂ 0ക്കും 90ക്കും ഇടയിലേ കിടക്കുകയുള്ളൂ. ഐയുടെ വാല്യൂ കിടക്കുന്നത് 0ക്കും 90ക്കും ഇടയിലാണ്. 0ക്കും 90ക്കും ഇടയിലാണെങ്കിൽ സൈൻ I പോസിറ്റീവ് ആകും. സൈൻ I പോസിറ്റീവാണ്. സൈൻ I പോസിറ്റീവ്, ഈ റേഷ്യോ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ സൈൻ R എന്ന് പറയുന്നത് നെഗറ്റീവ് ആകണം. സൈൻ R നെഗറ്റീവ് ആകണം. സോ സൈൻ R നെഗറ്റീവ്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഒന്നാമത്തെ ചിത്രത്തിൽ തന്നെ ഈ ലൈറ്റ് ഇങ്ങനെ അങ്ങ് വന്നിടിക്കുന്നു. ഇത് ഈ ലൈറ്റ് ഇവിടുന്ന് ഈ ഭാഗത്തേക്കാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ കിടക്കുന്ന, 6 നമ്മളിങ്ങനെ എടുക്കുമ്പോൾ 6ൻ്റെ വാല്യൂ കിടക്കുന്നത് അത് 0ക്കും 90ക്കും ഇടയിലായിരിക്കും. അതൊരിക്കലും നെഗറ്റീവ് ആകില്ല, പോസിറ്റീവായിരിക്കും. സോ ഇതിൽ തന്ന കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് കറക്റ്റ്. ഇങ്ങോട്ട് പോകുന്നതിന് പകരം തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. ഇതാണ് ഇതിൽ സംഭവിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ ഞാൻ വരുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത്രയും വയ്ക്കുന്നു.
സോ ഇത് തന്നെയാണ് ഒന്നാമത്തെ തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. The refractive index of certain glass is 1.5 for light whose wavelength in vacuum is 6000 angstrom. The wavelength of this light when it passed through glass is, വാക്വത്തിൽ നിന്ന് ഇത് ഗ്ലാസ്സിലേക്ക് ചാടുന്നു. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ വേവ് ലെങ്ത്തിനുണ്ടാകുന്ന മാറ്റം അതിൻ്റെ റിലേഷനാണ് n1 lambda 1 is equal to n2 lambda 2. n1 lambda 1 is equal to n2 lambda 2. ഇതാണ് അതിൻ്റെ റിലേഷൻ. Refractive index of glass 1.5 for light whose wavelength in vacuum, വാക്വത്തിൽ 6000. അപ്പോൾ വാക്വത്തിൽ 6000, വാക്വത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ഇൻറ്റു 6000 ആങ്സ്ട്രം ഈക്വൽ ടു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന വേവ് ലെങ്ത് ലാംഡ 2. സോ ലാംഡ 2 എന്താണ്? ലാംഡ 2 ഈസ് ഈക്വൽ ടു 6000 ആങ്സ്ട്രം ഡിവൈഡഡ് ബൈ 1.5 which is equal to 4000 angstrom. ഇതാണ് അതിൻ്റെ ആൻസർ കിട്ടുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. Light travels in two media A and B. Light travels in two media A and B. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു വിത്ത് സ്പീഡ്സ് 1.8 into 10 raised to 8 meter per second and 2.4 into 10 raised to 8 meter per second respectively. Then critical angle between them. രണ്ട് മീഡിയത്തിനിടയ്ക്കുണ്ടാകുന്ന ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ക്രിട്ടിക്കൽ ആംഗിൾ ബിറ്റ്വീൻ ടു മീഡിയ IC is equal to sin inverse n2 by n1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ റേഷ്യോ നിങ്ങൾ ചിലപ്പോൾ മ്യൂ ആണ് എടുത്തെങ്കിൽ μ2 by μ1. ദെൻ എന്നിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് c/v എന്നാണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് n2 by n1 എന്ന് പറയുന്നത് c കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് n2 by n1 എന്ന് പറഞ്ഞാൽ അത് v1 by v2 എന്ന് കിട്ടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ, n ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കൊടുത്താൽ therefore IC is equal to, it is equal to sin inverse n2 by n1 v1 by v2 v1 1.8 into 10 raised to 8 divided by 2.4 into 10 raised to 8. 10 raised to 8 cancel ചെയ്തു പോയി. 1.8 by 2.4 എന്ന് പറഞ്ഞാൽ 18 by 24, 3/4. So it is equal to sin inverse 3/4. Sin inverse 3/4. Option 4. അത് ഇതിൽ ഡബിൾ എൻട്രി വന്നിട്ടുണ്ട് കേട്ടോ, ഒരേ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല. ആൻസർ ഇതാണ് സൈൻ ഇൻവേഴ്സ് 3/4. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇനി 6. A student can distinctly see the objects up to distance 15 centimeter.
ഒരാൾക്ക് 15 സെൻറ്റിമീറ്റർ അകലെ വരെ കാണാം. ഹി വാണ്ട്സ് ടു സീ ദ ബ്ലാക്ക് ബോർഡ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ. അപ്പോൾ ഇവിടെ ഒരു കുട്ടി അയാൾ കാണുന്നു 15 സെൻറ്റിമീറ്റർ വരെ ഇയാൾക്ക് കാണാം. 15 സെൻറ്റിമീറ്റർ വരെ ഇയാൾക്ക് കാണാം. അതിൻ്റെ അപ്പുറത്തേക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല. ഹി വാണ്ട് ടു സീ ദ ബ്ലാക്ക് ബോർഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ. 3 മീറ്റർ അകലെയുള്ളത് ഇയാൾക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ആൻഡ് പവർ ഓഫ് ലെൻസ് യൂസ്ഡ് റെസ്പെക്റ്റീവ്ലി വിൽ ബി. അവിടെ ഉപയോഗിക്കേണ്ടി വരുന്ന ലെൻസിൻ്റെ പവർ എത്രയായിരിക്കും, ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കണം, ഇതാണ് ചോദ്യം. 15 സെൻറ്റിമീറ്റർ വരെ ഈ കുട്ടിക്ക് കാണാം. 15 സെൻറ്റിമീറ്റർ വരെ കാണാം. എന്നാൽ 3 മീറ്റർ അകലെയുള്ളത് കാണാൻ പറ്റില്ല. അത് കാണണം ഇയാൾക്ക്. എങ്ങനെ കാണാൻ പറ്റും? ഇതിത്ര മാത്രം ആലോചിച്ചാൽ മതി. 3 മീറ്റർ അകലെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജിനെ 3 മീറ്റർ അകലെയുള്ള ഒബ്ജക്റ്റിൻ്റെ, ഇത് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. 3 മീറ്റർ അകലെയുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജിനെ 15 സെൻറ്റിമീറ്റർ അകലെ കൊണ്ടുവയ്ക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ലെൻസുള്ളൊരു കണ്ണട ഇയാൾ ഉപയോഗിച്ചാൽ ഇയാൾക്ക് പിന്നെ കാണാൻ പറ്റുമല്ലോ. കാരണം ഇയാൾക്ക് 15 സെൻറ്റിമീറ്റർ വരെ കാണാമല്ലോ നോർമൽ ഐയിൽ തന്നെ. ദെൻ 3 മീറ്റർ അകലെയുള്ളത് കാണണം. അപ്പോൾ 3 മീറ്റർ അകലെയുള്ളത് ഇയാൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ 3 മീറ്റർ അകലെയുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 മീറ്റർ അകലെയുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജിനെ 15 സെൻറ്റിമീറ്റർ കൊണ്ടുവച്ചാൽ പിന്നെ ഇയാൾക്ക് കാണാൻ പറ്റൂലേ. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. അപ്പോൾ യു ഒബ്ജക്റ്റ് കിടക്കുന്നത് 3 മീറ്റർ അകലെ, ഇമേജ് കിടക്കേണ്ടത് 15 സെൻറ്റിമീറ്ററിൽ. ദെൻ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ണട വയ്ക്കുന്നത് അയാളുടെ കണ്ണിൻ്റെ മുന്നിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇത് നോക്കുമ്പോൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ പോകേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസുകളൊക്കെ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റിലേക്കുള്ള ദൂരമാണ്. സോ അതുകൊണ്ട് അതിനൊക്കെ നമ്മൾ മൈനസ് കൊടുത്തു. ഇത് മനസ്സിലായാൽ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. 1/f ഈസ് ഈക്വൽ ടു ലെൻസാണ് 1/v മൈനസ് 1/u. മിറർ ആയിരുന്നെങ്കിൽ 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u ആണ്. ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അത് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. 1/f ഈസ് ഈക്വൽ ടു 1/f ഈസ് ഈക്വൽ ടു 1/v 1/-15 മീറ്ററിലാണ് നമുക്കത് എല്ലാം. ഫോക്കൽ ലെങ്ത് സെൻറ്റിമീറ്ററിലാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ അതിൽ കിടന്നോട്ടെ, 15 സെൻറ്റിമീറ്ററിൽ തന്നെ കിടന്നോട്ടെ. 1/f ഈസ് ഈക്വൽ ടു 1/-15 മൈനസ് 1/u മൈനസ് 1/u മൈനസ് 300. or 1/f ഈസ് ഈക്വൽ ടു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ മൈനസ് 300 പ്ലസ് 15 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഡിവൈഡഡ് ബൈ മൈനസ് 15 ഇൻറ്റു 300 മൈനസ് 300 മൈനസ് മൈനസ് പോയി, which is equal to minus 285 divided by 15 into 300, or f is equal to 300 into 15 divided by 285 മൈനസ് സൈൻ ഉണ്ട്, മൈനസ് മേലോട്ടിട്ടു. അപ്പോൾ 300/285 300/285 1 പോയിൻറ്റ് സംതിങ് അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഏകദേശം 285-300 അടുത്ത് തന്നെയല്ലേ. അപ്പം നിയർലി 1, പക്ഷേ 1നേക്കാൾ ഇത്തിരി കൂടുതൽ ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 15നേക്കാൾ ഇത്തിരി കൂടി കൂടുതലായിരിക്കും. അപ്പോൾ 15നേക്കാൾ കുറച്ച് കൂടുതൽ. സോ ആൻസർ
ഫോക്കൽ ലെങ്ത് -58.5 ആണ് കിട്ടുക. അത് മീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ആ ഫോക്കൽ ലെങ്ത് മീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും -0.158 മീറ്റർ എന്ന് കിട്ടും. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പവറും നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 4 ആയിരിക്കും. ഓപ്ഷൻ 4 ആണ് നിങ്ങൾക്ക് ആൻസറായി കിട്ടുക. ഏഴ്. A beam of light from a source L is incident normally on a plane mirror fixed at a certain distance x from the source. A beam of light from a source L is incident normally on a plane mirror. അപ്പോൾ ഒരു പ്ലെയിൻ മിറർ വെച്ചു. ഈ പ്ലെയിൻ മിററിൽ ഇവിടെ അകലെ നിന്ന് ഒരു സോഴ്സ് എൽ, ഇത് രണ്ടും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് എക്സ് ആണ്. ദെൻ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് നേരെ പോയിടിച്ചു. അതിനുശേഷം ഞാനിത് മനസ്സിലാക്കാനാണ് ഇത്രയും ആംഗിളിലൊക്കെ തരുന്നത്. ചെറിയ തോതിലാണ്, ചെറുതായിട്ട് മേലെ വന്നിടിച്ചു. ദ ബീം റിഫ്ലക്റ്റഡ് ബാക്ക് ആസ് എ സ്പോട്ട് ഓൺ എ സ്കെയിൽ പ്ലേസ്ഡ് ജസ്റ്റ് എബോവ് ദ എൽ. ഇതിൻ്റെ മേലെ വെച്ചിരിക്കുന്ന സ്കെയിലിൽ ഈ പോയിന്റിൽ വന്നിടിച്ചു. വെൻ ദ മിറർ ഈസ് റൊട്ടേറ്റഡ് ത്രൂ എ സ്മോൾ ആംഗിൾ തീറ്റ, മിററിനെ തീറ്റ ആംഗിളിൽ തിരിച്ചു. തീറ്റ ആംഗിളിൽ മിററിനെ തിരിച്ചു. The spot of light is found to move through a distance y on the scale. ഇത് സ്കെയിലിൽ y ഡിസ്റ്റൻസ് മേലോട്ട് കയറി. ചെറിയ ആംഗിളിലാണ് തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഇതാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു പ്ലെയിൻ മിറർ, ഇതിലേക്ക് ഒരു ലൈറ്റ് റേ വന്നിടിക്കുന്നു. വന്നിടിക്കുന്ന ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ഈ മിററിനെ നമ്മൾ തീറ്റ ആംഗിളിൽ തിരിച്ചാൽ ഈ റിഫ്ലക്റ്റഡ് റേ 2θ ആംഗിളിൽ ഇങ്ങോട്ട് തിരിയും. പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണത്. ആ പോയിൻ്റ് അറിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ മിററിനെ തീറ്റ ആംഗിളിൽ തിരിച്ചപ്പോൾ ഇയാൾ തിരിയുന്നത് സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ട് 2θ ആംഗിളിൽ തിരിയും. ദെൻ നമ്മുടെ സാധാരണ ഇക്വേഷൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ടാൻ തീറ്റ. സോ ഹിയർ ഇറ്റ് ഈസ് ടാൻ 2θ വിച്ച് ഈസ് ഈക്വൽ ടു y ബൈ എക്സ്. തീറ്റ ചെറുതാന്ന് പറഞ്ഞിട്ടുണ്ട്. തീറ്റ ചെറുതാണെങ്കിൽ ടാൻ തീറ്റയും ടാൻ 2θയും ചെറുതായിരിക്കും. തീറ്റ ചെറുതാണെങ്കിൽ 2θ ചെറുതാവും. സോ ടാൻ 2θ നിയർലി ഈക്വൽ ടു, ആംഗിൾ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ നിയർലി ഈക്വൽ ടു തീറ്റ. സോ 2θ ഇസ് ഈക്വൽ ടു y ബൈ എക്സ്. ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു y ബൈ 2x. തീറ്റ ഈസ് ഈക്വൽ ടു y ബൈ 2x. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ടാൻ 2θ y ബൈ എക്സ്. തീറ്റ ചെറുതായതുകൊണ്ട് എക്സ് ചെറുതാണെങ്കിൽ ടാൻ എക്സ് നിയർലി ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻ ഇതിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ. എയ്ത്ത് ക്വസ്റ്റ്യൻ. If the refractive indices for a prism for red, yellow and violet colors will be 1.61, 1.63 and 1.65 respectively, then the dispersive power of the prism will be. Dispersive power of the prism. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഡിസ്പേഴ്സീവ് പവർ ഒമേഗ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ -1. ഡയറക്റ്റ് റിലേഷനാണ്.
നേരങ്ങ് ചെയ്താൽ മതി. ഒമേഗ dispersive power omega is equal to refractive index of violet minus refractive index of red by refractive index of yellow minus 1. Our refractive index of violet 1.65, refractive index of red 1.61. So 1.65 minus 1.61 by refractive index of yellow 1.63 minus 1. Option 3. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. A point source of light is kept at a depth of h in water of refractive index 4/3. The radius of circle at the surface of water through which light emits. A point source of light is kept at a depth of h in water of refractive index 4/3. Radius of circle at the surface of water through the light emits. ഇതാണ് കൺസെപ്റ്റ്. ഇക്വേഷൻ ഡയറക്റ്റ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് സോഴ്സ്, ലിക്വിഡിനകത്ത് പോയിന്റ് സോഴ്സ് കിടക്കുന്നത് ഒരു ലിക്വിഡാണ്. ഇതിലേക്ക് ലൈറ്റ് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇതിന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. കാരണം ലൈറ്റ് പോകുന്നത് ലിക്വിഡിൽ നിന്ന് എയറിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഡെൻസർ ടു റെയർ ആണ്. അപ്പോൾ അതിന് TIR നടക്കും. TIR നടന്നു കഴിഞ്ഞാൽ ലൈറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാത്ത ലൈറ്റ് മാത്രമേ പുറത്തേക്ക് ചാടുകയുള്ളൂ. ആ ചാടുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിലൂടെ ഉണ്ടാകുന്ന ലൈറ്റ് മാത്രമേ പുറത്തേക്ക് ചാടൂ. ഇതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ അതിന് TIR നടന്ന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്ന് ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ദെൻ ഈ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ കൺസിഡർ ചെയ്യുന്ന സർക്കിളിൻ്റെ, ഈ പുറത്തേക്ക് ചാടുന്ന സർക്കിളിൻ്റെ റേഡിയസ് R, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് R ഈസ് ഈക്വൽ ടു D എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡെപ്ത് ബൈ റൂട്ട് ഓഫ് n സ്ക്വയർ മൈനസ് 1. R ഈസ് ഈക്വൽ ടു D ബൈ റൂട്ട് n സ്ക്വയർ മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. വിച്ച് ഈസ് ഈക്വൽ ടു D എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം h ആണ്. ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n സ്ക്വയർ 4/3 സ്ക്വയർ 16/9 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു D ബൈ റൂട്ട് ഓഫ് 16 മൈനസ് 9/9 ഈസ് ഈക്വൽ ടു ഈ ആൾ D ബൈ റൂട്ട് 7/9. ഈ റൂട്ട് 9 മേലോട്ട് കയറി കഴിഞ്ഞാൽ 3 ആയിട്ട് മാറി. റൂട്ട് 7 താഴെ ഉണ്ടാകും. D എന്ന് പറയുന്നത് h ആണ് ഇവിടെ കേട്ടോ, h. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 1 യെസ്, ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 1 ആൻസർ വരിക. A ray of light is incident at the glass water interface at an angle I. I ആംഗിളിൽ വന്നിട്ടാണ് ഗ്ലാസ് വാട്ടർ ഇൻ്റർഫേസിൽ വന്നിടിക്കുന്നത്. It emerges finally parallel to the surface of water. വാട്ടറിൻ്റെ സർഫസിലൂടെ പുറത്തേക്ക് പോകുന്നു. ചിത്രം നോക്കിയാൽ മനസ്സിലാകും. വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ രണ്ട് സർഫസിലും അവിടെ സ്നെൽസ് ലോ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ആദ്യത്തെ ഭാഗത്ത് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ I ഡിവൈഡഡ് ബൈ സൈൻ R ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ ഭാഗത്ത് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ I എന്ന് പറയുന്നത് അവിടെ R ആണ്.
ഐയുടെ വാല്യൂ അവിടെ 6 ആണ്, വന്നിടിക്കുന്ന ആംഗിൾ 6 ആണ്. ഡിവൈഡഡ് ബൈ പുറത്തേക്ക് ചാടുന്നത് സൈൻ ആർ, ആർ എന്ന് പറയുന്നത് 90 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ, പുറത്തേക്ക് ചാടുന്നത് എയറിലാക്കാണ്, അപ്പോൾ 1 ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ, എൻ ഓഫ് വാട്ടർ. സൈൻ 91 ആയതുകൊണ്ട് തന്നെ സൈൻ ആർ ഈസ് ഈക്വൽ ടു 1 ബൈ എൻ ഓഫ് വാട്ടർ ആയി. ദെൻ നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഐ ഡിവൈഡഡ് ബൈ സൈൻ ആറിന് പകരം ഇതങ്ങ് കൊടുക്കുക, 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഈ 1 ബൈ സൈൻ ഐ ബൈ 1 ബൈ മേലോട്ട് ചാടുമല്ലോ അല്ലേ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇൻറ്റു സൈൻ ഐ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇവിടെ 1 ബൈ അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ രണ്ട് ഭാഗത്തും ക്യാൻസൽ ചെയ്തു പോയി. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ ഐ എന്ന് കിട്ടും. 1 ബൈ സൈൻ ഐ അതാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റയോപ്റ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കി ചാപ്റ്റേഴ്സ് ഉടൻ തന്നെ വരും, ഒരു 2 മിനിറ്റ് സാറ് എത്തുമ്പോഴേക്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ് പോവും അല്ലേ, നമുക്കത്രേ ഫിസിക്സ് മൊത്തം ഓരോ ദിവസം കൊണ്ട് തീരുന്നതല്ലേ. ഓക്കെ, താങ്ക് യു, നമുക്ക് പിന്നെ കാണാം. ഹലോ 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 ഹലോ, ആരെങ്കിലും ഉണ്ടോ? കേൾക്കാമോ മക്കളെ? കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ, നമുക്ക് തുടങ്ങാം.
ബ്രേക്ക് നിങ്ങൾ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ബ്രേക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അല്ലേ? ഹായ് അമ്മു, കേൾക്കാം? ഓക്കെ, കേൾക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, സോ ഓക്കെ, നമ്മളിനി PDF 3 ചാപ്റ്ററിൻ്റെയും കൂടി നമുക്ക് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ PDF ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ അയച്ചോട്ടെ കേട്ടോ. വേറെ എന്തൊക്കെയാ മക്കളെ? ഹായ് അഞ്ജു, ദിവ്യ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. തുടങ്ങല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്. ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത് തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി. ഓക്കെ, തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഫൈൻ. സോ ഒരു മിനിറ്റ്, ജസ്റ്റ് നമ്മൾ PDF ഒന്ന് ഞാൻ ഇട്ടോട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. തുടങ്ങാം. ഫൈൻ. ഓക്കെ മക്കളെ, സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്സ് MCQ വർക്കൗട്ട് ചെയ്യാൻ അമർ, എല്ലാ ബുക്കും അത്യാവശ്യം നല്ല ബുക്കാണ്. ഇൻ ദ സ്റ്റാൻഡേർഡ് നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ബുക്കും ഏതൊരു പബ്ലിക്കേഷനും നല്ല പബ്ലിക്കേഷൻസ് ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് പബ്ലിക്കേഷൻ ആണെങ്കിൽ അവരെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്, ഒരു ബുക്ക് വാങ്ങുമ്പോൾ അതിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയേഴ്സ് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നമ്പർ 1. പിന്നെ NCERT സോൾഡ് എക്സാമ്പിളുടെ ആ ഒരു മോഡലാണോ, NCERTൻ്റെ മോഡലാണോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഹയർ നീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ JEEൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്ക് നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, സോ അതാണ് നമ്പർ 2. പിന്നെ എക്സാമ്പിൾസ്, NCERT എക്സസൈസസ് ആൻഡ് എക്സാമ്പിൾസ്, ഇത് രണ്ടും ഉണ്ടോ നോക്കാം. ഓക്കെ, പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ബൈ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന ഏതൊരു ബുക്കും നമുക്ക് ഫോളോ ചെയ്യാം കേട്ടോ, പഠിക്കാം. ലൈക്ക് ഫിംഗർ ടിപ്പ് നല്ല ബുക്കാണ്, ദെൻ സെൻഗേജിൻ്റെ നല്ല ബുക്സാണ്,
സോ എല്ലാ ബുക്സും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നീറ്റിൻ്റെ എല്ലാ ബുക്കും നമുക്ക് ഓൾമോസ്റ്റ് യൂസർ ഫ്രണ്ട്ലി ബുക്സ്. യൂസർ ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ സ്റ്റെപ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ആ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ, ദെൻ ധൈര്യമായിട്ട് നമുക്ക് ആ ബുക്ക് ഫോളോ ചെയ്യാം. ഫൈൻ. ഓക്കെ ദിവ്യ, നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ നമുക്കിപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആ ഒരു മോഡലിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫൈൻ. തുടങ്ങല്ലേ മക്കളെ, ഒന്ന് പറഞ്ഞേ, തുടങ്ങാം. ഷാൽ വി സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വൺ ഷോട്ടിൽ നമുക്ക് പെട്ടെന്ന് പറയാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ തെർമൽ പ്രോപ്പർട്ടീസ് ആണ്. സോ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മാറ്റർ ആൻഡ് റേഡിയേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ കണ്ടന്റ് ജസ്റ്റ് ഒരു വൺ ഷോട്ടിൽ വേഗം പറയാം, എന്നിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തെർമൽ പ്രോപ്പർട്ടി, തേം മീൻസ് ഹീറ്റ് ആണ്. ഓക്കെ, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഈ ചാപ്റ്ററിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ടെമ്പറേച്ചർ സ്കെയിൽ, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ സ്കെയിൽ, ഈ ഒരു 3 സ്കെയിൽ അല്ലാതെ പുതിയൊരു സ്കെയിൽ തന്നാൽ ഇവർ തമ്മിലുള്ള ടെമ്പറേച്ചർ കൺവേർഷൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫോർമുല എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടന്റായി വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ, ഏരിയൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് വോളിയം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ, ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, സോ ആൽഫ, ബീറ്റ എന്ന് പറഞ്ഞാൽ 2 times ആൽഫ ആയിരിക്കും, ഗാമ എന്ന് പറഞ്ഞാൽ 3 times ആൽഫ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെയൊക്കെ ടെമ്പറേച്ചറിലെ അനുസരിച്ച് ലെങ്ത്തിൻ്റെ വാരിയേഷൻ, എൽ ടീൻ്റെ ഇക്വേഷൻ, എ ടീൻ്റെ ഇക്വേഷൻ, വി ടീൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഇക്വേഷൻ എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എൽ ടി ഈക്വൽ ടു ഒരെണ്ണത്തിൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാം. എൽ ടി ഈക്വൽ ടു L0 1 + ആൽഫ ഡെൽറ്റ ടി ആണ്. ഓക്കെ, എ ടി ഈക്വൽ ടു സിമിലർലി എല്ലാതും ഒരേ പാറ്റേണിൽ വരും. ഇവിടെ നമുക്ക് ബീറ്റ വരും, ഇവിടെ നമുക്ക് ഗാമ വരും. ഫൈൻ. സോ ദിസ് ഈസ് അബൌട്ട് ദി തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ലെങ്ത്തിലുള്ള ഇൻക്രീസ്, ഏരിയ ഇൻക്രീസ്, വോളിയത്തിലുള്ള ഇൻക്രീസ്. ദിസ് ഈസ് അബൌട്ട് ദി തെർമൽ എക്സ്പാൻഷൻ. പിന്നെ വരുന്നതാണ് കലോറിമെട്രി. ഓക്കെ, ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആണ്. സോ ഇതാണ് നമ്മുടെ കലോറിമെട്രി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഹീറ്റ് ഗിവൺ മസ്റ്റ് ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഹീറ്റ് അബ്സോർബ്. ഒരാൾ ഹീറ്റ് കൊടുക്കാനുണ്ടാവും, മറ്റേ ഹീറ്റ് വാങ്ങാനുണ്ടാവും. സോ ഇത് വെച്ചിട്ടാണ് കലോറിമെട്രിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറ്. കലോറിമെട്രിൻ്റെ ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിൾ ആണ് കേട്ടോ. പ്രീവിയസ് ഇയേഴ്സിൻ്റെ അതേ മോഡൽ തന്നെയാണ് നമുക്ക് എപ്പോഴും പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിക്കൊണ്ടത്. പിന്നെ വരുന്നത് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഈ 3 പ്രോസസ്സിൽ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, സ്റ്റീഫൻസ് ലോ, ഇതിൻ്റെയൊക്കെ ഫോർമുല നമുക്കറിയണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ചാപ്റ്റർ ശരിക്കും പറയുകയാണെങ്കിൽ തെർമോഡൈനാമിക്സിനേക്കാളും കുറച്ച് അധികം കണ്ടൻറ്റ് വരുന്ന, കുറച്ചധികം ന്യൂമറിക്കൽസ് നമുക്ക് ഫോർമുല ബേസ്ഡ് വരുന്ന ഒരു ചാപ്റ്ററാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ചെക്ക് ലിസ്റ്റ്. നമ്മൾ ആദ്യമേ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ്. ഒന്ന് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ്. ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റിനെ കണക്ട് ചെയ്യുന്ന ഫോർമുല, ഒരു സ്കെയിലിൽ നിന്ന് മറ്റൊരു സ്കെയിലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഫോർമുല. പിന്നെ വരുന്നത് ആൽഫ, ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ, ഏരിയൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് വോളിയം കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ. പിന്നെ ഞാൻ പറഞ്ഞു കലോറിമെട്രി ആണ്. കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഹീറ്റ് കൊടുക്കാനുണ്ടാവും, മറ്റേ ചങ്ങായി ഹീറ്റ് വാങ്ങാനുണ്ടാവും. സോ ഇത് രണ്ടും ഈക്വൽ ആയാൽ ഇവർക്ക് തമ്മിൽ ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. പിന്നെ വരുന്നതാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇതിലൊക്കെ റേഡിയേഷൻ്റെ ലോസ്, സ്റ്റീഫൻസ് ലോ എന്താണ്, വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്താണ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ തിയറി എല്ലാം നമുക്ക് അറിയണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷനും അറിയണം. ഫൈൻ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാത്തിൻ്റെയും ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യല്ലേ മക്കളെ? ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അല്ലേ? ഫൈൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ റീഡിംഗ് ഓഫ് എ ബാത്ത് ഓൺ എ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് thermometers are in the ratio 2:5. 2:5 ആണ് നമ്മുടെ ആരുടെ റേഷ്യോ? ഇത് ടെമ്പറേച്ചർ, സെൽഷ്യസ് സ്കെയിലിൻ്റെയും ഫാരൻഹീറ്റിൻ്റെയും ടെമ്പറേച്ചർ റീഡിംഗ് ആണ്
2:5. അങ്ങനെയാണെങ്കിൽ the temperature of the bath is, ബാത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് എന്താ സംഭവം? ഇവിടെ നമുക്ക് നോക്കേണ്ടത് രണ്ട് സ്കെയിൽ ഉണ്ട് നമുക്ക്. ഒന്ന് സെൽഷ്യസ് സ്കെയിലുണ്ട്, പിന്നത്തത് ഫാരൻഹീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2:5. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് ആയിട്ട് മക്കളെ നമുക്കൊരു ഫോർമുല അറിയണം. എന്ത്? ടെമ്പറേച്ചർ ഓഫ് ദ ഗിവൺ സ്കെയിൽ മൈനസ് ലോവർ ലിമിറ്റ് ഓഫ് ദാറ്റ് സ്കെയിൽ ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ദി അതർ സ്കെയിൽ. ഇത് ഒരു സ്കെയിലാണെന്ന് നമുക്ക് വിചാരിക്കാം, ഇത് രണ്ടാമത്തെ സ്കെയിലാണെന്ന് വിചാരിക്കാം, മൈനസ് രണ്ടാമത്തെ സ്കെയിലിൻ്റെ ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓവറോൾ ഏതൊരു സ്കെയിൽ തന്നാലും നമുക്ക് കൊടുക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഫൈൻ. ഇവിടെ നമുക്ക് അറിയാവുന്ന സ്കെയിലാണ്. ഒന്ന് സെൽഷ്യസ് ആണ്, പിന്നത്തത് ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ നേരിട്ട് കൊടുക്കാം. സെൽഷ്യസിലെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സെൽഷ്യസിലെ ലോവർ ലിമിറ്റ് 0 ആണ്, റൈറ്റ്? സോ സെൽഷ്യസിലെ ലോവർ ലിമിറ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെൽഷ്യസിലെ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത്? 0 ആണ്. സോ ടെമ്പറേച്ചർ ഓഫ് ദി സെൽഷ്യസ് മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അത് എത്രയാണ് മക്കളെ? 100 ആണ്, ഈക്വൽ ടു തന്നിട്ടുള്ളത് ഫാരൻഹീറ്റ് എത്രയാണ്? ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഓഫ് ദി ഫാരൻഹീറ്റ് ആണ്, ദാറ്റ് ഇസ് 32 ആണ്, ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഇസ് 180. ഇതാണ് നമ്മുടെ ജനറലി ടെമ്പറേച്ചർ ഓഫ് ദി ഡിഗ്രി സെൽഷ്യസും ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റും കണക്ട് ചെയ്യുന്ന ഫോർമുല. അപ്പോൾ ഇവിടെ നോക്കിയേ 2:5 ആണ് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു കോമൺ റേഷ്യോ ആയിട്ട് നമുക്ക് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. ടെമ്പറേച്ചർ ഓഫ് ദി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ 2x കൊടുക്കാം. ഓക്കെ, ബിക്കോസ് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5x എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? സോ ടെമ്പറേച്ചർ ഓഫ് ദി ഡിഗ്രി സെൽഷ്യസ് ആയി, ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റ് ആയി. അപ്പോൾ ഇത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് കൊടുക്കും? 2x കൊടുക്കും. സോ 2x ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ദി ഫാരൻഹീറ്റ്. നോക്കിയാൽ ടെമ്പറേച്ചർ ഓഫ് ദ ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 5x മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഫൈൻ. അപ്പോൾ ഇവിടെ നോക്കിയേ 0 പോയി. ആൻഡ് ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2x ബൈ 10 ഈക്വൽ ടു 5x മൈനസ് 32 ബൈ 18 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ എത്ര? 36x ഈക്വൽ ടു 50x മൈനസ് 320. സോ ഇതിന് വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 320 ഈക്വൽ ടു എത്ര കിട്ടും? 14x എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 160/7 എന്നാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുക. ഇറ്റ്സ് ഓൾമോസ്റ്റ് നമ്മളോട് ചോദ്യം എന്താണെന്ന് നോക്കിയാൽ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ബാത്ത്. ടെമ്പറേച്ചർ ഓഫ് ദി ബാത്ത് ആണ് ചോദ്യം. സോ ടെമ്പറേച്ചർ ഓഫ് ദി ബാത്ത് എന്ന് പറഞ്ഞാൽ നോക്കിയേ ഏതിലാണ്? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ്. എല്ലാ ഓപ്ഷനും ഡിഗ്രി സെൽഷ്യസിലാണ്. സോ എന്നോട് ചോദിച്ചിട്ടുള്ളത് 2xൻ്റെ വാല്യൂ ആണ്. എനിക്കിപ്പോൾ കിട്ടിയത് എക്സിൻ്റെ വാല്യൂ ആണ്. സോ നമുക്ക് 2xൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ്. എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 320 divided by 7, that's almost is equal to 45 degree Celsius. 45.7 ആണ് നമുക്ക് ആൻസർ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, മുഫീദ ഫസ്റ്റ് വൺ ആണോ നോക്കി. ഓക്കെ, 32 ഫൈൻ. നോക്കിക്കോ. അപ്പോൾ ക്ലിയർ അല്ലേ? എന്താ നമ്മൾ കൊടുത്തത്? നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ടെമ്പറേച്ചർ സ്കെയിലിൻ്റെ കൺവേർഷൻ നമുക്കറിയണം. ടെമ്പറേച്ചർ സ്കെയിലിലെ കൺവേർഷനിൽ ആരാണ് ലോവർ ലിമിറ്റ് വരുന്നത്, ആരാണ് അപ്പർ ലിമിറ്റ് വരുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നേരിട്ട് ആ ഫോർമുലയിൽ കൊടുത്താൽ മതി. ഡൺ. ഓക്കെ ഫൈൻ. നൗ ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയേ. എ സെക്കൻഡ് പെൻഡുലം ക്ലോക്ക് ഹാസ് എ സ്റ്റീൽ വയർ. The clock shows the correct time at 25 degrees Celsius. How much time does the clock lose or gain in 1 week? ഒരാഴ്ച സമയത്തിൽ നമ്മുടെ ക്ലോക്ക്, പെൻഡുലം ക്ലോക്ക് എത്ര സമയമാണ് നഷ്ടപ്പെടുക? അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇനീഷ്യലി കറക്റ്റ് ടൈം കാണിക്കുക 25 ഡിഗ്രിയിലാണ്. മക്കളെ ശ്രദ്ധിക്കണേ, 25 ഡിഗ്രിയിലാണ് കറക്റ്റ് ടൈം കാണിക്കുക. The clock shows the correct time at 25 ഡിഗ്രി സെൽഷ്യസ്. ഈ 25 ഡിഗ്രി സെൽഷ്യസിലെ കറക്റ്റ് ടൈം കാണിക്കുന്ന ക്ലോക്ക് 35 ഡിഗ്രി ആയാൽ, 35 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടി, ടെമ്പറേച്ചർ കൂടുമ്പോൾ ലെങ്ത് മാറും, ലെങ്ത് മാറുമ്പോൾ സമയം, ടൈം, ആ ക്ലോക്ക് ഷോ ചെയ്യുന്ന സമയം മാറും. അപ്പോൾ ആ ക്ലോക്ക്
കാണിക്കുന്ന സമയം മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവിടെ ഉണ്ടാവുന്ന ഒരാഴ്ചയുടെ സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാവുന്ന സമയത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ഫൈൻ. സോ നമുക്ക് ഫോർമുല എഴുതാം. ടൈം പീരീഡ് ഓഫ് എ പെൻഡുലത്തിൻ്റെ ഫോർമുല എന്താ? T is equal to 2 pi root L by G. ഇതാണ് ടൈമിൻ്റെ ഫോർമുല, ടൈം പീരീഡ് ഓഫ് എ പെൻഡുലത്തിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര ഫ്രാക്ഷൻ ഓഫ് ടൈം ലോസ് ആവും, ഹൗ മച്ച് ടൈം വി വിൽ ലോസ്. സോ എനിക്ക് എന്താ കാണേണ്ടത്? വി വോണ്ട് ടു ഫൈൻഡ് ദ ഡെൽറ്റ ടി ബൈ ടി ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ഡെൽറ്റ ടി ബൈ ടി ഫോർമുല എന്ത് വരും? ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ജി ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇറ്റ് വിൽ ബി 1/2 ഇതിൻ്റെ പവർ റൂട്ട് എല്ലിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ L raised to 1/2 എന്നാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/2 ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, സോ 1/2 ഡെൽറ്റ എൽ ബൈ ആണ്. ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞത് അർത്ഥം ചേഞ്ച് ഇൻ ലെങ്ത്തിനുള്ള മാറ്റം വിത്ത് റെസ്പെക്ട് ടു ഒറിജിനൽ. അങ്ങനെ ഒന്നും തന്നെ എന്തിൽ പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. എത്ര ലെങ്ത് മാറുന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്കറിയണം മക്കളെ എന്ത്? ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ആണെന്ന് അറിയണം. ഓക്കെ, സോ ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് നമ്മുടെ ലീനിയർ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂ ആണ്. സോ നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡെൽറ്റ ടി ബൈ ടി ഈക്വൽ ടു 1/2 ആൽഫ ഡെൽറ്റ ടി. ഇതാ നോക്കിയേ, എല്ലാം തന്നിട്ടുണ്ട്. ആൽഫ തന്നിട്ടുണ്ട്, ഡെൽറ്റ ടി തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. സോ നമ്മൾ പൊക്കിക്കൊണ്ടേ കൊടുക്കുകയാണ് വാല്യൂ. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.2 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ഡെൽറ്റ ടി. എന്താ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. 25 ഡിഗ്രിയിൽ നിന്ന് 35 ഡിഗ്രിയിലോട്ട് എത്തി. സോ ഹൗ മച്ച് ഇസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? 10. ഇതാണ് മക്കളെ എന്ത്? ഇതാണ് എൻ്റെ ഡെൽറ്റ ടി ബൈ ടി. അതാണോ ക്വസ്റ്റ്യൻ? അല്ല. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരാഴ്ച എത്ര സമയം നഷ്ടപ്പെടുമെന്നാണ്. സോ ഡെൽറ്റ ടി ആണ് എന്നോട് ചോദിച്ചത്. ലോസ് ഓഫ് ടൈം ഇസ് ഈക്വൽ ടു എന്താണ് സംഭവം? ലോസ് ഓഫ് ടൈം ഈക്വൽ ടു ടി ഇൻറ്റു ഈ കിടക്കുന്ന ഫുൾ വാല്യൂ 1 ഇൻറ്റു 1.2 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 10. സോ ടി 1 വീക്കിലാണ്. 1 വീക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഡേയ്സാണ് മക്കളെ? 1 വീക്ക് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, 1 വീക്ക് എന്ന് പറഞ്ഞാൽ 7 days ആണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ്സ് ആണ്. സോ ഇത്രയും ടൈമാണ് നമ്മൾ ഒരു വീക്കിൽ, ബിക്കോസ് എല്ലാ ഓപ്ഷനും ശ്രദ്ധിച്ചേ, എല്ലാ ഓപ്ഷനും സെക്കൻഡിലാണ്, എല്ലാ ഓപ്ഷനും സെക്കൻഡ്സിലാണ്. സോ ഐ ഹാവ് ടു കൺവേർട്ട് 1 വീക്ക് ഇൻറ്റു സെക്കൻഡ്. അതുകൊണ്ടാണ് ഞാൻ 1 വീക്ക് എന്ന് പറഞ്ഞാൽ 7 days ആണ്. ആൻഡ് ഒരു ഡേ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ്സ് ആണ്. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 36.28 seconds ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ് മക്കളെ? എന്താണ് മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ച സമയത്ത് എനിക്ക് ടെമ്പറേച്ചർ എൻ്റെ റോഡിൻ്റെ, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ റോഡിൻ്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിൽ നിന്ന് 35 ഡിഗ്രിയിലോട്ടായി റേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരാഴ്ച നഷ്ടപ്പെടാനുള്ള സമയം ആണ് എന്ത്? 36.28 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാ ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബ്ലോക്ക് ഓഫ് ഐസ് ഓഫ് -12 degree Celsius is slowly heated and converted into steam at 100 degree. Which of the following curve best represent the event? എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു -12 degree Celsius ഉള്ള ഐസ് ഉള്ളത്. -12 degree Celsius. അപ്പം നമുക്ക് ബേസിക്കലി നമ്മളെ കൺവേർഷൻ, സ്റ്റേറ്റ് ഓഫ് കൺവേർഷനെ കുറിച്ച് ബേസിക് ബെയർ മിനിമം ധാരണ നമുക്ക് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. നമുക്ക് ആദ്യം ശ്രദ്ധിക്കുക, -12 degree Celsius ഓഫ് ഐസ്. ഓക്കെ, -12 degree Celsius ഓഫ് ഐസ് എന്തായിട്ട് മാറും? 0 degree ഐസായിട്ട് മാറും. ശ്രദ്ധിക്കണേ മക്കളെ. ഓക്കെ, 0 degree ഐസായിട്ട് മാറും. പിന്നെ എന്താ സംഭവിക്കുക? 0 degree ഐസ് 0 degree വാട്ടർ ആയിട്ട് മാറും. ഓക്കെ, ദെൻ പിന്നെന്താ സംഭവിക്കുക? 0 degree വാട്ടർ എന്തായിട്ട് മാറും? 100 degree വാട്ടർ ആയിട്ട് മാറും. പിന്നെയോ 100 degree വാട്ടർ എന്തായിട്ട് മാറും? 100 degree സ്റ്റീം ആയിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 0 ഡിഗ്രിയിലാണ് എന്ത് സംഭവിക്കുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നത്, സോളിഡ് ടു ലിക്വിഡ്. അതുകൊണ്ട് തന്നെ അവിടെ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാവത്തില്ല. ഓക്കെ, ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാവത്തില്ല. സോ ആൻഡ് അതേപോലെ തന്നെയാണ് 100 degree വാട്ടർ 100 degree സ്റ്റീം ആകുമ്പോൾ ദർ ഇസ് നോ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. സോ ഇതിൽ ബെസ്റ്റ് റെപ്രസെൻറ്റിംഗ് ഫിഗർ എന്ന് പറഞ്ഞാൽ
-12 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഹീറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടി. പിന്നെ 0 ഡിഗ്രി സെൽഷ്യസിൽ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ 0 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി വരെ ഇൻക്രീസ് ചെയ്തു. പിന്നെ 100 ഡിഗ്രിയിൽ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് വെരി ഗുഡ്. ആരാ? മുഫീദ. ഓക്കെ, വണ്ടർഫുൾ, വെരി ഗുഡ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് ക്ലാരിറ്റി കുറവുണ്ട്, ഞാൻ റീറൈറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ 100 ഗ്രാം ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഐ വിൽ റീറൈറ്റ് വൺസ് അഗെയിൻ. 100 ഗ്രാം ആണ് നമ്മുടെ ഐസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 100 ഗ്രാം ഐസ് നമ്മൾ മിക്സ് ചെയ്യാണ്. ലാറ്റൻ ഹീറ്റ് ഓഫ് ഐസിൻ്റെ വാല്യൂ 80 തന്നിട്ടുണ്ട്. ആരായിട്ടാണ് മിക്സ് ചെയ്യുന്നത്? 100 ഗ്രാം ഓഫ് വാട്ടർ ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ? 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെങ്കിൽ മിക്സ്ചർ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി ഫൈനൽ മിക്സ്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെ ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്, മിക്സ് ചെയ്യുന്ന ആളുടെ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൽ ആവശ്യമില്ലല്ലോ, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. 100 ഗ്രാം ഐസാണ്. ഐസിൻ്റെ ലേറ്റൻ ഹീറ്റ് 80 ആണ്. 100 ഗ്രാം വാട്ടർ ആയിട്ട് മിക്സ് ചെയ്യുന്നു. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 80 ആണ്. വാട്ട് ഈസ് ദ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദി മിക്സ്ചർ? ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദി മിക്സ്ചർ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് മിക്സിങ്ങിൽ എന്താണ് സംഭവിക്കുക. വാട്ടർ ഉള്ളത് 80 ഡിഗ്രിയിലാണ്. ഐസ് എത്രയുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. സോ ബൈ ഡിഫോൾട്ട് നമുക്ക് എന്തെടുക്കാം? ബൈ ഡിഫോൾട്ട് ഐസിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് 0 ഡിഗ്രി ആയിട്ട് എടുക്കാം. സോ എപ്പോഴും നമുക്കറിയാം ഹയർ ടെമ്പറേച്ചറും ലോവർ ടെമ്പറേച്ചറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദ എനർജി ഹീറ്റ് വിൽ ഫ്ലോ ഫ്രം ഹയർ ടു ലോവർ. എത്ര വരെ ഫ്ലോ ചെയ്യും? അവർ ഈ രണ്ടുപേരും തമ്മിൽ ഒരേ കോമൺ ടെമ്പറേച്ചർ എത്തുന്നവരെ ഹീറ്റ് ഫ്ലോ ചെയ്യും. സോ നമുക്ക് ഹീറ്റ് ഗിവൺ എത്രയാണെന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആരായിരിക്കും ഹീറ്റ് ഗിവൺ? 80 ഡിഗ്രി വാട്ടർ ആയിരിക്കും ഹീറ്റ് കൊടുക്കുക. 80 ഡിഗ്രി വാട്ടർ ഹീറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? 80 ഡിഗ്രിയിൽ നിന്ന് നേരെ 0 ഡിഗ്രിയിലോട്ട് എത്താം. ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. 80 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 0 ഡിഗ്രിയിലോട്ട് എത്താം. സോ വാട്ട് ഇസ് ഹീറ്റ് ഗിവൺ? MS ഡെൽറ്റ T. എം എത്രയാ? എം എന്ന് പറഞ്ഞാൽ എത്ര? 100 ഗ്രാം ആണ്. സോ 100 ഗ്രാം നമ്മൾ കൊടുത്തു ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ 1 ആണ്. എത്ര ഡിഗ്രി? ഡെൽറ്റ T എത്രയാ? 80 നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. 80 നിന്ന് എവിടേക്ക് എത്തി? 0 എത്തി. സോ 80. സോ വാട്ട് ഇസ് ആൻസർ? 8000 കാലറി ആണ്. ഓക്കെ, സോ 8000 കാലറി ആണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഹീറ്റ് കൊടുക്കുന്നത്. ഇനി ഹീറ്റ് നീഡഡ് നോക്കാം. എന്തിനാണ് ഹീറ്റ് നീഡഡ്? ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഐസ് ആണ്. സോ 0 ഡിഗ്രി ഐസ് എന്തായിട്ട് മാറണം? 0 ഡിഗ്രി വാട്ടർ ആയിട്ട് മാറാൻ എത്ര ഹീറ്റ് വേണം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ദർ ഇസ് എ ചേഞ്ച് ഓഫ് ഫേസ് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ML ആയിട്ടാണ് മാറുക. ഓക്കെ, ML. ഓക്കെ, L എത്രയാ? M എത്രയാ? മാസ് 100 ആണ്. ലാറ്റൻ ഹീറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 80 ആണെന്ന്. സോ വാട്ട് ഇസ് ആൻസർ? 8000 കാലറി. എന്ത് മനസ്സിലായി? 8000 കാലറി ഹീറ്റ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. 0 ഡിഗ്രി ഐസ് എന്നുള്ളത് 0 ഡിഗ്രി ആയിട്ട് വാട്ടർ ആയിട്ട് മാറുമ്പോൾ 8000 കാലറി ഹീറ്റ് വേണം. സോ കൊടുക്കാനുള്ളതും 8000 ആണ്, നമ്മൾക്ക് വേണ്ടതും 8000 ആണ്. സോ എന്താണ് അർത്ഥം? നമുക്ക് ഫൈനൽ ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഓക്കെ 0 ഡിഗ്രി വാട്ടറിലോട്ടാണ് നമ്മൾ ചെന്നെത്തിക്കുന്നത്. ഇവിടെയും സോൾവ് ചെയ്ത് 80 ഡിഗ്രിയിൽ നിന്ന് എവിടെ എത്തി? നമ്മൾ 0 ഡിഗ്രി വാട്ടറിലോട്ടെത്തി. സോ ദ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം നമ്മുടെ ഐസ് എവിടെ എത്തി? ഐസ് 0 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രി വാട്ടറിലോട്ടെത്തി. കൊടുക്കുന്നത് ആരാ? ഹീറ്റ് കൊടുക്കുന്നത് ആരാ? 80 ഡിഗ്രി വാട്ടറാണ്. 80 ഡിഗ്രി വാട്ടർ എവിടെ എത്തി? അഗെയിൻ 0 ഡിഗ്രി വാട്ടറിലോട്ട് എത്തി. അപ്പോഴാണ് ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യുക. സോ അത്രയും റിലീസ് ചെയ്ത ആൾ മൊത്തം തന്നെ വാങ്ങാനുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കുന്നുണ്ട് 100 ഗ്രാം ഐസിനുണ്ട്. സോ ദ ഫൈനൽ ടെമ്പറേച്ചർ ഇസ് 0 ഡിഗ്രി. ഫൈൻ. Now let's go to the next question. Question number 4. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ എന്താ ക്വസ്റ്റ്യൻ നോക്കിയോ മക്കളെ. A black body which is at a higher temperature T Kelvin in thermal radiation emit at a rate of E watt per meter square. If the temperature falls to T/4, temperature കുറഞ്ഞാൽ the thermal radiation emitted in watt per meter square will be. എന്താ ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബ്ലാക്ക് ബോഡി അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? T കെൽവിൻ ആണ്. ഇനി ചോദിച്ചെന്താ? അത് എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ E ആണ് അത് എമിറ്റ് ചെയ്യുന്ന എനർജി. അങ്ങനെയാണെങ്കിൽ T/4 ആയിട്ട് ടെമ്പറേച്ചർ താഴെ പോയാൽ
എൻ്റെ എനർജി എന്തായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ലോ, സ്റ്റീഫൻസ് ലോ. വാട്ട് ഇസ് ദ സ്റ്റീഫൻസ് ലോ? സ്റ്റേറ്റ്സ് ദ റേറ്റ് ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ. ശ്രദ്ധിക്കണം മക്കളെ, സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. ദ റേറ്റ് ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th power ഓഫ് ദി ടെമ്പറേച്ചർ. ഓക്കെ, 4th power ഓഫ് ദി ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്ത് എനർജി, റേറ്റ് ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ കൊടുക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ കൊടുക്കാം എനർജി E1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th power ഓഫ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ E2 എന്ത് കൊടുക്കാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, വേറെ എഴുതാം നമുക്ക്. E2 എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th power. ഇവിടെ നമുക്ക് T1 എന്ന് കൊടുക്കാം, ഇവിടെ നമുക്ക് T2 raised to 4 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? T2 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? T2 എന്ന് പറഞ്ഞാൽ T1/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, T1/4 ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E1 എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? E1 എന്ന് പറഞ്ഞാൽ E ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E1/E2 ഈക്വൽ ടു T/4/T/4 ദ ഹോൾ റേസ്ഡ് ടു 4. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? E/E2 ഈക്വൽ ടു 4. T/4 T/4 പോയി 4/4 ആണ് ആൻസർ. സോ E2 ആണ് എനിക്ക് കാണേണ്ടത്. സോ വാട്ട് ഇസ് E2? E2 will be equal to E/4/4. എത്ര മക്കളെ? 4/4 എന്ന് പറഞ്ഞാൽ it will be 256. So E2 is equal to E/256. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. മുഫീദ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഫൈൻ. 1i 4i 3i. ഓക്കെ, ഫൈനലി 4 കൺഫേം അല്ലേ? ഓക്കെ, ഫൈൻ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. സിമിലർ എനർജി റേഡിയേറ്ററിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ? 2 metal spheres having radii r and 2r and they emit thermal radiation with the maximum intensities at a wavelength lambda and 2 lambda respectively. The ratio of the radiant energy emitted by them per second will be. എന്താ ചോദ്യം എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഒരു 2 മെറ്റൽ സ്പിയർ ഉണ്ട്. മെറ്റൽ സ്പിയറിൻ്റെ ഒരാളുടെ റേഡിയസ് r ആണ്, മറ്റേ റേഡിയസ് 2r ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാളുടെ വേവ് ലെങ്ത് ലാംഡയും മറ്റേ വേവ് ലെങ്ത് 2 ലാംഡയുമാണ്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് റേഡിയൻ്റ് എനർജി റേഡിയേറ്റഡ് ആണ് ചോദ്യം. സോ നമ്മളിപ്പോൾ തന്നെ എഴുതി എന്ത്? എനർജി റേഡിയേറ്റഡ് ആണ്. സോ എനർജിയിൽ നമ്മൾ ഡെഫിനിഷൻ, സ്റ്റീഫൻസ് ലോയുടെ ഡെഫിനിഷൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? റേറ്റ് ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ ആണ്. ഇവിടെ റേറ്റ് ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ എന്നൊന്നും ചോദിച്ചിട്ടില്ല. എന്താ ചോദിച്ചിട്ടുള്ളത്? എനർജിയാണ്. സോ ഫോർമുലയിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്ന് ആദ്യം നമുക്ക് നോക്കാം. എന്താ ഫോർമുല? എനർജി H1 ഈക്വൽ ടു സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഓൾ റേസ്ഡ് ടു 4. ഇതാണ് നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നോക്കി ദ റെസ്പെക്റ്റീവ് റേഷ്യോ വിത്ത് റെസ്പെക്ട് ടു ആണ് ക്വസ്റ്റ്യൻ. സോ H1/H2 ആണ് ക്വസ്റ്റ്യൻ. സോ കോൺസ്റ്റൻ്റ് എല്ലാം പോയി. A1 T1 raised to 4 divided by A2 T2 raised to 4 ആണ് എൻ്റെ എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. പക്ഷേ നമുക്കെല്ലാം ഓപ്ഷൻസ് എല്ലാം എന്തിൻ്റെ ടേംസിലാണ്? 4:1 1:4 ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ എന്താണ് ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കൊടുക്കാം? 4πr² ആണ് ആദ്യത്തേത്. രണ്ടാമത്തത് 4π2r ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി ഇതൊക്കെ ലാംഡ ഒരെണ്ണത്തിൻ്റെ വേവ് ലെങ്ത് ലാംഡ ആണെങ്കിൽ മറ്റേ ആളുടെ 2 ലാംഡ ആണ്. അപ്പോൾ എനിക്കറിയാം ഫ്രം ദ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റിലോ ടെമ്പറേച്ചർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ. അപ്പോൾ അതിനർത്ഥം എന്താ? T1/T2 ഈക്വൽ ടു ലാംഡ 2/λ1 ആണ്. ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി ആണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ എനിക്കിവിടെ എന്ത് കൊടുക്കാം? T1/T2 എന്ന് കൊടുത്തോളൂ. ഇവിടെ ലാംഡ 2/λ1 എന്ന് കൊടുക്കാം. വിത്ത് പവർ 4 പവർ ആണ്. ഫൈൻ. അപ്പോൾ അതാ നോക്കി മക്കളെ, ഇത് ഇവിടെ നിന്ന് പോയി, ഇവിടെ r² പോയി. ഡിനോമിനേറ്ററിൽ ആര് വരും? ഒരു 1/4 വരും. ആൻഡ് ഒരെണ്ണത്തിൻ്റെ ലാംഡ 2 ആണ്, മറ്റേതിൻ്റെ ലാംഡ 1 ആണ്. ആൻഡ് ലാംഡ 2 ലാംഡ റേസ് ടു 4/λ റേസ് ടു 4. സോ ഇത് പോയി. സോ വാട്ട് ഇസ് ആൻസർ? 4:1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ എങ്ങനെ വന്നേ? ന്യൂമറേറ്ററിൽ 2 raised to 4 ഉണ്ട്. 2 raised to 4 means what? 2 into
2 into 2 into 2. ഡിനോമിനേറ്ററിൽ ഒരു 4 ഉണ്ട്. സോ ദ ആൻസർ വിൽ ബി 4:1 ആണ് നമ്മുടെ ആൻസർ. ഫൈൻ. Now let's go to the next question. It's a wonderful question. പലപ്പോഴും നമുക്ക് എക്സാമിനേഷന് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് ചോദിക്കാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താ നോക്കാം. ഇതാണ് റോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഫൈൻ. 5:4:1. വണ്ടർഫുൾ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ റോഡ്. 3 റോഡ്സ് ഉണ്ട്. ഓക്കെ, 100 ഡിഗ്രി ആണ്. മറ്റു രണ്ടെണ്ണങ്ങൾ 50 ഡിഗ്രിയും 0 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ? ടെമ്പറേച്ചർ ഓഫ് ദെയർ ജംഗ്ഷൻ, അവരുടെ നടുക്കുള്ള ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻ. അപ്പോൾ നോക്കാം. ടെമ്പറേച്ചർ ഓഫ് ദി ജംഗ്ഷൻസ് ചോദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ടെമ്പറേച്ചർ ഓഫ് ദി ജംഗ്ഷൻ ചോദിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ദർ ആർ വൺ പെർട്ടിക്കുലർ റോഡ്, ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ റോഡുകൾ അവിടെ എന്ത് ചെയ്യാനുണ്ടാവണം? ടെമ്പറേച്ചർ കൊടുക്കാനുണ്ടാവണം. ബാക്കി ഉള്ള ആളുകൾ ആ ടെമ്പറേച്ചർ വാങ്ങാനുണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ആരാണ് ടെമ്പറേച്ചർ കൊടുക്കുന്നത്, ആരാണ് ടെമ്പറേച്ചർ വാങ്ങുന്നത്. അപ്പോൾ നോക്കി, ഒരു സംശയമില്ല, 100 ആണ്, 50 ആണ്, 0 ആണ്. നമുക്ക് തീരുമാനിക്കാം ആര് കൊടുക്കുക. എപ്പോഴും ഹയർ ടെമ്പറേച്ചറാണ് കൊടുക്കുക. അപ്പോൾ ഹയർ ടെമ്പറേച്ചർ 100 കൊടുത്തു, 50 കൊടുത്തു, 0 വാങ്ങുന്നു, 0 ആണ് വാങ്ങുന്നത്. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം എല്ലാവർക്കും ഒരു കോമൺ ടെമ്പറേച്ചർ ഉണ്ടാവും, T. ആ ടെമ്പറേച്ചർ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി നമുക്ക് എഴുതാം. എന്ത്? റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, എന്താ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ആദ്യം 3K കൊടുക്കുന്നു. സോ അവൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K∆T/L. K∆T എത്രയാ? 100 - T ഡിവൈഡഡ് ബൈ L. L എന്താ? കോമൺ ലെങ്ത് ആണ്. നോക്കിയേ, സെയിം ഡയമെൻഷൻ ആണ്. സോ ഞാൻ ഇവിടെ എഴുതുന്നതും എഴുതാതിരിക്കുന്നതും എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, സോ പ്ലസ് ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാ? റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാ? 2K 50 - L ഡിവൈഡഡ് ബൈ L ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഹൂ ഇസ് റിസീവിങ് ദിസ് ടെമ്പറേച്ചർ? ഈ ഹീറ്റ് ആരാണ്? റേറ്റ് ഓഫ് ഹീറ്റ് ആരാ? വാങ്ങുന്നത് ആരാ? 0 ഡിഗ്രി. സോ K into 0 - T എന്നല്ല എഴുതുക, T - 0 because the temperature is increasing ആണ്. ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസിങ്. സോ T ഡിവൈഡഡ് ബൈ L ആണ്. ഫൈൻ. സോ നമ്മൾ എല്ലാ വാല്യൂസും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വാല്യൂസും കട്ട് ചെയ്തു. K എല്ലാം പോയി. ആൻഡ് ഫൈനലി നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ? സോ 300 - 3T പ്ലസ് 100 - 2T equal to T. So temperature solve via will get 200/3. So the common temperature will be option 2 കിട്ടും. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഹീറ്റ് കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക, ആരാണ് ഹീറ്റ് വാങ്ങുന്നത് എന്ന് ശ്രദ്ധിക്കുക, അവരുടെ ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതുക. എപ്പോഴും ശ്രദ്ധിക്കുക ആരാണ് ഹയർ ടെമ്പറേച്ചർ എന്ന് നോക്കണം, ആരാണ് ലോവർ ടെമ്പറേച്ചർ എന്ന് നോക്കണം. ഫൈൻ. Now let's go to the question number 8. നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. A piece of ice falls from a height h so that it melts completely. 1/4 of the heat produced is absorbed by the height and all the energy of the ice get converted into heat during its fall. The value of the height is. എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നീറ്റിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. NCERT എക്സസൈസിൽ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ പീസ് ഓഫ് ഐസ് ഫോൾസ് ഫ്രം സർട്ടൻ ഹൈറ്റ്. ഓക്കെ, അത് ഒരു ഐസ് മുകളിൽ നിന്ന് വീഴുന്നുണ്ട്, ശേഷം അത് കംപ്ലീറ്റ്ലി മെൽറ്റ് ആവുന്നു. 1/4 ഓഫ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇസ് അബ്സോർബ്ഡ് ബൈ ദ ഹൈറ്റ് ആൻഡ് ഓൾ ദ എനർജി ഓഫ് ദ ഐസ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. താഴേക്ക് വീഴുമ്പോൾ ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ ചൂടാവുന്നത് എങ്ങനെയാണ്? 1/4 ഓഫ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഉണ്ടായതിൽ 1/4 ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിൽ 1/4 എന്ത് ചെയ്യുന്നുണ്ട്? ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റിൽ നിന്നാണ് ഇവൻ വീഴുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഉള്ള എനർജി അവൻ ആരാ? ഇവിടെ ഉള്ള എനർജി എന്ന് പറഞ്ഞാൽ പ്യുവർലി പൊട്ടൻഷ്യൽ എനർജിയാണ്. അറ്റ് സർട്ടൻ ഹൈറ്റിൽ നിന്നാണ് അവൻ വീഴുന്നത്. റൈറ്റ്. ഈ വീഴുന്ന ഹൈറ്റാണ് എന്തായിട്ട് മാറുക? ഈ എനർജിയാണ് എന്ത് എനർജി ആയിട്ട് മാറുക? ഹീറ്റ് എനർജി ആയിട്ട് മാറുക. ലൈക്ക് മുകളിൽ നിന്ന് വീഴുമ്പോൾ എനർജി, പൊട്ടൻഷ്യൽ എനർജി, അത് താഴേക്ക് വരുമ്പോൾ ഹീറ്റ് എനർജി, തെർമൽ എനർജി ആയിട്ട്, ബിക്കോസ് ഓഫ് ദ എയർ റെസിസ്റ്റൻസ് തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും.
ആ ഹീറ്റിൻ്റെ എന്ത് മാത്രമേ കൺവേർട്ട് ആവും, 1/4 ഓഫ് ദ ഹീറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഐസിനെ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ, മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. സോ നമുക്ക് പറയാൻ കഴിയും എന്ത്, MgHൻ്റെ 1/4, MgH ആയിരുന്നു നമുക്ക് ഇനീഷ്യലി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എനർജി, ആ എനർജിയുടെ 1/4 ആണ് എന്ത് ഉപയോഗിക്കുന്നത്, മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ മെൽറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ML എന്താണ്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് മാസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം, മാസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. H ആണ് ചോദിച്ചിട്ടുള്ളത്, H is equal to 2 into latent heat of fusion. അത് ഇവിടെ തന്നിട്ടുണ്ട്, ഐസിന് തന്നിട്ടുണ്ട്. ആൻഡ് 2 അല്ല, ഹിയർ ഇറ്റ് ഇസ് 4. നമുക്ക് 4 into L into ഡിവൈഡഡ് ബൈ G ആണ് എൻ്റെ H ആയിട്ട് വരിക. വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര വാല്യൂസ് നോക്കിയാൽ കൊടുത്തിട്ടുള്ളത്, 4 into 3.4 ഡിവൈഡഡ് ബൈ 3.4 into 10 raised to 5 divided by 10. മക്കളെ ഏതാ ഓപ്ഷൻ കിട്ടുക, ഓപ്ഷൻ വിൽ ബി 136,000 meters. We'll get it in meters. So that's equal to 136 kilometers ആണ് ആൻസർ കിട്ടുക. ഓക്കെ, സോ എന്താണ് കൺസെപ്റ്റുള്ളത്, കൺസെപ്റ്റുള്ളത് ഒരു ഐസ് വെൻ ഇറ്റ് ഇസ് ഫോളിങ് ഫ്രം സർട്ടൻ ഹൈറ്റ്, അതിന് എന്ത് എനർജിയാണ് ഉള്ളത്, പ്യുവർലി പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത്. ആ എനർജിയാണ് താഴോട്ട് വരുമ്പോൾ ബിക്കോസ് ഓഫ് ദി എയർ റെസിസ്റ്റൻസ് എന്തായി മാറുന്നത്, തെർമൽ എനർജി ആയിട്ട് മാറുന്നത്. ആ തെർമൽ എനർജിയുടെ 1/4 എന്താവുന്നുള്ളൂ, ഐസ് മെൽറ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റ് ആണ്, സോ നമ്മൾ എന്ത് ചെയ്തു, തെർമൽ എനർജിനെ ML ആയിട്ട് ഇക്വേറ്റ് ചെയ്തു, അതിൽ നിന്ന് H കണ്ടുപിടിച്ചു. ഡൺ. ഓക്കെ ഫൈൻ. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തെർമൽ പ്രോപ്പർട്ടീസിലെ റേറ്റ് ഓഫ് ഹീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി എന്താ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു പല എക്സാമുകളിലും നീറ്റിൻ്റെ പല പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്, ഫോർമുല ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ഫോർമുല ചോദിച്ചിട്ടുണ്ടാവും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പറഞ്ഞത്, 2 rods of length L and a uniform cross sectional area A are kept at a temperature T1 and T2. The rate of heat transfer is, the rate of heat transfer ആണ് ചോദ്യം. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എപ്പോഴും ഓർത്ത് വെക്കുക മക്കളെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dq by dt, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എന്ന് പറഞ്ഞാൽ ഏരിയ കൂടിയാൽ, നമ്മൾ നേരത്തെ തിയററ്റിക്കൽ സെഷൻ പറഞ്ഞിരുന്നു, ഏരിയ കൂടി കഴിഞ്ഞാൽ എന്ത് കൂടും, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. ആൻഡ് ടെമ്പറേച്ചർ ഡിഫറൻസ്, നല്ല ചൂടുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഒരെണ്ണം തണുത്ത വെള്ളവും മറ്റേത് ചൂട് വെള്ളവുമാണെങ്കിൽ there will be high heat transfer. So directly proportional to and ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഓക്കെ, സോ ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, സോ ഇതൊക്കെ ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾക്ക് അറിയണം, ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. ഫൈൻ. സോ ഇവിടെ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ പോസ് ചെയ്യാണ്. സോ അഗെയിൻ ഐ എം റിമൈൻഡിങ് മക്കളെ, ഫോർമുല കണ്ടന്റ് വൈസ് കുറേ ഫോർമുലയിലുള്ള ചാപ്റ്ററാണ് തെർമൽ പ്രോപ്പർട്ടീസ്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സെഷനും കവർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഫോർമുല ബേസ്ഡ് നിങ്ങളുടെ കയ്യിലുള്ള ഫോർമുല ഷീറ്റ് തറോ ആയിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സ് നമ്മൾ ചെയ്യാൻ നോക്കുക. ഫൈൻ. സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ലെറ്റ്സ് ഡു ദ തെർമോഡൈനാമിക്സ്. ഓക്കെ മക്കളെ, തെർമോഡൈനാമിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തെർമോഡൈനാമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തെർമോഡൈനാമിക്സിനെ കുറിച്ച് നമുക്ക് പറയാം. എന്താണ് തെർമോഡൈനാമിക്സ്, എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ പഠിക്കേണ്ടത് എന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കടക്കാം. എന്തൊക്കെയാണ് തെർമോഡൈനാമിക്സിൽ ആദ്യം നമുക്ക് അറിയേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ തെർമോഡൈനാമിക്സിൽ നമുക്ക് അറിയേണ്ട ബേസിക് തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയണം എന്ത്, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് സീറോത്ത് ലോൻ്റെ കൺസെപ്റ്റ് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ദെൻ കംസ് എന്താണ് ഡിഫറെൻറ്റ് പ്രോസസ്സസ്, ഐസോബാറിക്, ഐസോതെർമൽ, അഡേബാറ്റിക്, ഐസോകോറിക്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് അറിയണം. നമുക്കറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, അഡേബാറ്റിക് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. ഫൈൻ. Then comes the first law of thermodynamics. എന്താണ് ഫസ്റ്റ് law of thermodynamics? The amount of heat given is equal to the work done plus increase in internal energy. Delta Q is equal to delta U plus delta W. ഇത് മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്ക് എന്തറിയണം? ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതാണ്. ഡെൽറ്റ Q is equal to delta U plus
ഡെൽറ്റ ഡബ്ല്യു എപ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് പോസിറ്റീവ് ആവുന്നത്, ഡെൽറ്റ ക്യൂ പോസിറ്റീവ് ആവുന്നത്, ഡെൽറ്റ യു നെഗറ്റീവ് ആവുന്നത്, ഡെൽറ്റ ഡബ്ല്യു പോസിറ്റീവ് ആവുന്നത്, ഡെൽറ്റ യു നെഗറ്റീവ് ആവുന്നത്, ഇതൊക്കെ നമുക്ക് വേറെ 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 തന്നെ അറിയണം. NCP ഡെൽറ്റ ടി ആണ്, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു NCV ഡെൽറ്റ ടി ആണ്, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു P ഡെൽറ്റ വി ആണ്. ഓക്കെ, ദിസ് ആൻഡ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരാളാണ് എന്ത്, CP, CV ആൻഡ് R. CP എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്, CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്, ആൻഡ് R ഇസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. സോ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള മേയേഴ്സ് റിലേഷൻ നമുക്ക് അറിയണം ഇൻ ടേംസ് ഓഫ് ജൂൾ ആൻഡ് മോൾ. സോ അതിൻ്റെ CP മൈനസ് CV ഇസ് ഈക്വൽ ടു R ഇൻ ടേംസ് ഓഫ് മോളും മാസും വേറെ വേറെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ. കാരണം ക്വസ്റ്റ്യനിൽ ശരിക്കും നോക്കണം, മാസ് ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, അല്ലല്ല ഇൻ ടേംസ് ഓഫ് മോൾസ് ആണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്ന് കൃത്യമായിട്ട് നോക്കണേ. ഫൈൻ. കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സും ഫിസിക്സിലെ തെർമോഡൈനാമിക്സും കണ്ടീഷൻ പ്ലസ് ആൻഡ് മൈനസ് മക്കളെ വേറെ വേറെയാണ്. കെമിസ്ട്രിയിലെ വർക്ക് ഡൺ ഇൻ പോസിറ്റീവ് അല്ല, ഫിസിക്സിലെ വർക്ക് ഡൺ ഇൻ പോസിറ്റീവ്, നേരെ തിരിച്ചാൽ വരിക. അതുപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു കെമിസ്ട്രിയിലത് ഇൻക്രീസ് എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഇറ്റ് ഇസ് നെഗറ്റീവ്. വർക്ക് ഡൺ അതേപോലെ തന്നെ വർക്ക് ഡണ്ണും പോസിറ്റീവ് ആകുമ്പോഴും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കെമിസ്ട്രിയിൽ. സോ അത് രണ്ടും മിക്സപ്പ് ആക്കരുത്, ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഫൈൻ. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ്. ഇതാണ് തെർമോഡൈനാമിക്സ് എന്ന് ഫസ്റ്റ് ലോ ആൻഡ് തെർമോഡൈനാമിക്സിൻ്റെ ലോസ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് അതിനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ 0th law is related to എന്നാണ് 0th law റിലേറ്റഡ് ഉള്ളത് സൈൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. 0th law is related to നമ്മൾ ആദ്യം പറഞ്ഞു തെർമൽ ഇക്വിലിബ്രിയം ആണ് 0th law. ഫൈൻ. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ, സെലക്ട് ദ ഇൻകറക്റ്റ് റിലേഷൻ ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഇൻകറക്റ്റ് റിലേഷൻ നമുക്ക് നോക്കുക എന്നുള്ളത്. ബിക്കോസ് ഇതിലെ ഇൻകറക്റ്റ് റിലേഷൻ കണ്ടുപിടിക്കാനാണ് വളരെ ബുദ്ധിമുട്ട്. കാരണം അതിലെ 3 കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ റിലേഷനും അറിയണം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്തത്. എല്ലാ റിലേഷനും നമുക്കറിയണം. ഇതറിയണം CP is equal to ഗാമ R by ഗാമ മൈനസ് 1. ഇത് കറക്റ്റാണ്. ഇത് നിങ്ങളുടെ ഫോർമുല നോട്ടിൽ നിങ്ങൾ വൃത്തിയായിട്ട് സ്പെസിഫിക് ആയിട്ട് നല്ല കോളം വരച്ച് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേഗം കത്തണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയണേ. ആൻഡ് ദിസ് ഇസ് മേയേഴ്സ് റിലേഷൻ, ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമ്മൾ നേരത്തെ പറഞ്ഞു NCV ഡെൽറ്റ ടി ആൻഡ് CV is a specific heat at constant volume. നമുക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ we will get the relation. എഴുതിക്കോ, ഡെൽറ്റ U is equal to P final V final minus P initial V initial and ഗാമ മൈനസ് 1 ആണ്. അതല്ലാതെ 1 മൈനസ് ഗാമ അല്ല, 1 മൈനസ് ഗാമ അല്ല. So this is wrong and CV is equal to R divided by ഗാമ മൈനസ് 1. സോ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെക്കണേ. ബിക്കോസ് ഈ സാധനം നമുക്ക് എവിടെയും ആവശ്യമുണ്ട്. ഈ സാധനം നമുക്ക് കൈനറ്റിക് തിയറിയിലും ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണോ. ഓക്കെ, കൈനറ്റിക് തിയറിയിൽ നമുക്ക് ആവശ്യമുണ്ട്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയോ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ഡൺ ഇൻ ദ സൈക്ലിക് പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ ഇസ്. ഓക്കെ, സൈക്ലിക് പ്രോസസ്സിൽ ഉള്ള വർക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നോക്കുക, നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി സെഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എന്ത്, നമ്മൾ ഗ്രാഫ് തന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആരാണ് ഗ്രാഫ്, പ്രഷർ വേഴ്സസ് വോളിയം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു രണ്ട് കാര്യങ്ങളെ നമുക്ക് ഗ്രാഫിൽ നിന്ന് വരൂ. ഒന്ന് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, പിന്നെ ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പിനെ കൊണ്ടല്ല കാര്യം, ഇവിടെ നമുക്ക് ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് കാര്യം ഉണ്ടാവുക. ആൻഡ് ഗ്രാഫ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ എപ്പോഴും നോക്കുക മക്കളെ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ് ആസ് ഇറ്റ് ഈസ് ആസ് ലൈക്ക് ദി കംപ്രഷൻ ആണ്, കംപ്രഷൻ പോലെയാണ് വി കൺസിഡർ. ആൻഡ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് വിൽ ബി, we have to take it as negative because anti clockwise ആയതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യുന്നത്. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എടുക്കുമ്പോൾ ഇത് ഏത് ഷേപ്പ്, ആസ് ലൈക്ക് എ സർക്കിൾ ആണ്. സോ ദ ഏരിയ വിൽ ബി പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റൂല. ബിക്കോസ് ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, പിന്നത്തെ വേരിയബിൾ പ്രഷർ ആണ്. സോ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 3V. സോ ദ ആൻസർ വിൽ ബി 2V ഇൻറ്റു 3PP. സോ ദ ആൻസർ വിൽ ബി 2P. ആൻഡ് പൈനെ നമുക്ക് എന്ത് എഴുതാം, മൈനസ് 22/7 എന്ന് എഴുതാം. സോ 22/7 ആൻഡ് ഇതിൻ്റെ ഡിഫറൻസ്, ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ /2. ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ /2. ബിക്കോസ് എനിക്ക് വേണ്ടത് ഇത് ഫുള്ളല്ല, ഇതിൻ്റെ റേഡിയസ് ആണ്. ബിക്കോസ് ഏരിയ ഓഫ് ആസ് ലൈക്ക് എ സർക്കിൾ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് റേഡിയസ് എടുക്കണം. സോ ഇത് ഡയമീറ്റർ ആണ്. സോ ദ ആൻസർ വിൽ ബി എന്ത് വരും, P
P0 V0. So option will be option 3 ആണ് correct. Okay, fine. So let's go to the next question. എന്താ question നോക്കാം. Okay, question നോക്കിയേ. In thermodynamic processൽ fixed gas it changes in the manner that such that the gas releases ആണ്. അപ്പോൾ അണ്ടർലൈൻ ചെയ്യാണ് ഞാൻ. gas releases 20 joule of heat റിലീസ് ചെയ്യാണ് and 8 joule of work is done on the gas. Okay, on the gas. Initial internal energy is 30 degree. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഇന്റേണൽ എനർജി ആണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ, റിലീസസ് ആണ്. റിലീസ് ചെയ്യുമ്പോൾ അഗെയിൻ ഐ എം സെയിങ് റിലീസ് ചെയ്യുമ്പോൾ മക്കളെ ഇറ്റ് വിൽ ബി -20 ജൂൾ ആണ് റിലീസ് ചെയ്യുമ്പോൾ. ആൻഡ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ ആണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. വർക്ക് ഇസ് ഡൺ ഓൺ ദ ഗ്യാസ്. കെമിസ്ട്രിയിൽ ആരോ പറഞ്ഞിരുന്നു ഓണും ബൈയും തെറ്റിപ്പോകുന്നു എന്ന്, റൈറ്റ്? സോ ഓൺ ദ ഗ്യാസ് ഇസ് നെഗറ്റീവ് എത്രയാണ്? 18 ആണ്. സോ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഡെൽറ്റ യു ഈക്വൽ ടു -20 പ്ലസ് 18, റൈറ്റ്? സോ എനിക്ക് ആൻസർ കിട്ടും ഡെൽറ്റ യു ഈക്വൽ ടു എത്രയാണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? -20 ആണ്. ദെൻ കംസ് എത്ര മക്കളെ? -18 അല്ല 8 ആണ് അല്ലേ? 18 അല്ല 8 ആണ്. സോ ഇറ്റ് ഇസ് -8 ആണ്. ഞാൻ എഴുതിയത് 18 എന്നാണ്. സോ ഇറ്റ് വിൽ ബി -8 പ്ലസ് 8 ആവും. സോ ദ ആൻസർ വിൽ ബി -12 ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി -12 ആണ്. സോ യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ -12 ആണ്. സോ എന്നോട് ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്? വണ്ടർഫുൾ, വെരി ഗുഡ് അബി, വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. അസ്ന കറക്റ്റ് ആണ്. സോ ഇനീഷ്യലി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇനി ഫൈനൽ യു ഫൈനൽ -30 ഈക്വൽ ടു -12. സോ യു ഫൈനൽ ഇസ് ഈക്വൽ ടു 30 പ്ലസ് 30 -12. സോ ദ ആൻസർ ഇസ് 18 ജൂൾ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ് നന്ദന, വെരി ഗുഡ് കൺസെപ്റ്റ്, വെരി ഗുഡ്, വണ്ടർഫുൾ, ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞേ. ക്ലിയർ അല്ലേ? ഫൈൻ. ഓക്കെ ദാ നോക്കിക്കോട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? യെസ്, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കാം. അതേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നോക്കിയേ. certain amount of ideal monoatomic gas needs 20 joule of heat energy to raise the temperature by 10 degree at constant pressure. The heat needed for the same temperature at constant volume will be. എന്താ ചോദിച്ചത്? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ മക്കളെ. ആദ്യം ചോദിച്ചത് എന്താ? 20 ജൂൾ ഓഫ് ഹീറ്റ് ആണ് എന്ത്? 10 ഡിഗ്രി റൈസ് ചെയ്യാൻ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ 10 ഡിഗ്രി റൈസ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ എങ്കിൽ ദ ഹീറ്റ് റിക്വയർഡ് ഫോർ ദ സെയിം ടെമ്പറേച്ചർ റൈസ് ഇൻ കോൺസ്റ്റന്റ് വോളിയം ആണ് ചോദ്യം. ആദ്യം കോൺസ്റ്റന്റ് പ്രഷറിലെ ഉള്ള ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോ ദാറ്റ് ഇസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു, എനിക്കറിയാം ഫോർമുല, NCP ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഇനി ഇതാണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 20 ജൂൾ ആണ്. സോ 20 ഈക്വൽ ടു NCP. എത്ര ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? എത്ര? 10 ഡിഗ്രി. സോ ഇവിടെ നമുക്ക് 10 ഡിഗ്രി എന്ന് കൊടുക്കാം. ഇനി ചോദ്യം എന്താ? ഇനി ചോദ്യം ഇതേ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ എനിക്ക് എവിടെ വേണം? അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ വേണം. സോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എനിക്ക് ഡെൽറ്റ യു ആണ് എൻ്റെ ആൻസർ. സോ NCV അഗെയിൻ ഡെൽറ്റ ടി ഇസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ മക്കളെ എനിക്കറിയാം CP/CV ആണ് ഗാമ എന്ന് പറഞ്ഞാൽ. സോ എനിക്ക് CVന് എന്തെഴുതാം? CVന് എനിക്ക് CP/ഗാമ എന്നെഴുതാം. സോ ഇവിടെ നമ്മൾ എഴുതുകയാണ് CP/ഗാമ ഡെൽറ്റ ടി. അപ്പോൾ താ നോക്കിയോ, ഡെൽറ്റ ടി ആരാണ്? ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ഇത്രയും പേരെ എനിക്ക് കണ്ടുപരിച്ചിട്ടുണ്ട്. അവനാരാ? ഇത്രയും പേര് എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 20/ഗാമ എന്ന് കിട്ടും. സോ ഗാമ എത്ര മക്കളെ? 5/3 ആണ് ഗാമ. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് മോണോ ആറ്റോമിക്. ബൈ ഹാർട്ട് പഠിക്കണേ. ഗാമ ഫോർ മോണോ ആറ്റോമിക് ഇസ് 5/3. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇറ്റ് ഇസ് 5/3. സോ ഇറ്റ് ഇസ് 4 × 3. ദ ആൻസർ ഇസ്
12 joule. Abhi, wonderful, very good. Okay, so the answer is 12 joule. 12 joule. Okay alle makkale, clear alle? Clear alle parne? Okay, set ആണ് അല്ലേ? Clear alle? Fine. B ആണ് Asna, very good. Okay, fine. So now let's go to the next question. നോക്കാം question ഏതാ നോക്കാം. Question നോക്കി മക്കളെ. In the figure shows, എന്താണ് figure നോക്കാം. ഈ ഫിഗറിൽ എന്താ നമുക്ക് കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഓക്കെ, വണ്ടർഫുൾ. അബി, അസ്ന, ക്ലിയർ ആണ്, കറക്റ്റ് ആണ്. ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഇത് എന്താ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഫിഗർ തന്നിട്ടുള്ളത് പ്രഷർ വേഴ്സസ് വോളിയം ആണ്. ഓക്കെ, അപ്പോൾ പ്രഷർ വേഴ്സസ് വോളിയത്തിൽ നമുക്ക് ഏത് റിലേഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് ഇത് ആക്ച്വലി ഏരിയ, ഇത് നോക്കിയേ എക്സ്പാൻഷൻ ആണ്, രണ്ടും എക്സ്പാൻഷൻ ആണ്. ബട്ട് മുകളിലെ എ ആണ് കൂടുതൽ ഏരിയ സബ്സ്റ്റൻഡ് ചെയ്യുന്നത് ബിലോ ദ ഗ്രാഫ്. ഓക്കെ, കൂടുതൽ ഏരിയ സബ്സ്റ്റൻഡ് ചെയ്യുന്നത് എ ആണ്. സോ ഒരു കാര്യം ഉറപ്പിക്കാം, വർക്ക് ഡൺ ബൈ എ മസ്റ്റ് ബി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വർക്ക് ഡൺ ബൈ 2 ആണ്. ഓക്കെ, വർക്ക് ഡൺ ബൈ എ 1 ഓർ എ ഓർ ബി ഓർ വട്ട് എവർ ഇറ്റ് മേ ബി, അത് ഗ്രേറ്റർ ആണ്. കാരണം എ എന്ന് പറഞ്ഞാൽ ഇറ്റ് സബ്സ്റ്റൻസ് ഹയർ ഗ്രാഫ് ബിലോ ദി എക്സ് ആക്സിസ്, വോളിയത്തിൻ്റെ ഹയർ ഗ്രാഫ് ആണ് ആസ് കമ്പയർ ടു ബി. നമുക്ക് ഓൾറെഡി അറിയാം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ് എൻ്റെ എന്തായിട്ട് വരിക, എൻ്റെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട് ഫോർമുലയായിട്ട് വരിക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവൻ കൂടിക്കഴിഞ്ഞാൽ ആര് കൂടും? ഡെൽറ്റ ക്യൂ കൂടും. ബിക്കോസ് ഇവിടെ അടുത്ത പോയിന്റ് നോക്കാം. ഇവിടെ നോക്കിയേ, ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഈസ് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. സോ ഇനീഷ്യലും ഫൈനലും രണ്ട് പേർക്കും സെയിം ആണ്. ശ്രദ്ധിക്കണം മക്കളെ, എനെ സംബന്ധിച്ചിടത്തോളം ബിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. സെയിം ആണെങ്കിൽ അവരുടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് സെയിം ആയിരിക്കും. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് സെയിം ആയിരിക്കും. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ 4. അബി, അസ്ന. ഓക്കെ, വണ്ടർഫുൾ. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഫൈൻ. സെറ്റ് അല്ലേ മക്കളെ, പറഞ്ഞേ ഓക്കെ അല്ലേ? ഓക്കെ, ജിംഷ കറക്റ്റ് ആണ്, മുഫീദ 4 ആണ്. ഓക്കെ, ഫൈൻ. Now let's go to the last question from the thermodynamics. നോക്കാം ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. നോക്കിയ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിയേ. The figure shows the PV diagram of thermodynamic cycle which corresponding to the curve is correct. ഏത് ഗ്രാഫാണ് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ഉള്ളത്? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, പി വി ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കാം, ഏതാ ക്വസ്റ്റ്യൻ നോക്കിയേ. പി വി ഡയഗ്രാം ആണ്. അപ്പോൾ പി വി ഡയഗ്രാം ആകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയണം ആരൊക്കെ തമ്മിലാണ് ക്വസ്റ്റ്യൻ നോക്കാം. ആരൊക്കെ തമ്മിലാണ് ക്വസ്റ്റ്യൻ? എ ടു ബി. എ ടു ബി എന്നുള്ളത് എന്ത് പ്രോസസ്സാണ്? എ ടു ബി എന്ന് പറഞ്ഞാൽ ഏതാ പ്രോസസ്സ്? ഏതാ? അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സി, കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇതാ ബി ടു സി എന്ന് പറഞ്ഞാൽ നോക്കിയേ, ബി ടു സി എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് നോക്കിയേ, സി ടു ഡി എന്ന് പറഞ്ഞാൽ അഗെയിൻ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. പിന്നത് ഡി ടു എ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ആരാണ് കോൺസ്റ്റൻറ്റ്? ഡി ടു എ എന്ന് പറഞ്ഞാൽ പ്രഷറാണ് കോൺസ്റ്റൻറ്റ്. ഫൈൻ. അപ്പോൾ ദാ ഈ കാണുന്ന വേരിയബിൾസ് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഈ കാണുന്ന വേരിയബിൾസ് വെച്ചിട്ട് വേണം നമുക്ക് അനലൈസ് ചെയ്യാൻ. ആരെ? ഓപ്ഷൻസ് അനലൈസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഏതാ ഓപ്ഷൻസ് നോക്കിയേ? പ്രഷർ, കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ പി വി ഈക്വൽ ടു എൻ ആർ ടി. സോ നമ്മൾ എഴുതാണ് പി വി ഈക്വൽ ടു എൻ ആർ ടി. സോ ഇവിടുത്തെ ഗ്രാഫ് ആരൊക്കെ തമ്മിലാണ്? എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അപ്പം തന്നെ ഓപ്ഷൻസ് നോക്കണം. എല്ലാ ഗ്രാഫും പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. പ്രഷർ, ടെമ്പറേച്ചർ. സോ പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ആകുമ്പോൾ ബാക്കി എല്ലാവരെയും നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. സോ പ്രഷർ, ഫസ്റ്റ് ഗ്രാഫ് നോക്കാം നമുക്ക്. പ്രഷർ ഈക്വൽ ടു എൻ ആർ ബൈ വി ആൻഡ് ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നോക്കിയ മക്കളെ? പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫിൽ ഇതൊരു കോൺസ്റ്റൻറ്റ്, ഇതൊരു കോൺസ്റ്റൻറ്റ്. ഫസ്റ്റത്തത് എ ബി എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റൻ്റാ. So that means it is similar to y equal to mx plus c. M is the nothing but the slope and it is a straight line, equation of a straight line passing through origin. So AB നെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ കാണിക്കുന്ന ഒരേ ഒരു ഗ്രാഫ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇത് എ ഡി. ഓക്കെ, എ ബി നോക്കിയേ, എ ബി എന്തിലൂടെ പാസ് ചെയ്യില്ല? ഒറിജിനിലൂടെ പാസ് ചെയ്യില്ല.
ഒറിജിനിലൂടെ പാസ് ചെയ്യില്ല. പിന്നെ നോക്കിയേ എ ബി ഇതാ ഇറ്റ് ഈസ് നോട്ട് ആൻഡ് എ ബി നോക്കിയേ ഒറിജിനിലൂടെ പാസ് ചെയ്യില്ല. സോ ദ കറക്റ്റ് വൺ ഇസ് ഓൺലി ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ ഫൈൻ. Now let's go to the last question. Okay, thermodynamics le last question, pressure versus വോളിയത്തിൻ്റെ ഗ്രാഫിൻ്റെ അതേ പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. വർക്ക് ഡൺ നോക്കി മക്കളെ, വർക്ക് ഡൺ കാണണം നമുക്ക്. വർക്ക് ഡൺ കാണുമ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യൻ തമ്മിൽ എന്താ വ്യത്യാസം നോക്കിയേ. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ പറഞ്ഞു ഗ്രാഫ് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഗ്രാഫ് ആരൊക്കെ തമ്മിലാണ്, വോളിയം വേഴ്സസ് പ്രഷർ. നോർമലി സാധാ സീതാ ക്വസ്റ്റ്യൻ എങ്ങനെ വരികയെന്നറിയോ, പ്രഷർ വൈ ആക്സിസിൽ വോളിയം എക്സ് ആക്സിസിൽ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എങ്ങനെയാ വോളിയമാണ് വൈ ആക്സിസിൽ, പ്രഷർ. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റൂല, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് എനിക്കുള്ളത് എന്ത് ഗ്രാഫല്ല, പി വി ഗ്രാഫല്ല, പ്രഷർ വേഴ്സസ് വോളിയം ഗ്രാഫല്ല, വോളിയം വേഴ്സസ് പ്രഷർ ഗ്രാഫാണ്. സോ ഞാൻ കാണേണ്ടത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് തന്നെയാണ്, പക്ഷേ ഗ്രാഫിലെ ഏരിയ എങ്ങനെയാവണമെന്ന് മാത്രം, ഇങ്ങനെ ആവണമെന്ന് മാത്രം. ഓക്കെ, ഇതാണ് ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇതിൽ നോക്കിയേ, ഇതാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫായിട്ട് വരിക. അപ്പോൾ ഇത് ആരാണ്, ഇതൊരു ട്രപ്പീസിയമാണ്. ട്രപ്പീസിയത്തിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ ചെയ്തതാണ്, നമ്മൾ ലോസ് ഓഫ് മോഷനിലും വർക്ക് എനർജി എടുത്തപ്പോൾ. അബി വണ്ടർഫുൾ, ഗ്രേറ്റ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് കറക്റ്റ്. സോ ട്രപ്പീസിയത്തിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു, ഹാഫ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ് ഇൻറ്റു ഹൈറ്റ് ആണ് പ്രോബ്ലം. സോ ഇവിടെ ഹൈറ്റ് കിട്ടി, സം ഓഫ് ദി പാരലൽ സൈഡ് ഒരെണ്ണം 10 കിലോ പാസ്കലാണ്, ഒരെണ്ണം 30 കിലോ പാസ്കലാണ്. സോ പൊക്കിക്കൊണ്ട് ഈ വാല്യൂവിൽ കൊടുക്കുക, ഹാഫ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാരലൽ സൈഡ് ഏതൊക്കെയാണ്, ഇതാണ് ഇതിൻ്റെ പാരലൽ സൈഡ്, റൈറ്റ്. ഇതിന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പാരലൽ സൈഡ്, ഈ 30 കിലോ പാസ്കലും 10 കിലോ പാസ്കലും തമ്മിലാണ് പാരലൽ ആയിട്ടുള്ളത്. അത് രണ്ടും ആഡ് ചെയ്യുക. ഓക്കെ, നല്ല ട്വിസ്റ്റാണ് നിഹാൽ. ഓക്കെ, അത് രണ്ടും ആഡ് ചെയ്യുക ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് എടുക്കുക. ആ ഒരു ഹൈറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വിൽ ഗെറ്റ് 0.03 ആണ് നമുക്ക് ഗ്രാഫായിട്ട് ആൻസറായിട്ട് കിട്ടുക. ഫൈൻ, ഓക്കെ അല്ലേ മക്കളെ, പറഞ്ഞേ ഓക്കെ ആണ്. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. നോക്കാം നമുക്ക് കൈനറ്റിക് തിയറി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ട ബേസിക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, കൈനറ്റിക് തിയറിയാണ്. കൈനറ്റിക് തിയറി ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് ഒന്ന് ബേസിക്സ്. വാട്ട് ആർ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാത്തിൻ്റെ ടേംസിൽ അറിയണം. ഇൻ ടേംസ് ഓഫ് മോൾസ് അറിയണം, ഇൻ ടേംസ് ഓഫ് മോളിക്കുലർ മാസ് അറിയണം, ഇൻ ടേംസ് ഓഫ് ആർ അറിയണം, ഇൻ ടേംസ് ഓഫ് കെ അറിയണം. ഓക്കെ ഫൈൻ, 1 സെക്കൻഡ് മക്കളെ. ഫൈൻ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് ആദ്യം അറിയണം കേട്ടോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് അറിയണം. പിന്നെ നമുക്ക് അറിയേണ്ടത് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി. വാട്ട് ഇസ് ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്താണെന്ന് അറിയണം. എല്ലാ മോളിക്യൂൾസിനും, എല്ലാ മോഡ്സിനും, ലൈക്ക് ഫോർ എക്സ് ആക്സിസ് ആയിക്കോട്ടെ, വൈ ആക്സിസ് ആയിക്കോട്ടെ, സെഡ് ആക്സിസ് ആയിക്കോട്ടെ, എല്ലാവർക്കും എനർജി വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. എനർജി ഈക്വലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് ഇവരുടെ അസംഷൻസ് ആണ്. അസംഷൻസ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്തൊക്കെയാണ്? കൈനറ്റിക് തിയറിയിലെ അസംഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അതിനെ ബേസ് ചെയ്തിട്ട് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ കംസ് നമ്മുടെ Maxwell distribution of velocities, root mean square velocity, most probable velocity, average velocity. ഇതിൻ്റെ ഫോർമുല അറിയണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മീൻ ഫ്രീ പാത്ത്. ഓക്കെ, മീൻ ഫ്രീ പാത്ത്. ഇതൊക്കെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ കൈനറ്റിക് തിയറിയിലെ ചെക്ക് ലിസ്റ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയണം, എനർജി ഡിസ്ട്രിബ്യൂഷൻ, വെലോസിറ്റീൻ്റെ മാക്സ്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റി അറിയണം. പിന്നെ നമുക്ക് അറിയേണ്ടത് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി, ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി അറിയണം. ദ ഫോർത്ത് വൺ ഇസ് kinetic energy in the theory, relate like assumptions of kinetic theory of gases അറിയണം. And the last one is mean free path in the equation അറിയണം. ഇതൊക്കെയാണ് നമുക്ക് കൈനറ്റിക് തിയറിയിലെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ. ഇതറിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈൻ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ.
നോക്കാം ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ ഗിവൺ സാമ്പിൾ ഓഫ് എ ഗ്യാസ് occupies a volume V at a pressure P and an absolute temperature T. The mass of each molecules of the gas is m. Which of the following gives the density of the gas? Okay. So എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കാണുന്ന റിലേഷനിൽ ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ് ഏതാണ് എന്ന് നമ്മൾക്ക് പറയണം. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസും പ്രഷറും കണക്ട് ചെയ്യുന്ന റിലേഷൻ അറിയണം. പ്രഷർ ഇസ് ഈക്വൽ ടു 1/3 റോ VRMS ദി ഹോൾ സ്ക്വയർ. ഇതറിയണം. ഇതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. നമുക്ക് ഇക്വേഷൻസ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ എല്ലാതും നമുക്കറിയണം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മോൾ അറിയണം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആർ അറിയണം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കെ അറിയണം. സോ ഇതാണ് ഒരു റിലേഷൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഫോർമുല ഒന്നും എല്ലാ ക്വസ്റ്റ്യൻ എല്ലാതും ഇൻ ടേംസ് ഓഫ് കെ ആൻഡ് എമ്മിൻ്റെ ടേംസിലാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് വണ്ടർഫുൾ, വെരി ഗുഡ് അഭി, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, മുഫീദ ബി ആണ് കറക്റ്റ്. ഓക്കെ, സോ ഇവിടുന്ന് density is equal to 3 times pressure divided by VRMS square ആണ്. സോ 3 times pressure into VRMS എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, √3RT/m ആണ്. സോ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ RT into m ആണ്. സോ 3 പോയി. സോ ദ ആൻസർ വിൽ ബി pressure into mass divided by RT and m. This is m ആണ്. സോ വി ക്യാൻ റൈറ്റ് R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NA into K ആണ്, അവോഗാഡ്രോ നമ്പർ. സോ we can rewrite this as in terms of rho equal to pressure into each moles of the gas divided by KT. So ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, വണ്ടർഫുൾ, ഫൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ശ്രദ്ധിക്കേണ്ട റിലേഷൻ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഇസ് ഈക്വൽ ടു ഗിവൻ മാസ് ഇൻടു അവോഗാഡ്രോ നമ്പർ. സോ ഇത് നമുക്കറിയണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺവേർഷൻ ഇവിടെ നടത്തുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ക്യാപിറ്റൽ എം ആയിരുന്നു ഇവിടെ, അത് നമ്മൾ എന്തായിട്ട് മാറുന്നത്, മാസ് ഓഫ് ഈച്ച് മോളിക്യൂളായിട്ട് നമ്മൾ മാറുന്നത്. ഫൈൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സിൽ മുമ്പും പലതവണ ഇതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ? അറ്റ് 10 degree Celsius the value of density, at 10 degree Celsius the value of density of a fixed mass of an ideal gas divided by its pressure is x. Okay, then this ratio will be ആണ് question. Okay, wonderful question ആണ്. നോക്കാം നമുക്ക് എന്താ സംഭവം എന്ന്. എന്താ ചോദിച്ചിട്ടുള്ളത് at 10 degree the value of density of a fixed mass of the ideal gas divided by its pressure is x. അപ്പോൾ ആരാണ് എക്സ് എന്ന് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ആരാ എക്സ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡെൻസിറ്റി ബൈ ഇറ്റ്സ് പ്രഷർ. സോ ഡെൻസിറ്റി ബൈ പ്രഷർ ആണ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയിൽ? 10 ഡിഗ്രിയിൽ. അങ്ങനെയാണെങ്കിൽ ഇതേ സാധനം 110 ഡിഗ്രിയിൽ എന്തായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരത്തെ പറഞ്ഞ റേഷ്യോ അറിയണം. പി വി ഇസ് ഈക്വൽ ടു NRT ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റിലേഷനാണ്. പ്രഷർ ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു RT ബൈ മാസ്. ഓക്കെ, പി വി ഇസ് ഈക്വൽ ടു NRT എന്ന് നമ്മൾ അതേ ഫോമാറ്റിൽ നമ്മൾ എടുക്കുന്ന അനദർ റിലേഷനാണ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് ഡെൻസിറ്റി. സോ നമുക്ക് ഇവിടുന്ന് എഴുതാം pressure by density is equal to RT by M ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കിയേ, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ഒരേ വാല്യൂ ആണ്, ഫിക്സ്ഡ് മാസ് ആണ്. സോ മാസും കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, റോ ബൈ പി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, റോ ബൈ പി ഈക്വൽ ടു എന്ത് എഴുതാം, ടി റോ ബൈ പി ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ ആർ ടി എന്ന് എഴുതാം. ഓക്കെ, കാരണം ഞാൻ റോ ബൈ പി എടുക്കാൻ കാരണം എന്തായിരുന്നു? വണ്ടർഫുൾ, വെരി ഗുഡ് അബി. റോ ബൈ പി എടുക്കാൻ കാരണം എന്താ? എം ഡിവൈഡഡ് ബൈ ആർ ടി ആണ്. ബിക്കോസ് എനിക്ക് ആ ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ രണ്ട് കേസ് എടുക്കുകയാണെ, റോ 1 ബൈ പി 1 ഡിവൈഡഡ് ബൈ റോ 2 ബൈ പി 2 ഈക്വൽ ടു എന്ന് പറയുമ്പോൾ മാസും ആറും എല്ലാം ഫിക്സ്ഡ് ആയതുകൊണ്ട് കട്ടായി പോവും. ഇറ്റ് ഇസ് T2 ബൈ T1 ആയിട്ട് കിട്ടും. ഓക്കെ, കാരണം നോക്കിയേ, ഇതൊരു കോൺസ്റ്റന്റ് എല്ലാം കട്ടായി പോയി. എനിക്ക് ആകെ ഉള്ളത് ടെമ്പറേച്ചർ ആണ്. സോ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എക്സ് ആണ് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണേണ്ടത്. സോ മക്കളെ ശ്രദ്ധിച്ചേ,
സോ റോ 2/P2 അങ്ങോട്ട് പോയി. സോ എക്സ് ഇൻറ്റു എത്രയാണ് ടെമ്പറേച്ചർ എത്രയാണ് 0 ഡിഗ്രിയിൽ നിന്ന് 110 ഡിഗ്രി 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ 283 കെൽവിൻ ഡിവൈഡ് ബൈ 383. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഏത് വരും ഓപ്ഷൻ 4 വരും. റൈറ്റ് മൂവ് ചെയ്താൽ വണ്ടർഫുൾ. ഓക്കെ സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ സെറ്റ് അല്ലേ ഫൈൻ. നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയേ two vessels separately contain two ideal gas A and B at the same temperature. Okay, the pressure of A being twice of that of B. Under such condition, the density of A is found out to be 1.5 times the density of B. The ratio of the molecular weight of A and B is. These are all previous years questions. Okay മക്കളെ എല്ലാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക് എന്താണ് ചോദിച്ചുള്ളത് ഇപ്പം പറഞ്ഞ അതേ റിലേഷൻ. ഓക്കെ ഞാൻ പറഞ്ഞു ഇതിൽ കണ്ടന്റ് വൈസ് ചാപ്റ്റർ വൈസ് നമുക്ക് ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ കുറേ ടോപ്പിക് ഒന്നും കൈനറ്റിക് തിയറിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഉള്ള ടോപ്പിക് വളരെ വൃത്തിയായിട്ട് പഠിക്കുക, റിപ്പീറ്റീവായിട്ട് പഠിക്കുക. സോ പഠിച്ച കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മറക്കാതെ പഠിക്കുക. സോ ഇവിടെ നമുക്ക് നോക്കാം റേഷ്യോ ഓഫ് മോളിക്കുലാർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഷറിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. പ്രഷർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റോ RT/m ആണ് നമുക്ക് പറഞ്ഞു. നമുക്ക് കാണുന്നത് ഇവിടെ മോളാർ മാസ് ആണ്. സോ മോളാർ മാസ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. സോ മോളാർ മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആണ്. ഓക്കെ ഫ്രം ദിസ് റിലേഷൻ കാരണം ഇത് കോൺസ്റ്റന്റ് ആണ് ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. ഫൈൻ. സോ എപ്പോഴും ശ്രദ്ധിക്കുക. യെസ് വണ്ടർഫുൾ. സോ നമ്മുടെ ആൻസർ വിൽ ബി 3/4. വെരി ഗുഡ് അഭി. ഓക്കെ കീപ് ഗോയിങ്. ഓക്കെ കീപ് സ്റ്റഡിയിങ്. വെരി ഗുഡ്. ഓക്കെ സോ നമ്മൾക്ക് അറിയാവുന്ന റിലേഷൻ ഇതാണ്. ഇവിടെ നമുക്ക് എന്താണ് മോളാർ മാസ് ഇസ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് ഡെൻസിറ്റി കിട്ടി. ചോദ്യം അത് തന്നെയാണ് റേഷ്യോ ഓഫ് മോളിക്കുലാർ വെയിറ്റ്. സോ നമുക്ക് ശ്രദ്ധിച്ചേ m1/m2 ക്യാൻ ബി റിട്ടൺ ആസ് P1/P2 ഇൻറ്റു റോ 2/ρ1 ഇങ്ങനെ കിട്ടും. ഓക്കെ സോ ഇനി നേരെ കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി കൊടുത്താൽ മതി. കൊടുത്ത മക്കളെ. സോ നമ്മൾ കൊടുക്കുകയാണ് 1.5/1 ഇൻറ്റു 1/2. സോ ദ ആൻസർ ഇസ് 3/4. എല്ലാം തന്നിട്ടുണ്ട് ഡെൻസിറ്റി ആൻഡ് 1.5 ടൈംസ് ആണ് ഓഫ് ദാറ്റ് ഓഫ് ബി ആൻഡ് മാസ് ഇസ് ട്വൈസ് ആണ്. സോ ഇറ്റ് ഇസ് 1.5/1 ഇൻറ്റു 1/2. സോ ദ ആൻസർ ഇസ് 3/4. സോ ദ റേഷ്യോ ഓഫ് ദ മാസ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഓക്കെ ഫൈൻ. സോ സെറ്റ് അല്ലേ മക്കളെ ക്ലിയർ അല്ലേ ഒന്ന് പറഞ്ഞേ കമൻറ്റ് ബോക്സ് ഒന്ന് പറഞ്ഞേ ക്ലിയർ അല്ലേ ഫൈൻ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ് നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം ഫ്രം ദ ഗ്രാഫ്. ഓക്കെ വാട്ട് ഇസ് ദ റിലേഷൻ കണക്ടിങ് P1 ആൻഡ് P2. P1ൻ്റെയും P2ൻ്റെയും റിലേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. ഇത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ വരുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT ആൻഡ് വി ക്യാൻ റൈറ്റ് V/T എന്ന് പറഞ്ഞാൽ ആരാ nR/P. അത് നോക്കിയേ അതെന്താണ് ദിസ് ഇസ് അവർ സ്ലോപ്പ് റൈറ്റ്. V equal to nR/P into T. ഇതെന്താണ് ആസ് ലൈക്ക് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ റൈറ്റ്. സോ സ്ട്രെയിറ്റ് ലൈനിൻ്റെ എന്താണ് സംഭവം സ്ട്രെയിറ്റ് ലൈനിൻ്റെ m ആണ് ഈ കിടക്കുന്ന സാധനം സ്ലോപ്പാണ്. സോ ഇവിടെ നോക്കിയേ സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ സ്ലോപ്പ് നോക്കാം നമുക്ക്. സ്ലോപ്പ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആണോ. ഇതാണ് സ്ലോപ്പ്. സ്ലോപ്പ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇതാ നോക്കിയേ പ്രഷർ കിടക്കുന്ന ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഫൈൻ. സോ നമുക്ക് പറയാം ആരുടെ പ്രഷറാണ് സ്ലോപ്പാണ് കൂടുതൽ. സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ഗ്രാഫ് ഇസ് ഗ്രേറ്റർ റൈറ്റ്. ഇതാണ് സെക്കൻഡ് ഗ്രാഫ് എന്ന് വിചാരിക്കുക. സ്ലോപ്പ് ഓഫ് സെക്കൻഡ് ഗ്രാഫ് ഇസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് 2 ഇസ് ലെസ് ദാൻ പ്രഷർ ഓഫ് 1. ഓക്കെ സോ ഏത് ഓപ്ഷനാണ് കറക്റ്റ് മക്കളെ. പ്രഷർ ഓഫ് 2 ഇസ് ഗ്രേറ്റർ ദാൻ പ്രഷർ ഓഫ് 1. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് കറക്റ്റ് റൈറ്റ്. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. ഇവിടെ എന്താ സംഭവം ഒന്നുമില്ലായിരുന്നു. സംഭവം എന്താണ് ആദ്യം ആരൊക്കെ തമ്മിലാണ് ഗ്രാഫ് എന്ന് നമ്മൾ നോക്കി. ഗ്രാഫ് ആരൊക്കെ തമ്മിലാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത് നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് ആണോ ഏരിയ ആണോ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് ആണോ ഏരിയ ആണോ നോക്കുക. ഇവിടെ നമ്മൾ നോക്കുന്നത് സ്ലോപ്പ് ആണ് ബിക്കോസ് നമുക്ക് കാണേണ്ടത് പ്രഷറിൻ്റെ റിലേഷൻ ആണ്. സോ ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സ്ലോപ്പ്. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എഴുതി സ്ലോപ്പ് വരുന്നത് അതിൻ്റെ പ്രഷർ സ്ലോപ്പിൻ്റെ ടേമിൽ പ്രഷർ വരുന്നത് ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് കൂടിയാൽ പ്രഷർ കുറയും. സ്ലോപ്പ് കൂടുതലായിരിക്കുകയാണ് P2നാണ്. P2 എന്ന സെക്കൻഡ് ലൈനിലാണ് സ്ലോപ്പ് കൂടുതൽ അതിനർത്ഥം പ്രഷർ കുറവാണ്. ഓക്കെ now let's go to the next question. okay next question നോക്കിയേ ദാ
the ratio of Cp by Cv equal to gamma മറക്കരുത്, ഒരു കാലത്തും മറക്കരുത്, gamma is equal to 1 plus 2 by f കേട്ടോ, 1 plus 2 by f. So f എന്താണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. മോണോ ആറ്റോമിക് ആണെങ്കിൽ 3 ആണ്, ഡയറ്റോമിക് ആണെങ്കിൽ 5 ആണ്, ആൻഡ് ഫോർ ട്രയാറ്റോമിക് ആണെങ്കിൽ ഇറ്റ് 6 ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി വൈബ്രേഷണൽ മോഡ്. വൈബ്രേഷൻ മോഡ് ഇല്ലാത്തതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. ഓക്കെ, നോൺ ലീനിയർ ഉള്ള ആളുകളാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക അറ്റ് ലോ ടെമ്പറേച്ചർ കേട്ടോ. സോ ഇപ്പോൾ ഓർത്ത് വെക്കുക, സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓക്കെ, ഇത് മറക്കരുത്. എഫ് ഇസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് 3 ഫോർ മോണോ, 5 ഫോർ ഡയ ആൻഡ് 6 ഫോർ ട്രയാറ്റോമിക് ഗ്യാസസ്. ഇത് വെച്ചിട്ട് നമുക്ക് ഗാമൻ്റെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഫൈൻ. സോ ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയേണ്ടതാണ്, ഷുഡ് ബി ബൈ ഹാർട്ട്. ഫൈൻ. Then the question regarding the mean free path. എപ്പോഴും ചോദിക്കാറുള്ളതാണ് മീൻ ഫ്രീ പാത്തിൻ്റെ ക്വസ്റ്റ്യൻ. മീൻ ഫ്രീ പാത്ത് വളരെ സിമ്പിൾ, ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷൻ നേരിട്ട് എഴുതിക്കൂടെ. ലാംഡ മീൻ ഫ്രീ പാത്ത് ഇസ് ഈക്വൽ ടു √2n pi d square. Okay, √2n is the number density, √2 pi d is the diameter. So ഇതാണ് എന്തെന്ന് പറയുക, മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. സോ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കൊളീഷൻസ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കൊളീഷൻസ് ആണ്. എന്താണ്, റേഡിയസ് r ആണെങ്കിൽ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, r സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. സോ സെക്കൻഡ് ഓപ്ഷൻ നിഹാൽ, വണ്ടർഫുൾ, സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഫൈൻ. അഗെയിൻ പ്രീവിയസ് ഇയേഴ്സ് ആണ്. നോക്കാം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ടെമ്പറേച്ചർ will the RMS speed of, at what temperature, Abhi, very good Nihal, okay, wonderful, very good. Okay, so at what temperature will be the RMS speed of the oxygen molecules becomes just sufficient for escaping from the Earth's atmosphere? എന്താ ചോദിച്ചിട്ടുള്ളത്, എത്ര RMS സ്പീഡ് കൊടുത്താലാണ് ഓക്സിജൻ മോളിക്യൂൾ എന്താവുക, ഓക്സിജൻ മോളിക്യൂൾ ജസ്റ്റ് എസ്കേപ്പ് ഫ്രം ദി എർത്ത്സ് അറ്റ്മോസ്ഫിയർ. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ജസ്റ്റ് ഔട്ട്സൈഡ് പോകണമെങ്കിൽ നമ്മൾക്ക് എത്രയായിരിക്കണം നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ആക്ച്വലി എന്തിൻ്റെ കൺസെപ്റ്റാണ്, ഇത് ആക്ച്വലി ഗ്രാവിറ്റേഷൻ്റെ കൺസെപ്റ്റാണ്. സോ എസ്കേപ്പ് വെലോസിറ്റി മസ്റ്റ് ബി ഈക്വൽ ടു എന്തിൻ്റെ വെലോസിറ്റി, RMS വെലോസിറ്റി എന്ന് നമുക്ക് അറിയണം. സോ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് രണ്ട് വാല്യൂ നമുക്കറിയാം. വണ്ടർഫുൾ അബി. ഓക്കെ, ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടത് ആ എസ്കേപ്പ് വെലോസിറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് ബൈ ഹാർട്ട് അറിയണം. 11.2 × 10⁻³ എന്ന് പറഞ്ഞാൽ ദാറ്റ് മച്ച് മീറ്റർ പെർ സെക്കൻഡ്. അത്രയും ഒരു ലൈക്ക് യുനോ ഒരു സെക്കൻഡിൽ 11.2 × 10⁻³ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ എന്ത് എസ്കേപ്പ് വെലോസിറ്റി. RMS വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു √3 RT/m, ഓർ ഇവിടെ ക്വസ്റ്റ്യൻ ഇൻ ടേംസ് ഓഫ്, ഇവിടെ നോക്കിയേ ബോൾസ്മാൻ കോൺസ്റ്റന്റിലാണ് ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് k. സോ √3 kT/m, √3 kT/m. ഫൈൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ അറിയാത്തത് എന്താ, k തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, ആകെ അറിയാത്തത് ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. സ്ക്വയർ ചെയ്യുക മക്കളെ, വിൽ ഗെറ്റ് ഓപ്ഷൻ. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 8.360 × 10⁻⁴. ജസ്റ്റ് കാൽക്കുലേഷൻ ഉണ്ട്, സ്ക്വയറിംഗ് ആൻഡ് ഡിവിഷനിൽ കാൽക്കുലേഷൻ പാർട്ട് വരുന്നുണ്ട്. ഫൈൻ. So that is all about our എന്താണ് escape velocity and RMS velocity ന്റെ equation. Fine. Now let's go to the next question. The question again, molecule of a given mass of gas have the RMS velocity തന്നിട്ടുണ്ട് 2000 meter per second, 200 meter per second at 27 degrees Celsius and 1.0 × 10⁵ Newton per meter square pressure. When the temperature and the pressure of the gas increased to respectively 127 degrees Celsius and 0.05 × 10⁵ Newton per meter square, the RMS velocity of its molecule is. Okay, RMS velocity of the molecule ആണ് ചോദ്യം. സോ നമ്മൾ ഇപ്പം തന്നെ എഴുതിയ റിലേഷൻ, ഓക്കെ, ഇപ്പം തന്നെ എഴുതിയ റിലേഷൻ RMS velocity എന്താണ് ഫോർമുല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √RT/m ആണ്. ഇവിടെ നോക്കിയേ മക്കളെ, ക്വസ്റ്റ്യൻ ഇസ് ഡയറക്ട്ലി ആരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനീഷ്യലി അവിടെയുള്ള RMS വെലോസിറ്റി തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ പെർട്ടിക്കുലർലി കൂടിക്കഴിയുമ്പോൾ എത്രയാകും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാ നോക്കിയേ, ടെമ്പറേച്ചർ ഇവിടെ കിടക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു RMS ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെമ്പറേച്ചർ. സോ നമുക്ക് എഴുതാം V1/V2 ഇസ് ഈക്വൽ ടു എന്താണ്, √T1/T2 ആണ്. ഇവിടെ നോക്കിയേ എത്ര ടെമ്പറേച്ചർ എത്രയാ, 27 ഡിഗ്രി സെൽഷ്യസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ വെറുതെ തരുന്ന തമാശക്ക് തരുന്നതാണ്. വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു കെൽവിൻ. സോ നമ്മൾ കെൽവിൻ 200 എത്രയാണ്, 27 റൈറ്റ്. സോ ഇറ്റ് ഇസ് ലൈക്ക് ഹൗ മച്ച്, എത്രയാണ്,
plus 273, so 300 Kelvin ആണ്, and 126, so it is like 400 Kelvin ആണ്. So നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, V2 ആണ് ചോദിച്ചിട്ടുള്ളത്. So ഇവിടുന്ന് പോയി 2 zeros പോയി, and it is V2 VRMS2 is equal to V1 into എന്താ മക്കളെ വരിക, V1 into root 4/3 ആണ്. എത്രയാ നോക്കി, V1 എത്രയാ 200 ആണ്. So root 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആണ്. So it is 200/3. So the answer will be 400/root 3. ഓപ്ഷൻ ഏതാ, 400/root 3, ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ മക്കളെ? അസ്ന, വണ്ടർഫുൾ. അഭി 400/root 3 വരൂലേ, 400/root 3. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഗ്രേറ്റ്. Now let's go to the next question. ഏതാ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. A gas mixture consisting of 2 moles of O2 and 4 moles of argon at a temperature T, neglecting all vibrational modes. Total internal energy of the system ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയണം ഇന്റേണൽ എനർജിയും ഓരോ ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം തമ്മിൽ എന്താണ് ബന്ധം നമുക്കറിയണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു എൻ എഫ്. എഫ് എന്നത് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് എഫ് RT/2. This is the formula for the internal energy. Okay, so for the internal energy നോട്ട് ചെയ്ത് വെക്കണേ മക്കളെ. This is the formula for the internal energy. ഇപ്പോൾ നോക്കാം നമുക്ക് ഇവിടെ ആരൊക്കെ ഉണ്ട്. ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി ഓഫ് ദി O2 മോളിക്യൂൾ പ്ലസ് ഇന്റേണൽ എനർജി ഓഫ് ദി ആർഗൺ. ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് വേറെ കണ്ടുപിടിക്കാം. ഇന്റേണൽ എനർജി ഓഫ് O2 എന്ന് പറഞ്ഞാൽ എന്താ, എത്ര മോളിക്യൂൾസ് ഉണ്ട് O2? 2 മോളിക്യൂൾസ് ഉണ്ട്. ഓക്സിജൻ ഇസ് എ ഡയാറ്റോമിക് ഗ്യാസ് ആണ്. സോ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡയാറ്റോമിക് ഗ്യാസിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര വരും? അബി, വണ്ടർഫുൾ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര ഡയാറ്റോമിക് മോളിക്യൂൾ വരിക? 5 ആയിട്ടാണ് വരിക. ആൻഡ് RT/2 വാട്ട് എവർ ഇറ്റ് മേ ബി, അതോടെ കിടന്നോട്ടെ. സോ ദ ആൻസർ വിൽ ബി, ഇവിടെ നമുക്ക് എത്ര കിട്ടും? 10 RT/2 ആയിട്ട് കിട്ടും. ഫൈൻ. ഇനി നമുക്ക് ഇന്റേണൽ എനർജി ഓഫ് ആർഗൺ കണ്ടുപിടിക്കാം. ആർഗണിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 4 ഉണ്ട്. ആർഗൺ ഇസ് എ മോണോ ആറ്റോമിക് ഗ്യാസ് ആണ്. മോണോ മീൻസ് 1 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. സോ 4 into 3 RT/2. സോ ദ ആൻസർ ഇസ് 12 RT/2 ആണ്. സോ ഇത് രണ്ടിനെയും കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. സോ 10 plus 12 കോമൺ ആയിട്ട് ആരാളുള്ള RT/2. സോ ദ ആൻസർ ഇസ് വാട്ട് പറഞ്ഞ മക്കളെ, എത്ര വരും? ആൻസർ വിൽ ബി, നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 5 RT plus 6 RT. So the answer will be 11 RT. Okay, 11 RT ആണ് നമ്മുടെ അഭി. ഗ്രേറ്റ്. ഓക്കെ, വണ്ടർഫുൾ. 11 RT ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഫൈൻ. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, given mass of the ideal gas occupies, ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? വി ഹാവ് ഡൺ ദിസ് ക്വസ്റ്റ്യൻ ഇൻ ദ വെരി ബിഗിനിങ്. ഫൈൻ. സോ ഇറ്റ്സ് ജസ്റ്റ് റിപ്പീറ്റേഷൻ. സോ ഡൺ. 10 questions, I think 10 questions is over. Okay, so മക്കളെ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറിയുടെ കഴിഞ്ഞു. അതിന് മുമ്പ് ഗ്രാവിറ്റേഷൻ, സോളിഡ്സ്, ഫ്ലൂയിഡ്സ് ആൻഡ് റേ ഓപ്റ്റിക്സ് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ് വി ഹാവ് ഡൺ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് റൊട്ടേഷൻ. ആൻഡ് ദ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ പഠിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് വിൽ ഹാവ് ദ നെക്സ്റ്റ് ഫാക്കൽറ്റി വിൽ ബി കമ്മിങ് ടു ടേക്ക് ദ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ്. ഓക്കെ, സോ ജസ്റ്റ് വിൽ ബി, നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത teacher will be joining, so nammalku will continue. Okay, thank you.
ഹലോ മക്കളെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹായ് ഹായ്. യെസ്. ടെങ് ടെങ് ടെങ്. നമുക്ക് തുടങ്ങാം. ഒരു ഹലോ മക്കളെ, അപ്പോൾ നമുക്ക് മെല്ലെ തുടങ്ങാം. ഏതാണ് ചാപ്റ്റർ? നമ്മളിപ്പോൾ കുറച്ച് ഏതൊക്കെയോ ചാപ്റ്റർ നിങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓടിപ്പാഞ്ഞ് വന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ടിരിക്കുക. ഉച്ചയായിട്ടുള്ള സമയമാണെന്നൊന്നും നിങ്ങൾ നോക്കരുത്. കാരണം നീറ്റ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതാനുള്ള സമയം ഏകദേശം ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് തകർത്തിരിക്കുക, ക്ലാസ്സിൽ അടിപൊളിയായിട്ടിരിക്കുക. ഇന്ന് നമ്മളിപ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിൽ പറയുന്നത് 3 അടിപൊളി ചാപ്റ്ററാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ്. ടോട്ടൽ 12 ക്വസ്റ്റ്യൻ വരെ എക്സാമിന് വരാറുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 4 ചോദ്യം ഇലക്ട്രോസ്റ്റാറ്റിക്സിലും 5 ചോദ്യം കറണ്ട് ഇലക്ട്രിസിറ്റിയിലും, അല്ലെങ്കിൽ തിരിച്ച് 5 ഇലക്ട്രോസ്റ്റാറ്റിക്സിലും 4 കറണ്ട് ഇലക്ട്രിസിറ്റിയിലുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. 9 എണ്ണം. പിന്നെ 3 ക്വസ്റ്റ്യൻ നമ്മുടെ മൂവിങ് ചാർജസിൽ 3 മാക്സിമം വരും. അങ്ങനെയാണെങ്കിൽ ഒരു 12 ക്വസ്റ്റ്യൻ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഭാഗ്യത്തിൻ്റെ പരീക്ഷണമാണ്. പക്ഷേ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളെ എടുത്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കര ഓവർ ടഫാക്കുകയോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുകയോ ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഇത് ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഹെവി ചോദ്യങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം. നിങ്ങൾ ഏറ്റവും ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ് ആയിട്ട് മാത്രം ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ അല്ലേ? വളരെ റിലാക്സ് ആയിട്ട് മാത്രം നിങ്ങൾ ചോദ്യം ചെയ്താൽ മതി. അടിപൊളിയായിട്ട് ചോദ്യങ്ങൾ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് വളരെയധികം മാനേജ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ? ഉഷാറാണെന്ന് വിചാരിക്കുന്നു. മക്കളെ, അടിപൊളിയാക്കി കമൻ്റൊക്കെ ചെയ്തോ, പൊളിച്ചടിക്ക് കമൻറ്റ് ചെയ്തോ. നിങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്തോ. യെസ്. ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 ഉണ്ട്. ചാർജസ് ആൻഡ് ഫീൽഡും പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും. ഓക്കെ, ഉണ്ടോ? ഇവിടെ ഉണ്ടോ ആൾക്കാർ? ഇവിടെ ഉണ്ടോ പിള്ളേഴ്സ്? യെസ്. വരട്ടെ, ഓടി വാ. ഫ്രണ്ട്സിനോട് പറ കയറാൻ വേണ്ടിയിട്ട്. ദാ എത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, പൊളിക്കാം. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം തന്നെ പറയാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ചാർജ് ക്യൂ ഈസ് ഡിവൈഡ് ഇൻടു 2 പാർട്സ്, സ്മോൾ ക്യൂ ആൻഡ് ക്യാപിറ്റൽ ക്യൂ മൈനസ് ക്യൂ. യെസ്. If Coulomb repulsion between them when they are separated to be maximum if the ratio Q by Q is എന്നാണ് ചോദ്യം. എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക, അടിപൊളിയായിട്ട് നോക്കുക. അതായത് നിങ്ങളുടെ കയ്യിലൊരു ക്യൂ ചാർജ് ഉണ്ട്. ഈ ചാർജ് നിങ്ങൾ 2ആയി ഡിവൈഡ് ചെയ്യുന്നു. ഒരു സ്മോൾ ക്യൂവും മറ്റേതെന്തായിരിക്കും ക്യൂ മൈനസ് ക്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 2 ചാർജുകളെ ഇവനെ Q1 എന്ന് വിളിക്കാം, ഇവനെ Q2 എന്ന് വിളിക്കാം. ഈ 2 ചാർജുകളെ ഒരു ഫിക്സഡ് സെപ്പറേഷനിൽ വെക്കുകയാണ്, Q1നെയും Q2നെയും. എപ്പോഴാണ് അവർ തമ്മിൽ മാക്സിമം ഫോഴ്സ് ഉണ്ടാവുക? ട്രിക്ക് ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ അതവിടെ നിന്നോട്ടെ, ഞാൻ പറയാം. പക്ഷേ നോർമൽ ലെവലിൽ എന്താണ് നമ്മളോട് ചോദിക്കുന്നത്? നിങ്ങളോട് ആരെങ്കിലും ഒരു കാര്യം എപ്പോൾ മാക്സിമമായി എന്ന് ചോദിച്ചാൽ ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആക്കുക വേണ്ടത്. ഉദാഹരണത്തിന് ചാർജ് ക്യൂ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ക്യൂ ആൻഡ് ക്യൂ മൈനസ് ക്യൂ. കൂളംബ് റിപ്പൽഷൻ ബിറ്റ്വീൻ ദം വെൻ ദേ ആർ സെപ്പറേറ്റഡ് ടു ബി മാക്സിമം ഫോഴ്സ് അവർ ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് മാക്സിമം ആവേണ്ടത്? ഫോഴ്സ് ആണ് മാക്സിമം ആവേണ്ടത്. ആരാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? Q1 ക്യൂ ആണ്, Q2 ക്യൂ മൈനസ് ക്യൂ ആണ്. ഈ ക്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 10 കൂളം ചാർജ് ആണെങ്കിൽ അതെങ്ങനെയൊക്കെ മാറാം? 1 9 സ്പ്ലിറ്റ് ചെയ്യാം, 2 8 സ്പ്ലിറ്റ് ചെയ്യാം, 3 7 സ്പ്ലിറ്റ് ചെയ്യാം, 6 4 സ്പ്ലിറ്റ് ചെയ്യാം, 5.5 4.5 സ്പ്ലിറ്റ് ചെയ്യാം, 5 5 സ്പ്ലിറ്റ് ചെയ്യാം, 4 6 സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാൻ, കൂട്ടിയാൽ 10 കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ആരാ ശരിക്കും പറഞ്ഞാൽ? ഇവിടുത്തെ ക്യൂ തന്നെയല്ലേ വേരിയബിൾ. അപ്പോൾ ഫോഴ്സ് മാക്സിമം ആവണമെങ്കിൽ ഫോഴ്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവണം. ആർക്കനുസരിച്ച്? ചാർജിനനുസരിച്ച്.
അതെങ്ങനെയാണ് ചാർജിനനുസരിച്ചാണെന്ന് മനസ്സിലാവുക? ചാർജ് മാറുമ്പോഴാണ് അവിടെ ഫോഴ്സ് മാറുന്നത്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 Q1 Q2/r² ആണ്. ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ്, K എന്തായാലും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ Q1ഉം Q2 ആണ് മാറുന്നത്. അപ്പോൾ അതിൽ Q1 മാറുന്നതായിട്ട് എടുക്കുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ചാർജ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എടുക്കാം. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആൻസർ കിട്ടുക. പക്ഷേ ഒരു നീറ്റ് എക്സാമിനേഷന് ഇത്രയും സമയം നമുക്ക് കിട്ടുമോ? ഉറപ്പായിട്ടും നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രിക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫോഴ്സ് ഈക്വൽ ടു K Q1 Q2 /r². കുഞ്ഞുങ്ങളെ, ഉറപ്പായിട്ടും ഫോഴ്സ് പ്രപ്പോർഷണൽ ടു Q1 Q2 ആണ്. അപ്പോൾ ചാർജിൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴാണോ മാക്സിമം ആവുന്നത് അപ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആവുന്നത്. ശരിയല്ലേ? ചാർജിൻ്റെ പ്രൊഡക്റ്റ് മാക്സിമം ആവുന്ന സമയത്ത് ഫോഴ്സ് മാക്സിമം ആവും. ഇവിടെ നിങ്ങൾ നോക്ക്, 1 9 1 9 9 2 16 3 21 6 4 24 5.5 × 4.5 സംതിങ് വേറൊരു വാല്യൂ 5 × 5 25. ഇതിലേതിനാണ് മക്കളെ മാക്സിമം ഫോഴ്സ് കിട്ടുന്നത്? ഏത് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് അത് മാക്സിമം ആവുന്നത്? അത് ഈക്വലായിട്ട് മുറിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാം Q എന്ന് പറയുന്നത് Q/2ഉം Q/2മായി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് മാക്സിമം ഫോഴ്സ് കിട്ടും. ഇതാണ് സ്മോൾ q, ഇതാണ് ഇനീഷ്യൽ q. അപ്പോൾ Q/Q ആരാ നമുക്ക് കിട്ടുക? Q/Q എന്ന് പറയുന്നത് Q/2. You will get 2:1. The option is A. സാധനം കിട്ടിയോ? സാധനം കിട്ടിയോ പിള്ളേരെ? പിള്ളേരെ അടിപൊളിയായിട്ട് പറ, ഉഷാറായിട്ട് പറോ. എന്താണിത്? ഇവന്മാരൊക്കെ കുറെ കഞ്ഞികൾ ഇവിടെ ഉണ്ട്. ഇതോ എല്ലാവരും ഒന്ന് ഉഷാറായ ആക്റ്റീവായ തല തൂങ്ങുന്ന ടീംസൊക്കെ ഒന്ന് എണീറ്റേ. മെഡിക്കൽ കോളേജിൽ പോകാൻ പോവുകയാണ് നമ്മൾ. മെഡിക്കൽ കോളേജിൽ MBBSന് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പോവുകയാണ് എന്നുള്ള ധാരണയിൽ ഈ ക്വസ്റ്റ്യൻ എക്സാമിനേഷന് വരും എന്നുള്ള ഉറപ്പിൽ നിങ്ങളൊന്ന് ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ സന്തോഷിക്കുക, ആർമാദിച്ചോ, ഒരു കുഴപ്പമില്ല. റെഡിയല്ലേ? ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ വരും എന്നുള്ള കോൺഫിഡൻസോട് കൂടി മാത്രം ആ ക്വസ്റ്റ്യൻ നോക്കുക. റെഡി? ഓക്കെ മക്കളെ, അടിപൊളിയായിട്ട് ഇങ്ങോട്ടേക്ക് നോക്ക്. രണ്ടാമത്തെ ചോദ്യം. ചാർജ് Q is placed at the center of the line joining two equal point charge each equal to Q. The system of three charges will be equilibrium if Q is equal to. കാലാകാലങ്ങളായിട്ട് ചോദിച്ച ഒരു പെരും ക്ലീഷേ ചോദ്യമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളിൽ മാറി ചോദിച്ചിട്ടുണ്ട്. JEക്ക് ചോദിച്ചിട്ടുണ്ട്, നീറ്റിന് ചോദിച്ചിട്ടുണ്ട്, ഈവൻ കീമിൻ്റെ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കുഴപ്പമില്ലാത്തൊരു നല്ല ചോദ്യമാണ്. എന്താ നിങ്ങളോട് ചോദിച്ചത്? മക്കളൊന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക. എ ചാർജ് Q is placed at the center of line joining two equal point charge to Q. അതായത് 2 പോയിന്റ് ചാർജ് ഉണ്ട് മക്കളെ, ക്യാപിറ്റൽ Qയും ക്യാപിറ്റൽ Qയും. ഇതിൻ്റെ എക്സാക്ട് സെൻറ്ററിലായിട്ട് ഒരു സ്മോൾ q വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഓഫ് 3 ചാർജസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഈ സിസ്റ്റം മൊത്തത്തിലെ ഒരു ഇക്വിലിബ്രിയം ആവുന്നു എന്നാണ് പറയുന്നത്. ഒരു പോയിന്റ് ചാർജ് ഇക്വിലിബ്രിയത്തിലാവുക എന്നല്ല പറയുന്നത്, ഈ സിസ്റ്റം ആകെ മൊത്തം ഇക്വിലിബ്രിയത്തിലാവുക എന്നാണ് പറയുന്നത്. ആകെ മൊത്തം ഇക്വിലിബ്രിയത്തിലാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലെ ഓരോ എലമെൻറ്റിൻ്റെയും മുകളിലുണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ചാർജിൻ്റെയും മുകളിലുണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് 0 ആവണം. ഇതേ സാധനം തന്നെ ഗ്രാവിറ്റേഷനിലും ചോദിച്ചൂടെ? ഉറപ്പായിട്ടും ചോദിക്കാം. മാസ് നെഗറ്റീവ് ആവില്ല എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചാർജിൻ്റെ മുകളിലത്തെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, ഈ ചാർജിൻ്റെ മുകളിലുണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, ഈ ചാർജിൻ്റെ മുകളിലുണ്ടാകുന്ന ഫോഴ്സും 0 ആയിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മുകളിലത്തെ നെറ്റ് ഫോഴ്സ് 0 ആക്കി നിങ്ങൾ നോക്കുക. അത് എൻ്റെ മക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ചെറിയ കാര്യമുണ്ട്, സമയത്തെ ലാഭിക്കാൻ വേണ്ടി പറയാണ്. അതായത് ഇതിൽ ഓൾറെഡി ന്യൂട്രൽ പോയിന്റ് ആണെന്ന് നമുക്കറിയുന്ന ചില പോയിന്റുകളുണ്ട്. ഉദാഹരണത്തിന് ഈ ചാർജും തമ്മിലൊരു r ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇതും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസും r തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 2 ഈക്വൽ ചാർജിൻ്റെ നടുവിലുള്ള ചാർജിൻ്റെ മുകളിലത്തെ ഫോഴ്സ് എന്തായാലും 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? നോക്കുക നിങ്ങൾ, ക്യാപിറ്റൽ Q, ഇവിടെ ഒരു ചാർജ് സ്മോൾ q.
ഇത് പ്ലസ് ആണെങ്കിൽ ഇതും പ്ലസ് ആണെങ്കിൽ പ്ലസ് പ്ലസിനെ തള്ളും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവനും പ്ലസ് ആണെങ്കിൽ ഈ പ്ലസ് പ്ലസിനെ ഇങ്ങോട്ടേക്കും തള്ളും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ഫോഴ്സ് 0 ആവും. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ആ പോയിന്റ് നെറ്റ് ഫോഴ്സ് 0 തന്നെയാണ്. അങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആകുന്ന പോയിന്റ്, അതായത് നമുക്കറിയാവുന്ന ഓൾറെഡി ന്യൂട്രൽ ആണെന്ന് ഡിഫൈൻ ചെയ്യുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്താൽ ഉണ്ടാകുന്ന ദുരന്തം എന്താണെന്നുള്ളത് മക്കൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ചാർജിൻ്റെ മുകളിലത്തെ ഫോഴ്സ് 0 എന്ന് എടുക്കാം ഞാൻ. ഫോഴ്സ് ഓൺ ചാർജ് Q ഈക്വൽ ടു 0. അപ്പോൾ എന്താ കിട്ടുക? ഈ ചാർജ് ഈ ചാർജിനെ തള്ളുന്നു. അപ്പോൾ 1/4πε0 ക്യാപിറ്റൽ Q സ്മോൾ q ഡിവൈഡഡ് ബൈ r² ഈക്വൽ ടു ഈ ചാർജ് ഈ ചാർജിനെ ഇങ്ങോട്ടേക്ക് തള്ളുന്നു. അപ്പോൾ ഇവനും തമ്മിലുള്ള ഫോഴ്സ് എത്ര വരിക? K ക്യാപിറ്റൽ Q സ്മോൾ q ഡിവൈഡഡ് ബൈ r². രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ 1 ഈക്വൽ ടു 1. ഇങ്ങനെ കിട്ടിയോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? 1 ഈക്വൽ ടു 1 പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നാട്ടുകാരെങ്കിലും സമ്മാനം തരുമോ? ഇല്ല. അതുകൊണ്ട് ഓൾറെഡി ന്യൂട്രലായ പോയിന്റിലെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്നെടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഓൾറെഡി ന്യൂട്രൽ ആണെന്ന് ഡിഫൈൻ ചെയ്യുന്ന പോയിന്റുകൾ എടുത്തിട്ട് ഫോഴ്സ് 0 എന്നെടുക്കാൻ പാടില്ല. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് വെച്ചു, 3 ഭാഗത്ത് ഓരോ ചാർജ് വെച്ചു. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ക്യാപിറ്റൽ Q എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇവിടുത്തെ ഈ സ്മോൾ q എൻ്റെ മക്കൾ ഒരിക്കലും അതിൻ്റെ മുകളിലത്തെ ഫോഴ്സ് 0 ആക്കി എടുക്കരുത്. കാരണം ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് 0 തന്നെയായിരിക്കും എപ്പോഴും. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. സ്ക്വയറിൻ്റെ 4 കോർണറുകളിലായിട്ട് 4 സെയിം ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഫോഴ്സ് 0 ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് എന്തായാലും 0 തന്നെയാണ്. അപ്പോൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന ചോദ്യം ഒരിക്കലും എടുക്കരുത് ഈ ഒരു ന്യൂട്രൽ പോയിന്റ് വെച്ചിട്ട്. നമ്മൾ ഏത് പോയിന്റ് വെച്ചിട്ടാണ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് എടുക്കേണ്ടത്? അതല്ലാത്ത വേറൊരു ചാർജിൻ്റെ മുകളിലത്തെ ഫോഴ്സ്. അപ്പോൾ അതേതാണ് മക്കളെ പറ? ഈ ക്യാപിറ്റൽ Qവിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ്. അത് നമുക്ക് എങ്ങനെ എടുക്കുക? നമുക്ക് നോക്കാം. ഫോഴ്സ് ഓൺ ദിസ് ക്യാപിറ്റൽ Q ഡ്യൂ ടു ഈ ചാർജ് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ Q പ്ലസ് ഇനി ആരാ ഉണ്ടാവുക? ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഡ്യൂ ടു ഈ ചാർജ് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും Q ഈക്വൽ ടു അങ്ങനെ എല്ലാവരും കൂടി കൊടുക്കുന്ന ഫോഴ്സ് അതിൻ്റെ മുകളിൽ എത്രയാണ് വരിക? 0. അപ്പോൾ മക്കൾ പറ എന്തായിരിക്കും വരിക? K ഇൻറ്റു ഇതും തമ്മിലുള്ള ഫോഴ്സ് Q² ഡിവൈഡഡ് ബൈ ദൂരം 2r ഉണ്ട്, 2rൻ്റെ സ്ക്വയർ 4r², 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r² പ്ലസ് ഇനി ഇതിൻ്റെ മുകളിലത്തെ ആകെ ഫോഴ്സ് എത്രയാ? ഫോഴ്സ് K ഇൻറ്റു ക്യാപിറ്റൽ Q അടുത്തത് സ്മോൾ q ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ദൂരം സ്ക്വയർ r² ഈക്വൽ ടു എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. അപ്പോൾ ആ ചാർജിൻ്റെ മുകളിലുള്ള ആകെ ഫോഴ്സ്, അതായത് ന്യൂട്രൽ പോയിന്റിൽ ഓൾറെഡി അല്ലാത്ത ചാർജിൻ്റെ മുകളിലത്തെ ഫോഴ്സ് 0 നമുക്ക് കിട്ടിയില്ലേ? കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? K ഇൻറ്റു ഇവിടെയും Q ഉണ്ട് ഇവിടെയും Q ഉണ്ട് പുറത്തേക്ക് എടുക്കാം, r² ഇവിടെയുണ്ട് പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടെ വരുന്നത് ഒരു Q/4 ആണ്, ഇവിടെ വരുന്നത് ഒരു സ്മോൾ q മാത്രമാണ്, ഈക്വൽസ് ടു 0 എന്ന് കിട്ടും. K Q/r² ഒരിക്കലും 0 അല്ല, എങ്കിൽ ഈ ഭാഗമാണ് 0. Q/4 പ്ലസ് Q ഈക്വൽ ടു 0 ആണ്. ഇംപ്ലൈസ് മക്കൾ നോക്കുക, നമ്മളോട് സ്മോൾ q ആണ് ചോദിച്ചത്. ദാറ്റ് സ്മോൾ q ഈസ് ഈക്വൽ ടു -q ഡിവൈഡഡ് ബൈ 4. സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ ഈവൻ വാല്യൂസ് പോലും മാറ്റാതെയാണ് പലപ്പോഴും എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. പല കാലങ്ങളിലായിട്ട് വാല്യൂസ് പോലും മാറ്റാതെയാണ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ Q ഈക്വൽ ടു -q/4 ഈ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുവെക്കുന്നത് വളരെ നല്ലതാണ്. ബൈഹാർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, കണ്ടുവെക്കുന്നത് വളരെ നല്ലതാണ്. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, ഒരാളെന്നോട് ഡൗട്ട് ചോദിച്ചത് ചാർജ് വെച്ചാൽ പിന്നെ അവിടെ 0 ആവുമോ? ഉറപ്പായിട്ടും ആവുമല്ലോ. ഒരു ചാർജ് വെച്ചാൽ അതിൻ്റെ മുകളിലത്തെ ഫോഴ്സ് 0 ആയിക്കൂടെ? നോക്കൂ, ഒരു Q ഇവിടെ വെച്ചു, ഒരു Q ഇവിടെ വെച്ചു. അപ്പോൾ ഇവിടെ ഞാനൊരു 1 കൂളം ചാർജ് വെച്ചു. അപ്പോഴുണ്ടാകുന്ന ഫോഴ്സാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ പ്ലസ് Q ചാർജ് ഈ +1നെ അങ്ങോട്ട് തള്ളി, ഈ പ്ലസ് Q ചാർജ് ഈ ഫോഴ്സിനെ ഇങ്ങോട്ടേക്കും തള്ളി. അപ്പോൾ ഈക്വൽ ഫോഴ്സായി മാറി. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നാൽ അവിടുത്തെ ഫോഴ്സ് 0 ആവും.
ഇനി നിങ്ങൾ എത്ര ചാർജ് അവിടെ വെച്ചാലും ആ ചാർജിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിട്ട് തള്ളും. ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് അവിടെ വെച്ച ചാർജിനല്ല പ്രാധാന്യം, മറിച്ച് ആ പോയിന്റിനാണ് പ്രാധാന്യം. ആ പോയിന്റിൽ ഏതൊരു ചാർജ് വെച്ചാലും ആ പോയിന്റിലെ നെറ്റ് ഫോഴ്സ് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ആ പോയിന്റിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഏത് ചാർജ് അവിടെ വെച്ചാലും അവിടുത്തെ ഫോഴ്സ് 0 ആയിരിക്കും. ഇപ്പം നിങ്ങളോട് പറയാണ്, നിങ്ങളോട് ഈ ഒരു ചോദ്യം വേറൊരു രീതി ചോദിക്കുകയാണ് എക്സാമിനേഷന്. എന്താണ് രീതി? ഒരു ക്യാപിറ്റൽ ക്യൂവും വെച്ചു. ഇവിടെ സെൻറ്ററിൽ ഏത് ചാർജ് വെച്ചാലാണ് ഈ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാവുക? മക്കളൊന്ന് പറഞ്ഞാട്ടെ, മക്കളൊന്ന് പറ. ഈ ഒരു പോയിന്റിൽ ഏത് ചാർജ് സ്മോൾ ക്യൂ വെച്ചാലാണ് ഈ പോയിന്റിലെ ഫോഴ്സ് 0 ആവുക? സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് അല്ല. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് -q/4 ആവണം. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ആ പോയിന്റിലെ നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ, അല്ലെങ്കിൽ ആ പോയിന്റിലെ നെറ്റ് ഫീൽഡ് 0 ആവണമെങ്കിൽ അവിടെ ഏത് ചാർജ് വെക്കണം? മക്കളെ ഇത്രയേ ഉള്ളൂ. ആ ചാർജ് 1 കൂളം ആവാം, 2 കൂളം ആവാം, q can be 5 കൂളം, q can be 10 കൂളം, q can be any value. ഓപ്ഷൻ എ സ്മോൾ ക്യൂ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ ക്യൂ, ഓപ്ഷൻ സി ക്യൂ പിന്നെ എന്താ പറയുക 2q, ഓപ്ഷൻ ഡി എനി ചാർജ്. നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, ഏത് ചാർജ് ന്യൂട്രൽ പോയിന്റിൽ വെച്ചാലും ആ പോയിന്റിലെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. എന്നാൽ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ന്യൂട്രൽ പോയിന്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ചാർജ് എടുത്തിട്ട് ആ ചാർജിൻ്റെ മുകളിലത്തെ നെറ്റ് ഫോഴ്സ് 0 ആക്കി അത് സോൾവ് ചെയ്തെടുത്തിട്ട് വേണം ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ചെയ്തതുപോലെ. കോൺസെപ്റ്റ് റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഒരു നല്ല അടിപൊളി സാധനമാണ്. ഒരിക്കലും വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഒരിക്കലും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഒരു കത്താനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു കാരണവശാലും ഫെഡപ്പ് ആവരുത്. കാരണം ആ ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഉടനെ ആ ക്വസ്റ്റ്യൻ അവിടെ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ധാരാളം ക്വസ്റ്റ്യൻ നിങ്ങളെ തേടി വരുന്നുണ്ട്. എപ്പോഴും നീറ്റിനാണെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ പതറി വീഴരുത് ഒരു കാരണവശാലും. ആ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് വിട്ടേക്കുക. കാരണം ബാക്കി 179 ചോദ്യം നിങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട് അവിടെ അപ്പുറത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും തകരരുത്, ഫെഡപ്പ് ആവരുത്. റെഡിയാണല്ലോ? അപ്പോൾ ഉഷാറായിട്ട് മക്കളിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. നന്നായിട്ടൊന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക. കുറച്ച് നല്ല ചോദ്യം തന്നെയാണ് ഈ ചോദ്യവും. നോക്കാലോ നമുക്ക്. യെസ്, നോക്കൂ. സ്മോൾ സ്ഫിയർ ക്യാരിയിങ് എ ചാർജ് Q ഈസ് ഹാങ്ങിങ് ബിറ്റ്വീൻ 2 parallel plates by string of length L. Time period of pendulum T0. When parallel plates are charged, the time period to T, then T to T0. ഇനീഷ്യലി നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് മക്കൾക്കറിയാം. നോർമൽ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് 2π√L/g അല്ലേ കുഞ്ഞുങ്ങളെ? 2π√L/g. റെഡി? ഇതാണ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. എന്നാൽ ഒരു സിമ്പിൾ പെൻഡുലത്തിന് എക്സ്റ്റേണലായ ഫോഴ്സുകളൊക്കെ കിട്ടുകയാണെങ്കിൽ, ഇത് ഗ്രാവിറ്റീൻ്റെ അണ്ടറിൽ മാത്രം ഓസിലേറ്റ് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലാണ്. അതായത് നമ്മൾ കല്ല് കെട്ടി തൂക്കി ബാക്കോട്ടേക്ക് വലിച്ചാൽ ഓസിലേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കിട്ടുന്ന ടൈം പീരീഡാണ് 2π√L/g. റെഡിയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മളിനി പറയാൻ പോകുന്നത് ഒരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ ഒരു സിമ്പിൾ പെൻഡുലം വെക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ലിഫ്റ്റിൽ വെക്കുകയാണെങ്കിൽ, മൂവിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ, വെള്ളത്തിലിറക്കി വെക്കുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ആ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുന്നതാണ് നല്ലത്. നോർമലി അത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക. പക്ഷേ നീറ്റ് എടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് സിമ്പിളായിട്ട് ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. 2π√L എഫക്റ്റീവ് ആക്സലറേഷൻ. അതായത് ആ പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ എഫക്റ്റീവ് ആക്സലറേഷൻ. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. ഈ പെൻഡുലം ബോബ് നിങ്ങൾ എടുക്കുക. ഈ പെൻഡുലം ബോബിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ ആരൊക്കെയാണ് നോക്കാം നമുക്ക്. ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു mg താഴോട്ടേക്കുണ്ട്. ശരിയല്ലേ മക്കളെ? ഓൾറെഡി നമ്മുടെ ഒരു mg താഴോട്ടേക്കുണ്ട്. ഇനി വേറൊരു ഫോഴ്സ് കൂടിയുണ്ട്. എന്താണ്? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. യൂണിഫോം ഫീൽഡാണിത്. അതെങ്ങനെയാണ് യൂണിഫോം ആണെന്ന് മനസ്സിലായത്? പാരലൽ പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന ഫീൽഡ് എപ്പോഴും യൂണിഫോം ആണ്.
ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ ഒരു പാരലൽ പ്ലേറ്റിനിടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/ε0 ആണ് എല്ലായിടത്തും. അപ്പോൾ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കുക, ക്യാരിയിങ് ചാർജ് ക്യൂ ആണ് ഈ സാധനത്തിൻ്റെ. അപ്പോൾ ഈ സാധനത്തിന് ഒരു ചാർജ് ക്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്ലസ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്ലസിനെ അങ്ങോട്ടേക്ക് തള്ളും, മൈനസ് വലിക്കും, എഫക്റ്റീവ്ലി ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് QE കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒന്ന് നോക്കാം നമുക്ക്. അവിടുത്തെ ആകെ റീസ്റ്റോറിങ് ഫോഴ്സ് എത്രയായിരിക്കും വരിക? നെറ്റ് എഫക്റ്റീവ് റീസ്റ്റോറിങ് ഫോഴ്സ്. എൻ്റെ മക്കളെ പറ, നെറ്റ് എഫക്റ്റീവ് റീസ്റ്റോറിങ് ഫോഴ്സ് ഉറപ്പായിട്ടും നമുക്ക് പറയാം ഓൾറെഡി ഒരു mg ഉണ്ട്, ഒപ്പം നമുക്കൊരു QE ഉണ്ട്. ലോകത്തെ ഏതൊരു റീസ്റ്റോറിങ് ഫോഴ്സിനെയും മാസ് ഇൻറ്റു റീസ്റ്റോറിങ് ആക്സലറേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്സലറേഷൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ മക്കളെ എ എഫക്റ്റീവ് എന്ന് പറയുന്ന ആക്സലറേഷൻ എഫക്റ്റീവ് എത്രയാണ് വരിക? ഈ m നേരെ താഴോട്ടേക്ക് പോകുന്നു, mg പ്ലസ് QE ദ ഹോൾ ഡിവൈഡഡ് ബൈ m എന്ന് കിട്ടുന്നു. സാധനം മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് പതിയെ നോക്കാം. എല്ലാം ജിയുടെ ടേമിൽ മാത്രമാണ്, മാസിൻ്റെ ഒരു ശല്യം അവിടെ കളഞ്ഞിട്ടുണ്ട് മാക്സിമം. അപ്പോൾ നമുക്കതിനൊരു കാര്യം ചെയ്യാം, ഈ mgയെ m വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ mg/m എത്ര കിട്ടും? g പ്ലസ് QE/m. ഇറ്റ് ഈസ് സിംപ്ലി QE/m. അങ്ങനെയാണെങ്കിൽ അതിലെ എഫക്റ്റീവ് ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? എത്രയായിരിക്കും കുഞ്ഞുങ്ങൾ പറയാം? ടൈം പീരീഡ് എത്രയായിരിക്കും? 2π√L/ എഫക്റ്റീവ് ആക്സലറേഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആക്സലറേറ്റിംഗ് ഫ്രെയിം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയ ഒരു ഫോഴ്സ് കിട്ടുന്ന ഫ്രെയിമിലെ ടൈം പീരീഡ് 2π√L/a എഫക്റ്റീവ് ആണ്. എഫക്റ്റീവ് ആക്സലറേഷൻ എത്രയാണ് ഇവിടെ കിട്ടുക? g/QE/m എന്ന് കിട്ടും. ഇതാണ് ടൈം പീരീഡ് കിട്ടുക. T0 നമുക്ക് അറിയേണ്ടത് എന്താണ്? നമ്മുടെ റേഷ്യോ എന്താണ് അറിയേണ്ടത്? T/T0 ആണ്. അപ്പോൾ T0 എന്താണ് വരിക? T0 2π√L/g എന്ന് കിട്ടും. 2π ക്യാൻസൽ, L ക്യാൻസൽ. നമുക്ക് ഡിവൈഡ് ചെയ്താൽ, ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോകുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, √ഓഫ് ഈ g നേരെ മുകളിലോട്ട് പോവും, ഈ g പ്ലസ് QE/m താഴേക്കും വരും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നന്നായിട്ട് നോക്കുക. g/g പ്ലസ് QE/m റേസ്ഡ് 1/2 സിയിൽ അങ്ങനെ നഴലിച്ച് കിടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ആൻസർ കിട്ടും. സാധനം കിട്ടിയോ? കത്തിക്കട മക്കളെ, സെറ്റാണോ കാര്യം പറഞ്ഞത്? പറ, ഒന്ന് ഉഷാറായിട്ട് ആക്റ്റീവായിട്ടിരിക്കുക. പറ, നോക്കട്ടെ. ഇൻസൈഡ് സെൽസ് കണ്ടക്ടർ നോൺ കണ്ടക്ടർ കേസ് സെൻറ്റർ ചാർജ് ഉണ്ടെങ്കിൽ ഫോഴ്സ് 0 ആവുമോ? ആക്ച്വലി ഒരു ചാർജ് സെൻറ്ററിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് എ ഹോൾ പെനർഷ്യൽ ഒരു സെൻറ്ററിൽ ഒരു ചാർജ് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ചാർജ് അതിൻ്റെ ഉള്ളിൽ ഇൻഡ്യൂസ് ചെയ്യും. ഈ നെഗറ്റീവ് ചാർജായിട്ട്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജായിട്ട് ഇൻഡ്യൂസ് ചെയ്തോളും. ഓക്കെ, റെഡി? ഓക്കെ കുഞ്ഞുങ്ങളെ, അടിപൊളിയായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കുക നിങ്ങൾ, 2 പ്രോട്ടോൺസ് A and B placed in space between plates of parallel plate capacitor charged up to V volts, force on proton or FA and FB. Then എങ്ങനെയായിരിക്കും വരിക? 1 സെക്കൻഡ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കും മക്കളെ. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? 30 സെക്കൻഡിനുള്ളിൽ ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓടിപ്പാഞ്ഞ് മക്കൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. യെസ്, FA = FB ആർക്കും എളുപ്പത്തിൽ കുത്താവുന്നൊരു ഓപ്ഷനാണ്. നമുക്ക് നോക്കാം എന്തായാലും ആവോ ഇല്ലയോ എന്നുള്ളത്. 2 പ്രോട്ടോൺ എയും ബിയും സ്പേസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ചാർജ് ഡെൻസിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് σ/ε0 ആയിരിക്കും. അപ്പോൾ എയിലൊരു പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിക്കുക. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. ഇവിടെ ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഉള്ളിലാണ് ചാർജ് ഉണ്ടാവുക. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് പ്ലേറ്റ്. ചാർജസ് ഇൻ എ കപ്പാസിറ്റർ ഓൾവേസ് റിസൈഡ്സ് ഇൻസൈഡ് ദ പ്ലേറ്റ്സ്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനൊരു +E വെച്ചു, ഇവിടെ ഞാനൊരു +E വെച്ചു. മക്കൾ നോക്ക്, ഇതാ ഈ പ്ലേറ്റും കൂടി ഇവനൊരു നെറ്റ് ഫോഴ്സ് F1 ഇങ്ങോട്ടേക്ക് കൊടുക്കും. അതേപോലെ ഈ പ്രോട്ടോണിനും നെറ്റ് ഫോഴ്സ് F1 കൊടുക്കും. അതെങ്ങനെയാണ് കൊടുക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഈ F1 ഇവിടെ കൊടുക്കും, ഈ F1 ഇവിടെ കൊടുക്കും. എങ്ങനെയാണ്? പ്രോട്ടോണിനെ പോസിറ്റീവ് അങ്ങോട്ടേക്ക് തള്ളും, നെഗറ്റീവ് വലിക്കും. അപ്പോൾ എഫക്റ്റീവ്ലി ഫോഴ്സ് ഇങ്ങോട്ടേക്ക് വരും, F1 ഫോഴ്സ്. ഡിസ്റ്റൻസ് ഇൻഡിപെൻഡൻ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ്, കാരണം ഇലക്ട്രിക് ഫീൽഡ് σ/ε0 ആണ്. ഡിസ്റ്റൻസിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ പ്ലേറ്റിൻ്റെ ഉള്ളിലുള്ള ഏത് പ്രോട്ടോണിനും ഒരേ ഫോഴ്സ് തന്നെയാണ് കിട്ടുക. എവിടെ പ്രോട്ടോൺ വെച്ചാലും ഒരേ ഫോഴ്സാണ് കിട്ടുക. അപ്പോൾ ഇവനും കിട്ടുന്ന ഫോഴ്സ് F1 തന്നെയായിരിക്കും വരിക. എഗെയിൻ എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക. ഈ പ്ലസ് ചാർജ്, ഈ ഇലക്ട്രോൺ ഞാൻ റെഡിൽ വരയ്ക്കുകയാണ്. ഈ പ്രോട്ടോണിനെ അങ്ങോട്ടേക്ക് തള്ളും ഒരു F2 ഫോഴ്സിൽ. എന്നാൽ ഈ പ്രോട്ടോണിനെ അങ്ങോട്ടേക്കാണ് തള്ളുക. അങ്ങനെയാണെങ്കിൽ മക്കൾ പറ ഇത് എയുടെ മുകളിലുണ്ടാകുന്ന ഫോഴ്സ്, ഇത് ബിയിലുണ്ടാകുന്ന ഫോഴ്സ്. പറയടാ മക്കളെ, FA ആണോ FB ആണോ കൂടുതൽ ഉണ്ടാവുക? അടിപൊളിയായിട്ട് ഇങ്ങോട്ടേക്ക് പോരട്ടെ, നോക്കട്ടെ എത്ര ആൾക്കാർക്ക് കിട്ടുന്നുള്ളത്. FA ആണോ FB ആണോ കൂടുതൽ ഉണ്ടാവുക? നിങ്ങൾ പറ. ഇവന്മാരിത് ചെക്കന്മാർ പെമ്പിള്ളേരൊന്നും ഉഷാറില്ലാട്ടോ. എന്തുവാ മക്കളെ? തകർത്ത് നമുക്കൊന്ന് പറ, റിപ്ലൈ ചെയ്യും. എന്തായിരിക്കും വരിക? യെസ്, എയുടെ മുകളിൽ ഈ ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ് വരുന്നത്. അപ്പോൾ FA പൊടിക്ക് കുറവായിരിക്കും. എന്നാൽ ബിയുടെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടോളൂ. ഇവിടെ B ആണ്, ഇവിടെ ചാർജ് ഉണ്ട്, പ്രോട്ടോൺ. അപ്പോൾ ഇവിടെ പ്ലസ് ചാർജ് ആണ്. ഈ പ്ലസിനെ ഇങ്ങോട്ട് തള്ളും. ഒപ്പം ഇവിടുത്തെ പ്ലേറ്റ് കാരണം ഇവിടെ പോസിറ്റീവ് പ്ലേറ്റും ഇവിടെ നെഗറ്റീവ് പ്ലേറ്റും ആണ്. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ ഫോഴ്സ് എക്സ്ട്രാ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് വരികയും FB കൂടുതലാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, FA ആണോ FB ആണോ കൂടുതൽ ഉണ്ടാവുക? ഓഫ് കോഴ്സ് നമുക്ക് പറയാം FB ആണ് കൂടുതൽ ഉണ്ടാവുക. FA ലെസ് ദാൻ FB ആണ് അവിടെ കിട്ടേണ്ട ആൻസർ. കത്തിയിട്ടുണ്ടോ? അരിപ്പൊടി, ജീരകം, മഞ്ഞൾ, കൊത്ത മല്ലിയല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. In the given figure, two tiny conducting bolts of identical mass M and identical charge Q hang from non-conducting threads of equal length. Assume that theta is so small that tan theta approximately sin theta. Then for equilibrium x equals to എത്രയാണ് എന്നാണ് ചോദ്യം. Actually കെമിസ്ട്രി ആൻഡ് ബയോളജി ഇതുപോലെ ഉണ്ടാവുമോ? ഉണ്ടാവണ്ടേ? വേണ്ടേ? നിങ്ങൾ പറ, വേണോ വേണ്ടേ? ഞാൻ ഡോപ്പക്കാരോട് പറയാം. ആരാണത്? ബാങ് ടാൻ. എൻ്റെ മക്കളെ, ഫേക്ക് ഐ ഡി ആണോ അതോ പേരാണോ? നമുക്ക് നോക്കാലോ. In the given figure, two tiny conducting bolts of identical mass and identical charge. മക്കളെ, പെൻഡുലൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പെൻഡുലൻ ടൈപ്പ് സ്ഥിരമാണ്. എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്? നമുക്ക് എന്താ വേണ്ടത്? മൂവിങ് ചാർജസിൽ പോയി യെസ്, നോക്കിക്കോ ഇങ്ങോട്ടേക്ക്. ഇൻ ദ ഗിവൺ ഫിഗർ ടു ടൈനി കണ്ടക്ടിങ് ബോൾസ് ഓഫ് ഐഡൻറ്റിക്കൽ മാസ് ചാർജ് നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ? കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് നോക്കുക. ഈ ഒരു ചാർജ് ഒരു ത്രെഡിൻ്റെ മുകളിൽ തൂക്കിയാൽ, ഒറ്റ ചാർജ് കൂട്ടിയാൽ മതി, എന്തൊക്കെ ഫോഴ്സുകളാണ് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുക? ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജും ആണെങ്കിൽ ഈ ബോബിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ പ്ലസ് ഇവിടുത്തെ പ്ലസ്സിനെ ഇങ്ങോട്ടേക്ക് തള്ളും. ഈ ഒരൊറ്റ ബോബിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എത്രയായിരിക്കും വരിക? 1/4πε0 Q1 Q2 എന്ന് പറയുമ്പോൾ Q² / x². എക്സ് കാണണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് കിട്ടിയേ മതിയാവുള്ളൂ. പിന്നെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത്
mg ആണ് മക്കളെ അതിൻ്റെ വെയിറ്റ്, പിന്നെ ഈ സ്ട്രിങ്ങിൻ്റെ മുകളിലുണ്ടാകുന്ന ടെൻഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആ ബോബിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ആംഗിൾ തീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഞാൻ ഇങ്ങനൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഇതും തീറ്റ തന്നെയായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ മെല്ലെ ഓപ്ഷനിലേക്ക് നോക്കണം കേട്ടോ. അപ്പോൾ ക്യൂബ് റൂട്ടൊക്കെ കാണുന്നുണ്ട് ഇവിടെ, എന്തൊക്കെയോ ക്യൂബ് റൂട്ടുകളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് എവിടത്തേക്കാണ് എത്തിച്ചേരുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെല്ലെ ഈ ടെൻഷനെ 2 കമ്പോണൻ്റ് ആക്കി തിരിക്കാം. ഇവിടെ ഒരു തീറ്റ എടുക്കുകയാണെങ്കിൽ ടിയുടെ ഏത് കമ്പോണൻ്റാണ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക? ഉറപ്പായിട്ടും ടി കോസ് തീറ്റയാണ് അവിടെ ഉണ്ടാവുക. ടി കോസ് തീറ്റ ആരെയാണ് ബാലൻസ് ചെയ്യുക? എം ജിയെയാണ് ബാലൻസ് ചെയ്യുക. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ട്. എഗെയിൻ ടിയുടെ ഇങ്ങോട്ടേക്കുള്ള കമ്പോണൻ്റ് ആരാണ്? ടി സൈൻ തീറ്റ. ആരെയാണ് ടി സൈൻ തീറ്റയ്ക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുക? ടി സൈൻ തീറ്റ ബാലൻസ്ഡ് ദാറ്റ് ഫോഴ്സ് എഫ്. എഫ് ഈസ് ആരാണ്? 1/4πε0 q² ഡിവൈഡഡ് ബൈ x². നമുക്ക് എക്സ് ആണ് വേണ്ടത്. നമ്മുടെ ഓപ്ഷൻസിൽ എവിടെയെങ്കിലും ടെൻഷൻ്റെ ഒരു ടേം ഉണ്ടോ നിങ്ങൾ നോക്ക്. ലെങ്ത്ത്, ε0, മാസ്, ഗ്രാവിറ്റി തുടങ്ങിയതല്ലാതെ വേറൊരു ഓപ്ഷനിലും ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ടെൻഷൻ അവിടെ ഒരു അധികപ്പറ്റാണ്. ടെൻഷൻ അല്ലെങ്കിലും എല്ലായിടത്തും അധികപ്പറ്റാണ്. ഇക്വേഷൻ മെല്ലെ മക്കൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ടെൻഷൻ അങ്ങ് ക്യാൻസൽ ചെയ്യും. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ വരും. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ടാൻ തീറ്റയാണ്. ആ ടാൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും മക്കളെ? q² ഡിവൈഡഡ് ബൈ 4πε0 mg ഇൻറ്റു x² എന്ന് കിട്ടും. 4πε0 x² ഇൻറ്റു mg എന്ന് കിട്ടും. ഇതാണ് ടാൻ തീറ്റ കിട്ടുക. പക്ഷേ നമുക്ക് ഈ എക്സ് കിട്ടേണ്ടത് ക്യൂബ് റൂട്ടിലാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ ടാൻ തീറ്റയെയും നമ്മളൊന്ന് മാറ്റേണ്ടി വരും. ആരാണ് ടാൻ തീറ്റ? ഈ ഒരു ഭാഗത്ത് മക്കളൊന്ന് നോക്കുക ഇങ്ങോട്ടേക്ക്. ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് എടുത്ത് നോക്കുക. അങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ x/2 ആണ് കിട്ടുക. x/2 ഇവിടെ L ആണ് കിട്ടുക. തീറ്റ വളരെ ചെറുതാണെന്ന് പറയുന്നത് കൊണ്ട് സൈൻ തീറ്റയും ടാൻ തീറ്റയും ഈക്വൽ ആയതുകൊണ്ട് ഈ L തന്നെയായിരിക്കും ഏകദേശം ഈ L-ഉം. അപ്പോൾ മക്കളെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റായ x/2 ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റായ L ഈക്വൽ ടു q² ഡിവൈഡഡ് ബൈ 4πε0 mg ഇൻറ്റു x² ആണ് നിങ്ങൾക്ക് കിട്ടുക ആൻസർ. ഞാൻ ഈ ഉള്ള സ്ഥലത്തൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക. ഈ x² ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് x³ ആണ്. ഓക്കെ, അപ്പോൾ x³ ആണ്. ഇനി ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 4ഉം ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. നമുക്ക് ഇവിടുന്ന് കിട്ടും x³ ഇസ് ഈക്വൽ ടു q² ഡിവൈഡഡ് ബൈ 2πε0 mg ഇൻറ്റു ഈ താഴത്തെ L ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ L എന്ന് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും x ഈക്വൽ ടു q² L/2πε0 mgയുടെ ക്യൂബ് റൂട്ടാണ്. q²L എന്ന് പറയുമ്പം ഇവിടെ q² L ഉണ്ട്, ഇവിടെ q² L ഉണ്ട്. പക്ഷേ ഇവിടെ താഴെ 4πε0 mg ആണ്, ഇവിടെ 2πε0 mg ആണ്. നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഓപ്ഷനാണ് അവിടെ കിട്ടുക. മക്കളെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ചോദ്യം തന്നെയാണ് ഇത്. കുറച്ച് എന്താണ് പറയുക, മാത്തമാറ്റിക്കലായ കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. എനിവേ പെൻഡുലം ടൈപ്പ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അവിടെ ടെൻഷൻ കൂടി നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. അതേപോലെ ടെൻഷൻ ഉണ്ടാവില്ല ഓപ്ഷനിൽ എന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കളയാൻ വേണ്ടി ഇക്വേഷനെ ഡിവൈഡ് ചെയ്ത് കളയണം. തീറ്റ നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഈ 2 ഇക്വേഷനെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം നിങ്ങൾ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. നൗ മക്കളെ ക്ലിയർ ആണോ ഐഡിയ? എന്ത് ടെൻഷൻ എടോ, എന്ത് ടെൻഷൻ സാറേ, ടെൻഷനാണ് നോക്കി. എന്തിന് ടെൻഷൻ? എന്തിനാണ് ടെൻഷൻ? എന്നെ അറിയാവുന്നവരോട് ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്, എന്നും പറയാവുന്നൊരു കാര്യമാണ്. എന്താണ്? ഇത്ര മാത്രമേ ഉള്ളൂ. എന്നെ അറിയാവുന്നവരോട്, നീറ്റ് പഠിക്കുന്ന ഒരു കുട്ടീനോട് ഞാൻ പറയുന്ന കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, എയിംസിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജിന് നിങ്ങളെ താങ്ങാനുള്ള ശേഷിയില്ല, ആ കോളേജിന് ഭാഗ്യമില്ല. അല്ലാണ്ട് നിങ്ങളുടെ ഭാഗ്യക്കേടാന്ന് വിചാരിക്കരുത്. നമ്മളാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാം തകർന്നാലും എല്ലാം പോയാലും അവസാനം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എപ്പോഴും വെക്കണമുള്ളില്ലേ.
മനസ്സിലായോ? അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ കോളേജിനാണ് നിങ്ങളില്ലെങ്കിൽ നഷ്ടം, അല്ലാണ്ട് നിങ്ങൾക്കല്ല. അത് ആദ്യം മനസ്സിലായിക്കോ. ആ ഒരു ലെവലിലായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് വരേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും വേറെ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. എന്ത് തല പോകുന്ന കേസാണോ, തല വെട്ടിയ കേസാണോ, എന്തിന് ടെൻഷൻ അടിക്കണം? ഇതാർക്ക് ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ ഉള്ളിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കുള്ളിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും മുമ്പോട്ടേക്ക് പോവുക. ഓരോ ക്വസ്റ്റ്യനും കിട്ടുമ്പം വളരെ പ്രതീക്ഷയോട് കൂടി മാത്രം പോവുക. ഹോപ്പ് ഏറ്റവും കൂടുതൽ വേണം. വളരെ പോസിറ്റീവായിട്ട് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് നെഗറ്റീവായിട്ട് ഇരിക്കരുത്. എന്താവശ്യത്തിന്, എന്ത് കാര്യത്തിന്? നമ്മളാരും കൊടുത്തു വെച്ച സീറ്റൊന്നുമല്ല ഇത്. കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടട്ടെ, അല്ലാണ്ട് എന്താ? കിട്ടിയിട്ടില്ല ഒരു കുഴപ്പമില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടട്ടെ, കിട്ടിയിട്ടില്ല പോട്ടെ, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഒന്നുറപ്പാണ്, ഇപ്പം എന്നെ ലൈവ് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു കുട്ടിയും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു കുട്ടിയും ജീവിതത്തിൽ നിങ്ങൾ ജെനുവിനായിട്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നതെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ നന്നാവും. പിന്നെ എന്തിനു പേടിക്കണം? റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ അല്ലേ മക്കളെ? ടെൻഷൻ എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. ചെറിയ ടെൻഷനൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ചെറിയ ടെൻഷനൊക്കെ ഓക്കെ. വലിയ ടെൻഷനിലേക്ക് നിങ്ങളെ വല്ലാണ്ട് ബാധിക്കുന്ന തരത്തിലേക്കൊന്നും ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, റെഡി? മക്കളൊന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക ഉഷാറായിട്ട്. റെഡി? അടുത്ത എന്താണ് ചോദ്യം? കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. മക്കളെ ഏതാ? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ദ ഡൈപോൾ മൊമെന്റ് പി ഈസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ആരുടെ ഇലക്ട്രിക് ഫീൽഡ്? ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ. അപ്പോൾ ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, എവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്? ഇത് നെഗറ്റീവ് പോസിറ്റീവ് ചാർജുള്ള ഒരു ഡൈപോളാണെന്ന് കരുതുക. ആ ഡൈപോള് ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഇക്വറ്റോറിയൽ പോയിന്റ് ഈ പോയിൻ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആക്സിയൽ പോയിന്റ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു +1 കൂളം വെച്ചതായിട്ട് അസ്യൂം ചെയ്യാം. ഇവിടെ നെഗറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവ് ഇവിടുത്തെ +1നെ നീ മോനെ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്നാൽ ഈ പോസിറ്റീവ് നീ പോടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തള്ളും. ഇൻ എഫക്റ്റ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് റിസൾട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ഡൈപോൾ കാരണം ഇക്വറ്റോറിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. +2 നിങ്ങൾ ഡിറൈവ് ചെയ്ത് പഠിച്ച സാധനമാണ്, പക്ഷേ പെട്ടെന്ന് എക്സാ ഹോളിന് കത്താതിരിക്കരുത്. ഇനി ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. എലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ ടുവാർഡ്സ് ദ ഡൈപോൾ, എലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ എവേ ഫ്രം ദ ഡൈപോൾ. ഒരിക്കലുമല്ല, ഇത് രണ്ടുമല്ല. കാരണം എന്താണ്? ഉറപ്പായിട്ടും ഇക്വറ്റോറിയൽ ലൈനിലൂടെയുമല്ല ഇലക്ട്രിക് ഫീൽഡ്, ഇക്വറ്റോറിയൽ ലൈനിൻ്റെ താഴേക്കുമല്ല ഇലക്ട്രിക് ഫീൽഡ്. ഇത് രണ്ടും തെറ്റാണ്. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? പെർപെൻഡിക്കുലർ ടു ഇക്വറ്റോറിയൽ ലൈൻ. കറക്റ്റാണ്, കാരണം ഇക്വറ്റോറിയൽ ലൈൻ ഇതാണ്, ഈ സാധനമാണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. പക്ഷേ അതെങ്ങനെയാണ് പോകുന്നത്? ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻറ്റോ പാരലൽ ടു ഡൈപോൾ മൊമെൻ്റ് ആണോ? നോക്കാം നമുക്ക്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ഇങ്ങോട്ടേക്കാണ്. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. തീർച്ചയായിട്ടും മക്കളെ ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ് വരിക. കത്തിയിട്ടുണ്ടോ മക്കളെ? അടിപൊളിയാണോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ അടിക്കടാ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ അടിക്കടാ മക്കളെ. സാധനം കത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാര്യങ്ങൾ സെറ്റാണോ? കഴിഞ്ഞത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണോ? ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നീറ്റിന് തന്നെ മുൻപ് ചോദിച്ചൊരു ചോദ്യമാണിത്. ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റിയിട്ടാണ് ചോദ്യം. അപ്പോൾ ഗോസസ് തിയറമാണ് നമ്മുടെ ടോപ്പിക്ക്.
അപ്പോൾ എന്താണ് ജനറലി ഗോസസ് തിയറം എന്ന് പറയുന്നത്? എന്താണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്? എന്താണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്? ഫണ്ടമെൻ്റലി ഗോസസ് തിയറം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളൊരു ചാർജ് വെച്ചു, ആ ചാർജിന് ചുറ്റും ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും ഇങ്ങനെയാണ് പോകുന്നത് ചാർജിന് ചുറ്റും. എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക. ഇങ്ങനൊരു ക്ലോസ്ഡ് സർഫസ് ഇങ്ങനെ വെച്ചു. ഇതിലൂടെ പോകുന്ന ടോട്ടൽ ഫീൽഡ് ലൈൻ എത്രയാണ്? എണ്ണിയെടുക്കാം. 1 2 3 4 5 6 7 8. ഞാൻ അതിന് ചുറ്റും ഇങ്ങനൊരു ലൂപ്പ് ഉണ്ടാക്കി. അപ്പോഴും ആ ലൂപ്പിലൂടെ 8 ഫീൽഡ് ലൈനാണ് പോകുന്നത്. ഞാൻ ഇങ്ങനൊരു ലൂപ്പ് ഉണ്ടാക്കി. അപ്പോഴും 8 ഫീൽഡ് ലൈൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആ ലൂപ്പിൻ്റെ ഷേപ്പിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സർഫസ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങളോട് പറയാണ് ഒരു ചാർജ്, ആ ചാർജിന് ചുറ്റും R റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ഉണ്ടാക്കി. ആ ചാർജിന് ചുറ്റും 2R റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ഉണ്ടാക്കി. ദെൻ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഫസ്റ്റ് ലൂപ്പ് സർഫസ് എന്ന് പറയുന്ന φ1, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ സെക്കൻഡ് സർഫസ് എന്ന് പറയുന്ന φ2. ദെൻ ദ റേഷ്യോ φ1 to the φ2 എന്ന് പറയുമ്പോൾ പുട്ട് പോലെ നിങ്ങൾ ഒന്നും എഴുതണം. എന്താ കാരണം ഇത്രയേ ഉള്ളൂ. ഒന്നിലേക്കൂടി പോകുന്ന എല്ലാ ഫ്ലക്സുകളും രണ്ടാമത്തെ ലൂപ്പിലൂടെയും പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ലൂപ്പിൻ്റെ സർഫസിൻ്റെ വലിപ്പം ഒരിക്കലും, ആ ഒരു സർഫസിൻ്റെ വലിപ്പം ലൂപ്പ് പറഞ്ഞു പോയി അറിയാണ്ട്, സർഫസിൻ്റെ വലിപ്പം ഒരിക്കലും അവിടെ ഡിപ്പെൻഡ് ചെയ്യൂല. സർഫസ് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ ചാർജ്, ഉള്ളിൽ നിൽക്കുന്ന ചാർജിനെ മാത്രമേ അവിടുത്തെ ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ. എന്നാൽ ഗോസസ് തിയറത്തിൻ്റെ അടുത്തൊരു ഭാഗം എന്താണ്? ഗോസസ് തിയറത്തിൻ്റെ വേറൊരു ഭാഗം മക്കൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിലേക്ക് കയറി വരുന്ന ഫീൽഡ് ലൈനുകൾ ഉണ്ടാവും. അതിനെ എൻറ്ററിങ് ഫ്ലക്സ് എന്ന് വിളിക്കാം. ഇറങ്ങിപ്പോകുന്ന ഫീൽഡ് ലൈനുകൾ ഉണ്ടാവും. ഇറങ്ങിപ്പോകുന്ന ഫീൽഡ് ലൈൻ ആണെങ്കിൽ അതിനെ ലീവിങ് ഫ്ലക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എൻറ്ററിങ് ഫ്ലക്സ് എന്ന് പറയുന്നത് φ1ഉം ലീവിങ് ഫ്ലക്സ് എന്ന് പറയുന്നത് φ2 ആണെങ്കിൽ ഉറപ്പായിട്ട് മക്കളെ എനിക്ക് പറയാം, അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ലീവിങ് ഫ്ലക്സ് മൈനസ് ടോട്ടൽ എൻറ്ററിങ് ഫ്ലക്സ് ആണ്. അപ്പോൾ മക്കൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഗോസസ് തിയറം? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ദ സർഫസ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു Q by epsilon 0 എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സിനെ നമുക്ക് എങ്ങനെയും എഴുതാം, ടോട്ടൽ ലീവിങ് ഫ്ലക്സ് മൈനസ് ടോട്ടൽ എൻറ്ററിങ് ഫ്ലക്സ്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന φ2 മൈനസ് കയറി വരുന്ന φ1, ഇങ്ങനെയും എഴുതാം ടോട്ടൽ ഫ്ലക്സിനെ. അപ്പോൾ ഗോസസ് തിയറം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് പഠിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, എന്താണ് അവിടെ എൻക്ലോസ് ചെയ്ത ചാർജ് എത്രയാണ്? ഇലക്ട്രിക് ഫ്ലക്സ് എൻറ്ററിങ് ആൻഡ് ലീവിങ് φ1 ആൻഡ് φ2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? φ2 മൈനസ് φ1 ആയിരിക്കും. ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു Q by epsilon 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ചാർജ് ഇൻസൈഡ് ദ സർഫസ്, അത് Q ആണ് ചോദിച്ചത്. Q will be equal to epsilon 0 into φ2 മൈനസ് φ1 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഇങ്ങനൊരു ആൻസർ ഉണ്ടോ അവിടെ? ഉറപ്പായിട്ടുണ്ട്. epsilon 0 into φ2 മൈനസ് φ1. ദ ഓപ്ഷൻ ഈസ് എ. മനസ്സിലായോ? റെഡിയാണോ? ടോട്ടൽ ലീവിങ് ഫ്ലക്സ് മൈനസ് ടോട്ടൽ എൻറ്ററിങ് കേട്ടോ. ടോട്ടൽ ലീവിങ് ഫ്ലക്സ് മൈനസ് അനന്തു മോനെ, ടോട്ടൽ ലീവിങ് ഫ്ലക്സ് മൈനസ് ടോട്ടൽ എൻറ്ററിങ് ഫ്ലക്സ് ആണ്. ടോട്ടൽ ലീവിങ് ഫ്ലക്സ് മൈനസ് ടോട്ടൽ എൻറ്ററിങ് ഫ്ലക്സ് ആണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? യെസ്, കത്തിയോ മക്കളെ? ഉഷാറാണോ? സാധന സെറ്റാണോ? Ready. According to Gauss's theorem, electric field of an infinitely long straight wire is proportional to എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നോക്കിയാൽ മക്കള്, നിങ്ങൾ പറയും ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ, നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ചാർജിൻ്റെ ഫീൽഡ് പഠിക്കുന്നുണ്ട്. -∞ മുതൽ +∞ വരെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചാർജ് കാരണം ഒരു r ഡിസ്റ്റൻസ് അകലെ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര? 1/4πε0 2λ/r ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നത്.
അതിന് പകരം ഒരു ഷീറ്റ് ആണെങ്കിൽ എത്രയാണ്? ഷീറ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി ലാർജർ ഷീറ്റ് ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് σ/2 ε0 ആണ്. ഇതേപോലെ ഒരു സ്ഫിയർ ആണെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് വരിക? ആണ് റേഡിയസ് എങ്കിൽ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് KQ/R² ആണ്. ഔട്ട്സൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് KQ/r² ആണ്. ഇതാണ് വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോങ് സ്ട്രെയിറ്റ് വയർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുക. യെസ്, ഓക്കെ, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അല്ലേ? കണ്ടോ നീറ്റിന് ഇത് കണ്ടോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ നീറ്റ് എക്സാമിനേഷന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നു, ഏറ്റവും ആദ്യം തന്നെ കാണുന്നത് നിങ്ങൾക്കൊന്നും അറിയാത്ത ചോദ്യം. ഫെഡപ്പ് ആവരുത്. കണ്ടോ, ഇതൊക്കെ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളിലെ മിക്ക കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മളവിടെ ബാക്കി ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടാത്ത ചോദ്യത്തിൻ്റെ മുകളിൽ ഒരിക്കലും നിങ്ങൾ ചത്ത് കടന്ന് ഇരിക്കരുത്. നമ്മളെ വേണ്ടാത്ത ക്വസ്റ്റ്യൻ നമുക്കും വേണ്ട, വിട്ട് കളയണം, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ അല്ലേ? നൗ അടുത്തതിലേക്ക് പോവാണ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഔട്ട്സൈഡ് ദ ചാർജഡ് സ്ഫിയർ ഓഫ് റേഡിയസ് R at a distance R is. ഓക്കെ, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഔട്ട്സൈഡ് എ ചാർജഡ് സ്ഫിയർ, ഒരു ഹോളോ സ്ഫിയർ എടുത്തു അല്ലെങ്കിൽ സോളിഡ് സ്ഫിയർ എടുത്തു. മെറ്റാലിക് സ്ഫിയർ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. മെറ്റാലിക് സോളിഡ് സ്ഫിയർ ആണെങ്കിൽ അത് മെറ്റാലിക് ആണ്, ഹോളോ സ്ഫിയർ ആണെങ്കിൽ എന്തോ സ്ഫിയർ ആണ്. എന്തായാലും കുഴപ്പമില്ല. കാരണം ഇവിടെ സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ എല്ലായിടയ്ക്കും കൊടുത്ത സ്ഥിതിക്ക് എല്ലാ ചാർജും സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. റോ ആയിരുന്നെങ്കിൽ വോളിയത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേനെ. ഇത് രണ്ടാണെങ്കിലും ഇതിൻ്റെ ഔട്ട്സൈഡിൽ സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലെ ഇതിൻ്റെ ഔട്ട്സൈഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/4πε0 Q/r² ആണ്. പക്ഷേ നമുക്ക് ഇവിടെ ക്യൂവോ സ്മോൾ ആറോ ക്വസ്റ്റ്യനിൽ കാണുന്നില്ല. ക്യൂ എന്ന് പറയുന്നൊരു സാധനമല്ല, ചാർജ് ഡെൻസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചാർജിനെ ഇങ്ങനെ എഴുതാം. ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുന്ന ആരാ മക്കളെ? ചാർജ് ബൈ സർഫസിൻ്റെ ഏരിയ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം 4π × R² ആണ്. ഇതാണ് സിഗ്മ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂ എക്സാക്ട്ലി ഈക്വൽ ടു 4πr² സിഗ്മ എന്ന് എഴുതാം. അപ്പോൾ സിഗ്മ വെച്ച് അതിനെ റീപ്ലേസ് ചെയ്തു. ഓപ്ഷൻ നോക്കിയിട്ടാണ് ചെയ്തത്, എൻ്റെ ബുദ്ധി കൊണ്ടല്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 സിഗ്മ × 4πr² ഇൻറ്റു സ്മോൾ r². 4πയും വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് സിഗ്മ R² /ε0 സ്മോൾ r² എന്ന് കിട്ടും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. സിഗ്മ R² /ε0 സ്മോൾ r². ദ ഓപ്ഷൻ ഈസ് എ. ഓപ്ഷൻ ഈസ് എ. ഈ ഡയമെൻഷനൊന്നും വെച്ച് നോക്കരുത്, കാരണം ഡയമെൻഷനൊക്കെ വെച്ച് നോക്കിയാൽ എല്ലാത്തിനും ഒരേ ഡയമെൻഷൻ തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ഇത് ചെയ്ത് കണ്ടുപിടിക്കുക മാത്രമേ നടക്കുള്ളൂ. വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യുക. എൻ്റെ മക്കൾക്ക് ഇത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ക്ലിയർ ആണോ? എപ്പോഴാട്ടോ കഞ്ഞികളെ കടന്നുറങ്ങാതെ മര്യാദയ്ക്ക് പറഞ്ഞോ, മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്തോ. നിങ്ങളെ പഠിപ്പിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നിട്ടോ. റെസ്പോണ്ട് കരോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. യെസ് മക്കളെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. സ്പീഡ് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഓക്കെ ആണോ? നേരാതിരുമേനി. അപ്പോൾ സാർ കഞ്ഞിയാണോ? എന്താ സംശയം? പരക്കഞ്ഞി. അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഔട്ട്സൈഡ് എ ചാർജ് സ്ഫിയർ ഓഫ് റേഡിയസ് R at a distance small r is
എഗെയിൻ അപ്പോൾ നമ്മൾ തകർക്കുകയാണ് മക്കളെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഷാനു ബിന്ദു സയൻസ്. യെസ്, നീ എന്തായാലും ഉറങ്ങാതെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, സെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് വാ. ഇതൊരു പ്രീവിയസ് ഇയർ നീറ്റിൻ്റെ ചോദ്യമാണ്. ഇത് ഒരു നല്ല ചോദ്യം കൂടിയാണ്. ഈ ചോദ്യവും ഈ പറഞ്ഞ പോലെ എഴുതി ചെയ്ത് ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് ഗിവൺ ബൈ 5i + 4j + 9k. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഓഫ് ഏരിയ 20 യൂണിറ്റ് ലൈങ് ഇൻ ദ YZ പ്ലെയിൻ വിൽ ബി. എന്താണ് മക്കളെ YZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. YZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? YZ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതാ നോക്ക്, ഇതല്ലേ YZ പ്ലെയിന്. ഒരു സർഫസിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? ഏരിയയുടെ ഡയറക്ഷൻ. ഇതിപ്പോൾ ഒരു സർഫസ് ആണെങ്കിൽ ആ സർഫസിൻ്റെ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആയിരിക്കും ഏരിയ ഡയറക്ഷൻ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. റെഡി? ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കുക ഇങ്ങോട്ടേക്ക്. അതായത് YZ പ്ലെയിനിൽ നിന്നും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഏരിയ പോകുന്നു എന്ന് പറയുമ്പം നമുക്കിവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് പ്രശ്നം? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിയണം. ജനറലി ഇലക്ട്രിക് ഫ്ലക്സ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് E.ds ആണ്. പക്ഷേ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പൂട്ടി അലമാരയിൽ വെക്കാം. കാരണം ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ചോദ്യം ഒരിക്കലും നീറ്റിൽ ചോദിക്കാനില്ല. E.ds എന്ന് പറയുന്ന ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരില്ല നീറ്റ് എക്സാമിനേഷന്. ഫ്ലക്സിന് എപ്പോഴും അൾട്ടിമേറ്റ്ലി ഇലക്ട്രിക് ഫ്ലക്സിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ E.A തന്നെയായിരിക്കും ഫ്ലക്സ് കാണേണ്ട ഒരു അവസ്ഥ വന്നാൽ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കുഞ്ഞുങ്ങളെ വെക്റ്ററായിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ് വെക്റ്ററായിട്ട് തന്നിട്ടുള്ളത്? ഉഷാറായിട്ട് നോക്ക്. 5i + 4j + 9k ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഏരിയ അവിടെ നമുക്ക് 20 യൂണിറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഏരിയ ഒരു വെക്ടറാക്കി മാറ്റണം, അതേ നിവൃത്തിയുള്ളൂ. എന്നാലേ നമുക്ക് E.A ചെയ്യാൻ പറ്റുള്ളൂ. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ രണ്ടുപേരും വെക്ടറായിരിക്കണം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് വെക്ടർ, ഏരിയ വെക്ടർ അല്ല. അപ്പോൾ ഏരിയ വെക്ടറാക്കാൻ എന്താണ് വഴി? ഏരിയ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. ഏരിയ എവിടെയാണ് ലൈ ചെയ്യുന്നത്? YZ പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. YZ പ്ലെയിനിലുള്ള ഏരിയയുടെ ഡയറക്ഷൻ അതിന് പെർപെൻഡിക്കുലറായ X ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ആലോചിക്കുക, YZ പ്ലെയിൻ ആണെങ്കിൽ അതിന് X ഡയറക്ഷൻ, ഇനി XZ പ്ലെയിൻ ആണെങ്കിൽ അതിന് Y ഡയറക്ഷൻ, അതുപോലെ XY പ്ലെയിൻ ആണെങ്കിൽ അതിന് Z ഡയറക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഏരിയ എത്രയാണോ തന്നത് അതിനോട് ഒരു I ക്യാപ്പ് കൊടുക്കുക YZ പ്ലെയിൻ ആണെങ്കിൽ, ഒരു J ക്യാപ്പ് കൊടുക്കുക XZ പ്ലെയിൻ ആണെങ്കിൽ, അതുപോലെ ഒരു K ക്യാപ്പ് അതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക XY പ്ലെയിൻ ആണെങ്കിൽ. ഇവിടെ നമ്മുടെ ഏരിയ YZ പ്ലെയിനിലായതുകൊണ്ട് അതിന് രണ്ടിനും പെർപെൻഡിക്കുലറായ എക്സിലേക്കുള്ള യൂണിറ്റ് വെക്റ്റർ I ക്യാപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സിംപ്ലി ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു E.A എന്ന് നമുക്ക് കിട്ടും ആൻസർ. 5i.20i 100 എന്ന് കിട്ടും. 4j.20i 0 എന്ന് കിട്ടും. K.I അഗെയിൻ 0 ആണ്. നമ്മുടെ ആൻസർ 100 യൂണിറ്റ് ആണ് വരേണ്ടത്. സോ അവർ ബെസ്റ്റ് ഓപ്ഷൻ വിൽ ബി 100 യൂണിറ്റ്. സാധനം കിട്ടിയോ മക്കളെ? യെസ്, നമ്മുടെ ആൻസർ എത്രയാണ് വരേണ്ടത്? 100 ആണ് വരേണ്ടത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഏരിയ ഡയറക്ഷൻ എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ ചോദ്യവും എക്സാമിന് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മാത്രം ചെയ്യുക. എപ്പോഴും നല്ല ഹോപ്പോട് കൂടി മാത്രമേ ക്വസ്റ്റ്യൻസ് ചെയ്യാവുള്ളൂ. നല്ല രസത്തിൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യണ്ട. നമ്മളിപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് ആ ഓരോ ചോദ്യവും നിങ്ങളെടുത്ത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കേൾക്കുക. നമ്മൾ ഈ സോൾവിങ് നോക്കുക. ചോദ്യം എന്താണ് അടുത്തത്? രണ്ട് ചാർജഡ് സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 10 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആർ കണക്റ്റഡ് ബൈ എ തിൻ വയർ. യെസ്, നോ ചാർജ് വിൽ ഫ്ലോ ഇഫ് ദേ ഹാവ്.
രണ്ട് സ്ഫിയറുകളുണ്ട്. ആ രണ്ട് സ്ഫിയറിൻ്റെയും ചാർജ് Q1 Q2 ആണ്. ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്ററും മറ്റേ സ്ഫിയറിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്ററും ആണ്. കണക്റ്റഡ് ബൈ എ തിൻ വയർ. ഒരു വയർ വെച്ചിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലേ കൂടി ഒരു ചാർജ് ഫ്ലോ ചെയ്യുന്നില്ല, 0 ആണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ സ്ഫിയറുകൾക്ക് സെയിം? എപ്പോഴും ചാർജുകൾ എവിടെ നിന്ന് എവിടത്തേക്കാണ് മക്കളെ പോവുക? ഹയർ നമ്പർ ഓഫ് ചാർജിൽ നിന്നും ലോ നമ്പർ ഓഫ് ചാർജിലേക്കല്ലേ ചാർജുകൾ ഫ്ലോ ചെയ്യേണ്ടത്? ശരിയാണോ അല്ലയോ? നിങ്ങൾ പറ. കൂടുതൽ ചാർജുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് ചാർജുള്ള സ്ഥലത്തേക്കല്ലേ നമ്മുടെ ചാർജുകൾ ഫ്ലോ ചെയ്യേണ്ടത്? ആണോ? എന്നാൽ അങ്ങനെയല്ല മക്കളെ. അങ്ങനൊരു നിബന്ധനയോ നിയമമോ ഇല്ല. ചാർജുകൾ എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഫ്ലോ ചെയ്യുക. ഹയർ എനർജി റീജിയനിൽ നിന്നും ലോവർ എനർജി റീജിയനിലേക്കാണ് ചാർജുകൾ ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ ചാർജുകൾ ഒഴുകുന്നില്ലെങ്കിൽ ഇവൻ്റെയും പൊട്ടൻഷ്യൽസ് സെയിം ആയിരിക്കും വരിക. അപ്പോൾ രണ്ട് പേർക്കും സെയിം പൊട്ടൻഷ്യലായിരിക്കും അവർക്ക് ഉണ്ടാവുക. റെഡിയാണല്ലോ? സെയിം പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം, അല്ല സാർ അങ്ങനെയാണെങ്കിൽ സെയിം എനർജി വരുമോയെന്ന്. ഇല്ല. കാരണം എന്താണ് സംഭവം? സെയിം എനർജി എന്തുകൊണ്ടാണ് ആവാത്തത്? ആക്ച്വലി എനർജി എന്ന് പറയുന്നത് ½ CV² ആണ്. ലോകത്തെ ഏത് സാധനവും കപ്പാസിറ്റർ തന്നെയാണ്. അത് സ്ഫിയർ ആവാം, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആവാം, എന്തും ആവാം. എനർജി എന്ന് പറയുന്നത് ½ CV² ആണ്. രണ്ട് സ്ഫിയറുകൾക്ക് വേറെ വേറെ കപ്പാസിറ്റിയാണ്. അപ്പോൾ വോൾട്ടേജ് സെയിം ആയിട്ട് കാര്യമില്ല. വോൾട്ടേജ് സെയിം ആണ്, ഹാഫ് രണ്ടുപേർക്ക് സെയിം ആണ്. പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി കൂടിയാൽ എനർജിയും കൂടി. സ്ഫിയറിൻ്റെ റേഡിയസ് മാറുന്നതോടുകൂടി, ഫിസിക്കൽ ഫീച്ചർ മാറുന്നതോടുകൂടി അവർക്ക് കപ്പാസിറ്റീസിന് മാറ്റമായിരിക്കും ഉണ്ടാവുക. വേറെ വേറെ കപ്പാസിറ്റികളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ വേറെ എനർജികളാണ് ഉണ്ടാവുക. ഇവൻ്റ് എനർജി U1 ഇവൻ്റ് എനർജി U2 ആയിരിക്കും ഉണ്ടാവുക. എനർജിക്ക് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ആ ചാർജിന് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. ഈസ് ദാറ്റ് ഓക്കെ? കുഞ്ഞുങ്ങളെ കംഫർട്ടബിൾ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഇതാ ഒരു 10-11ഓളം ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കംഫർട്ടബിൾ ആണോ? ഈ ഒരു രീതിയിൽ പോയാൽ മതിയോ? ഓപ്പൺ റിവ്യൂ പറ മക്കളെ. ഓപ്പൺ റിവ്യൂ പറ. ഇതേപോലെ പോയാൽ മതിയോ? പറഞ്ഞോളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, റെഡി. അടുത്ത ചോദ്യം താ പിടിച്ചോ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P is placed in a uniform electric field. E has minimum potential energy when the angle between P and E. റെഡി മക്കളെ, നിങ്ങൾ നോക്കുക. ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഉള്ള ഷീറ്റും നെഗറ്റീവ് പൊളാരിറ്റി ഉള്ള ഷീറ്റും, നെഗറ്റീവ് പോസിറ്റീവ് ഉള്ള അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഒരു ഡൈപോൾ. ഈ പോസിറ്റീവ് ഇങ്ങോട്ടേക്കും ഈ നെഗറ്റീവ് ഇങ്ങോട്ടേക്കും വരുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ തീറ്റ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു P×E ഉണ്ടാവും, അല്ലെങ്കിൽ P sin θ ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഇതേപോലെ ഈ ഡൈപോളിന് ഒരു സ്റ്റോർഡ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് -P cos θ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവണമെങ്കിൽ അത് -PE ആവണം. അപ്പം -PE ആവണമെങ്കിൽ cos θയുടെ വാല്യൂ 1 ആവണം. cos θ 1 ആണെങ്കിൽ -PE × 1 -PE കിട്ടിക്കോളും. cos θ 1 ആവുമ്പോൾ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രിയാണ് ആവേണ്ടത്. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്ന അവസ്ഥയെ, കുഞ്ഞുങ്ങളെ, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഫോഴ്സ് 0 ആവുകയും
പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ അങ്ങനെയും ചോദിക്കാമല്ലോ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഏത് ആംഗിളിലാണ് ഒക്കർ ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ ആൻസർ എത്രയായിരിക്കും വരിക? θ 0 ഡിഗ്രി ആയിരിക്കും. എന്നാൽ എൻ്റെ മക്കൾ ഇങ്ങോട്ടേക്ക് നോക്കുക, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വാല്യൂ എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ പി പ്ലസ് പി ഇ ആയിരിക്കും വരിക. എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ? പറയേ, പി ഇ മൈനസ് പി ഇ കോസ് 180, അതായത് -1 ആണ്. ദറ്റ് ഈസ് പ്ലസ് പി ഇ ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് θ 180 ഡിഗ്രിയിലാണ്. അപ്പോഴും ഫോഴ്സ് 0 തന്നെയായിരിക്കും, കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സാണ് അതിൻ്റെ മുകളിൽ വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ആ ഇക്വിലിബ്രിയത്തിനെ എൻ്റെ മക്കളെ വിളിക്കുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു ഡൈപോള് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവുന്നത് 0 ഡിഗ്രിയിലും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവുന്നത് എത്രയിലാണ്? 180 ഡിഗ്രിയിലും ആയിരിക്കും. എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണോ? റെഡിയാണോ? ഉഷാറാണോ? യെസ്. എന്തോ ആയിക്കോട്ടെ. ഓക്കെ 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 ശരി. നമ്മൾ മെല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് മെല്ലെ ചേക്കേറുകയാണ് മക്കളെ, ചേക്കേറുകയാണ്. The charges capital Q plus Q are placed at the vertices of a right angled isosceles triangle as shown. The net electrostatic energy of the configuration is 0. Net electrostatic potential energy 0 ആകണം. അങ്ങനെയാണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. ഏതിൻ്റെ വാല്യൂ? ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യം. എവിടെ ക്യാപിറ്റൽ ക്യൂ? ക്യാപിറ്റൽ ക്യൂ കാണുന്നില്ല. ഇതാണ് ക്യാപിറ്റൽ ക്യൂ, ഇതാണ് ക്യാപിറ്റൽ ക്യൂ. ഇത് പ്ലസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ. ഇത് എ ആണ്. റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ സൈഡും എ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം √2a ആയിരിക്കും വരിക. റെഡി? അങ്ങനെയാണെങ്കിൽ മക്കളെ പറ, ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 0 ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? നമ്മുടെ ആൻസർ എല്ലാം സ്മോൾ ക്യൂവിൻ്റെ ടേമിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു സിസ്റ്റത്തിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ പെയറുകളും നിങ്ങൾ എടുക്കുക, അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എടുക്കുക. ഓരോ പെയറുകളും നിങ്ങൾ എടുക്കുക, അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എടുക്കുക. ഉദാഹരണത്തിന് 2 ചാർജുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, Q1ഉം Q2ഉം മാത്രം എടുക്കുകയാണെങ്കിൽ, ഒരാർ ഡിസ്റ്റൻസ് അകലെ വെച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 / R ആണ്. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെ പറയുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് വരിക? ഇതൊരു പെയറാണ്. എത്രയാണ് വരിക? ടോട്ടൽ എനർജി U is equal to K into ക്യാപിറ്റൽ Q സ്മോൾ Q ഡിവൈഡഡ് ബൈ അവർക്കിടയിൽ ഉണ്ടാകുന്ന ദൂരം സ്മോൾ എ. ഇതൊരു പെയറാണ്. ഇതൊരു പെയറാണ്. 1/4πε0 സ്മോൾ Q ദറ്റ് ഈസ് Q² ഡിവൈഡഡ് ബൈ എ. ഇതൊരു പെയറാണ്. 1/4πε0 ക്യാപിറ്റൽ Q സ്മോൾ Q ഡിവൈഡഡ് ബൈ √2a. ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ 0 ആണ് ആൻസർ കിട്ടേണ്ടത്. നമുക്ക് പുറത്തെടുക്കാവുന്നതിനൊക്കെ പുറത്തെടുക്കാം. കെയും എയും പുറത്തെടുക്കാം, എല്ലായിടത്തുനിന്നും. സ്മോൾ Q എല്ലായിടത്തും ഓരോന്ന് വെച്ചിട്ടുണ്ട്. സ്മോൾ Qയും പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ക്യൂവിനെ കിട്ടും, ഇവിടെ നമുക്കൊരു സ്മോൾ ക്യൂവിനെ കിട്ടും, ഇവിടെ നമുക്കൊരു Q/√2നെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. KQ/A ഒരു കാരണവശാലും 0 ആവാൻ പാടില്ല. കാരണം 1/4πε0 0 അല്ല, ചാർജ് 0 അല്ല, ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 1/a വരുമ്പം അതും ഒരിക്കലും 0 ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗമാണ് 0. അപ്പോൾ Q + Q/√2 ഈക്വൽ ടു -Q എന്ന് കിട്ടും. Q ഇൻറ്റു 1 + 1/√2 ഈക്വൽ ടു -Q എന്ന് കിട്ടും. കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Q ഇൻറ്റു √2 + 1 ഡിവൈഡഡ് ബൈ √2 ഈസ് ഈക്വൽ ടു -Q. ഫൈനൽ ആൻസർ ഷുഡ് ബി ക്യാപിറ്റൽ Q ഈക്വൽ ടു -Q ഇൻറ്റു ഈ √2 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ആട്ടെ, ഡിവൈഡഡ് ബൈ √2 + 1 അല്ലെങ്കിൽ 1 + √2. ഈ ഒരു രീതിയിൽ ഒരു ആൻസർ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക. ഉണ്ടോ ഇല്ലയോ?
ആക്ച്വലി അങ്ങനെ ഒരു ആൻസർ നമുക്ക് കാണാൻ കഴിയുന്നില്ല. -q/1 + √2 ഉണ്ട്, -2q/2 + √2 ഉണ്ട്, -2q + +2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, താഴെയും മേലെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? √2 × √2 കിട്ടും. സോ -2q കിട്ടും. ഇവിടെ √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ √2 + √2 × √2 2 എന്ന് കിട്ടും. ഈ രീതിയിലൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. -2q + 2 + √2, ദാറ്റ് ഈസ് ദ ഓപ്ഷൻ ഈസ് ബി. ബി ഓപ്ഷനിൽ നമുക്കതിൻ്റെ ആൻസർ കാണാൻ പറ്റും. മക്കളൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ, ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നിങ്ങൾക്കൊന്ന് നോക്കിക്കോ. അടുത്ത ചോദ്യം, വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് അടുത്ത ചോദ്യമുണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ മൊത്തം സൊല്യൂഷൻ ഒന്ന് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. റെഡി? എത്ര കഴിഞ്ഞു എന്നുള്ളതല്ല മോളെ, എത്ര കഴിഞ്ഞു എന്നിപ്പം നീ നോക്കണ്ട. ഇനിയുള്ളത് നീ നോക്കുക. വൈകുന്നേരം വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ ആ ലൈവ് ഒന്ന് ബാക്കോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ബാക്കിയുള്ളത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ലൈവ് എല്ലാം കൂടി കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതലെയുള്ള ആ വീഡിയോ സുഖമായിട്ട് കാണാമല്ലോ. അപ്പോൾ എത്ര കഴിഞ്ഞു എന്ന് ഇനി നോക്കണ്ട, ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പം നിൽക്കുന്ന സാധനത്തിന് അടിപൊളിയായിട്ട് നോക്കട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. എ ബോഡി ഓഫ് കപ്പാസിറ്റി 4 മൈക്രോഫാരഡ് ഈസ് ചാർജ് ടു 80 വോൾട്ട്. അനദർ ബോഡി ഓഫ് കപ്പാസിറ്റി 6 മൈക്രോഫാരഡ് ഈസ് ചാർജ് ടു 30 വോൾട്ട്. Then they are connected. The energy lost by 4 മൈക്രോഫാരഡ്. നമുക്ക് നോക്കാം. ഒരു കപ്പാസിറ്റർ ഉണ്ട്, 4 മൈക്രോഫാരഡ് ആണ്, 80 വോൾട്ടാണ്. വേറൊരു കപ്പാസിറ്റർ ഉണ്ട്, 6 മൈക്രോഫാരഡ് ആണ്, വോൾട്ടേജ് 30 വോൾട്ടാണ്. അവർ പരസ്പരം കണക്ട് ചെയ്തു. അപ്പോൾ രണ്ടുപേരും ഇൻ്റർകണക്ട് ചെയ്തു എന്ന് പറയുമ്പം ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. C1 വോൾട്ടേജ് V1, ഇവൻ്റെ കപ്പാസിറ്റി C2, വോൾട്ടേജ് V2 ആണെന്ന് മക്കൾ നോക്കുക, ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് കണക്ട് ചെയ്യുമ്പം V1 V2 വോൾട്ടേജ് ആയിരിക്കില്ല. ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഫ്ലോ ചെയ്ത് അവരുടെ പൊട്ടൻഷ്യൽ ഈക്വലാക്കും. എന്നിട്ട് അവർക്ക് 2 പേർക്കും കൂടി ഒരു കോമൺ പൊട്ടൻഷ്യൽ കൊടുക്കും. അങ്ങനെ കിട്ടുന്ന കോമൺ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ ആ V കാണാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ഇറ്റ് ഈസ് C1 V1 + C2 V2 / C1 + C2. റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന സാധനമാണ്. ഗോയിങ് ബാച്ചിൽ +1 +2 നോർമലി പഠിക്കുന്ന കുട്ടികളിൽ മിക്കവാറും ആൾക്കാർക്ക് അറിയാൻ പറ്റും. അറിയാത്ത കുട്ടികളൊന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക ഈ ഒരു ഇക്വേഷൻ. അതായത് 2 കപ്പാസിറ്റേഴ്സ് ഇൻ്റർ കണക്ട് ചെയ്താൽ ലാസ്റ്റ് മൊമെൻറ്റുകളിൽ നിങ്ങൾ ഇതെങ്ങനെ വന്നു എന്നൊന്നും ചിന്തിക്കേണ്ട, അവസാന നിമിഷമാണ്. റെഡിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ C1 V1 + C2 V2 / C1 + C2. കോമ്പി ലൈവ് പോലെ ഇതും യൂട്യൂബിൽ ഉണ്ടാവും ചാനലുണ്ടാവും കേട്ടോ, ഒരു കുഴപ്പമില്ല, എന്തായാലും ചാനലുണ്ടാവും. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ C1 V1 + C2 V2 / C1 + V2, അതാണ് വോൾട്ടേജ് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോമൺ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും മക്കളെ വരിക? നമുക്ക് 4 മൈക്രോഫാരഡ് ഇൻറ്റു വോൾട്ടേജ് 80 പ്ലസ് 6 മൈക്രോഫാരഡ് ഇൻറ്റു വോൾട്ടേജ് 30 / C1 + C2. 4 + 6 10. 4 × 80, എല്ലാ ഭാഗത്തും 10 ഉണ്ട്, അത് കോമൺ ആയിട്ട് കളഞ്ഞിട്ട് 4 32, 6 3 18, 50 വോൾട്ട് എന്ന് കിട്ടും. 32 18 50 വോൾട്ട്. ഇതാണ് കോമൺ പൊട്ടൻഷ്യൽ വരിക. റെഡിയല്ലേ? അപ്പോൾ എത്രയാണ് എനർജി ലോസ്റ്റ് ബൈ 4 മൈക്രോഫാരഡ് കപ്പാസിറ്റർ? ഇനീഷ്യൽ എനർജി ഓഫ് 4 മൈക്രോഫാരഡ് കപ്പാസിറ്റർ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 4 മൈക്രോഫാരഡ് ഇനീഷ്യൽ എനർജി നമുക്ക് പറയാം ½ ഇൻറ്റു C1 ഇൻറ്റു അതിൻ്റെ വോൾട്ടേജ് സ്ക്വയർ. എത്രയാണ് എൻ്റെ മക്കളെ വരേണ്ടത്? ½ ഇൻറ്റു 4 മൈക്രോഫാരഡ്, 4 മൈക്രോ ഇൻറ്റു വോൾട്ടേജ് V1. എത്രയാണ് വോൾട്ടേജ്? 80 ആണ്. 80ൻ്റെ സ്ക്വയർ 6400. ഉറപ്പായിട്ടും 4ഉം 2ഉം വെട്ടിപ്പോയ 2 കിട്ടി. 2 × 64 128. 128ഉം ബാക്കി 2 പൂജ്യവും വരും. അത്രയും മൈക്രോ ജൂൾ. അവിടെ നിന്നോട്ടെ. ഫൈനൽ എനർജി എത്രയാണ്? ½ ഇൻറ്റു ആ കപ്പാസിറ്റി ഇൻറ്റു
അവിടുത്തെ വോൾട്ടേജ് കോമൺ, രണ്ട് പേർക്ക് ഒരേ പൊട്ടൻഷ്യലായി മാറി v² എന്ന് എഴുതാം. അപ്പോൾ എത്ര കിട്ടുക? ഹാഫ് ഇൻറ്റു കപ്പാസിറ്റി C1. എത്രയാണ് കപ്പാസിറ്റി C1 എന്ന് പറയുന്നത്? 4 മൈക്രോ ഫാരഡ്. വോൾട്ടേജ് എത്രയാണ്? 50. സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടുക? 2500. കുഴപ്പമൊന്നുമില്ല, 2ഉം 4ഉം വെട്ടിപ്പോയാൽ 2 × 2500 500 മൈക്രോ ജൂളെന്ന് നമുക്ക് എഴുതാം. പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ എത്രയാണ് ഈ എനർജിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്? 12800 നിന്ന് 5000 മൈക്രോ ജൂള് ചെയ്താൽ മതി, കുറച്ചാൽ മതി. 12 5 പോയാൽ 7 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 800 പിന്നെ 7800, ഏകദേശം 7800ൻ്റെ അടുത്ത് 7800 മൈക്രോ ജൂളാണ്. പിന്നെ ഇത് മില്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട, കാരണം എന്താണ്? ഇത് എല്ലാ ആൻസറും മില്ലി ജൂളാണ്. 7800 മൈക്രോ ജൂള് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ആൻസർ ഏത് തന്നെയായിരിക്കും വരിക? 7.8 മില്ലി ജൂളാണ്. അവിടെ മില്ലിയിലേക്ക് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ മക്കളെ? പറയ് എന്താ അവസ്ഥ? റെഡിയാണോ? അങ്ങനെ നമ്മൾ തകർത്തുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് മെല്ലെ ഓടിയെടുക്കുകയാണ്. നോക്കാം. എ ഹോളോ കണ്ടക്ടിങ് സ്ഫിയർ ഓഫ് റേഡിയസ് r, ചാർജ് q on the surface. What is the electric potential within the sphere at a distance small r equal to capital R/3 from the center? നിങ്ങളുടെ കയ്യിലൊരു ഹോളോ കണ്ടക്ടിങ് സ്ഫിയർ ഉണ്ട്. സ്ഫിയറിൻ്റെ റേഡിയസ് r ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചാർജ് q ഉണ്ട്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിതിൻ ദ സ്ഫിയർ അറ്റ് എ ഡിസ്റ്റൻസ് r/3? സ്മോൾ r ഈക്വൽ ടു r/3യിൽ ഉള്ള പൊട്ടൻഷ്യൽ എത്ര എന്നാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ, ഒരു ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിൽ സെൻറ്റർ മുതൽ സർഫസ് വരെ ഒരേ പൊട്ടൻഷ്യലാണ്. പിന്നീടാണത് ഡിക്രീസ് ചെയ്ത് വരിക. അതായത് ഉള്ളിൽ നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും, സെൻറ്റർ ആയിക്കോട്ടെ, r/3 ആയിക്കോട്ടെ, r/2 ആയിക്കോട്ടെ, അപ് ടു ദ സർഫസ് പോയിന്റ് പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു 1/4πε0 ചാർജ് ബൈ റേഡിയസ്. ഇതാണ് പൊട്ടൻഷ്യൽ വരിക. പുട്ടാണ് 1/4πε0 q ഡിവൈഡ് ബൈ r. q എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ q ആയതുകൊണ്ട് ക്യാപിറ്റൽ q ഡിവൈഡ് ബൈ r. സോ നമ്മുടെ ഓപ്ഷൻ വിൽ ബി 1/4πε0 ക്യാപിറ്റൽ q ഡിവൈഡ് ബൈ r. അവിടെ r/3 എന്ന് പറയുന്ന പോയിന്റ് ആയാലും r/2 എന്ന് പറയുന്ന പോയിന്റ് ആയാലും ഉള്ളിൽ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും പൊട്ടൻഷ്യൽ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ആൻഡ് അഗെയിൻ വേറൊരു ചെറിയ കാര്യം കൂടി മക്കളോട് ഞാൻ പറയാം. ഒരു ഹോളോസ്ഫിയറിന് ചാർജ് നമ്മൾ കൊടുത്തു. നിങ്ങളൊരു പോയിന്റ് ചാർജ് q0 എടുത്തു. ആ ചാർജ് ഇവിടെ വെച്ചാൽ ആ ചാർജിൻ്റെ എനർജി q0 ഇൻറ്റു പൊട്ടൻഷ്യൽ v ആണ്. ആ ചാർജിനെ ഞങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ച്ച് ഇവിടെ കൊണ്ടുവച്ചാലും അതേ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് അതേ എനർജി തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എത്ര വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 0. ഒരു ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിൽ നിന്നും, ചാർജഡ് ഹോളോസ്ഫിയറിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചാർജ് എടുത്തിട്ട് അതിൻ്റെ ഏത് പോയിന്റിലേക്ക് മാറ്റാനോ മറിക്കാനോ നിങ്ങൾ കൊടുക്കേണ്ട വർക്ക് എന്ന് പറയുന്നത് 0 ആണ് വരിക. കാരണം അതിൻ്റെ ഉള്ളിൽ ഏത് പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അതുകൊണ്ട് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് മാറ്റാൻ വേണ്ടി, മൂവ് ചെയ്യിക്കാൻ വേണ്ടി ദർ ഇസ് നോ നീഡ് ഓഫ് എനി എക്സ്റ്റേണൽ വർക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? റെഡി? നൗ അടുത്തത് n identical spherical drops charged to the same potential V are combined to form a big drop. Potential of the new drop will be. എന്താണ് ആ ന്യൂ ഡ്രോപ്പിൻ്റെ, പുതിയ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എന്നാണ് ചോദ്യം. ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ പല ചാപ്റ്റേഴ്സിലുണ്ട്. പൊതുവേ ഇത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിൽ നമുക്ക് ടെർമിനൽ വെലോസിറ്റിയുടെ ഭാഗത്ത് ചോദ്യം ചോദിക്കാം, എക്സസ് പ്രഷറിൻ്റെ ഭാഗത്ത് ചോദ്യങ്ങൾ ചോദിക്കാം, ഗ്രാവിറ്റേഷനിലെ നമ്പർ ഓഫ് സ്ഫിയറായി മുറിഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാം, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മളോട് ചോദിക്കാം. അങ്ങനെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ ഒരു ടൈപ്പ് ചോദ്യം ചോദിക്കാം. അതായത് n ഐഡൻറ്റിക്കൽ സ്ഫെറിക്കൽ ഡ്രോപ്പ് കമ്പൈൻ ടു ഫോം എ ബിഗർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കുറേ ഡ്രോപ്പുകൾ
n നമ്പർ ഓഫ് ഡ്രോപ്പുകൾ ചേർന്ന് ഒരു വലിയ ഡ്രോപ്പായി മാറുന്നു. ഓരോ കുഞ്ഞു ഡ്രോപ്പിൻ്റെയും റേഡിയസ് ആറും ക്യാപിറ്റൽ ആറാണ് വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ചെറിയ ഡ്രോപ്പിൻ്റെയും പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ വലിയ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ വി ബി ബിഗർ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എത്ര എന്നാണ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യനിലേക്കുള്ള, അതായത് കുറേ സ്ഫിയറുകൾ ചേർന്നൊരു സ്ഫിയർ ആവുകയോ അല്ലെങ്കിൽ ഒരു സ്ഫിയർ പൊട്ടി കുറേ സ്ഫിയർ ആവുകയോ ചെയ്യുന്ന ഏതൊരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കോമൺ സ്ട്രാറ്റജി ഉണ്ട്, കോമൺ മെത്തേഡ് ഉണ്ട്. അതായത് എൻ്റെ മക്കൾ നോക്കുക, ഈ ചെറിയ സ്ഫിയറുകൾ അത് ഓരോന്നിൻ്റെയും വോളിയം 4/3 πr³ ആണ്. അങ്ങനെയുള്ള 4/3 πr³ ഉള്ള ആ സ്ഫിയർ n നമ്പറുകൾ കൂടിച്ചേരുമ്പോൾ നമുക്ക് ആ വലിയ സ്ഫിയർ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വലിയ സ്ഫിയറിൻ്റെ വോളിയം തന്നെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം കമ്പൈൻ ചെയ്യുമ്പോഴോ പൊട്ടുമ്പോഴോ ഡെൻസിറ്റി മാറാത്തത് കൊണ്ട് വോളിയവും മാസും ഈക്വൽ ആയിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ n നമ്പർ ഓഫ് വോളിയങ്ങൾ ചേരുമ്പോൾ ബിഗർ ഡ്രോപ്പിൻ്റെ വോളിയം നമുക്ക് കിട്ടുന്നു. So you will get 4/3 pi 4/3 get cancels, n into small r³ is equal to capital R³ എന്ന് നമുക്ക് കിട്ടും. ഇനി മക്കൾ നോക്കുക, സ്മോൾ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ V is equal to 1/4 pi epsilon 0. ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് Q ആണെന്ന് ഞാൻ കരുതുന്നു. Q ഡിവൈഡഡ് ബൈ അതിൻ്റെ റേഡിയസ് സ്മോൾ r. എന്നാൽ ബിഗർ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എൻ്റെ മക്കൾ നോക്കുക, എന്താണ് വരേണ്ടത്? 1/4 pi epsilon 0 ബിഗർ സ്ഫിയറിലെ ചാർജ് Q ഡിവൈഡഡ് ബൈ ബിഗർ സ്ഫിയറിൻ്റെ റേഡിയസ് R ആണ്. ഇൻ ടേംസ് ഓഫ് സ്മോൾ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെ കിട്ടും? വി ബി ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു കെ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂവിന് പകരം കുറേ നമ്പർ ഓഫ് ചാർജുകൾ ചേർന്നാലാണ് ഈ ബിഗർ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ n നമ്പർ ഓഫ് സ്മോൾ ചാർജസ്, അപ്പോൾ n ഇൻറ്റു സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? r³ nr³ ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ക്യൂബ് റൂട്ട് എടുത്താൽ n⁻⁴ ഇൻറ്റു സ്മോൾ ആർ ആണ് ക്യാപിറ്റൽ ആർ വരേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ ആറിന് പകരം n⁻⁴ ഇൻറ്റു സ്മോൾ ആർ കിട്ടി. കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ. മക്കൾ നോക്കുക, കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ അത് ഓൾറെഡി ഇനീഷ്യൽ പൊട്ടൻഷ്യൽ വി ആയിരുന്നു. ഒപ്പം അതിൻ്റെ കൂടെ n/n⁻⁴ അത് n⁻²/3 ആണ്. അപ്പോൾ n⁻²/3 ഇൻറ്റു വോൾട്ടാണ് നമ്മുടെ ആൻസർ വരിക. നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ വിൽ ബി ദ ഓപ്ഷൻ ഡി. ഇതാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. എൻ്റെ മക്കളെ, ക്ലിയർ ആണോ കാര്യം പറഞ്ഞത്? ഇത്തരം സ്ഫിയറിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെവിടെയും വരാം. ഞാൻ പറഞ്ഞല്ലോ, കപ്പാസിറ്റിയിൽ വരാം. ഒരു സ്ഫിയറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് C ആണെങ്കിൽ കുറേ സ്ഫിയറുകൾ കൂടി ചേരുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? സുഖമായിട്ട് ചോദിക്കാം. മക്കളൊന്ന് ചെയ്താട്ടെ, ഞാൻ ആ ക്വസ്റ്റ്യൻ തരികയാണ്, നിങ്ങളൊന്ന് ചെയ്യും. സ്മോൾ സ്ഫിയറിൻ്റെ കപ്പാസിറ്റി C ആണ്. അങ്ങനെയാണെങ്കിൽ n സ്ഫിയേഴ്സ് കമ്പൈൻ ചെയ്യുന്നു. കപ്പാസിറ്റി C' എത്രയായിരിക്കും വരിക? ഇനി ലൈവ് കഴിഞ്ഞ് ഇത് കാണുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് പോസ് ചെയ്തിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് തിരിച്ചു വരാം. നമുക്ക് നോക്കാവുന്ന സ്മോൾ സ്ഫിയറിൻ്റെ കപ്പാസിറ്റി. ഒരു സ്ഫിയർ ആസ് എ കപ്പാസിറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 pi epsilon 0 ഇൻറ്റു റേഡിയസ് ആണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 4 pi epsilon 0 ഇൻറ്റു R ആണ് ഒരു സ്ഫിയറിൻ്റെ കപ്പാസിറ്റി. ഭൂമിയുടെ കപ്പാസിറ്റിയൊക്കെ 4 pi epsilon 0 ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത് അല്ലേ? 711 മൈക്രോ ഫാരഡ് കിട്ടും. 711 മൈക്രോ ഫാരഡ് ഭൂമിയുടെ കപ്പാസിറ്റിയാണ്. നമ്മുടെ NCERT സോൾഡ് എക്സാമ്പിളിലെ ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ നീറ്റിനൊക്കെ ചോദിച്ചേക്കാം. അത് ഈ NCERTയിലെ സോൾഡ് എക്സാമ്പിൾസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നീറ്റ് എക്സാമിനേഷന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക. വലിയ സ്ഫിയർ ആണെങ്കിൽ റേഡിയസ് ക്യാപിറ്റൽ ആർ, അതിൻ്റെ കപ്പാസിറ്റി C' എത്ര വരും? 4 pi epsilon 0 ഇൻറ്റു ക്യാപിറ്റൽ ആർ. പക്ഷേ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം, ക്യാപിറ്റൽ ആർ ഈക്വൽ ടു n⁻⁴ ഇൻറ്റു സ്മോൾ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ C' ഈക്വൽ ടു 4 pi epsilon 0 സ്മോൾ ആർ ഇൻറ്റു n⁻⁴. ഇതിൽ 4 pi epsilon 0 r എന്ന് പറയുന്നത് C ഇനീഷ്യൽ കപ്പാസിറ്റിയാണ്. n⁻⁴ അതിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടാ? ഇതുപോലെ ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. കത്തുന്നുണ്ടോ മക്കളെ? ഓക്കെ ആണോ?
തകർത്തോളൂ. അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്യണം. അടുത്ത ചോദ്യം. ഈ മോഡലും ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. ഈ ഒരു ഞാനിപ്പോൾ തൊട്ട് താഴെ കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുന്ന ചോദ്യമാണ്. അവസാന നിമിഷങ്ങളിലൊക്കെ 1-2 ചോദ്യങ്ങളെങ്കിലും ആ ലോജിക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ചോദ്യം? മക്കളൊന്ന് നോക്കുക. ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ചാർജ് അറ്റ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് U0. Slab of dielectric constant is inserted between the plates. Then the new potential energy will be equals to എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ U0. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. അതിൻ്റെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി U0 ആണെന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ if the dielectric constant K is inserted between the plates, ആ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അതായത് ഈ ഒരു പ്ലേറ്റിലേക്ക് നിങ്ങളൊരു ഡൈലക്ട്രിക് പ്ലേറ്റ് മെല്ലെ ഇൻസേർട്ട് ചെയ്തു. അതായത് ഇങ്ങനെയുള്ള 2 പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഡൈലക്ട്രിക് സ്ലാബ് പതിയെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി U എത്രയാണ് എന്നാണ് ചോദ്യം. ആദ്യമായി ഈ കപ്പാസിറ്റർ ഒരിക്കലും പ്ലഗിൽ കണക്റ്റഡ് അല്ല, വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്റർ എപ്പോഴോ പ്ലഗിൽ കൊടുത്ത സം ചാർജ് ഈസ് ദയർ. അപ്പോൾ അവിടെ ചാർജ് മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്, ചാർജ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല സാർ അൺചാർജ്ഡ് കപ്പാസിറ്റർ ആയിക്കോട്ടെ. അൺചാർജ്ഡ് കപ്പാസിറ്റർ ആയാൽ ഇതിന് എനർജി ഉണ്ടാവില്ലല്ലോ, U0 0 അപ്പോൾ എന്തോ ചെറിയൊരു ചാർജ് അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ആ ഡൈലക്ട്രിക് മീഡിയം അതിലേക്ക് ഇൻസേർട്ട് ചെയ്താലും ആ ചാർജ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. കാരണം ചാർജ് കൺസേർവ്ഡ് ആണ്, പുതിയതായിട്ട് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ഒരിക്കലും വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തതുകൊണ്ട്, ഒരിക്കലും ആ പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് എക്സ്ട്രാ ചാർജ് ഉണ്ടാവുകയോ ഉള്ള ചാർജിന് നാശം വരികയോ ചെയ്യില്ല. ഉള്ള ചാർജ് അതുപോലെ തന്നെ നിൽക്കുക ചെയ്യുക. ദാറ്റ് മീൻസ് ചാർജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഒരു പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്ത് വെച്ചിരുന്നു, ഇത് പ്ലഗ്ഡ് ആണ്, ഇതൊരു വോൾട്ടേജ് സോഴ്സിൽ പ്ലഗ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചോദ്യം നമുക്ക് തന്നിരുന്നതെങ്കിൽ, ഈ ഡൈലക്ട്രിക് സ്ലാബ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിരുന്നതായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നെങ്കിൽ അവിടെ ഒരിക്കലും ചാർജ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കരുത്. കാരണം ചാർജിന് എത്ര വേണമെങ്കിലും കയറാനുള്ള ഓപ്പൺ റിസോഴ്സ് ഇവിടെയുണ്ട് വോൾട്ടേജ് സോഴ്സായിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ വോൾട്ടേജ് ആണ് മക്കളെ കോൺസ്റ്റൻറ്റ്, ചാർജ് അല്ല കോൺസ്റ്റൻറ്റ്, വോൾട്ടേജ് ആണ് അവിടെ കോൺസ്റ്റൻറ്റ്. ചാർജ് കോൺസ്റ്റൻ്റ് ആവുന്നത് ഡിസ്കണക്റ്റഡ് പോയിന്റുകളിലാണ്, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആവുന്നത് കണക്റ്റഡ് പോയിന്റുകളിലാണ്. കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ ചാർജ് അവിടെ കോൺസ്റ്റൻ്റ് ആണ് വരിക. അങ്ങനെയാണെങ്കിൽ എനർജിക്ക് എന്ത് സംഭവിക്കും? കപ്പാസിറ്റി ഇനീഷ്യലി കപ്പാസിറ്റി C ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോഴുള്ള കപ്പാസിറ്റിയോ ഡൈലക്ട്രിക് സ്ലാബ് കയറ്റിയാൽ KC ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പുതിയ എനർജി എത്രയാണ് എന്ന് നോക്കാം. ചാർജ് Q ആണ്, ചാർജ് Q ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എനർജിയുടെ ഇക്വേഷൻ U0 ½ Q²/C എന്ന് എഴുതാം. കാരണം ചാർജ് ഇവിടെ ഉള്ളതുകൊണ്ട് Q²/C ഉപയോഗിക്കാം. അപ്പോൾ ഇവിടുത്തെ എനർജി എത്രയായിരിക്കും? U½ Qന് മാറ്റമില്ല, പക്ഷേ Q² പകരം KC, കപ്പാസിറ്റിക്ക് പകരം KC എഴുതാം. അതിൽ ½ Q²/C എന്ന് പറയുന്നത് ഇനീഷ്യൽ എനർജിയാണ്, ദാറ്റ് U0. ഒരു K എക്സ്ട്രാ താഴേക്ക് വന്നു, എനർജി U0/K വരും. ദാറ്റ് മീൻസ് അതിൻ്റെ എനർജി കുറച്ച് കുറയും. അതെങ്ങനെയാണ് ആ എനർജി കുറയുന്നതെന്ന് ചോദിച്ചാൽ, ആ ഡൈലക്ട്രിക് സ്ലാബ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹീറ്റ് എനർജി ഡെലിവർ ചെയ്യും. അപ്പോൾ ആ ഹീറ്റ് എനർജി അവിടെ ലോസ് ആയിട്ട് ബാക്കി എനർജി മാത്രമേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് എനർജി കുറയാൻ കാരണം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് U0/K ആണ് വരിക. ന്യൂ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി U0/K. ഈസ് ദാറ്റ് ഓക്കെ? കുഞ്ഞുങ്ങളെ ക്ലിയർ ആണെന്ന് കരുതുന്നു. നൗ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററീസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പ്ലേറ്റ്സ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററീസ് ട്രിക്കി ചോദ്യമാണ്, രസമുള്ളൊരു ചോദ്യമാണ്, ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണ്? ഓഫ് കോഴ്സ് നമുക്കറിയാം, 2 പോയിന്റ് ചാർജുകളാണെങ്കിൽ Q1 Q2 ആണെങ്കിൽ Q1 Q2/R² ആണ് ഫോഴ്സ്. പക്ഷേ ഇവിടെ അതല്ല, ഇവിടെ 2 പാരലൽ പ്ലേറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല സാർ ഇതിൻ്റെ ചാർജ് Q1 ഇതിൻ്റെ ചാർജ് Q2 ആണെങ്കിൽ Q1 Q2/R² അല്ലേ? അല്ല. കൂളംസ് ലോ
കൂളംസ് ലോയ്ക്ക് മാത്രമാണ് K(Q1Q2/r²) പറ്റുന്നത്. അപ്പോൾ എന്താണ് കൂളംസ് ലോ? രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സോ അല്ലെങ്കിൽ രണ്ട് സ്ഫെറിക്കൽ ബോഡികൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സോ ആണ് കൂളംസ് ലോ കൊണ്ട് കണ്ടുപിടിക്കുന്നത്. റെഡിയാണല്ലോ. ബാക്കിയുള്ള ഫോഴ്സുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് സൂപ്പർ പൊസിഷൻ തിയറോ ഇൻ്റഗ്രേഷനോ ഗോസസ് തിയറോ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മുടെ കയ്യിലുണ്ട്. ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്ന് കരുതുക. ഏരിയ ഓഫ് ദ പ്ലേറ്റ് എ ആണെന്ന് കരുതുക. അവിടെ നിന്നോട്ടെ. അപ്പോൾ എൻ്റെ മക്കൾ ഇങ്ങോട്ടേക്ക് നോക്കുക. ഇതൊരു പാരലൽ പ്ലേറ്റ് ആണ്. അതിൻ്റെ പ്ലേറ്റ് ചാർജ് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. എന്താണ് ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്? ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/2ε0 ആണ്. ഒരു ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ആ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്ന, കാരണം ഒരു ഷീറ്റ് മറ്റേ ഷീറ്റിൻ്റെ മുകളിലത്തെ ഫോഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ആ ഷീറ്റിൻ്റെ ചാർജാണ് വരിക. ഇനി ആ ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിലും എല്ലാം ഉണ്ടാവും. അങ്ങനെ ആ പോയിന്റിലേക്ക് നമ്മൾ പുതിയൊരു ഷീറ്റ് വെക്കുകയാണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ആ ഷീറ്റിൻ്റെ ചാർജ് എത്രയാണ്? നമുക്കറിയില്ല. ഏതോ ചാർജ് Q ആണ്. ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഷീറ്റിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജുള്ള ഈ ഷീറ്റിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എനിക്ക് ധൈര്യമായിട്ട് എഴുതാം, ആ രണ്ടാമത്തെ പ്ലേറ്റിൽ ഉണ്ടാക്കുന്ന ചാർജ് ഇൻറ്റു അവിടെ അപ്ലൈ ചെയ്യപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ്. പക്ഷെ നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേമിലാണ്. ε0K ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഏരിയ ഇതിൻ്റെയൊക്കെ ടേമിലായതുകൊണ്ട് Q എന്ന് പറയുന്നത് Q ആയിട്ട് അങ്ങനെ നിൽക്കട്ടെ. ഇലക്ട്രിക് ഫീൽഡ് σ/2ε0 ആണ്. എന്നാൽ സിഗ്മ എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് F is equal to Q into Q divided by A into 2ε0. That is Q² divided by 2ε0 into A. ഇതാണ് നമ്മുടെ ഫോഴ്സ് കിട്ടുക. വളരെ നല്ലൊരു ചോദ്യമാണ്, അടിപൊളി ചോദ്യമാണ്. ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി സിഗ്മയുടെ ടേമിലാണ് നമ്മളോട് ചോദ്യം ചോദിച്ചതെങ്കിൽ Q is equal to സിഗ്മ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? സിഗ്മ എ ഇൻറ്റു സിഗ്മ എ σ²A², അതായത് Q² എന്ന് പറഞ്ഞാൽ സിഗ്മ എൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0A. ഒരേയും എയും ക്യാൻസൽ ചെയ്താൽ σ²A ഡിവൈഡഡ് ബൈ 2ε0. ഇതും ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, ചെയ്യുന്ന രീതി മക്കളൊന്ന് അറിഞ്ഞാൽ മതി. ഒരു കാരണവശാലും ചുമ്മാ ബൈഹാർട്ട് ചെയ്യരുത്, അതുകൊണ്ട് ഗുണം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്? പിള്ളേഴ്സ് ഉഷാറാണോ? സാധനം കിട്ടിയോ? യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മെല്ലെ പോവാം അല്ലേ? ഓക്കെ മക്കളൊന്ന് ഇങ്ങോട്ടേക്ക് നോക്ക്. രണ്ട് കപ്പാസിറ്റേഴ്സ് ഈച്ച് ഓഫ് കപ്പാസിറ്റി 2 microfarad are connected in parallel. This system is connected in series with a third capacitor 12 microfarad capacity equivalent capacity. പല ആൾക്കാർക്കും അയ്യോ ഇതെന്ത് ചോദ്യമാണെന്ന് വരും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, കുറച്ച് കാലങ്ങളായിട്ട് കോമ്പിനേഷൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരുന്നു. നീറ്റിൻ്റെ കോമ്പിനേഷനും അങ്ങനെ സിമ്പിൾ കോമ്പിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ഇപ്പോൾ റിപ്പീറ്റൊക്കെ ചെയ്ത കുട്ടികൾ, ഓൺലൈനായിട്ട് റിപ്പീറ്റ് ബാച്ചുകളിലൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങളൊക്കെ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചെയ്ത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വല്ലാണ്ട് നിങ്ങളെ വളച്ച് പൊളക്കുന്ന തരത്തിലുള്ള കോമ്പിനേഷനൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴും കോമ്പിനേഷനിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുമാതിരി നമുക്ക് മാനേജ് ചെയ്യാവുന്ന ചോദ്യങ്ങളായിരിക്കും. ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, 2 microfarad, വേറൊരു 2 microfarad. സിസ്റ്റം കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 12 microfarad.
ഈക്വിവാലൻറ്റ് കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം. എക്കും ബിക്കും അക്രോസ് ആയിട്ടുള്ള കപ്പാസിറ്റി. ആദ്യമായിട്ട് രണ്ടും പാരലലാണ്. അപ്പോൾ ഉറപ്പായിട്ടും പാരലൽ ആണെങ്കിൽ C1 + C2 4 മൈക്രോ ഫാരഡ് കിട്ടും. ആ കിട്ടിയ ആൻസർ 4 മൈക്രോ ഫാരഡ് ആരോട് കണക്റ്റഡ് ആണ്? 12 മൈക്രോ ഫാരഡിനോട് സീരീസ് കണക്റ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി 1/C എന്ന് പറയുന്നത് 1/C1 + 1/C2 ആണ്. രണ്ടെണ്ണം മാത്രമാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ C1 C2/C1 + C2 എന്ന് എഴുതാം. മൂന്നെണ്ണമാണെങ്കിൽ C1 C2 C3/C1 + C2 + C3 എന്ന് എഴുതരുത്. ഫ്രാക്ഷനിൽ അങ്ങനെ റൂളൊന്നുമില്ല. അപ്പോൾ 4 ഗുണിക്കണം 12 ഡിവൈഡഡ് ബൈ 4 + 12 16. 4 16 4 4 12 3. സോ ആൻസർ വിൽ ബി 3 മൈക്രോ ഫാരഡ് കപ്പാസിറ്റി. 3 മൈക്രോ ഫാരഡ് കപ്പാസിറ്റി. എളുപ്പമുള്ള ചോദ്യമാണ്, വളരെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരു വാമപ്പ് ക്വസ്റ്റ്യൻ. ഇത്രയും നേരം ഇങ്ങനെ തലപെരുത്ത് വെക്കുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്നാൽ താഴെ ചെയ്തത് ഒരു പ്രീവിയസ് ഇയർ JEE-ൻ്റെ ഒക്കെ ക്വസ്റ്റ്യനാണ്, IIT ടൈപ്പ് ക്വസ്റ്റ്യനാണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ ഒരുപാട് കാലങ്ങളായിട്ട് വന്ന് ഒരുപാട് പല്ല് കൊഴിഞ്ഞൊരു ചോദ്യമാണിപ്പോൾ. ഈ ചോദ്യം ഇപ്പോൾ ഒരു പാവപ്പെട്ട ക്വസ്റ്റ്യനാണ്. കാരണം ഒരുപാട് ആൾക്കാർ ചെയ്ത് ശീലിച്ച ചോദ്യമായിരിക്കും ഇത്. അപ്പോൾ ഈ ചോദ്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ 3 പ്ലേറ്റൊക്കെ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ചെയ്യേണ്ട പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഇത് എളുപ്പത്തിൽ ചെയ്യേണ്ട പരിപാടിയും മക്കളെ ഞാൻ പറഞ്ഞുതരാം. അതായത് നോർമലി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ പ്ലേറ്റ്സിന് നമ്മൾ എണ്ണം കൊടുക്കുക. 1 2 3. നൗ ഒന്നാമത്തെ പ്ലേറ്റ് നമ്മൾ എടുക്കുന്നു. ആ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റുമായി കപ്പാസിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ ഈ ഒരു സൈഡുമായി ഒരു കപ്പാസിറ്റി ഉണ്ടാക്കുന്നു. എന്നാൽ ആ 2 ഒന്നിന് മാത്രം അവകാശപ്പെട്ടതല്ല. ആ 2ൻ്റെ മറ്റേ എൻഡ് 3 ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ 2 എന്ന് പറയുന്ന ആൾ 3 ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ 3 ഉണ്ടാക്കുന്ന കപ്പാസിറ്റർ അങ്ങനെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 1 2 എന്ന് പറയുന്നൊരു കപ്പാസിറ്ററും 2 3 എന്ന് പറയുന്ന വേറൊരു കപ്പാസിറ്ററും ഉണ്ട്. 2 കപ്പാസിറ്ററുകൾ അവിടെ സീരീസ് ആയിട്ട് കണക്റ്റഡ് ആണ്. സീരീസ് ആണോ എന്നറിയില്ല, നമുക്ക് നോക്കാം. എഗെയിൻ ഈ 1ഉം 3ഉം ഇൻ്റർകണക്ട് ചെയ്ത് ഒരു പോയിന്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ 1ഉം 3ഉം ഇൻ്റർകണക്ട് ചെയ്ത് ഒരു പോയിന്റിലേക്ക് കൊടുക്കുന്നു. B എന്ന് എഴുതാം ഞാൻ. 2ഉം ഒരു പോയിന്റിൽ ഇൻ്റർകണക്ട് ചെയ്യുന്നു, അത് നേരെ എയിലേക്ക് കൊടുക്കുന്നു. നോക്കൂ, ഈ 2 കപ്പാസിറ്ററും തുടങ്ങിയത് ഒരേ പോയിന്റിലാണ്, 2 കപ്പാസിറ്ററും അവസാനിക്കുന്നത് ഒരേ പോയിന്റിലാണ്. 2 പേര് ഒരേ സ്ഥലത്തുനിന്ന് തുടങ്ങി, 2 പേര് ഒരേ സ്ഥലത്ത് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ദേ ആർ ഇൻ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഈ 2 കപ്പാസിറ്ററും 2 കോമൺ പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു, 1 3 കോമൺ പോയിന്റിൽ അവസാനിക്കുന്നു, ബിയിൽ അവസാനിക്കുന്നു. ദാറ്റ് മീൻസ് ദേ ആർ പാരലൽ. കാണുമ്പോഴല്ല പാരലൽ ആവേണ്ടത്, ചാർജുകളുടെ ഫ്ലോയിലാണ് അവർ പാരലലും സീരീസും ഒക്കെ ആവുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ കപ്പാസിറ്റേഴ്സ് പാരലലാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് ε0 A/D ആണ്. മറ്റേ കപ്പാസിറ്റിയും ε0 A/D ആണ്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ C1 + C2 ആണ് എഫക്റ്റീവ് കപ്പാസിറ്റി വരിക. അത് 2C ആണ് വരിക. ദറ്റ് ഈസ് 2 ε0 A/D ആണ് നമ്മുടെ ആൻസർ വരിക. സോ ആൻസർ വിൽ ബി 2 ε0 A/D. ദ ഓപ്ഷൻ ഈസ് D. പല ആൾക്കാരും ആൻസറുകളൊക്കെ പല സ്ഥലത്തു നിന്നായിട്ട് തരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും അടിപൊളി, നല്ല കാര്യം. ആൻസർ 2 ε0 A/D. സാധനം കിട്ടിയോ? ഇതിൻ്റെ നോർമൽ മെത്തേഡ്. ഇനി എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക. ഇതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ലാസ്റ്റ് ഒരു ടൈം അല്ലേ, ചെറിയൊരു ട്രിക്ക്. ചെറുതാണ്, വലിയ സാധനമൊന്നുമല്ല. ഒരു പ്ലേറ്റ് കൂട്ടണ്ട, 2 പ്ലേറ്റ് ആണെങ്കിൽ കപ്പാസിറ്റി C ആണ് എന്ന് വിചാരിക്കുക. 3 പ്ലേറ്റ് നമ്മൾ എടുത്തു, ആൾട്ടർനേറ്റ് പ്ലേറ്റ് കണക്ട് ചെയ്തു. 1 2 3ൽ 1ഉം 3ഉം കണക്ട് ചെയ്തു, 2 വേറെ തന്നെ കണക്ട് ചെയ്തു. ഇതിൻ്റെ കപ്പാസിറ്റി 2C ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ 4 പ്ലേറ്റുകൾ കണക്ട് ചെയ്യുകയാണ്. 2 കണക്ട് ചെയ്തു, 3 കണക്ട് ചെയ്തു, 4ൽ ഓൾട്ടർനേറ്റ് പ്ലേറ്റ് കണക്ട് ചെയ്യുന്നു. 1 2 3 4ൽ 1ഉം 3ഉം കണക്ട് ചെയ്യുന്നു, 2ഉം 4ഉം കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ആയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3C ആയിരിക്കും. ഇനി 5 പ്ലേറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. 3ഉം 2ഉം 5. ഓൾട്ടർനേറ്റ് പ്ലേറ്റ് കണക്ട് ചെയ്യുന്നു, 1ഉം 3ഉം 5ഉം കണക്ട് ചെയ്യുന്നു.
2ഉം 4ഉം കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ കപ്പാസിറ്റി പ്ലേറ്റുകളുടെ എണ്ണം 1 2 3 4 5 ആണ്. 5 പ്ലേറ്റുകളിൽ ആൻസർ 4C ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഉണ്ട്. ആൾട്ടർനേറ്റ് പ്ലേറ്റ്സ് ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് n നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് n-1 ഇൻറ്റു 2 പ്ലേറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന കപ്പാസിറ്റി C. അത് ε0A/d ആണ്. അതായത് 2 എണ്ണമാണെങ്കിൽ 1C, 3 എണ്ണമാണെങ്കിൽ 2C, 4 ആണെങ്കിൽ 3C, 5 ആണെങ്കിൽ 4C, n ആണെങ്കിൽ n-1 ഇൻറ്റു C ആയിരിക്കും വരിക. അതിലൊരു C എന്ന് പറയുന്നത് ε0A/d ആയിരിക്കും വരിക. എൻ്റെ മക്കളെ സാധനം കത്തിയോ? ആ ഐഡിയ മനസ്സിലായോ? n നമ്പർ ഓഫ് പ്ലേറ്റ്സ്, ആൾട്ടർനേറ്റ് പ്ലേറ്റുകൾ നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് n-1 ഇൻറ്റു C. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന 2 ചാപ്റ്ററുകൾ ഒരു 10-20 ചോദ്യത്തോളം നമ്മൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു വളരെ ചെറിയൊരു ബ്രേക്ക്, അധികം സമയം എടുക്കരുത്, ഒരു 5 മിനിറ്റ്സ് മാക്സിമം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഒരു 5 മിനിറ്റോളം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ മെസ്സേജുകൾ കാണുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ട്. ഞാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പതിയെ പോകും. ഞാൻ ആദ്യത്തെ ചോദ്യം തന്നെ ഇവിടെ വെക്കുകയാണ്. ഒരിക്കലും ക്ലാസ് കഴിയുന്നില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈവൻ സ്ക്രീൻ പോലും നമ്മൾ മറിക്കുന്നില്ല. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു 5 മിനിറ്റ്സ്. യെസ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് അടുത്തൊരു ചാപ്റ്ററിലേക്ക് മക്കളെ കടക്കുകയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി. ഏത് ചാപ്റ്ററാണ്? കറണ്ട് ഇലക്ട്രിസിറ്റി. നമുക്ക് മതിയെ പോവാം. അടിപൊളിയായിട്ട് ആരംഭിക്കലാങ്ങളാ. Resistance between the terminal point of A and B of the given infinitely long circuit will be. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ചോദ്യമാണ്. കോമ്പിനേഷനിൽ നിങ്ങൾ പഠിക്കുന്ന ഡയറക്റ്റ് സീരീസോ ഡയറക്റ്റ് പാരലോ അല്ലാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ NCERT ടൈപ്പ് ടെക്സ്റ്റ് ബുക്കിൽ ഈ മോഡൽ ചോദ്യമുണ്ട്. വാല്യൂ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഈ ചോദ്യം വേണമെങ്കിൽ വരുമൊക്കെ ചെയ്യാം. നമ്മളെങ്ങനെയാണ് ചെയ്യാം മക്കളെ? ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും റിപ്പീറ്റിംഗ് യൂണിറ്റ് ഏതാണ് എന്ന് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾക്ക് ഇൻഫിനിറ്റി വരെ ഇങ്ങനെ കൂട്ടി പാരലലും സീരീസും ആയിട്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്താണ് എന്ന് നോക്കുക. ഇവിടുത്തെ റിപ്പീറ്റിംഗ് യൂണിറ്റ്, അതായത് ഇവിടെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു രസം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു കീമിൻ്റെ ഒരു ചോദ്യമുണ്ട്, കീമിനൊക്കെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് അപ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെയൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇൻഫിനിറ്റി വരെ 2 ഇങ്ങനെ കൂട്ടിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 മാറിക്കഴിഞ്ഞാലും ബാക്കി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാലും ഈ എക്സ് തന്നെയല്ലേ ആൻസർ കിട്ടുക. അതാണ് ലോജിക്ക്. അതായത് പറഞ്ഞു വന്നത് ഒരു വലിയ ബീച്ചിൽ കോടിക്കണക്കിന് മണൽത്തരികളിൽ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മണൽത്തരികളിൽ ഒരു മണൽത്തരി നിങ്ങൾ എടുത്തു മാറ്റിയാലും ബീച്ചിന് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതാ നോക്ക്, ഇൻഫിനിറ്റി വരെയുള്ള ഈ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഭാഗം എടുത്തു മാറ്റിയാലോ ഒരു എക്സ്ട്രാ ഭാഗം കൂട്ടിയാലോ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയാം, ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ഞാൻ ഈ ഭാഗത്തിനോട് ഒരു എക്സ്ട്രാ റിപ്പീറ്റിംഗ് യൂണിറ്റ് കൂടി കൂട്ടുകയാണ്. ഇതാണല്ലോ റിപ്പീറ്റ് അടിച്ച് വരുന്നത്. 1 1 1 1 1 1 1 1 1 ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരികയാണ്. അപ്പോൾ റിപ്പീറ്റ് അടിച്ച് വരുന്ന ആ ഒരു യൂണിറ്റ് കൂടി അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല, 6 തന്നെയാണ് വരിക. 6 എന്ന് എഴുതുന്നില്ല, ഞാൻ എക്സ് എന്ന് എഴുതുന്നു. എക്സ് എന്ന് തന്നെയാണ് വരിക. അപ്പോൾ എൻ്റെ മക്കൾ നോക്ക്, ഈ കറുത്ത മഷിയിൽ ഞാൻ എഴുതിയിട്ടുള്ള ആ സാധനങ്ങളുടെ മൊത്തം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ഞാൻ ഈ റെഡിങ്കിൽ എഴുതിയ റിപ്പീറ്റിംഗ് യൂണിറ്റായ 1 1 1 കൂടെ ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന അത്രയും ഭാഗത്തെ ഞാൻ എക്സ് എന്ന് എഴുതിക്കൂടെ? കാരണം എന്താണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതാണ് ഞാൻ ആഡ് ചെയ്തത്. എന്നാൽ ഓൾറെഡി ഉള്ള കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസും എക്സ് തന്നെയാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, എക്സ് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡ് കളറിലുള്ള ഈ ഭാഗത്തോട് ഒരു എക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ മൊത്തം കോമ്പിനേഷൻ ആവുന്നതിന് തുല്യമാണ്. അത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ആൻസർ അത്ര തന്നെയാണ്, ആ പഴയ എഫക്റ്റീവ് റെസിസ്റ്റൻസ് തന്നെയാണ്. സോ എക്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മൊത്തം കോമ്പിനേഷൻ കിട്ടുക. ഇനി നമ്മളിത് സോൾവ് ചെയ്യുകയാണ് മക്കളെ. ഇവിടെ 1 എന്ന് പറയുന്നൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. ശരി, ആയിക്കോട്ടെ. ഈ എക്സും 1ഉം പാരലലാണ്. എക്സും 1ഉം പാരലാണെങ്കിൽ എക്സ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ആണ്. ഇത് ഈസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ആണ് വരിക. ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് 1 എന്ന് കിട്ടും. അതായത് 2 പ്ലസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം ഈ സാധനത്തിന്. എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇവിടെ വരും ലെഫ്റ്റിൽ, 2 ഇൻറ്റു എക്സ് പ്ലസ് 1 വരും, പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇത് നമ്മൾ പിന്നീട് കണ്ടിന്യൂ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും, എക്സ് ഇൻറ്റു 1 എക്സ് എന്ന് കിട്ടും, 2 ഇൻറ്റു എക്സ് 2x കിട്ടും, 2 ഇൻറ്റു 1 2 കിട്ടും, എക്സ് എക്സ് ആയിട്ട് കിട്ടും. ഒരു എക്സും ക്യാൻസൽ ചെയ്യുന്നു. ഈ 2x ഇങ്ങോട്ടേക്ക് പോയാൽ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പോസിറ്റീവ് ആൻസറാണ് റെസിസ്റ്റൻസ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക്കിലേക്ക്, ഇത്തരം ഇൻഫിനിറ്റ് കോമ്പിനേഷനെ നമ്മൾ എപ്പോഴും ഒരു ക്വാഡ്രാറ്റിക്കിലേക്ക് കൊണ്ടുപോയിരിക്കും. അവിടെ എത്തണം നമുക്ക്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു, വലിയ ചടങ്ങുകളൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മൈനസ് ബി എന്ന് വെച്ചാൽ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, മൈനസ് വേണ്ട പ്ലസ് എന്ന് തന്നെ മതി, ബി സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 4 മൈനസ് 4ac 4 × 2 8 മൈനസ് ഓഫ് മൈനസ് 8 എന്ന് പറയുമ്പോൾ പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2a ദറ്റ് ഈസ് 2 പ്ലസ് റൂട്ട് 12 എന്ന് വെച്ചാൽ 2 റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 ഓർ 1 പ്ലസ് റൂട്ട് 3 ആണ് ആൻസർ വരിക. 1 പ്ലസ് റൂട്ട് 3 ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടോ നമ്മൾ നോക്കുക.
യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ ആൻസർ സി ഓപ്ഷൻ ഉണ്ട്. ക്വാഡ്രാറ്റിക്കിൻ്റെ 2 സൊല്യൂഷൻ എടുക്കേണ്ട, കാരണം നെഗറ്റീവ് റെസിസ്റ്റൻസ് വരാത്തത് കൊണ്ട് പോസിറ്റീവ് മാത്രമേ നമുക്ക് ആൻസർ ആയിട്ട് വരുള്ളൂ. നല്ലൊരു ചോദ്യമാണ് മക്കളെ, ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ആ ഐഡിയ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സാധനം കിട്ടിയിട്ടുണ്ടോ? റെസ്പോണ്ടൊക്കെ ചെയ്യാട്ടോ. പവർ ബ്രോയ്സ്, പവർ പവർ. ഓക്കെ, മെല്ലെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് മെല്ലെ കടക്കുകയാണ്. ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ദ ഫിഗർ ദ വാല്യൂ ഓഫ് കറണ്ട് ഈസ്. ആ നെറ്റ്വർക്കിൽ കറണ്ടിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. ആക്ച്വലി മക്കളെ ഇതൊരു വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ് ആണോ നോക്കാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീറ്റ് സ്റ്റോൺ അല്ലാത്ത ഭാഗത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ടി വരും. NCERT-ലുണ്ട് ഒരു ആൻറ്റി വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ് ഉണ്ട്, പക്ഷേ പൊതുവേ നീറ്റിന് അങ്ങനെ ചോദിക്കാറില്ല, ചോദിച്ച് കണ്ടിട്ടില്ല. ചോദിച്ച് കണ്ടാലും നമ്മൾ ഒരുപാട് ലൂപ്പിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അത്ര കാര്യമാക്കേണ്ട. എക്സാം അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെയുള്ള കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകരുത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ ഈ ഒരു പോയിൻ്റ് എടുക്കുക, ഈ ഒരു പോയിൻ്റ് എടുക്കുക. 4/6 2/3 കിട്ടും. 2/3 അത് തന്നെ കിട്ടും. R1/R2 R3/R4 ആണെങ്കിൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും സെയിം ആണ് എന്നാണ് ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ കംപ്ലീറ്റ്ലി നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം, പൊട്ടിച്ച് കളയാം. കാരണം അതിലേക്ക് കൂടി കറണ്ട് പോവില്ല. കറണ്ട് പോവാത്ത ബ്രാഞ്ച് കാശിന് കൊള്ളൂല. പിന്നെ ഈ 4ഉം ഈ 2ഉം പിന്നെ സീരീസായി മാറും. 4 2 സീരീസായിട്ട് മാറും. താഴെ ഒരു 6ഉം ഒരു 3ഉം എക്സ്ട്രാ സീരീസായിട്ട് വരും. ഇത് നേരെ ഒരു V വോൾട്ടേജ് സോഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ സർക്യൂട്ടിലെ കറണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് I ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. സോഴ്സിൽ നിന്ന് പോകുന്ന കറണ്ട് എപ്പോഴും ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. എന്താണ് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക? 4 2 6 അവിടെ കിട്ടുന്നു. ആ 6ന് പാരലായിട്ട് താഴെ 6 3 9 കിട്ടുന്നു. 6 9 പാരലൽ. 6 9 പാരലൽ എന്ന് പറയുമ്പം 6 × 9/6 + 9 54/15 കിട്ടും. ചുരുക്കി ചെയ്യണം, കാരണം എല്ലാ ആൻസറിലും നല്ല വൃത്തിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 54ഉം 15ഉം 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 18 × 3 54 15 ആണെങ്കിൽ 5 × 3 15 ആണ്. സോ V/18/5 ദാറ്റ് ഈസ് 5V/18 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. സോ കത്തുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ പിള്ളേരെ? സിമ്പിളല്ലേ? പുട്ടല്ലേ? ചോദ്യം പുട്ടല്ലേ? പറയൂ. റെഡി? വളരെയധികം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന, കുട്ടികളധികം മൈൻഡാക്കാണ്ട് വിടുന്ന ഒരു ടോപ്പിക്ക്. +2 പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ആ കുട്ടികൾക്കൊരു ഡിലീറ്റഡ് പോർഷനായിരുന്നു ഇത്. അപ്പോൾ ഈ പിന്നെ കളർ കോഡിങ് ഓഫ് റെസിസ്റ്റേഴ്സ് NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കണം. കളർ കോഡിങ് ചിലപ്പോൾ ഇതിൽ നിന്ന് വന്നേക്കാം ക്വസ്റ്റ്യൻ. അപ്പോൾ സിമ്പിൾ ചോദ്യത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന ചോദ്യമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരിക. BB റോയിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? B black 0, brown 1, red 2, yellow 3, green 4. ഓക്കെ, അതങ്ങനെ പോകുന്നു. ശരിയല്ലേ? അതങ്ങനെ പോകുമ്പം BBRO ഉണ്ട് കേട്ടോ. O 3 ആണ്, 4 ഇത് 5 6 7 8 9 കത്തിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക. ഇതിൻ്റെ കളർ എങ്ങനെയായിരിക്കും? ഗ്രീൻ. ഗ്രീൻ ആരാണ്? 5. ഓക്കെ, എഗെയിൻ ബ്ലൂ. ബ്ലൂ ആരാണ്?
6 56 ബ്രൗൺ. അപ്പോൾ എങ്ങനെയായിരിക്കും? ആദ്യത്തെ കളറും അടുത്ത കളറും വാല്യൂ ആണ്. വാല്യൂ. അടുത്ത കളർ പവറാണ്. ബ്രൗൺ. അപ്പോൾ ഇൻറ്റു 10 to the power. ബ്രൗൺ കറസ്പോണ്ടിങ് 1 പ്ലസ് ഓർ മൈനസ് സിൽവർ എന്ന് പറയുമ്പോൾ 10% ടോളറൻസ്. ദറ്റ് ഈസ് 560 പ്ലസ് ഓർ മൈനസ് 10% ഈസ് ദ ആൻസർ. റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, 1 minute ഒന്ന് ചിന്തിച്ചു നോക്ക് മക്കളെ. ഇതിലേതാണ് ഓംസ് ലോ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ട് എന്നാണ് ചോദ്യം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ ഒന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാട്ടെ വിത്തിൻ 1 minute. യെസ് മക്കളെ, കിട്ടിയോ ആൻസർ കിട്ടിയോ? നമുക്ക് നോക്കാലോ ഏതായിരിക്കും ആൻസർ വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റപ്പ് ക്യാൻ ബി യൂസ് ടു വെരിഫൈ ഓംസ് ലോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ബേസിക് കാര്യമാണ്. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫണ്ടമെൻ്റൽ കാര്യം. വോൾട്ട് മീറ്റർ വോൾട്ടേജ് അളക്കാനാണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ട് മീറ്റർ എപ്പോഴും കണക്ട് ചെയ്യുക ആ വോൾട്ടേജ് സോഴ്സിൻ്റെ, സെല്ലായാൽ സെല്ല്, എ സി സർക്യൂട്ട് ആണെങ്കിൽ എ സി സർക്യൂട്ട്, അതിന് പാരലായിട്ടാണ് എപ്പോഴും കണക്ട് ചെയ്യുക. അമ്മീറ്റർ കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ്. കറണ്ട് എപ്പോഴും അളക്കുക ആ സോഴ്സിന് സീരീസ് ആയിട്ടാണ്. കാരണം ഈ കറണ്ട് അറിയണമെങ്കിൽ എപ്പോഴും അതിന് സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യുക.
അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അതിന് പാരലായിട്ടാണ് വോൾട്ട് മീറ്റർ ഉണ്ടാവുക, സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത് അവരെന്തോ വോൾട്ട് മീറ്റർ അമ്മീറ്റർ, ഓക്കെ വോൾട്ട് മീറ്റർ അമ്മീറ്റർ എന്ന് എഴുതിയതാ കേട്ടോ, അത് വിട്ടുപോയതാ. എന്തായാലും ഇതിൽ കാണുമ്പോൾ തന്നെ കളയാവുന്ന ചില ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. സെല്ലിന് സീരീസ് ആയിട്ടാണ് വോൾട്ട് മീറ്റർ, കാണുമ്പോൾ തന്നെ വെട്ടിക്കളഞ്ഞേക്കുക. കാരണം ഇത് ഒരു എലിമിനേഷൻ റൂളാണ്. ആക്ച്വലി നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന രീതി, ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സമയത്ത് നമുക്ക് എപ്പോഴും ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ നോക്കുന്നതിനോടൊപ്പം തന്നെ ഏതല്ല കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് 100% കളയാവുന്ന ഓപ്ഷൻ എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കംപ്രസ് ചെയ്തല്ല കട്ട് ചെയ്ത് ചുരുക്കി അതിൻ്റെ ഒറിജിനൽ ആൻസറിലേക്ക് നമുക്ക് എത്തുന്നതും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ 100% കറക്കി കുത്തിയാൽ പോലും കുത്താൻ പാടില്ലാത്ത ഓപ്ഷനാണ് ഡി ഓപ്ഷൻ. പാപമാണത്. മാത്രമല്ല ഇവിടെ ഈ റെസിസ്റ്റർ, നമ്മൾ ആക്ച്വലി ഇവിടുത്തെ റെസിസ്റ്റർ ആരാണ്, ഇവിടെ ഓംസ് ലോ വെരിഫൈ ചെയ്യേണ്ട റെസിസ്റ്റർ ആരാണ്, ഇവിടെ സാധാരണഗതിയിൽ ഈ ഒരു റെസിസ്റ്ററിനാണ് ഓംസ് ലോ വെരിഫൈ ചെയ്യേണ്ടത്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? സെല്ലിൽ നിന്നും, ഇതൊരു സെല്ലാണ്, ഈ സെല്ലിൽ നിന്നും കറണ്ട് പോകുമ്പോൾ ഈ കറണ്ട് വോൾട്ട് മീറ്ററിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവില്ല. കാരണം വോൾട്ട് മീറ്റർ ഹൈ റെസിസ്റ്റൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ ഈ കറണ്ട് ഓൾമോസ്റ്റ് പൂർണ്ണമായും ഈ റെസിസ്റ്ററിലേക്ക് കൂടി എത്തുന്നു. ഈ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുകളിലെ സർക്യൂട്ട് ഉള്ളത്. കാരണം ഓംസ് ലോയിൽ ഗ്രാഫ് VI ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഒരുപാട് വോൾട്ടേജുകളും കറണ്ടുകളും നമുക്ക് അവിടെ മെഷർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വോൾട്ടേജിനെയും കറണ്ടിനെയും മാറ്റാൻ വേണ്ടി ഒരു വേരിയബിൾ ഭാഗം അവിടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒത്തുചേർന്ന ഒരു സർക്യൂട്ടാണ് എ സർക്യൂട്ട് എന്ന് പറയുന്നത്. കാരണം സെല്ലിന് നേരെ കൊണ്ടുവന്ന് സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ. ദാറ്റ്സ് പെർഫെക്റ്റ്. സെല്ലിന് ഇതേപോലെ സെല്ല് കൊടുത്തതിന് പാരലായിട്ടാണ് വോൾട്ട് മീറ്റർ. അത് നമുക്ക് തിരിയാത്തതാണ്. ശരിക്കും സെല്ല് ഇവിടെയായിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായാൽ വോൾട്ട് മീറ്റർ അത് പാരലാണ്. അപ്പോൾ വോൾട്ട് മീറ്റർ പാരലാണ്. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. ഈ റെസിസ്റ്ററിനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതിലേക്കൂടി വിവിധ കറണ്ടുകൾ പോവുകയും ആ കറണ്ട് മാറുന്നതിനനുസരിച്ച് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഓംസ് ലോ വെരിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ സർക്യൂട്ട് ബി ഓപ്ഷനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ബി ഓപ്ഷൻ എന്താണ് അവസ്ഥ? ബി ഓപ്ഷനിൽ ഈ റെസിസ്റ്ററിലേക്ക് കൂടിയുള്ള കറണ്ട് ഒരിക്കലും അളക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഈ റെസിസ്റ്ററിന് പാരലായിട്ടാണ് ഈ അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അമ്മീറ്റർ ഒരിക്കലും പാരലായിട്ട് കണക്ട് ചെയ്യില്ല. ഈ റെസിസ്റ്റൻസ് റിയോസ്റ്റാറ്റിലെ റെസിസ്റ്റൻസ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അമ്മീറ്റർ മാത്രമേ ഉള്ളൂ. അമ്മീറ്റർ പാരലായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യില്ല. അമ്മീറ്റർ കത്തിപ്പോവും. മാത്രമല്ല ചെറിയ പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാവും. അമ്മീറ്ററിൽ വളരെ ചെറിയ റെസിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കറണ്ട് അമ്മീറ്ററിലേക്ക് കൂടി പോയി അമ്മീറ്റർ കത്തിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്മീറ്റർ ഒരിക്കലും ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യില്ല. ബി ഓപ്ഷൻ തെറ്റാണ്. സി ഓപ്ഷനിലേക്കാണ് പോകുന്നത്. സി ഓപ്ഷനിൽ ഒരു പ്രശ്നമുണ്ട്. നോക്കൂ, ഈ റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് മെയിൻ റെസിസ്റ്റർ നോക്കുക. ഇവിടെ ഒരു റെസിസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. വോൾട്ട് മീറ്റർ ഒരിക്കലും സീരീസ് ആയിട്ട് പൊതുവെ കണക്ട് ചെയ്യാറില്ല. മാത്രമല്ല ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ റെസിസ്റ്ററിലേക്ക് കൂടി പോകുന്ന കറണ്ടിനെ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. ആ കറണ്ടിനെ മാറ്റാനുള്ള ഒരു എക്യുപ്മെൻറ്റും നമ്മളിവിടെ കൊടുക്കുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഈ സി ഓപ്ഷനും തെറ്റാണ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഓംസ് ലോയുടെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് വരേണ്ടത്. ഒരു റെസിസ്റ്റൻസ് കറക്റ്റ് ഓപ്ഷൻ ഇങ്ങനെയാണ്. ഒരു റെസിസ്റ്റർ, അമ്മീറ്റർ, ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് വേണമെങ്കിലാവാം, ഇവിടെ ഒരു സെല്ല്, ഇവിടെ ഒരു വോൾട്ട് മീറ്റർ. ഇതാണ് ബേസിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ടിന് ചില ഇലാബറേഷൻസ് വരുമ്പോഴാണ് നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരുന്നത്. അൾട്ടിമേറ്റ് ഇക്വേഷൻ ഓഫ് ഓംസ് ലോ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഡയഗ്രാം ഓഫ് ഓംസ് ലോ ഈ രീതി തന്നെയാണ്. പക്ഷേ ഇതിന് ചെറിയ ട്രാൻസ്ഫോർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ എ ഓപ്ഷൻ നമുക്ക് കിട്ടും. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് അവിടെ ഓപ്ഷൻ കിട്ടുന്നു. എ ഓപ്ഷനാണ് ആൻസർ വരുന്നത്. റെഡി? നൗ അടുത്തതിലേക്ക് നമ്മൾ പതിയെ പോവാണ്. ഓക്കെ, in the circuit shown in the figure the points F is grounded. Okay, which of the following is wrong statement എന്നാണ് ചോദ്യം. ഈ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ മോഡലിൽ 2017 16 ആണെന്ന് തോന്നുന്നു ഒരു നീറ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. നോക്കുക, ഇത് KVL ആണ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ്. ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഡി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ V 5 വോൾട്ടാണ്.
ആണോ അല്ലയോ ചെക്ക് ചെയ്ത് നോക്കണം. കറണ്ട് ഇൻ ദ സർക്യൂട്ട് 0.5 ആംപിയർ ആണ്, ചെക്ക് ചെയ്ത് നോക്കണം. ഈ സീറോ പൊട്ടൻഷ്യലിലാണ്, അതായത് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 ആണ്, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ ഇയിലെ പൊട്ടൻഷ്യലും എഫ് ഈ സെയിം വെദർ ഓർ നോട്ട് എഫ് ഈസ് ഗ്രൗണ്ടഡ്. ദ പൊട്ടൻഷ്യൽ അറ്റ് ഇ സെയിം വെദർ ഓർ നോട്ട് എഫ് ഈസ് ഗ്രൗണ്ടഡ്. അതാണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. ഇവിടെ ഒരു റെസിസ്റ്റർ, ഒരു സെല്ല്, ഒരു റെസിസ്റ്റർ, വേറൊരു സെല്ല്. ഇത് V1 എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്, ഇത് V2 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ആണ്. ഇതിലേക്കൂടി ഒരു 2 ആംപിയർ കറണ്ട് പോയി എന്ന് വിചാരിക്കുക. റെഡി? അതേപോലെ ഇവിടുത്തെ റെസിസ്റ്റൻസ് ഞാൻ ഒരു 3 ഓം എഴുതുന്നു, ഇവിടെ ഒരു 4 വോൾട്ട് എഴുതുന്നു, ഇവിടെ ഒരു 1 ഓം എഴുതുന്നു, ഇവിടെ ഒരു 2 വോൾട്ട് എഴുതുന്നു. അങ്ങനെ വെറുതെ ചുമ്മാ ഞാൻ റാൻഡമായിട്ട് വോൾട്ടേജുകൾ കൊടുക്കുകയാണ്. നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ V1 ആൻഡ് V2, എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം 2 ആംപിയർ കറണ്ട് V1-ൽ നിന്നാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ V1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഒരിക്കലും അങ്ങനെ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിവേ V1 ഹയർ പൊട്ടൻഷ്യൽ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ V1 ഹയർ പൊട്ടൻഷ്യൽ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ V1-ൽ നിന്നും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. V1 ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം കറണ്ട് ഒഴുകുന്ന വഴി, ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുക. ഈ ടീച്ചേഴ്സ് പറയുന്ന മെത്തേഡുകളെല്ലാം കറക്റ്റ് തന്നെയാണ്. നിങ്ങളെ പഠിപ്പിച്ച ഏത് ടീച്ചർ പറഞ്ഞ മെത്തേഡാണെങ്കിലും അത് കറക്റ്റ് തന്നെയാണ് മക്കളെ. പക്ഷേ ഓരോ ആൾക്കാരുടെയും കൺവെൻഷൻ വേറെ രീതിയിലാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് വഴിമുടക്കി നിൽക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ഇക്വേഷനിൽ -IR ആണ് ഞാൻ കൊടുക്കാറ്. ഇതേപോലെ തന്നെ ഒരു നമ്മൾ കൊടുക്കുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു സെല്ല് കൊടുക്കുന്നു. അതായത് ഈ സെല്ല് തിരിച്ച് ഓപ്പോസിറ്റാണ് കറണ്ടുകൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന കറണ്ട് I ഇങ്ങോട്ടേക്ക്, എന്നാൽ സെല്ല് നമ്മളെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഈ സെല്ലിനെ ഞാൻ മൈനസ് ആക്കുകയാണ് പതിവ്. അതേപോലെ ഏതെങ്കിലും ഒരു സെല്ല് നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ കറണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ സെല്ലിനെ നമ്മളെപ്പോഴും കൂടെ കൂട്ടും, +C ആയിരിക്കും ചെയ്യുക. ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് ഞാൻ സാധാരണഗതിയിൽ കറണ്ടിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ V1 ഹയർ പൊട്ടൻഷ്യലാണ്, ആയിക്കോട്ടെ. -2 ആംപിയർ 3 ഓമിലേക്ക് കയറിയാൽ -2 × 3 6. വീണ്ടും മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ കറണ്ട് അങ്ങോട്ടേക്ക് 4 വോൾട്ട് നമ്മളെ എതിരെ, അപ്പോൾ -4. വീണ്ടും മുമ്പോട്ടേക്ക് പോകുമ്പം 1 ഓം ആണ്, റെസിസ്റ്റൻസ് ആണ്, കറണ്ട് 2 ആംപിയർ ആണ്, 1 × 2 -2. വീണ്ടും മുമ്പോട്ടേക്ക് പോകുമ്പോൾ 2 വോൾട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം നമ്മൾ പോകുന്ന ഡയറക്ഷനും അതാണ്, ഈ 2 വോൾട്ട് കറണ്ട് കൊടുക്കുന്ന ഡയറക്ഷനും അതാണ്, +2. അവസാനം വന്നെത്തിച്ചേരുന്നത് ഏതിലേക്കാണ്? ലോവർ പൊട്ടൻഷ്യലായ V2യിലേക്കാണ്. എല്ലാം കഴിഞ്ഞ് പണ്ടാരടങ്ങുന്നത് V2യിലേക്കാണ്. V2 ഇനി നമ്മളത് സോൾവ് ചെയ്യാം. -2 + 2 0, -6 -4 -10. സോ V1 - V2 +10 എന്ന് കിട്ടും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് =10 വോൾട്ട് എന്ന് കിട്ടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് അവിടെ കിട്ടി. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. 2016-17 ഈ ഒരു ചോദ്യം 16-ലാണോ 17-ലാണോ എന്ന് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ കുറേ മുമ്പൊക്കെ കണ്ടൊരു ചോദ്യമാണ്. എന്തായാലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു ചെറിയ രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ കറണ്ട് കാണണം. ഞാനൊരു കാര്യം ചെയ്യാം, ഈ എഫ് ഹയർ പൊട്ടൻഷ്യലായിട്ട് എടുക്കാം. കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത് ഞാൻ അസ്യൂം ചെയ്യുന്നു. എൻ്റെ ഇഷ്ടമാണ് ഏത് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യണം എന്നുള്ളത്. ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എനിക്ക് കിട്ടിയ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ ഇങ്ങോട്ടേക്ക് ഈ സെല്ല് നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷൻ. എന്നാൽ സെല്ല് കൊടുക്കുന്ന ഡയറക്ഷനും അതേ ഡയറക്ഷനാണ്. അതുകൊണ്ട് അവനെ നമ്മൾ കൂടെ കൂട്ടി +10. റെസിസ്റ്റൻസിൽ 2, അപ്പോൾ -2 I, അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ആയി, -2 × I. 5 റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ -5 I. പിന്നീട് റെസിസ്റ്റൻസ് 3 ഉണ്ട്, -3 I. വീണ്ടും മുന്നോട്ടേക്ക് നമ്മൾ ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരുമ്പം ഈ സെല്ല് നമ്മൾ ഒപ്പോസ് ചെയ്യാണ്. നമ്മൾ ഒപ്പോസ് ചെയ്യുന്നവനെ -3. തിരിച്ചിങ്ങോട്ടേക്ക് പോകുമ്പോൾ റെസിസ്റ്ററാണ്, വോൾട്ടേജ് ഡ്രോപ്പ് -4 ആയി. തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് പഴയ സ്ഥലത്ത് തന്നെ എത്തി. സോ =0. തിരിച്ച് ആ പോയിന്റിൽ തന്നെ എത്തിയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 - 3 എത്രയാണ്? 7.
-2 -5 -7 -7 -3 -10 അല്ലേ 2 5 7 3 10 4 14 2 5 7 3 10 4 14 14 പ്ലസ് 14 ആയി അപ്പുറത്തേക്ക് പോകുന്നു കറണ്ട് ഐ എന്ന് പറയുന്നത് 0.5 ആംപിയർ കിട്ടുന്നു സോ ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് വിൽ ബി 0.5 ആംപിയർ കറക്റ്റ് ഓപ്ഷൻ തന്നെയാണ് അതായത് ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങളോട് ചോദിച്ചത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് സി എന്തായാലും റോങ് അല്ല കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കറണ്ട് 0.5 ആംപിയർ തന്നെ കിട്ടി കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടിയ ആൻസർ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളെടുത്ത ഡയറക്ഷൻ ശരിയാണ് സോ ദ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ് നമ്മളെടുത്ത അതേ ഡയറക്ഷൻ തന്നെയാണ് തെറ്റിപ്പോയാൽ പേടിക്കണ്ട നെഗറ്റീവ് ആൻസർ കിട്ടുക സോ ആൻസർ ഈസ് ക്ലോക്ക് വൈസ് ഇനി നമ്മളവിടെ ഡിയിലെ പൊട്ടൻഷ്യൽ നമുക്കൊന്ന് കാണണം ഡി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് ഡി അപ്പോൾ ഈ എഫിലെ പോയിന്റ് 0 വോൾട്ടാണ് അപ്പോൾ നമുക്ക് എഫിൽ നിന്ന് ഡിയിലേക്ക് യാത്ര ചെയ്യാം തന്താനി നാനി നോക്ക് റെസിസ്റ്റൻസ് ഇവിടെ അപ്പോൾ ഇത് എഫ് ആണ് കേട്ടോ 4 ohm ഉണ്ട് സെല്ലുണ്ട് സെല്ലിൽ നിന്ന് ഡിയിലേക്ക് എത്താം നിങ്ങൾക്ക് വേണമെങ്കിൽ മേലെ കൂടിയും പോവാം കേട്ടോ മക്കളെ അതായത് ഈ വഴിയും പോവാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം അങ്ങനെയാണെങ്കിൽ എഫിലെ പൊട്ടൻഷ്യൽ 0 കറണ്ട് എങ്ങനെ പോകും കറണ്ട് ക്ലോക്ക് വൈസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ 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 വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ വി ഡി ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത് താഴോട്ടേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത് അങ്ങനെ താഴോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് താഴോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് മക്കളെ താഴോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് കിട്ടും വി ഡി മുമ്പോട്ടേക്ക് പോകുമ്പോൾ വി ഡി 3 വോൾട്ട് നമ്മൾ ഒപ്പോസ് ചെയ്യാണ് അതുകൊണ്ട് -3 വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസിൽ ഡ്രോപ്പാണ് -4 ഐ 0.5 ആണെന്ന് കിട്ടിയിട്ടുണ്ട് കാരണം കറണ്ട് 0.5 ആണ് ഈക്വൽ ടു 0 ഫൈനൽ പൊട്ടൻഷ്യൽ 0 ആണ് നമുക്ക് നോക്കാം വി ഡി -3 4 × 0.5 2 ഈക്വൽ ടു 0 സോ ദാറ്റ് വി ഡി ഈക്വൽ ടു 5 അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്ര വോൾട്ട് തന്നെ കിട്ടി 5 വോൾട്ട് പൊട്ടൻഷ്യൽ തന്നെ കിട്ടി സോ ഓപ്ഷൻ എ ഈസ് ഓൾസോ കറക്റ്റ് ഇ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 ആണ് എന്നാണ് അവരടുത്തത് പറയുന്നത് ഇ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 ആണ് നമുക്കറിയില്ല എന്തായാലും നോക്കാം നമുക്ക് എഫിലെ പോയിന്റിലെ പൊട്ടൻഷ്യൽ 0 വോൾട്ടാണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ് 0 വോൾട്ട് എന്നാണ് പറയുന്നത് വി ഇ കറണ്ട് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് ഉറപ്പായിട്ടും വി ഇ മൈനസ് കറണ്ട് 0.5 റെസിസ്റ്റൻസ് 4 ഈക്വൽ ടു 0 വി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ 2 വോൾട്ടാണ് കിട്ടുക അപ്പോൾ ഇവിടെ 0 പൊട്ടൻഷ്യൽ ആണെന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ് അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ബി റോങ് സ്റ്റേറ്റ്മെൻറ്റ് ബി ഓപ്ഷനാണ് കിട്ടുക മക്കളെ ഇത് ക്ലിയർ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ഡയറക്റ്റായിട്ട് നോക്ക് റെഡി വി എന്ന് പറയുന്നത് 2 വോൾട്ടാണ് ഓക്കെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തത് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് masses of the 3 wires of same material are in the ratio 1:2:3 and their length in the ratio 3:2:1 electrical resistance of these wire will be in the ratio ഒരു പഴയ ചോദ്യം masses of 3 wires of same material ഒരേ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഒരേ റെസിസ്റ്റിവിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക ഒരേ ഡെൻസിറ്റിയും ആയിരിക്കും ഉണ്ടാവുക ഡെൻസിറ്റിക്ക് നമുക്ക് ഡി എന്ന് എഴുതാം അതിൻ്റെ മാസ് റേഷ്യോ m1:m2:m3 റേഷ്യോ ഓഫ് മാസ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് 1:2:3 ആണ് 1:2:3 ആണ് ആൻഡ് ലെങ്ത് റേഷ്യോ L1:L2:L3 3:2:1 ആണ് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദീസ് വയേഴ്സ് വിൽ ബി ഇൻ ദ റേഷ്യോ റെസിസ്റ്റൻസ് വയറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ R1:R2:R3 എത്രയാണെന്നാണ് ചോദ്യം റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എങ്ങനെയാണ് എന്നാണ് ചോദ്യം റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എത്രയാണ് മക്കളെ നിങ്ങൾ നോക്കുക ഡെൻസിറ്റി സെയിം ആയതുകൊണ്ട് വോളിയം V1 ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി ഈസ് V2 ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി ഈസ് V3 ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1:2:3 ആണ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ക്യാൻസൽ ആവും വോളിയം റേഷ്യോയും 1:2:3 ആണ് വരിക
അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ് വരിക? ആർ ഈക്വൽ ടു റോയൽ ഡിവൈഡഡ് ബൈ എ ആണ് ആൻസർ വരിക. പക്ഷേ ഏരിയ റേഷ്യോ നമുക്ക് കയ്യിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു വഴിയേ ഉള്ളൂ. ലെങ്ത്തിൻ്റെ റേഷ്യോ തന്നിട്ടുമുണ്ട്, വോളിയത്തിൻ്റെ റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്. V1:V2:V3. അത് മാസിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും. 1:2:3 ആണ്. ലെങ്ത്തിൻ്റെ റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട്, 3:2:1 ആണ്. പക്ഷേ ഏരിയ റേഷ്യോ നമുക്കറിയാത്ത സ്ഥിതിക്ക് റോയൽ ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതുന്നത് ബുദ്ധിയല്ല. ആർ ഈക്വൽ ടു റോയൽ ബൈ എ എഴുതാൻ പാടുണ്ടോ? പാടില്ല മക്കളെ. ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് റെസിസ്റ്റിവിറ്റി സെയിം ആണ്. റോ ഇൻറ്റു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സിലിണ്ടർ അല്ലേ ഇവൻ, സിലിണ്ടറിൻ്റെ ലെങ്ത്തും എല്ലും ഏരിയ എയും ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു കാര്യം ചെയ്യാം, ലെങ്ത് ഇൻറ്റു ഏരിയ വോളിയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് ഭാഗത്തും ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റോയൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ വോളിയം ആയിക്കോളും. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത്, റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ R1:R2:R3 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? റെസിസ്റ്റിവിറ്റി എല്ലാവർക്കും സെയിം ആയതുകൊണ്ട് L1² ഡിവൈഡഡ് ബൈ വോളിയം V1 L2² ഡിവൈഡഡ് ബൈ വോളിയം V2 L3² ഡിവൈഡഡ് ബൈ വോളിയം V3. എന്തെളുപ്പത്തിൽ കിട്ടി നോക്കിയേ. L1² L1 എന്ന് പറയുന്നത് L1 L2 L3 3 2 1 ആണ്. അപ്പോൾ 3² 2² 1². വോളിയം റേഷ്യോ എത്രയാണ്? 1:2:3. നമുക്കൊന്ന് ആ റേഷ്യോനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. 3² 9:2 2² 4/2 2:1/3. 3 കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 × 3 27, 2 × 3 6 1 1 27 6 1 എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻ നമുക്കവിടെ കിട്ടും. ഓപ്ഷൻ ഡി ആണ് കിട്ടുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയാണ്. നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. റെഡിയല്ലേ? വളരെ നല്ല ചോദ്യമാണ്. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെഡി? ഓക്കെ, നമ്മൾ മെല്ലെ അടുത്ത ചാപ്റ്ററിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരിക? Potentiometer of 1 meter length, unknown EMF voltage source is balanced 60 cm length of potentiometer wire, while 3 volt battery is balanced 45 cm length EMF of unknown voltage source. ഇതുവരെ നീറ്റിന് കറണ്ട് ഇലക്ട്രിസിറ്റി കാര്യമായിട്ട് പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ പഠിക്കാത്ത കുട്ടികൾ, ഇതുവരെ പൊട്ടൻഷ്യോമീറ്റർ തൊടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക പോലും വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. കാരണം പൊട്ടൻഷ്യോമീറ്റർ ഒരു നീണ്ട കോൺസെപ്റ്റാണ്. അറിയുന്ന കുട്ടി മാത്രം പൊട്ടൻഷ്യോമീറ്റർ ജസ്റ്റ് ഒന്ന് നോക്കുക, അല്ലാത്തവർക്ക് ജസ്റ്റ് ഈ ഒരു ടൈം വേറെ നോക്കാം. അതായത് പറയാൻ കാരണം, ഈ പൊട്ടൻഷ്യോമീറ്റർ ഫ്രഷായിട്ട് നമുക്കിപ്പോൾ കേട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ അത് ഫ്രഷായി പഠിക്കാൻ പറ്റില്ല. ഓൾറെഡി പഠിച്ച് വെക്കേണ്ട ഒരു സാധനമാണ്. അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ടോപ്പിക്ക് സ്കിപ്പാക്കാന്നേ ഉള്ളൂ. കാരണം നമുക്ക് 1-ാം തീയതിയായി 6 ദിവസമേ ഉള്ളൂ എക്സാമിനേഷന്, അല്ലേ? പൊട്ടൻഷ്യോമീറ്റർ ഓഫ് 1 meter ലെങ്ത് ആണ് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് മെല്ലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കൂടെ ഡയഗ്രാം വരയ്ക്കുന്നു. 1 meter നീളമുള്ള പൊട്ടൻഷ്യോമീറ്റർ, unknown EMF voltage source is balanced at 60 cm length. ആയിക്കോട്ടെ, അതായത് ടോട്ടൽ അൺനോൺ EMF, ഈ പൊട്ടൻഷ്യോമീറ്റർ മേലോട്ടേക്ക് എത്രയോ സെല്ലുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൈമറി സർക്യൂട്ടാണത്. താഴെ സെക്കൻഡറി സർക്യൂട്ടിൽ ഏതോ ഒരു സെല്ല് കൊടുക്കുന്നു. പൊട്ടൻഷ്യോമീറ്റർ ഓഫ് 1 meter length of an unknown EMF voltage source is balanced at 60 cm length of potentiometer wire. അതായത് അൺനോൺ EMF പ്രപ്പോർഷണൽ ടു ആദ്യത്തെ 60 cm. കാരണം അൺനോൺ EMF പ്രപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് എന്നാണ് പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ പ്രിൻസിപ്പിൾ. വൈൽ 3 volt ബാറ്ററി ഈസ് ബാലൻസ്ഡ് അറ്റ് 45 cm ലെങ്ത്. 3 volt ബാറ്ററി ബാലൻസ് ചെയ്യുന്നത് 45 cm-ലാണ്. അങ്ങനെയാണെങ്കിൽ അൺനോൺ EMF എത്ര? അൺനോൺ EMF പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ഈ EMF 3 ആണെങ്കിൽ ആ സെല്ല് 45 cm ആണ് ബാലൻസിങ് ലെങ്ത് വരിക. അങ്ങനെയാണെങ്കിൽ അൺനോൺ EMF E ആണെങ്കിൽ ബാലൻസിങ് ലെങ്ത് 60 ആണ് വരിക. ഇക്വേഷൻ കുഞ്ഞുങ്ങളെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നമുക്ക് കിട്ടുക 3/E എന്നാണ്, റൈറ്റിൽ നമുക്ക് കിട്ടുക 45/60 ആണ്. 3 × 15 45, 4 × 15 60.
അപ്പോൾ ഉറപ്പായിട്ടും 3 ക്യാൻസൽ ചെയ്യുന്നു. ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അൺനോൺ EMF 4 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. പൊട്ടൻഷ്യോമീറ്റർ അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രൊപ്പോർഷണൽ ടു L ചെയ്താൽ മതി. പൊട്ടൻഷ്യോമീറ്റർ അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് റെഡിയായി മനസ്സിലായാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് നോക്കുക. നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള പൊട്ടൻഷ്യോമീറ്റർ അറിയുന്ന ഒരു കുട്ടിക്ക് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. മക്കളൊന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക. എഗെയിൻ അടുത്ത ചോദ്യം കിർച്ചോഫ് കറണ്ട് ലോ ആണ്. ബേസിക് ആയിട്ടുള്ള ചോദ്യം, ഒരു കീം ലെവലിലൊക്കെയുള്ളൊരു ചോദ്യമാണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ഷോസ് എ നെറ്റ്വർക്ക് ഓഫ് കറൻസ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറൻസ് ഈസ് ഷോൺ ഹിയർ. ദ കറണ്ട് I വിൽ ബി ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. മക്കളെ 5 ആംപിയർ കറണ്ട് നോക്കുക. നിങ്ങൾ ഇങ്ങോട്ടേക്ക് 5 ആംപിയർ കറണ്ട് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്ക് 8 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ 5ൻ്റെ കൂടെ ഈ 3 ആംപിയർ കറണ്ട്, ഇവിടെ ഒരു 3 ആംപിയർ കറണ്ടും കൂടി ചേർന്നാലേ ഇവിടെ 8 വരുള്ളൂ. ആ 8 ആംപിയർ കറണ്ടിൻ്റെ കൂടി 15ഉം കൂടി ചേർന്നാൽ ഇവിടെ കിട്ടുന്ന കറണ്ട് 23 ആംപിയർ ആയിരിക്കും. 15 തൊട്ട് 23. ഈ 23ൻ്റെ കൂടെ 3 ആംപിയറും കൂടി ചേർന്നാൽ 26 ആംപിയർ കറണ്ട് അവിടെ നിന്ന് കിട്ടും. ഈ 26 ആംപിയർ കറണ്ടിൽ 3 ആംപിയർ ഇങ്ങോട്ടേക്ക് മുങ്ങിയാൽ ബാക്കി 23 ആംപിയർ കറണ്ട് ഇങ്ങോട്ടേക്ക് വരും. ഈ കറണ്ട് എത്ര എന്നാണ് ചോദ്യം. ഇത് സിംപ്ലി 23 ആംപിയർ കറണ്ടാണ്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കോ. കറണ്ട് എത്ര വേണമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിക്കോ. 4 ആംപിയർ, 1 ആംപിയർ, 1 ആംപിയർ ഇറങ്ങി പോവാണ് കേട്ടോ. 3 ആംപിയർ കയറി വരികയാണ്, 3 ആംപിയർ കയറി വരികയാണ്. 1 ആംപിയർ കയറി വരികയാണ്. 2 ആംപിയർ ഇറങ്ങി പോവാണ്. 1 ആംപിയർ ഇറങ്ങി പോവാണ്. ഈ കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിച്ചോ. വേണമെങ്കിൽ എത്രയാണ് വരിക? മക്കളെ 4 ആംപിയർ കറണ്ട് 1 ആംപിയർ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ കഴിച്ച് ബാക്കി 3 ആംപിയർ ഇങ്ങോട്ടേക്ക് വരും. ആ 3 ആംപിയറും ഇവിടുന്ന് 3 ആംപിയറും കൂടി കയറിയാൽ 6 ആംപിയർ കറണ്ട് വരും. ആ 6 ആംപിയർ കറണ്ടും ഈ 1 ആംപിയറും കൂടി കയറി വന്നാൽ നമുക്ക് ടോട്ടൽ 7 ആംപിയർ കറണ്ട് വരും. ആ 7 ആംപിയറിന് 2 ആംപിയർ ഇറങ്ങിപ്പോയാൽ 5 ആംപിയർ കറണ്ട് വരും. ആ 5 ആംപിയർ കറണ്ടിൽ 1 ആംപിയറും കൂടി ഇറങ്ങിപ്പോയാൽ നമുക്ക് ബാക്കി 4 ആംപിയർ കറണ്ട് വരും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 ആംപിയർ കറണ്ടാണ് വരിക. 4 ആംപിയർ കറണ്ടാണ് അവിടെ വരുന്നത്. റെഡിയാണല്ലോ? 4 ആംപിയർ ദാറ്റ്സ് ഇറ്റ്. അത്രയും കറണ്ടാണ് നമുക്കവിടെ വരുന്നത്. റെഡിയല്ലേ? നോട്ട് 9 ആംപിയർ, ഇറ്റ് ഈസ് 4 ആംപിയർ. ശരിയല്ലേ? നമുക്ക് നോക്കാം. ഇത് 4 ആംപിയർ ഇവിടെ വരുന്നുണ്ട്. 1 ആംപിയർ ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിച്ച് ബാക്കി ഇങ്ങോട്ടേക്ക് 3 ആംപിയർ. ഈ 3ഉം കൂടി ഇവിടെ കയറുന്നുണ്ട്. അപ്പോൾ 2ഉം കൂടി കൂട്ടി 6 ആംപിയർ. ആ 6 ആംപിയർ കറണ്ടിൽ 1 ആംപിയറും കൂടി കയറി വന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് 7 ആംപിയർ. ആ 7 ആംപിയറിൽ 2 ആംപിയർ ഇറങ്ങിപ്പോയി കഴിച്ച് ബാക്കി ഇങ്ങോട്ടേക്ക് 5 ആംപിയർ. ആ 5 ആംപിയറിൽ 1 ആംപിയർ ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ബാക്കിയുള്ളത് 4 ആംപിയർ ഇങ്ങോട്ടേക്ക് കയറി വരും. ആൻസർ 4 ആംപിയർ ആണ് വരിക. 4 ആംപിയർ. യെസ്, റെഡി? എഗെയിൻ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. In the given figure, battery is balanced on 55 cm length of potentiometer wire, but when resistance of 10 ohm is connected in parallel with the battery, then it's balanced on 50 cm length of the potentiometer wire, then the internal resistance of the battery എത്രയാണെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ മക്കളെ, in the given figure, battery E is balanced on 55 cm length. അപ്പോൾ അൺനോൺ EMFന് പ്രപ്പോർഷനിലാണ് 55 cm. ഈ പ്രപ്പോർഷണൽ ടു L. ബട്ട് വെൻ റെസിസ്റ്റൻസ് ഓഫ് 10 ohm ഈസ് കണക്റ്റഡ് പാരലൽ, ഇതിനോടൊരു 10 ohm റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ 50 സെൻറ്റിമീറ്റർ ബാലൻസിങ് ലെങ്ത് കിട്ടും. ഒരു സെല്ലിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ അവിടെ ടെർമിനൽ വോൾട്ടേജ് ആണ് ഉണ്ടാവുക. ഒരു സെല്ല് വെറുതെ വെച്ചാൽ അൺനോൺ EMF ആണ്. ആ സെല്ലിന് പാരലായിട്ട് നിങ്ങളൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ അതിനെ ക്രോസായിട്ട് ടെർമിനൽ വോൾട്ടേജ് ആണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ആ ടെർമിനൽ വോൾട്ടേജിന് പ്രപ്പോർഷനിലാണ് 50 സെൻറ്റിമീറ്റർ. ഇക്വേഷൻ ഡയറക്റ്റായിട്ട് മക്കളെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ E/V എന്ന് പറയുന്നത് 55 / 50 കിട്ടും.
55/50 എന്ന് പറയുമ്പോൾ 11/10 കിട്ടും അല്ലേ? 55 50 10 11/10 കിട്ടും. ഇന്റേണൽ റെസിസ്റ്റൻസും എക്സ്റ്റേണൽ റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു E/V - 1 ആണ്. അപ്പോൾ നമുക്ക് സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എത്രയാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തത്? 10 ആണ് കണക്ട് ചെയ്തത്. അപ്പോൾ റെസിസ്റ്റൻസ് 10 ഇൻറ്റു E/V എന്ന് പറയുമ്പോൾ 11/10 - 1 കിട്ടും. നമുക്ക് 10 ഇൻറ്റു 11/10 - 1 1/10 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ 1 ഓം റെസിസ്റ്റൻസ് നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ ഷുഡ് ബി 1 ഓം റെസിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. This is internal resistance. And now in the circuit figure the voltmeter reads 30 volt. What is the resistance of the voltmeter? What is the resistance of the voltmeter? Voltmeter ന്റെ റെസിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കൊന്ന് മെല്ലെ നോക്കാം എന്തായാലും. In the circuit figure voltmeter reads 30 volt. What is the resistance of the voltmeter? നമുക്കൊന്ന് നോക്കാം. ഈ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്ര? ആക്ച്വലി ഈ സർക്യൂട്ടിനെ നമുക്കൊന്ന് മാറ്റി വരക്കാം. ഈ റെസിസ്റ്റൻസ് 300 ഓം ആണ്. ഇവിടെ സീരീസ് ആയിട്ട് ഒരു 400 ഓം ആണ് കിട്ടുന്നത്. ഇതിന് നമ്മളൊരു 60 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു. ഇവിടെ നമ്മളൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ആ റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയില്ല, വോൾട്ട് മീറ്റർ ആണ്. പക്ഷെ എന്നിരുന്നാലും ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 30 വോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. 100% ഉറപ്പായിട്ടും ഇത് 60 വോൾട്ട് ആണെങ്കിൽ ഇത് 30 വോൾട്ട് ആണ് എങ്കിൽ ഇവരും 30 വോൾട്ട് തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ലോജിക്കലി ചിന്തിക്ക് എൻ്റെ മക്കളെ, ലോജിക്കലി ചിന്തിക്ക്. 300 ഓമിന് 30 വോൾട്ട്, 30 വോൾട്ട് 300 ഓമിന് ഉറപ്പായിട്ടും ഈ മൊത്തം എഫക്റ്റീവ് റെസിസ്റ്റൻസിന് 30 വോൾട്ട് തന്നെ കിട്ടി. ഇറ്റ് മീൻസ് ഒരേ റെസിസ്റ്റൻസിനെ ഒരേ വോൾട്ടേജ് സീരീസ് ആയിട്ട് കിട്ടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 60ന് 30 വോൾട്ട്, 30 വോൾട്ടും 30 വോൾട്ടുമായിട്ട് ഫ്രാക്ഷനായിട്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈക്വലായി മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ പറ 300 ഓം ആയിരിക്കും ഇവരുടെ പാരലൽ കോമ്പിനേഷൻ ചെയ്താൽ കിട്ടുന്ന ആൻസർ. അതായത് ഈ 400ഉം ഇതിൻ്റെ റെസിസ്റ്റൻസും കൂടിച്ചേരുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് 30 വോൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെയും 30 വോൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 300 ഓം. സോ 300 is equal to 400ഉം അറിയാത്ത അൺനോൺ റെസിസ്റ്റൻസും പാരലൽ. 400 R ഡിവൈഡഡ് ബൈ 400 പ്ലസ് R. 300ൻ്റെ 2 0, 400ൻ്റെ 2 0 പോയി. ഉറപ്പായിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 400 × 3 1200 പ്ലസ് 3R ഈക്വൽ ടു 4R. ദറ്റ് ഈസ് R is equal to 1200 ഓം. ദ ആൻസർ ഈസ് എ. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. റെഡി? കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഓക്കെ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആൾക്കാർ റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. എഗെയിൻ അടുത്തതിലേക്ക് പോവാണ്. അടുത്തത് മൂവിങ് ചാർജസിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് ബ്രേക്കാണ് മക്കളെ. ഒരു 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് ഞാൻ കയറും മൂവിങ് ചാർജസിലേക്ക്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുകൂടി കഴിയുമ്പോഴേക്ക് ആ സെഷൻ കഴിയുന്നു. അടുത്ത ടീച്ചർ അങ്ങോട്ടേക്ക് കയറും. ഓക്കെ, അപ്പോൾ റെഡി? ഒരു 5 മിനിറ്റ്.
ഹലോ മക്കളെ, ഹായ്, ഹലോ. യെസ് യെസ് യെസ്. അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നമുക്ക് മൂവിങ് ജാർസിലേക്ക് പതിയെ കടക്കാം. പതിയെ മൂവിങ് ജാർസിലേക്ക് കടക്കാം. കുറച്ച് ചോദ്യങ്ങൾ, രസമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് മെല്ലെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക. An infinitely long straight conductor AB is fixed and a current is passed through it. Another movable straight wire CD of finite length and carrying current is held perpendicular to the unreleased neglect weight of the wire. എന്താണ് ആ വയറിന് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ചോദ്യം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നോക്കുക. ഈ വയറിലേക്ക് കൂടി കറണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കറണ്ട് മുകളിലേക്ക് പോകുമ്പോൾ അത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവും. ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. കാരണം കറണ്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ് പോവുക. പക്ഷേ മക്കൾ ആലോചിക്കേണ്ടത്, സി എന്ന് പറയുന്ന പോയിന്റിൽ വലിയ മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാവുക. കാരണം അടുത്തുള്ള പോയിന്റാണ്. കുറച്ചങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മക്കൾ നോക്കുക. അപ്പോൾ സ്വാഭാവികമായും ദൂരം കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നുണ്ട്. ഫോഴ്സ് എങ്ങോട്ടേക്കാണ് വരിക? കറണ്ട് I2 ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ മക്കളെ? നിങ്ങൾ ഇടത്തെ കൈ അങ്ങ് നിവർത്ത്. ഉറങ്ങുന്ന ആൾക്കാരൊക്കെ അങ്ങ് നിവർത്തിക്കോ. ഇടത്തെ കൈ ഒന്ന് നിവർത്തിക്കോ. ലെഫ്റ്റ് ഹാൻഡിൽ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, തമ്പ് ഫോഴ്സ്, മിഡിൽ ഫിംഗർ ആരാ? കറണ്ട്. എടുത്തോ മാഗ്നറ്റിക് ഫീൽഡ്. ചൂണ്ടുവിരൽ ഉള്ളിലേക്ക് കൊടുത്തോ. കൊടുത്തു. റെഡിയല്ലേ? ചൂണ്ടുവിരൽ ഉള്ളിലേക്ക്. അയ്യോ, നമ്മളിതിങ്ങനെ കറക്റ്റ് ആക്കണം അല്ല, ഇങ്ങനെ പോയി. യെസ്, ചൂണ്ടുവിരൽ ഉള്ളിലേക്ക്, കറണ്ട് ഇങ്ങോട്ടേക്ക്. ദേവസേനെ കൈകൾ 2, വിരലുകൾ ഇങ്ങനെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക്, കറണ്ട് ഇങ്ങനെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി തമ്പ് എങ്ങോട്ടേക്കാണോ പോവുക? മുകളിലോട്ടല്ലേ പോവുക? ഫോഴ്സ് മുകളിലോട്ടല്ലേ പോവുക അല്ലേ? അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടേക്ക് പോവും? മുകളിലോട്ട് പോവും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ILB sin θ എന്നാണല്ലോ. അപ്പോൾ അതിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടിയ റീജിയനിൽ ഫോഴ്സ് അതിശക്തമായിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് ഫോഴ്സ് മുകളിലേക്കാണ്, പക്ഷേ അതിശക്തമായ ഫോഴ്സാണ് ഈ റീജിയനിൽ ഉണ്ടാവുക. എന്നാൽ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു, അതുകൊണ്ട് അത്ര കണ്ട് ഫോഴ്സ് ഉണ്ടാവില്ല. എന്നാൽ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് എത്തിയാൽ ഫോഴ്സ് കുറച്ചുകൂടി കുറഞ്ഞു, അങ്ങനെ. സത്യത്തിൽ ഈ ഒരു റീജിയനിൽ വരുമ്പം ഈ ഒരു ഭാഗത്ത് ഫോഴ്സ് വളരെ കൂടുതലും ഈ ഒരു ഭാഗത്ത് ഫോഴ്സ് കുറവുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ സാധനം എഫക്റ്റീവ്ലി മേലേക്ക് ഫോഴ്സ് ഉള്ളതുകൊണ്ട് മേലേക്ക് പോവും. ഒപ്പം ഈ സാധനം ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഇതൊരു റൊട്ടേഷണൽ മോഷൻ പോലെയാണ്. ആക്ച്വലി ഈ സാധനം ഇങ്ങനെ ഇങ്ങോട്ടേക്ക്, കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെയാവും, കുറച്ച് കഴിയുമ്പോൾ ഈ റോഡ് ഇങ്ങനെയാവും. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഈ റോഡ് ഇങ്ങനെയാവും. എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷനും ഉണ്ടാവും, ഒപ്പം ആ സാധനം ലീനിയർലി മൂവ് ചെയ്യുകയും ചെയ്യും. അതാണ് സംഭവിക്കുക. അതിൽ നമുക്കൊന്ന് നോക്കാം. ദ റോഡ് CD വിൽ മൂവ് അപ്വാർഡ് പാരലൽ ടു ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതാണ്. പക്ഷേ അത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. മുകളിലേക്ക് വെറുതെ അങ്ങനെ പോകില്ല, ഡയറക്റ്റ് പാരലായിട്ട് അങ്ങനെ പോകുന്നില്ല, റൊട്ടേഷനും നടത്തും. CD വിൽ മൂവ് ഡൗൺവാർഡ്സ് പാരലൽ ടു ഇറ്റ് സെൽഫ്. തെറ്റാണ്. ഒറ്റയടിക്ക് വെട്ടിക്കോണം. ദ റോഡ് CD വിൽ മൂവ് അപ്വാർഡ്സ് and turn clockwise at the same time. യെസ്, ആ സാധനം മൂവ് ചെയ്യുകയും ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. സത്യമാണ്, ക്ലോക്ക് വൈസ് ആയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് അടുത്ത ഓപ്ഷൻ മൂവിൽ അപ്വാർഡ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ദ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആരാണ് വരിക? C ഓപ്ഷനാണ് വരിക.
മക്കളെ സാധനം കിട്ടി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നല്ലൊരു രസമുള്ളൊരു ചോദ്യമാണ്. ഒരുപാട് നിങ്ങളുടെ പ്രോബ്ലംസ് കുത്തിക്കയറ്റേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. എഗെയിൻ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. രസമായിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ, എല്ലാം നിങ്ങൾക്ക് പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ അങ്ങ് സ്കിപ്പ് ചെയ്യുക, ഉഷാറാക്കുക. 2 സിമിലർ കോയിൽസ് ഓഫ് റേഡിയസ് ആർ ലൈയിങ് കോൺസെൻട്രിക്കലി വിത്ത് ദെയർ പ്ലെയിൻസ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ രണ്ട് സർക്കുലാർ ലൂപ്പുകൾ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. റെഡി? കറണ്ട് ഇങ്ങനെയും ഇങ്ങനെയും പോവുകയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുകൾ, കറണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മുകളിലോട്ട് പോകും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ടോ താഴോട്ടേക്കോ എവിടെയായ എന്തപ്പം മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ട് പോകും. ഐഡൻറ്റിക്കലായിട്ടുള്ള സിമിലർ കോയിൽ അല്ലെ, റേഡിയസ് ആറാണ്, കറണ്ട് രണ്ടിലും ഐയും 2i ആണ്. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ട് B1 ആണെങ്കിൽ മറ്റേ ഈ സർക്കുലർ കോയിൽ, അതായത് ഇങ്ങനെയുള്ള സർക്കുലർ കോയിലാണെങ്കിൽ അതെന്താ, അത് ഇങ്ങോട്ടേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകും. എനിവേ 2 മാഗ്നറ്റിക് ഫീൽഡുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്താണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വരിക? B effective is equal to root of B1 square plus B2 square. അപ്പോൾ B1 ആരാണ് മക്കളെ? B1 is equal to ഒന്നാമത്തെ സർക്കുലർ കോയിൽ μ0 I divided by 2 into radius r. B2 ആരാ? μ0 കറണ്ട് 2i ആണെന്നാണ് പറഞ്ഞത്, ഡിവൈഡഡ് ബൈ 2r. ഈ μ0 I ബൈ 2r ഞാൻ മൊത്തത്തിൽ ഒരു B എന്ന് എഴുതാം ഞാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്ര വരിക? μ0 I ബൈ 2r 2b എന്ന് വരും. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് B സ്ക്വയർ പ്ലസ് 2b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4b സ്ക്വയർ. B സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ 5b സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 5b എന്ന് കിട്ടും. റൂട്ട് 5b എന്ന് പറഞ്ഞാൽ ആരാണ്? μ0 I ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ R. This is effective magnetic field. Root 5 μ0 I by 2r. The option is A. സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. 1 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 എന്നൊക്കെ ഇങ്ങനെ ആരൊക്കെ എഴുതുന്നതാണെന്നുണ്ടല്ലോ, അതെന്തപ്പോൾ ഓപ്ഷനാണോ താങ്കൾ എഴുതിയത്? വെരി ഗുഡ്. ഓക്കെ മക്കളെ, സെറ്റല്ലേ? മൂവിങ് ചാർജ് നല്ല എളുപ്പമുള്ള ചാപ്റ്ററൊക്കെ തന്നെയാണ് കേട്ടോ, പഠിച്ചാൽ എല്ലാം എളുപ്പമുള്ള ചാപ്റ്ററൊക്കെ തന്നെയാണ്. വെറുതെ ഈ പറഞ്ഞ പോലെ പുലീനെ പേടിക്കുന്ന പോലെ പേടിക്കും, പിന്നെന്താ ചെയ്യാം? പേടിക്കുകയേ ചെയ്യരുത് ഒറ്റ കാരണവശാലും. കൂളാണ്. ഫിസിക്സ് പോലത്തെ ഒരു കിടല സബ്ജക്റ്റ് പറയുന്നുണ്ടോ സാർ? ഇപ്പോൾ ടോട്ടൽ എത്ര അവേഴ്സായി അറിയൂല മോനെ, എത്ര അവറായി നോക്കാം, അതിൻ്റെ അടിയിലെങ്ങാനും നോക്കേണ്ടി വരും. ഓക്കെ, ഒരു 8-9 മണിക്കോ മറ്റോ തുടങ്ങിയതാണ്. അപ്പോൾ 9 മണി മുതൽ ഇപ്പോൾ ഇത്രയും സമയം വരെയുള്ളത് നീ ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 9 o'clock മുതൽ തുടങ്ങിയതാണ്. പ്രോട്ടോൺ ഓഫ് എനർജി 8 ഇലക്ട്രോൺ വോൾട്ട് ആയിക്കോട്ടെ. പ്രോട്ടോണിൻ്റെ എനർജി, പ്രോട്ടോണാണ് ആള്, എനർജി 8 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആഹാ. മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഇൻ ദ സെയിം മാഗ്നറ്റിക് ഫീൽഡ് ബിയിലാണ്. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിളാണ് നമുക്ക് കാണേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡ് സെയിം തന്നെയാണ്. എലോങ് ദ സെയിം പാത്ത് എന്നാണ് പറയുന്നത് അല്ലേ? സെയിം പാത്ത് എന്ന് പറഞ്ഞാൽ ഒരേ പാത്തിലേക്ക് കൂടി കറങ്ങുകയാണ് ആൽഫ പാർട്ടിക്കിളും പ്രോട്ടോണും. ഒരേ പാത്തിലൂടെ കറങ്ങുകയാണെങ്കിൽ അവർക്ക് ഒരേ റേഡിയസ് ആണെന്ന് അവിടെ അണ്ടർസ്റ്റുഡ് അല്ലേ മക്കളെ? നിങ്ങൾ പറ, ശരിയല്ലേ? അതായത് റേഡിയസ് അതായത് ആൽഫ പാർട്ടിക്കിൾ കറങ്ങുന്നത് അതേ പാത്തിലേക്ക് കൂടി തന്നെയാണ് പ്രോട്ടോണും കറങ്ങുന്നത് എന്ന് പറയുമ്പം ആ ഒരു പാത്തിൻ്റെ, ആ ഒരു ട്രാജക്ടറിയുടെ, ആ ഒരു സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഉറപ്പായിട്ടും അത് R തന്നെയായിരിക്കും വരിക. റേഡിയസ് R തന്നെയായിരിക്കും വരിക. എനർജി ഓഫ് എ ചാർജഡ് പാർട്ടിക്കിൾ വെൻ എ റെവല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Q സ്ക്വയർ B സ്ക്വയർ R സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
പ്രോട്ടോണിൻ്റെ എനർജി എത്രയാ? ഇ എത്രയാ? 8. എത്രയാ? പ്രോട്ടോണിൻ്റെ ചാർജ് ഇ സ്ക്വയർ. മാഗ്നറ്റിക് ഫീൽഡ് ബി സ്ക്വയർ. റേഡിയസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മാസ്. പക്ക. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 2He4 ആണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജി നമുക്കറിയൂല. ഇ. ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ 2 പ്രോട്ടോൺ ആണ് ഒരു ആൽഫ പാർട്ടിക്കിളിൽ, അതുകൊണ്ട് 2E. 2Eൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4E സ്ക്വയർ. എഗെയിൻ അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി സ്ക്വയർ. റേഡിയസ് സെയിം 2 ഇൻറ്റു മാസ് എന്ന് പറയുന്നത് 4m വരും. ഇതാണ് വരിക. ഇക്വേഷൻ നേരെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2m ക്യാൻസൽ, ഇ സ്ക്വയർ ക്യാൻസൽ, ബി സ്ക്വയർ ആർ സ്ക്വയർ ക്യാൻസൽ. സോ 1 ഡിവൈഡഡ് ബൈ 4/4 1 തന്നെ കിട്ടും. അപ്പോൾ എനർജി എത്ര തന്നെ കിട്ടും മക്കളെ? 8 ഇലക്ട്രോൺ വോൾട്ട് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. കാരണം ഇവിടുത്തെ 2E ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒരുപോലെ. സോ ഇതാണ് വരേണ്ടത്. 8 ഇലക്ട്രോൺ വോൾട്ട് തന്നെയാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ഓപ്ഷൻ സി ആണ് വരിക. റെഡി? ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, സാധനം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി. നൗ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കറണ്ട് I is carrying in a wire of length L. The wire is turned into a circular coil. Maximum magnitude of torque in the given magnetic field B will be എത്രയാണെന്നാണ് ചോദ്യം. എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക. കറണ്ട് I ഒരു L ലെങ്ത് ഉള്ള വയറിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. റെഡിയാണല്ലോ. ഈ വയർ ടേൺ ചെയ്ത് ഒരു സർക്കുലാർ കോയിലാക്കി. അങ്ങനെയാണെങ്കിൽ ഒരു സർക്കുലാർ കോയിലാക്കി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, അതായത് നിങ്ങളോട് പറയാണ് ടേൺഡ് ആസ് എ കോയിൽ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നിട്ട് മാക്സിമം ടോർക്ക് ആക്കിയാൽ പോലും സർക്കുലാർ കോയിലായിട്ട് എടുക്കാം. എന്താ കാരണം എന്നറിയോ? ഒരു ഗിവൺ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഏറ്റവും വലിയ ഏരിയ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ സർക്കിളിലാണ്. അതായത് നിങ്ങളൊരു വയർ വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ റെക്റ്റാങ്കിൾ ആക്കാം, ട്രയാങ്കിൾ ആക്കാം, സ്ക്വയർ ആക്കാം, സർക്കിളാക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏരിയ സർക്കിളിനായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഇത് നമ്മുടെ സർക്കുലാർ വയറാണ്. അങ്ങനെ സർക്കുലാർ വയറാണെങ്കിൽ ആ വയറിൻ്റെ റേഡിയസ് r ആണെങ്കിൽ ടോർക്ക് ടോ എന്ന് പറയുന്നത് മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് ഇൻറ്റു ഏരിയ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു സൈൻ 90 മാക്സിമം ടോർക്ക് ആയതുകൊണ്ട്. സോ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ഏരിയ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? പൈ r സ്ക്വയർ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ബി. പക്ഷേ റേഡിയസ് r നമ്മൾക്ക് തന്നിട്ടില്ല, പകരം ആ വയറിൻ്റെ ലെങ്ത് ആണ് തന്നത്. ആക്ച്വലി ആ ലെങ്ത് ഉപയോഗിച്ച് ചുറ്റി എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ആ വയർ ഉപയോഗിച്ച 2πr ലെങ്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒറിജിനൽ ലെങ്ത്. എന്ന് വെച്ചാൽ ആ വയർ ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ 2πr ലെങ്ത് കിട്ടും. ആ ലെങ്ത് ആണ് അവിടുത്തെ ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് r എന്ന് പറയുമ്പം L/2π കിട്ടും മക്കളെ. ഇത് നേരെ ഇവിടത്തേക്ക് ഇട്ട് കൊടുത്താൽ കറണ്ട് ഇൻറ്റു പൈ ഇൻറ്റു r സ്ക്വയറിന് പകരം L² ഡിവൈഡഡ് ബൈ 2π ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് 4π സ്ക്വയർ ബി. പയ്യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ L² I ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. ആ രീതിയിലൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. L² IB ഡിവൈഡഡ് ബൈ 4π. ഇത് ഓപ്ഷൻ ഈ സി. സിമ്പിളായിട്ട് തന്നെ കിട്ടും നമുക്ക് ആൻസർ. ഓക്കെ, ഒരു ലൈവ് ഒക്കെ സ്കുസാറ്റ് എക്സാമിന് മുമ്പ് ഒരു ലൈവ് മാരത്തോൺ വിടാമോ? ഓക്കെ, എനിവേ അത് നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? അതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ്, നോക്കാം. ഓക്കെ, എന്തായാലും ഡോപ്പയിൽ ആ സംഭവം കൺസിഡർ ചെയ്യുന്നുണ്ടാവും, ഓഫീസിൽ കൺസിഡർ ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കാര്യം പറയുന്നുണ്ടാവും. ക്യുസാറ്റ് എക്സാമിനെ പറ്റി ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയാം ഇതിൻ്റെ ഇടയിൽ. ക്യുസാറ്റ് എക്സാം വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. ഫണ്ടമെൻറ്റൽസ് ഭംഗിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നെറ്റിൽ നിന്ന് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്യുസാറ്റ് ഓക്കെയാണ്. എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കോൺസെപ്റ്റ് അറിയുന്നൊരു കുട്ടിക്ക് മാത്രം ചെയ്യാവുന്നൊരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിയാവുന്നൊരു കുട്ടിക്ക് 30 സെക്കൻഡിൽ താഴെ മാത്രം സമയമെടുത്ത് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണിത്. ഇൻ ആൻ അഡ്ജോയിൻറ്റ് ഫിഗർ ഈസ് ഷോൺ ഇൻ ദ ക്ലോസ്ഡ് പാത്ത് പി. എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട് I passes through O and perpendicular to the plane of paper. Then which of the following holds good? കറണ്ട് ഇതിലൂടെയാണ് പോകുന്നത്, എന്നാൽ ലൂപ്പ് ഇങ്ങനെയാണ്. ആംബിയർ സർക്യൂട്ടൽ തിയറം അനുസരിച്ച് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റും വരയ്ക്കുന്ന ലൂപ്പ് ആംബീരിയൻ ലൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ദാറ്റ് ക്ലോസ്ഡ് ലൂപ്പ് വിൽ ബി ഈക്വൽ ടു മ്യൂ നോട്ട് ടൈം ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എൻക്ലോസ്ഡ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് ആവണം. ഈ വയറ് ഒരിക്കലും ആ വയറിനെ നമ്മുടെ ഈ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്നില്ല. കാരണം ആ ലൂപ്പിൻ്റെ സ്വഭാവം നിങ്ങൾ നോക്കുക, ഇതാണ് സാധനം, ഇതിൻ്റെ പുറത്താണ് നമ്മുടെ ഈ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ മൊത്തമായിട്ട് എൻക്ലോസ് ചെയ്യുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും വരിക. കാരണം ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓവർ ദ ക്ലോസ്ഡ് ലൂപ്പ് ഈക്വൽ ടു മ്യൂ നോട്ട് ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പാണ്. ആ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് പറയുന്നത്. ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കണ്ടക്ടർ ഇല്ല, ലൂപ്പിൻ്റെ പുറത്താണ് കണ്ടക്ടർ ഉള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ആക്ച്വലി ലൂപ്പിൻ്റെ പുറത്തായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. സിമ്പിൾ അല്ലേ? ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ നോട്ട് ഐ പറയരുത്, അത് ആംബിയർ സർക്യൂട്ടൽ തിയറം. ഇതിവിടെ എഴുതാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും വരിക? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 ആണ് വരിക. സാധനം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്തവണ JEEക്ക് ചോദിച്ചു, ഏതൊക്കെയോ എക്സാമിന്, ഇന്ന എക്സാം എന്നൊന്നുമില്ല, പരക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു മയവും ഇല്ലാണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ഇതിൻ്റെ ഒരു സംഭവം, അത്ഭുതം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യനിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ സ്ക്വയർ കോയിൽ? സ്ക്വയർ കോയിലിൻ്റെ മുകളിലത്തെ നെറ്റ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദ്യം. ആക്ച്വലി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ ലൂപ്പ് വെച്ചതെങ്കിൽ, ഏത് ലൂപ്പും സ്ക്വയർ കോയിൽ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, യൂണിഫോം ഫീൽഡിലായിരുന്നു വെച്ചിരുന്നെങ്കിൽ ഫോഴ്സ് 0 ആയേനെ. പക്ഷേ ഇത് യൂണിഫോം ഫീൽഡ് അല്ല. കാരണം നമുക്കറിയാം ഈ 2 ആംപിയർ കറണ്ട് കാരണം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും, ഇവിടെ വീക്ക് ആയിരിക്കും. അപ്പോൾ നോക്കൂ, 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഒരേ ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അട്രാക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽഷനുമാണ്. ഇതിൻ്റെ ലെങ്ത് L ആണെങ്കിൽ
ഇതിലേക്ക് കൂടി പോകുന്ന കറണ്ട് I1ഉം ഇതിലേക്ക് കൂടി പോകുന്ന കറണ്ട് I2 ആണെങ്കിൽ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് D ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് mu0/4π × 2I1 I2 ഡിവൈഡഡ് ബൈ D ഇൻറ്റു ലെങ്ത് L. ഇതാണ് അവിടുത്തെ ഫോഴ്സ് വരേണ്ടത്. അപ്പം മക്കളൊന്ന് നോക്കേണ്ടത് കറണ്ട് 2 ആംപിയർ ഇൻഫിനിറ്റി ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ 2 ആംപിയർ മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ കോയിലിൽ മുകളിലോട്ടൊരു കറണ്ട് പോകുന്നുണ്ട്, അത് 1 ആംപിയർ ആണ്. രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അട്രാക്ഷൻ ഇങ്ങോട്ടേക്ക് വരും. F1 എഴുതാം. ആ F1 എത്രയായിരിക്കും കിട്ടുക? mu0/4π 10⁻⁻⁷ 2 ഇൻറ്റു I1 I2 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ അവർക്കിടയിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 10⁻⁻² ഇൻറ്റു ലെങ്ത് ഓഫ് ദ വയർ 15 സെൻറ്റിമീറ്റർ. 15 ഇൻറ്റു 10⁻². 10⁻² ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ വരുന്ന ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് താഴോട്ടേക്കാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. സിമെട്രിക് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും സിമെട്രിക് ആയിട്ട് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകും. ഇനി അടുത്തത് താഴോട്ടേക്കാണ്. അപ്പോൾ ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ 2 ആംപിയർ മുകളിലോട്ടും ഇവിടെ താഴോട്ടും ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിപ്പൽഷനാണ്. ഫോഴ്സ് F2 വരും. ആ F2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? ഉറപ്പായിട്ടും mu0/4π 10⁻⁷ I1 2 ആംപിയർ I2 again 1 ആംപിയർ ലെങ്ത് ഓഫ് ദ വയർ 15 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഇവിടെ 2ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10ഉം ആണ്. 2 + 10 12 സെൻറ്റിമീറ്റർ. 12 × 10⁻². ഇതിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഫോഴ്സ് കുറക്കുക എന്നുള്ളത് മാത്രമാണ്. 10⁻², 10⁻² ഒക്കെ ക്യാൻസൽ ചെയ്യും. ഒരു ഓപ്ഷൻ നിന്ന് മറ്റേത് കുറക്കുക. അങ്ങനെ കുറക്കുമ്പം F effective വിൽ ബി ഈക്വൽ ടു F is equal to F1 - F2 എന്ന് എഴുതാം. F1ൽ പുറത്തെടുക്കാവുന്നത് 10⁻⁷, 10⁻⁷ പുറത്തെടുക്കാവുന്നതാണ്. 2 × 2 4 കിട്ടും. ഇവിടെയും 4 ഉണ്ട്, അപ്പോൾ 4 അവിടെ പുറത്തെടുക്കാവുന്നതാണ്. ഇവിടെയും 15 ഉണ്ട്, ഇവിടെയും 15 ഉണ്ട്, 15 അവിടെ പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആരാ വരിക? താഴെ ഒരു 2 ഉണ്ട്, അപ്പോൾ ഇവിടെ 1/2 വരും. മൈനസ് ഇവിടെ ആരാ ഉള്ളത്? 1/12 ഉണ്ട്. ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 4 × 15 60 × 10⁻⁷ ഇൻറ്റു 12 2 പോയാൽ 10 ഡിവൈഡഡ് ബൈ 24. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ 2 × 12 24, 5 × 12 വരും. അപ്പോൾ 2.5 25. 25 × 10⁻⁷ ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. 25 × 10⁻⁷ ഇവിടെ ഉണ്ട്. മൂവിങ് ടുവാർഡ്സ് ദ വയറാണ് വരിക, കാരണം ഇവനാണ് കൂടുതൽ ഫോഴ്സ് കിട്ടുക, കാരണം അടുത്തുള്ളവനായതുകൊണ്ട്. അപ്പോൾ ടുവാർഡ്സ് ദ വയറാണ് അവിടെ വരേണ്ടത്. 25 × 10⁻⁷ ടുവാർഡ്സ് ദ വയർ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ടുവാർഡ്സ് ദ വയർ ആവാൻ കാരണം? ലെഫ്റ്റ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ശക്തമായ ഫോഴ്സ് വരുന്നത്, റൈറ്റ് പാർട്ടിൽ ഫോഴ്സ് കുറവാണ്, റിപ്പൽഷൻ. അപ്പോൾ അട്രാക്ഷൻ അവിടെ ഡൊമിനേറ്റ് ചെയ്യുകയും റിപ്പൽഷനെ സപ്രസ് ചെയ്ത് നെറ്റ് എഫക്റ്റീവ് ഫോഴ്സ് അട്രാക്ഷനായി മാറുകയും ചെയ്യും. ടുവാർഡ്സ് ദ വയറാണ് അവിടെ വരേണ്ടത്. സോ ഇതാണ് നമ്മുടെ ആൻസർ വരിക. 25 × 10⁻⁷ ടുവാർഡ്സ് ദ വയർ. സോ ദിസ് ദ ആൻസർ. എളുപ്പമുള്ള ചോദ്യമാണ്, ഒരു കുഴപ്പമില്ലാത്ത ചോദ്യം തന്നെയാണ്. നൗ അടുത്ത ചോദ്യം. Current I is flowing in a conductor shaped as shown in the figure. Radius of the curved part R and the length of the straight portion is very large. The value of magnetic field at the center O will be equal to. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ മക്കളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു കാര്യം, ഈ മക്കളെ അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കണേ, ഓടി വരേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു വൈൻഡപ്പിംഗ് സെഷനാണ്. കറണ്ട് I പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആക്സസ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ആ ആക്സസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും വരിക. അതായത് ഒരു വയർ നമ്മൾ എടുത്തിട്ട് ആ വയർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വയർ ആണെങ്കിൽ അതിൻ്റെ ആക്സസിൽ ഏത് പോയിന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇത്തരം ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള യൂസ് ആയിരിക്കും അതിന് വരിക. അത്തരത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിനെ 3 സെഗ്മെൻ്റായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, ഇൻഫിനിറ്റി മുതൽ ഈ പോയിന്റ് വരെ വരുന്ന ഇവിടെയുള്ള സെഗ്മെൻറ്റ്. 2, ഈ ഒരു സർക്കുലർ സെഗ്മെൻറ്റ്. 3, ഇൻഫിനിറ്റ്ലി ലോങ് ഇവിടുത്തെ സെഗ്മെൻറ്റ്. ഈ സെഗ്മെൻറ്റുകൾ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറണ്ട് ആദ്യം ഇങ്ങോട്ടേക്കാണ് വരുന്നത്, ഇൻഫിനിറ്റിയിൽ നിന്നാണ് വരുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും വരിക? പുറത്തേക്കായിരിക്കും വരുന്നുണ്ടാവുക. കാരണം എന്താണ്? കാരണം
ഇങ്ങനെ വരുന്ന കറണ്ട് ആണെങ്കിൽ, അല്ല സോറി അകത്താണ്, കറണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ് വരിക? അകത്തേക്കാണ് വരേണ്ടത്, ഉള്ളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത് മൂന്നാമത്തെ സെഗ്മെൻറ്റ്. ഞാൻ B3 ആദ്യം എടുക്കാം. B3 അത് ഉള്ളിലേക്കാണ് വരേണ്ടത്, ഉള്ളിലേക്ക്. B3യുടെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0/4π 2I/r ആണ്. അല്ലെങ്കിൽ ആ 2 ക്യാൻസൽ ചെയ്തിട്ട് μ0I/2πr എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയില്ല, ഇൻഫിനിറ്റീൻ്റെ പകുതി വരെയുള്ളൂ. അതായത് ഇത്രയും ഭാഗം മാത്രമേ വയറുള്ളൂ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി മുതൽ അതിൻ്റെ പകുതി വരെയുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ പകുതിയായിരിക്കും ആൻസർ വരിക. μ0/4π 2I/r അല്ല, I/r ഉള്ളൂ. അതവിടെ നിന്നോട്ടെ. പിന്നെ അടുത്തത് കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സർക്കുലറാണ് ആർക്ക്. സർക്കുലർ ആർക്കിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് ഉള്ളിലേക്കാണ് പോവുക. അപ്പോൾ ഉള്ളിലേക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അഗെയിൻ ഉള്ളിലേക്ക്, അത് B2 എന്ന് എഴുതാം. അപ്പോൾ രണ്ടും ഉള്ളിലേക്കായതുകൊണ്ട് പ്ലസ് ആണ് സൈൻ വരേണ്ടത്. ഇവിടെ മൈനസ് ഇടുന്നതെല്ലാം അന്നേരം തന്നെ നമുക്ക് വെട്ടിക്കളയാം, ഉറപ്പായിട്ടും മൈനസ് ആവുന്നതാവില്ല. അതിൻ്റെ ആൻസർ എത്രയായിരിക്കും കിട്ടുക? ഒരാർക്ക് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ് ഒരാർക്ക് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്? B = μ0/4π I/r ഇൻറ്റു ആർക്കിൻ്റെ ആംഗിൾ തീറ്റ. ആ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ റേഡിയനിലായിരിക്കണം എന്നുള്ളൊരു റൂളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 3π/2 ആണ്. അതായത് 360 മൊത്തമില്ല, 270 ഡിഗ്രി അല്ലെങ്കിൽ 3π/2. അപ്പം μ0/4π I/r ഇൻറ്റു തീറ്റ. തീറ്റ ഈസ് 3π/2 ആക്ച്വലി. ഇതിൽ ഉറപ്പായിട്ടും രണ്ടും കൂടി കൂട്ടുക. ഇപ്പോൾ ഈ ഒരു വയർ B1 എത്രയാണ് വരിക? 0. കാരണം ആ വയർ 1ൻ്റെ ആക്സസിലാണ് ആ പോയിൻ്റ് ഉള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടറിൻ്റെ ആക്സസിലെ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ സെഗ്മെൻറ്റ് 1 കാരണം ആ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. സോ ഉറപ്പായിട്ടും നമുക്കത് നേരെ കൂട്ടിയാൽ നെറ്റ് എഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു μ0/4π I/r രണ്ട് ഭാഗത്തും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ആര് വരും? 1 വരും. ഇവിടെ ആര് വരും? 3π/2 വരും. 1 + 3π/2 അല്ലെങ്കിൽ 3π/2 + 1 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. μ0I/4πr ഇൻറ്റു 3π/2 + 1. ദ ഓപ്ഷൻ ഈസ് എ. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി? ഓക്കെ, സെറ്റല്ലേ? നിങ്ങൾ കംഫർട്ടബിൾ ആണോ? കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു സിമ്പിൾ അയച്ചേ, തംസ് അപ്പ്, ഫയർ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം. കംഫർട്ടബിൾ ആണെങ്കിൽ ഒന്ന് കാണട്ടെ. ഞാൻ അറിയണമല്ലോ ഇതെന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുള്ളത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നത്തിങ് ഈസ് ഹാപ്പനിങ് അല്ലേ? ഒരുത്തനുമില്ല അവിടെ. കുറേ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇഫ് എ കറണ്ട് പാസ് ഇൻ എ സ്പ്രിങ് എന്ന് പറയുമ്പോൾ സോളിനോയിഡ് കേട്ടോ മക്കളെ. ഒരു കറണ്ട് സോളിനോയിഡിലേക്ക് കൂടി ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇപ്പം അങ്ങനെ കേട്ടോ, കംപ്രസ് ചെയ്യും. കാരണം രണ്ട് കറണ്ട് അപ്പോൾ അതായത് സോളിനോയിഡ് എന്ന് പറയുമ്പോൾ കറണ്ട് ഇങ്ങനെ വന്ന് അടുത്ത പ്രാവശ്യം അങ്ങനെ തന്നെ, അടുത്ത പ്രാവശ്യം അങ്ങനെ തന്നെ, അടുത്ത പ്രാവശ്യം അങ്ങനെ തന്നെ. അപ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് ആദ്യം ഇങ്ങനെ ക്ലോക്ക് വൈസ്, അടുത്തതും ക്ലോക്ക് വൈസ്, അടുത്തതും ക്ലോക്ക് വൈസ്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം? ഒരേ ഡയറക്ഷനിൽ കറണ്ട് വന്നാൽ ഇങ്ങനെ നിൽക്കുന്ന സോളിനോയിഡ് മെല്ലെ അടുക്കാൻ തുടങ്ങൂലേ? അതായത് ഒരു കോയിൽ ഇവിടെയുണ്ട്, ഒരു കോയിൽ ഇവിടെയുണ്ട്, ഒരു കോയിൽ ഇവിടെയുണ്ട്, ഒരു കോയിൽ ഇവിടെയുണ്ട്. ഇവർ പരസ്പരം അടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം കൂടി അങ്ങ് കംപ്രസ് ആവും. അപ്പോൾ കംപ്രസ്ഡ് ആവും എന്ന് പറഞ്ഞാൽ ഗെറ്റ് കംപ്രസ്ഡ്, ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് ഡിക്രീസസ്. ഓക്കെ അല്ലേ? ഡിക്രീസ് ചെയ്യും. ഓക്കെ, റെഡി? യെസ്. ഓക്കെ, now candidate connect a moving coil ammeter A and moving coil voltmeter, moving coil ammeter A and moving coil voltmeter V and resistance R as shown in the figure. Okay, if voltmeter reads 20 volt, ready, ammeter reads 4 ampere, done, then R is resistance എത്രയാണെന്നാണ് ചോദ്യം.
ആക്ച്വലി മക്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ, ഐഡിയൽ വോൾട്ട് മീറ്റർ ആണെങ്കിൽ, പ്രത്യേകിച്ച് അവിടെ വോൾട്ട് മീറ്ററിന് റെസിസ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഐഡിയൽ വോൾട്ട് മീറ്റർ ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ കറണ്ട് 4 ആംപിയർ ഇവിടെ മുകളിൽ ഓപ്പൺ സർക്യൂട്ട് ആക്കിയതിന് തുല്യമായിരിക്കും വോൾട്ട് മീറ്റർ. അതെന്താ കാരണം എന്നറിയോ? കറണ്ട് അതിലേക്ക് കൂടി പാസ് ചെയ്യില്ല. അപ്പോൾ ഉള്ള കറണ്ട് മുഴുവൻ ഈ റെസിസ്റ്റൻസിലേക്ക് കൂടി പാസ് ചെയ്തു പോകും. അതിന് അക്രോസായിട്ട് വരുന്ന വോൾട്ടേജ് ആണെങ്കിലോ 20 വോൾട്ട്. പുട്ടല്ലേ മക്കളെ റെസിസ്റ്റൻസ്, R = V/I. വോൾട്ടേജ് എത്രയാ? 20. കറണ്ട് എത്രയാ? 4. 20/4 എത്ര ഓമാ വരിക? 5 ഓം റെസിസ്റ്റൻസ്. അപ്പോൾ =5 ഓം റെസിസ്റ്റൻസ് ആണ് ശരിക്കും വരേണ്ടത്. =5 ഓം റെസിസ്റ്റൻസ്. ഇനി <5 വരുന്ന അവസ്ഥയുണ്ടോ? ആക്ച്വലി ഒരു വോൾട്ട് മീറ്റർ ഐഡിയൽ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ മൂവിങ് കോയിൽ വോൾട്ട് മീറ്റർ =5 ഓം ആണ് വരിക. ഇനി ഐഡിയൽ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ നോട്ട് ആൻ ഐഡിയൽ വോൾട്ട് മീറ്റർ, ഐഡിയൽ വോൾട്ട് മീറ്റർ അല്ല. അങ്ങനെ വരികയാണെങ്കിൽ വോൾട്ട് മീറ്ററിനൊരു ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാവും, R0 പറയാം. താഴെ ഒരു റെസിസ്റ്റൻസ് R ഉണ്ടാവും. 4 ആംപിയർ കറണ്ട്, ചിലപ്പോൾ ഒരു 3.8 ആംപിയർ കറണ്ടൊക്കെ ഇതിലേക്ക് വരും. ഒരു 0.2 ഇതിലേക്ക് കൂടി പോയിട്ടുണ്ടാവും, കുറച്ച് അങ്ങോട്ടേക്ക് ബ്രാഞ്ചായി തിരിഞ്ഞിട്ടുണ്ടാവും. ഇതിന് അക്രോസായിട്ട് 20 വോൾട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കറണ്ട് എത്രയായിരിക്കും വരിക? വോൾട്ടേജ് 20 / കറണ്ട് 3.8. ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കും വരേണ്ടത് ആൻസർ. ഡിനോമിനേറ്റർ കുറഞ്ഞു, അപ്പോൾ വാല്യൂ കൂടി. ആറാണ് റെസിസ്റ്റൻസ്, വാല്യൂ കൂടി, 5നേക്കാൾ കൂടി. അപ്പോൾ അങ്ങനെ 5നേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടില്ല, വെറുതെ ഒരു വോൾട്ട് മീറ്റർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൂവിങ് കോയിൽ വോൾട്ട് മീറ്റർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഐഡിയൽ വോൾട്ട് മീറ്റർ ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ദ ആൻസർ ഈസ് =5. അതല്ല, അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള വോൾട്ട് മീറ്റർ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 വോൾട്ട് ആണ്, 5 ഓം ആണ് ആൻസർ വരേണ്ടത്. കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഐഡിയൽ വോൾട്ട് മീറ്റർ ആണെങ്കിൽ വോൾട്ട് മീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. കൊടുക്കുന്ന കറണ്ട് മുഴുവനായിട്ട് റെസിസ്റ്റൻസിലേക്ക് കൂടി അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിലേക്ക് കൂടി മാത്രമേ പോവുള്ളൂ. എന്നാൽ പ്രാക്ടിക്കലായ വോൾട്ട് മീറ്റർ ആണെങ്കിൽ ചെറിയൊരു കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും വളരെ ചെറിയൊരു കറണ്ട് പോയാൽ ബാക്കി കറണ്ടാണ് അതിലേക്ക് കൂടി പോവുക, ഏത് റെസിസ്റ്റൻസിലേക്ക് കൂടി പോവുക. അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായാലും 5നേക്കാൾ കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഗ്രേറ്റർ ദാൻ 5ഉം =5ഉം നമ്മുടെ ആൻസർ തന്നെ വരേണ്ടതാണ്, ഡിപ്പെൻസ് ഓൺ ദ വോൾട്ട് മീറ്റർ. നൗ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മക്കളൊന്നും ഇങ്ങോട്ടേക്ക് നോക്കുക. എ ക്ലോസ്ഡ് ലൂപ്പ് PQRS carrying a current is placed in a uniform magnetic field. Magnetic force on the segment PS, SR, RQ and PQ are F1, F2, F3 respectively and are in the plane of paper and along the direction shown. The force on the segment QP എത്രയാണെന്നാണ് ചോദ്യം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെറ്റ് ഫോഴ്സ് ഇവിടെ F4 ആണെങ്കിൽ ആ എല്ലാ ഫോഴ്സും കൂടി കൂട്ടിയാൽ 0 ആണ് കിട്ടേണ്ടത്. അതെന്താ കാരണം? ഏതൊരു ക്ലോസ്ഡ് ലൂപ്പ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാലും അതിൻ്റെ മുകളിലത്തെ നെറ്റ് ഫോഴ്സ് 0 ആണ്, യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ ഫോഴ്സ് 0 ആണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ F4 എത്രയാണ് എന്ന് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? F4 ഫോർത്ത് ഫോഴ്സ് എത്രയാണ് അതാണ് ചോദിച്ചത് അല്ലേ? സെഗ്മെൻറ്റ് QPയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ഇതിൻ്റെ മുകളിലത്തെ ഫോഴ്സ് എന്ത് ചെയ്താൽ മതി? -F1 + F2 + F3 ചെയ്താൽ മതി. അതിൽ F1ഉം F3യും നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് എടുക്കണമെങ്കിൽ F1ഉം F3യും നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ F1ഉം F3യും കൂടി നേരെ ഓപ്പോസിറ്റ് വരുമ്പം F3 - F1, കാരണം വലിയ ലെങ്തിനും വലിയ ഫോഴ്സ് ഉണ്ടാവും. F3 - F1 ഒരു ഡയറക്ഷൻ. താഴേക്ക് ഓൾറെഡി F2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുത്താൽ മതി. അതായത് F1ഉം F3യും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് F3 - F1 ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. അങ്ങനെ ഒരു നെറ്റ് ഡയറക്ഷൻ F3 - F1 കിട്ടും. പിന്നെ F2 ഓൾറെഡി താഴേക്കുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടുക എന്ന് പറയുമ്പോൾ പാരലലോഗ്രാം എടുക്കലാണ്. √A² that is F3 - F1 the whole square plus B² that is F2². ഇതാണ് F4 വരിക. ഇതാണ് ആൻസർ വരേണ്ടത്.
സാധനം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സാധനം കിട്ടിയാ? റെഡിയാണോ? ബയോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമാണോ? അറിയൂല മക്കളെ, ഡിസ്കഷനൊക്കെ തന്നെ ആയിരിക്കും. ബയോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെയൊക്കെ ആയിരിക്കും. ഓക്കെ, കുറച്ചൊക്കെ തിയറി പറയുമായിരിക്കും. ആ ക്വസ്റ്റ്യന് വേണ്ട തിയറികൾ പറയും, അതിലൂടെ നമുക്ക് കുറച്ച് ടോപ്പിക്കുകളൊക്കെ കിട്ടുമായിരിക്കും. ഉറപ്പല്ലേ? അപ്പോൾ സാധനം ഞാൻ ഈ പറഞ്ഞതും നമ്മൾ ഇത്രയും നേരം ചെയ്ത ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ? പറഞ്ഞത് സെറ്റാണോ? ഒരുപാട് യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ മൂവിങ് ചാർജസ്, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, പിന്നെ പൊട്ടൻഷ്യൽ, കറണ്ട്, മൂവിങ് ചാർജസ്, അങ്ങനെ ടോട്ടൽ 4 ചാപ്റ്റർ, ഹെവി ആയിട്ടുള്ള 4 ചാപ്റ്റേഴ്സ് ഇവിടെ കഴിയാണ്. അപ്പോൾ ഏകദേശം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവിടെ കഴിഞ്ഞു. വേപ്റ്റിക്സ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഡൺ. താങ്ക് യു. നമുക്കിപ്പോൾ അടുത്ത സാറ് വരും കേട്ടോ മക്കളെ. ഹായ് ഹായ്, ഇതെല്ലാം ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വരികയാണോ? അല്ല ആരെങ്കിലും വന്നോ? അടുത്ത ആൾ വന്നോ? ലൈവ് കട്ടായിട്ടില്ല. എത്ര മണി വരെ ഉള്ളത് ഇത്? നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 4 ചാപ്റ്റർ കഴിഞ്ഞു. ഒന്ന് മേലോട്ട് മേലോടെ ആ ഇത് വേണം, എനിക്ക് ടി വി വേണം, ഇത് വേണം, ഒന്നും വേണ്ട, ജസ്റ്റ് ഇരിക്കാൻ.